Hi. Hi. Namaskaram. Yes. Good morning. Kekam Kanam, okay ano? Kekam Kanam, okay ano? Hello, Namaskaram. Yes. Okay. Good morning. Hi. Good morning. എന്തായി പഠിത്തമൊക്കെ? പഠിത്തവും കാര്യങ്ങളൊക്കെ എവിടം വരെയായി? ഓക്കെ ആയിട്ട് പോകുന്നോ? നമസ്കാരം. വെൽക്കം ബാക്ക്. നമസ്കാരം എല്ലാവർക്കും. കേൾക്കാം കാണാം. ഓൾ സെറ്റ്. ഗുഡ് മോർണിംഗ്. യെസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ. ഷൈമ ദേവൻ, ശ്രീലക്ഷ്മി, TTG ഡബ്. ഓക്കെ. അപ്പോൾ ഗ്രാവിറ്റേഷൻ അങ്ങനെ കുറച്ച് ചാപ്റ്റേഴ്സാണ് നിങ്ങൾ മാരത്തോണിൽ പഠിക്കുക. അപ്പോൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുക. ആടാ കണ്ണ് ഓക്കെ ആയി വരുന്നു. സീനുണ്ട്, പക്ഷെ എന്നാലും റെഡിയായി വരുന്നു, മാറും. ഓക്കെ. ഞാനും കോൺഫിഡൻസിൽ, നിങ്ങളും കോൺഫിഡൻസ്. നിങ്ങൾക്ക് പഠിക്കേണ്ട കോൺഫിഡൻസ്, ഈ കണ്ണിൻ്റെ കോൺഫിഡൻസ്. യെസ്. അപ്പം ഇല്ല. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? ആടാ റെഡിയായി വരുന്നു. തുടങ്ങാം. അപ്പോൾ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് സാധാരണ നീട്ടിന് 2 ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അത് ഈ പോർഷൻസ് എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. നമുക്ക് ഓരോരോ പോർഷൻസിനെ വെച്ച് നോക്കി ഓരോരോ പോർഷൻസിനെ അനലൈസ് ചെയ്യാം അല്ലേ? നമുക്ക് ഓരോരോ പോർഷൻസിനെ അനലൈസ് ചെയ്യാം. ഓക്കെ, ശരി. സോ ഗ്രാവിറ്റേഷനിൽ നമ്മൾ ആദ്യമേ പഠിക്കുന്നത് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷനും അതുമായി ബന്ധപ്പെട്ട കണക്കുകളുമാണ്. അപ്പോൾ ഫസ്റ്റ് സെക്ഷനിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 2 മാസുകൾ ഉണ്ടാകും. 2 മാസുകൾ M1 M2മാണ്. അവർ തമ്മിലൊരു ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ ഉണ്ട്. ആ ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ എപ്പോഴും റിപ്പൾഷൻ ആണ്. തെറ്റാണ്. റിപ്പൾഷൻ അല്ല, അട്രാക്ഷൻ ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ അല്ലേ? അപ്പോൾ എനിക്ക് എഴുതാം F = G M1 M2/r². സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. അവിടുന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്നാമത്തെ ഫോഴ്സ് രണ്ടാമത്തെ ഫോഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെയാണ് ആ ഡയറക്ഷൻ കാണിക്കേണ്ടത്. രണ്ടാമത്തെ ഫോഴ്സ് ഒന്നാമത്തെ ഫോഴ്സിനെ അട്രാക്ട് ചെയ്യുന്നു. ഇങ്ങനെ വേണം ഡയറക്ഷൻ കാണിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് എന്ത് ചെയ്യുന്നത്, വന്നിട്ടുള്ളത്. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. അപ്പോൾ F = G M1 M2/r² എന്ന് കൊടുക്കാം. നമ്മളത് എല്ലാത്ത രീതിയിലുള്ള ക്വസ്റ്റൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ F = G M1 M2/r² ആണ് നമ്മുടെ പ്രധാനപ്പെട്ട റിലേഷനോടൊപ്പം തന്നെ പ്രധാനമാണ് ഡയറക്ഷൻ എങ്ങനെ മാർക്ക് ചെയ്യാമെന്നുള്ളത്. പിന്നെ ഉള്ളത് സെയിം ഫോഴ്സ് ആണെങ്കിൽ നമുക്കറിയാം, സെയിം ഫോഴ്സ് 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ, 2 സെയിം ഫോഴ്സുകൾ 90 ഡിഗ്രി വന്നു കഴിഞ്ഞാൽ നെറ്റ് ഫോഴ്സ് √2F ആയിരിക്കും. 2 സെയിം ഫോഴ്സുകൾ 60 ഡിഗ്രിയാണ് വരുന്നതെങ്കിൽ നെറ്റ് ഫോഴ്സ് √3F ആയിരിക്കും. 2 സെയിം ഫോഴ്സുകൾ 120 ഡിഗ്രി ആണെങ്കിൽ നെറ്റ് ഫോഴ്സ് എത്രയായിരിക്കും എന്ന് വേഗം പറഞ്ഞേ. 2 സെയിം ഫോഴ്സുകളാണ്, പക്ഷെ തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. 120 ഡിഗ്രി ആണെങ്കിൽ ആ സെയിം വാല്യൂ ഓഫ് ഫോഴ്സ് തന്നെ ആയിരിക്കും അല്ലേ? രണ്ടും 0 ഡിഗ്രി ആണെങ്കിൽ സെയിം ഫോഴ്സ് ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതിയാകും. ഒരു ഫോഴ്സ് ഇങ്ങോട്ടും ഒരു ഫോഴ്സ് ഇങ്ങോട്ടുമാണ്, ക്യാൻസൽ ചെയ്തു പോകും. നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് ചെയ്യണം. ഇവിടെ നെറ്റ് ഫോഴ്സ് 0 ആണല്ലോ. അപ്പൊ ഇങ്ങനെ ഫോഴ്സിന്റെ കുറച്ച് പെയറുകളോ അട്രാക്ട് കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, അതും നമ്മൾ പറയും. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ നോക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പ്ലാനറ്ററി മോഷൻസിലാണ് അല്ലേ? അതായത് ഒരു പ്ലാനറ്ററി മോഷൻ നമ്മൾ കൂടുതലായിട്ടും എലിപ്റ്റിക്കൽ ആണെങ്കിലും സർക്കുലർ ആയിട്ടാണ് പറയാറുള്ളത്. ഒരു പ്ലാനറ്റ് സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ അതിന്റെ സെന്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ സെന്ററിലേക്ക് പറയുന്ന ഫോഴ്സിന്റെ പേരെന്താണ്? സെന്ററിലേക്കുള്ള ഫോഴ്സിനെ നമ്മൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയും അല്ലേ? ആ സെൻട്രിപെറ്റൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്തിനോട് ഇക്വേറ്റ് ചെയ്യുക? ഗ്രാവിറ്റേഷണൽ ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. കാരണം അതിന് സെന്ററിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് ആരാണ് നൽകുന്നത്? ആ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള സമയങ്ങളിൽ എക്സും വൈ ആക്സിനെ പിന്നെ വെക്ടർ ഫോമിൽ തരത്തില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കണം ഈ പറയുന്ന കാര്യം. സെൻട്രിപെറ്റൽ ഫോഴ്സ് 2 രീതിയിലാണ്. ഈ ടൈം പീരീഡ് ചോദിക്കുന്ന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതിനെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനോട് ഇക്വേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന് കൊടുക്കേണ്ട ഫോർമുല mr⍵² ആണ്. നിങ്ങൾക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിന് ജനറലി അറിയാവുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്, mv²/r ആണ്. അതേസമയം ആ ക്വസ്റ്റ്യൻ നിന്ന് ടൈം പീരീഡ് ഒക്കെ ചോദിക്കും. ടൈം പീരീഡ് ചോദിക്കുന്ന റിലേഷൻസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ mv²/r പകരം mr⍵² കൊടുക്കാം. കാരണം നിങ്ങൾക്കറിയാം ഒമേഗയാണ് 2π/t. അപ്പോൾ ഒമേഗ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് ടൈം പീരീഡിലേക്ക് വേഗം എത്തിച്ചേരാൻ സാധിക്കും. അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം.
ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ചോദ്യം നോക്കാം അല്ലെ. 3 particles each of mass are placed at the vertices of an equilateral triangle of side R as shown in the figure. The magnitude of the gravitational force on any one particle due to the other two is എന്നാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പാർട്ടിക്കിളിനെ ലോക്ക് ചെയ്യണം. ആ പാർട്ടിക്കിളിനെ എത്ര പേര് അട്രാക്ട് ചെയ്യുന്നുണ്ടോ ആ രണ്ട് ഫോഴ്സുകളെ നിങ്ങൾ മാർക്ക് ചെയ്യണം. ആ രണ്ട് ഫോഴ്സുകളും നിങ്ങൾ എഴുതി കാണിക്കണം ആണല്ലോ. അപ്പൊ ഞാൻ ഒരു പാർട്ടിക്കിളിനെ ലോക്ക് ചെയ്തു. ആരെ വേണമെങ്കിലും ലോക്ക് ചെയ്യാം. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സൈഡ് എല്ലാം സെയിം ആണ്, ആംഗിൾ 60 ഡിഗ്രി ആണ്, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഞാനിവിടെ ഒരു മാസിനെ ലോക്ക് ചെയ്തു. ഒരു മാസിനെ ലോക്ക് ചെയ്തിട്ട് ഡയറക്ഷൻ കാണിക്കുകയാണ്. ഈ മാസിനെ ഇയാൾ ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്, ഈ മാസിനെ ഇയാൾ ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ രണ്ട് ഫോഴ്സുകളാണ് ശരിക്കും എനിക്ക് കാണാൻ സാധിക്കുക അല്ലെ. ഇവിടെ ജനറലി രണ്ട് ഫോഴ്സുകളുണ്ട്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ തമ്മിലുള്ള ആംഗിളിന് മാറ്റമൊന്നുമില്ല. തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. ഇവിടെ രണ്ട് ഫോഴ്സും സെയിം ആണെന്ന് പറയാൻ കാരണം മാസുകളും സെയിം ആണ്, ഡിസ്റ്റൻസും സെയിം ആണ്, മാറ്റമൊന്നുമില്ല. അപ്പൊ രണ്ട് ഫോഴ്സുകളും സെയിം ആയതുകൊണ്ട് തന്നെ ഒരു എഫ് ഇങ്ങോട്ടും ഒരു എഫ് ഇങ്ങോട്ടും തമ്മിലുള്ള ആംഗിൾ 60 ഡിഗ്രി. അപ്പോൾ √3f എന്ന് എഴുതാം. √3 ഇൻറ്റു ഏതെങ്കിലും രണ്ട് പേര് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇൻട്രാക്ഷൻ ആണ്. അപ്പോൾ √3 ഇൻറ്റു m into m divided by ഡിസ്റ്റൻസിന്റെ സ്ക്വയർ. ഡിസ്റ്റൻസ് r ആണ്, അപ്പോൾ r ന്റെ സ്ക്വയർ √3 gm സ്ക്വയർ ബൈ r സ്ക്വയർ എന്ന് വരും. √3 gm സ്ക്വയർ ബൈ r സ്ക്വയർ. നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അതിന്റെ ഒരു സബ് ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡയറക്ഷൻ മാർക്ക് ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം തന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഈ ബിയിലുള്ള മാസിന്റെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുകയാണ് നിങ്ങളുടെ ടാസ്ക്. ബിയിലുള്ള മാസിന്റെ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ടാസ്ക്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ബിനെ ആരൊക്കെ അട്രാക്ട് ചെയ്യുന്നുണ്ട്? സിയും അട്രാക്ട് ചെയ്യുന്നുണ്ട്, എയും അട്രാക്ട് ചെയ്യുന്നുണ്ട്. നമുക്കിനി രണ്ട് ഫോഴ്സുകളും ഡിസ്റ്റൻസും മാസ് എല്ലാം ഡിഫറെന്റ് ആയതുകൊണ്ട് നമുക്ക് രണ്ട് ഫോഴ്സുകളും ഒന്ന് എഴുതി നോക്കാം. എഫ് എയും എഫ് സിയും ഒന്ന് എഴുതി നോക്കാം. എയും ബിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് ജി ഇൻറ്റു ഒന്നാമത്തെ മാസ് സ്മോൾ എം, രണ്ടാമത്തെ മാസ് 36m ഡിവൈഡഡ് ബൈ 6d സ്ക്വയർ ആണ്. 6d സ്ക്വയർ എന്ന് പറയുമ്പോൾ 36d സ്ക്വയർ എന്ന് വരും. 36d സ്ക്വയർ എന്ന് വരും. മുകളിലും 36, താഴെയും 36, രണ്ടും വെട്ടിക്കളയാം. എനിക്ക് GMM/d സ്ക്വയർ എന്ന് എഴുതാം. എന്തെഴുതാം? GMM/d സ്ക്വയർ എന്ന് എഴുതാം. പ്രശ്നമില്ല. ഇനി എഫ് സി എഴുതാം. ബിയും സിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ആണ് ജി ഇൻറ്റു ഒന്നാമത്തെ മാസ് രണ്ടാമത്തെ മാസ് ഡിവൈഡഡ് ബൈ 8d സ്ക്വയർ 64d സ്ക്വയർ എന്ന് വരും. 64 വെട്ടിപ്പോകും. GMM/d സ്ക്വയർ. രണ്ടും GMM/d സ്ക്വയർ തന്നെയാണ്. അപ്പൊ ഇതിനർത്ഥം രണ്ട് ഫോഴ്സുകളും സെയിം ആണ്. തമ്മിലുള്ള ആംഗിൾ ഇവിടെ 90 ഡിഗ്രിയാണ്. എഫും ഉണ്ട് എഫും ഉണ്ട്. 90 ആണെങ്കിൽ √2f എന്ന് പറയാം, അല്ലെങ്കിൽ √2 GMM/d സ്ക്വയർ എന്ന് പറയാം. ശരിയാണോ? കിട്ടിയോ? അപ്പൊ ഡയറക്ഷൻസ് മാർക്ക് ചെയ്ത് നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഗ്രാവിറ്റേഷന്റെ കേസിൽ. രണ്ട് എഫും സെയിം ആണ്. വെരി ഗുഡ്. ഇനി ഒരു ചോദ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ബേസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നിങ്ങൾ കാണുന്നത്. രണ്ട് ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈച്ച് ഓഫ് മാസ് m ഗോ അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് a. അപ്പൊ രണ്ട് മാസുകളും ഒരു സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ റേഡിയസ് a ആണ്. അങ്ങനെയാണെങ്കിൽ അവർ തമ്മിലുള്ള ദൂരം എന്താണ് എന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അവർ തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഗോ അറൗണ്ട് എ സർക്കിൾ ആണ്. അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് അകത്തേക്കുള്ളത്. അത് ആര് മൂലമാണ്? അവർ തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മൂലമാണ് ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ഉണ്ടായിരിക്കുന്നത്. ദ ആംഗുലാർ സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ എന്നാണ്. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗയാണ് ഗൈസ്. ആംഗുലാർ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒമേഗയാണ്. അപ്പൊ ആരെ ഇക്വേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആരോട് ഇക്വേറ്റ് ചെയ്യണമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ എനിക്ക് ഒമേഗ കണ്ടുപിടിക്കണം. അപ്പൊ സെൻട്രൽ, അതായത് സർക്കുലർ മോഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പറയാം ഇവിടെ ഞാൻ കൊടുക്കേണ്ടത് mr ഒമേഗ സ്ക്വയർ ആണല്ലേ. mr ഒമേഗ സ്ക്വയർ ആണ് എൻ്റെ റിലേഷൻ. അതാണ് ഞാൻ GMM, രണ്ട് മാസുകളും m ആണ്, ഡിവൈഡഡ് ബൈ r സ്ക്വയർ റിലേഷനിലേക്ക് കൊടുക്കേണ്ടത്. ഇവിടെ റേഡിയസ് a ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. മാസ് ഇൻറ്റു റേഡിയസ് a ആണ് ഇൻറ്റു ഒമേഗ സ്ക്വയർ ഈക്വൽ ടു GM ഇൻറ്റു m. രണ്ട് മാസുകളും m തന്നെയാണ്. GM ഇൻറ്റു m ഡിവൈഡഡ് ബൈ അവർ തമ്മിലുള്ള ടോട്ടൽ ദൂരം. എന്ന് പറഞ്ഞാൽ 2a ആണ്. 2a സ്ക്വയർ എന്ന് വരും 4a സ്ക്വയർ എന്ന് വരും. ഇതുവരെ ശരിയാണോ? ഒരു എമ്മും എനിക്ക് ക്യാൻസൽ ആക്കാം. ഈ എനെ എനിക്ക് താഴേക്കും കൊണ്ടുവരാം, കാരണം ഒമേഗയാണ് എനിക്ക് വേണ്ടത്.
ഒമേഗ സ്ക്വയർ ഈക്വൽ ടു GM/4A³ എന്ന് വരും. ശരിയാണോ? താഴേക്ക് ആ എ പോയിട്ട് A × A² എന്ന് വരും. അത് A³ ആയി മാറും. ഒമേഗ സ്ക്വയർ കിട്ടി GM/4A³. അവിടുന്ന് എനിക്ക് ഡയറക്ട്ലി എനിക്ക് പറയാം ഓപ്ഷൻ സി √GM/4A³ എന്ന് വരാം. √GM/4A³ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ടോപ്പിക് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളതും ഏറ്റവും കഴിഞ്ഞ വർഷമാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ടോപ്പിക്കിലേക്കാണ് നമ്മൾ പോകുന്നത്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സന്തോഷത്തോടെ പോകാം. ഓക്കെ, റെഡി ആണെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഞാനിവിടെ 3 കോളംസ് ആക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഗ്രാവിറ്റേഷൻ പഠിച്ച ഒരാൾക്ക് പറയാൻ പറ്റും why there are 3 columns in the slide. കാരണം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നമ്മൾ പല പൊസിഷൻസിലായിട്ടാണ് പഠിക്കുന്നത് അല്ലേ? ഏതൊക്കെയാണെന്ന് കമന്റ് ചെയ്യാമോ? ഒന്നാമത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസ് ആണ്. രണ്ടാമത്തത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് ആണ്. ആൻഡ് ഫൈനലി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഡെപ്ത് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്റെ ഫസ്റ്റ് ചോദ്യം ഇതാണ്, സർഫസ്, ഹൈറ്റ്, ഡെപ്ത്, ഏറ്റവും കൂടുതൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയാണെന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യാമോ? വേർ ഈസ് ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ദ ഗ്രേറ്റസ്റ്റ്? ഏറ്റവും കൂടുതൽ സർഫസ്, ഹൈറ്റ്, ഡെപ്ത് കറക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ എവിടെയാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി? ഹൈയസ്റ്റ് ഇവിടെയാണ്, ബാക്കി രണ്ടിടത്തും ലോവസ്റ്റ് ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അവിടെ ഹൈയസ്റ്റ് ആണെങ്കിൽ അവിടെ വെയിറ്റ് എങ്ങനെയായിരിക്കും എന്ന് പറയാമോ? എവിടെയാണോ ജി കൂടുതൽ അവിടെ വെയിറ്റും കൂടുതലായിരിക്കും. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. വെയിറ്റ് ഏറ്റവും കൂടുതൽ സർഫസിലാണ്, വെയിറ്റ് ഏറ്റവും കുറവ് ഹൈറ്റിലും ഡെപ്തിലുമാണ്. ആ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് സർഫസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാം. സർഫസിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സാധാ പഠിക്കുന്ന കുഞ്ഞ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ റിലേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ Gm/r² ആണ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് mass of the body. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഒരിക്കലും ബോഡിയുടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ല. പ്ലാനറ്റിന്റെ മാസിനെയും പ്ലാനറ്റിന്റെ റേഡിയസിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് സർഫസിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ. ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ? അല്ല, മാസും റേഡിയസും മാത്രമായിട്ടല്ല ക്വസ്റ്റ്യൻ ചോദിക്കുക, മറ്റൊരു ഫാക്ടറായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. അത് ആരാണെന്ന് ഓർക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പറഞ്ഞു പഠിച്ചതാണല്ലേ? എത്ര തവണ പറഞ്ഞു പഠിച്ചതാണ്? മാസും റേഡിയസുമായിട്ട് മാത്രം ചോദ്യം ചോദിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. നമുക്ക് എങ്ങനെയും ചോദിക്കാം, ഡെൻസിറ്റി ആയിട്ടും ചോദിക്കാം. ഡെൻസിറ്റി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ റിലേഷനെ മേക്ക് ചെയ്യും എന്നതാണ് ഇവിടുത്തെ ഇമ്പോർട്ടൻസ്. എങ്ങനെ നമ്മൾ റിലേഷനെ മേക്ക് ചെയ്യും അത് ഓർക്കുന്നുണ്ടോ? എവിടെ കണ്ടാലും GM-ന് GR² ഇട്ട് കൊടുക്കാനും നമ്മൾ പഠിച്ചിരുന്നു അല്ലേ? യെസ്, G proportional to rho r എന്നായിരുന്നു ആ റിലേഷൻ. G proportional to rho r. ഇതും മറക്കരുത്. അതെങ്ങനെ വന്നു എന്ന് ചിലപ്പോൾ ചോദിക്കും, അതും ഇമ്പോർട്ടന്റ് ആണ്. വേണമെങ്കിൽ എഴുതിക്കോ, G is equal to Gm/r² ആണല്ലേ? സോറി, G is equal to Gm/r² ആണ്. G/r² ഉണ്ട്. മാസ് എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. 4/3 πr³ എന്ന് കൊടുക്കാം. r² മാറും, വെട്ടിക്കളഞ്ഞാൽ G is equal to 4/3 π0 അത്രയല്ലേ ഉള്ളൂ. 4/3 π0 into r, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റോ ആർ എന്ന് നോക്കും. ജിയുടെ വാല്യൂ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, പക്ഷെ അതൊന്ന് പഠിച്ചു വെച്ചോ. 6.6 മനസ്സിലാണ്. അതുപോലെ നമുക്ക് ജിയുടെ വാല്യൂ വെച്ചുള്ള കണക്കുകൾ നമുക്ക് അങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ GR² കൊടുത്ത് ചെയ്യാം. വെറുതെ ജിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് ചെയ്യണ്ട, കൺഫ്യൂസ്ഡ് ആക്കണ്ട. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഫസ്റ്റ് ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറഞ്ഞേ, the acceleration due to gravity G and mean density of earth are related by which of the following relation എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങളിപ്പോ പറഞ്ഞതാണ് G is equal to 4/3 πg rho into r എന്നാണ്. ഇവിടെ ഡെൻസിറ്റി എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ 3 മുകളിലേക്ക് പോകും, 3g എന്നാകും മുകളിൽ. താഴെ 4πgr എന്ന് വരും. 4πgr. G equal to 4/3 πg rho r ആണ്. അവിടെ നിന്ന് എനിക്ക് റോ എഴുതാം. റോ is equal to 3g/4 πgr. Answer is option 3g/4 πgr. Option C is the right answer. Option C ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മളിതാ മുന്നോട്ട് പോകുന്നു അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കണേ. ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്തൊക്കെയാണ് തന്നത് അതനുസരിച്ച് വേണം ഞാൻ ഇവിടെ റിലേഷനെ ഷേപ്പ് ചെയ്യാൻ. The mass of a planet is twice the mass of Earth. മാസ് ആണ് അപ്പോൾ. ഓക്കെ, അപ്പൊ എർത്തും ഉണ്ട് പ്ലാനറ്റും ഉണ്ട്, എഴുതി വെക്കുക. എർത്തിന്റെ മാസ് m ആണെങ്കിൽ പ്ലാനറ്റിന്റെ മാസ് 2m ആണ്. 2m ആണ്. ഡയമീറ്റർ ഓഫ് ദ പ്ലാനറ്റ്, ഡയമീറ്റർ എത്രത്തോളം മാറുന്നോ അതനുസരിച്ച് റേഡിയസും മാറും. അപ്പൊ എർത്തിന്റെ റേഡിയസ് 6 ആണെങ്കിൽ ഡയമീറ്റർ ഈസ് ട്വൈസ് ദ റേഡിയസ് ഓഫ് പ്ലാനറ്റ്. എർത്തിന്റെ റേഡിയസിന് ട്വൈസ് ആണെന്നാണ്. അപ്പം 2r ആണ് അല്ലെ, ത്രൈസ് ആണ്.
2r അല്ല 3r, thrice എന്നാണ്. അപ്പോൾ ഞാൻ 3r എന്ന് എഴുതി. Then the acceleration due to gravity on the planet surface is എന്നാണ് ചോദ്യം. അപ്പോൾ മാസും റേഡിയസും ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ കൊടുക്കേണ്ട റിലേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് എർത്തിന്റെ കേസ് ആണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എഴുതാം gm/r² ആണ്. പ്ലാനറ്റിന്റെ കേസിൽ എനിക്ക് എഴുതാം g ഇൻറ്റു മാസ് 2m ആണ്, റേഡിയസ് 3r-ന്റെ സ്ക്വയർ ആണ്. 3 എന്ന് പറയുമ്പോൾ 3r-ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9r² എന്ന് വരും. ദാറ്റ് ഈസ് 2/9 ഇൻറ്റു gm/r² എന്ന് വരും. gm/r² ഓൾറെഡി എന്താണ്? g ആണ്. gm/r² എന്ന് പറഞ്ഞാൽ ഓൾറെഡി g ആണ്. ഉത്തരം എഴുതാം 2g/9 എന്ന് എഴുതാം. 2g/9 എന്ന് എഴുതാം. 2g/9 is the option C is the right answer. നമുക്ക് ബസ്സാവുന്നുണ്ടോ? ഓക്കെ ആണോ? നോക്കട്ടെ. ശരി, ഓപ്ഷൻ സി കിട്ടിയോ? ഓപ്ഷൻ സി കിട്ടിയോ? 2g/9 കിട്ടിയോ? 2g/9 നമ്മൾ ജസ്റ്റ് ആ റിലേഷൻ എടുത്ത് കൊടുത്തു, വേറെ ഒന്നുമില്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദാറ്റ് റിലേഷൻ. അങ്ങനെയാണെങ്കിൽ വേഗം അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 2 പ്ലാനറ്റ്സ് ഉണ്ട്, എ ആൻഡ് ബി, ഓഫ് റേഡിയൈ r and 1.5 rr ആണ്. അപ്പം ഹാവ് ഡെൻസിറ്റീസ് റോ ആൻഡ് ρ/2 ആണ് റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ദ സർഫസ് ഓഫ് B/A എന്നാണ്. B/A എന്നാണ് ചോദ്യം. അപ്പം നിങ്ങൾ എയും എഴുതണം, ബിയും എഴുതണം. g പ്രപ്പോർഷണൽ ടു ρr ആണ്. GA പ്രപ്പോർഷണൽ ടു എയുടെ റേഡിയസ് r ആണ്, എയുടെ ഡെൻസിറ്റി ρ ആണ്, ബിയുടെ റേഡിയസ് 1.5 r ആണ്, അതിനെ 3/2 r എന്ന് എഴുതി. ഡെൻസിറ്റി ρ/2 ആണ്, അതും എഴുതി. അപ്പൊ GA പ്രപ്പോർഷണൽ ടു ρr, GB പ്രപ്പോർഷണൽ ടു ρ/2 ഇൻറ്റു 3r/2 എന്ന് എഴുതാം. എനിക്ക് GB/GA ആണ് വേണ്ടത്. 3ρr/4 ഇൻറ്റു ρr. ആൻസർ പറഞ്ഞോ. റേഷ്യോ എടുത്ത് റോയാറും എല്ലാം ക്യാൻസൽ ആയി പോയി. അവസാനം എനിക്ക് എന്ത് കിട്ടുമെന്ന് പറയുക. അവസാനത്തുള്ള ആൻസർ 3/4 ആണ്. ഓർ 3:4 is the right answer. 3:4 ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ സി ആണ്. കിട്ടിയോ? ഓപ്ഷൻ സി കിട്ടിയോ? ചെയ്ത് പോകാം. ഒരുമിച്ച് ചെയ്തു പോകാം. യെസ്, വെരി ഗുഡ്. ഓക്കെ, ശരി. അപ്പം നമ്മൾ ഭൂമിയെക്കുറിച്ച് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഭൂമി ശരിക്കും ഒബ്ലിക് സ്പീറോയിഡ് അല്ലല്ലേ, ഭൂമി ശരിക്കും സ്പെറിക്കൽ ഷേപ്പ് അല്ല, ഒരു കൈൻഡ് ഓഫ് എൻ ഒബ്ലിക് സ്പീറോയിഡ് ഷേപ്പ് ആണ്. എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് അതിൻ്റെ റേഡിയസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫ്രം ദ സെൻറ്റർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭൂമിയുടെ റേഡിയസ് ഏറ്റവും കൂടുതലുള്ള ഭാഗം ഏതായിരിക്കും? ഭൂമിയുടെ റേഡിയസ് ഏറ്റവും കൂടുതലുള്ള ഭാഗം ഇക്വറ്റോറിയൽ റീജിയൻ ആയിരിക്കും. ഭൂമിയുടെ റേഡിയസ് ഏറ്റവും കുറവുള്ള ഭാഗം പോളാർ റീജിയനുമായിരിക്കും. നമുക്കറിയാം സർഫസിൽ ജിയുടെ ഇക്വേഷൻ gm/r² എന്നാണ്. g പ്രപ്പോർഷണൽ ടു 1/r² ആണ്. റേഡിയസ് കൂടുന്നതനുസരിച്ച് g കുറയാണ് ചെയ്യുക. ദാറ്റ് മീൻസ് ഇക്വേറ്ററിൽ g കുറവും പോളാർ റീജിയനിൽ g കൂടുതലുമായിരിക്കും. നോക്കുന്നുണ്ട് കേട്ടോ ഫർഹ. g കുറവും g കൂടുതലും. യെസ്, അപ്പം ജിയോയിഡ് ഷേപ്പ് ആണ്, കറക്റ്റ് ആണ്. അപ്പോൾ r കൂടുമ്പോൾ g കുറയും, g കൂടുമ്പോൾ r കുറയും. യെസ്, ബിക്കോസ് ദേ ആർ ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആയതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ എർത്തിന്റെ വേരിയേഷനിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി അടുത്ത പഠിക്കേണ്ടത് ഹൈറ്റിന്റെ വേരിയേഷൻ ആണല്ലേ. നമ്മൾ സാധാരണ വർക്ക് എനർജി പവറിൽ കാണുന്ന പോലെ കുഞ്ഞ് ഹൈറ്റുകളെ കുറിച്ചല്ല നമ്മൾ ഡീൽ ചെയ്യുക. 6400 കിലോമീറ്റർ ഹൈറ്റ്, 12200 കിലോമീറ്റർ ഹൈറ്റ്, അങ്ങനെയുള്ള വലിയ ഹൈറ്റുകളെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത് gr²/r+h² എന്ന് എഴുതിയത് ഓർക്കുന്നുണ്ടോ? അല്ലെങ്കിൽ gm/r² നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് അങ്ങനെ gr²/r+h² എന്നുള്ളത്. ശരിയോ തെറ്റോ? ശരിയാണ്. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഇതാണ് നിങ്ങൾ ഏത് സ്ഥലത്തും ഉപയോഗിക്കേണ്ട റിലേഷൻ. അൺലെസ് ആൻഡ് അൺടിൽ അവിടെ ഹൈറ്റ് ചെറുതാണ് എന്ന് പറയുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ തെറ്റിപ്പോകും, അല്ലെങ്കിൽ മാറിപ്പോകാൻ പാടുണ്ടോ? ഒരിക്കലും മാറിപ്പോകാൻ പാടില്ല. h is very much less than r ആണെങ്കിൽ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ? യെസ്, ഓർക്കണം. GH is equal to g into 1 - 2h/r എന്നാണ് ആ റിലേഷൻ. GH is equal to g into 1 - 2h/r ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യണം. GH is equal to g into 1 - 2h/r. 1 - 2h/r. ശരി. ഇനി അതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതി നമ്മൾ ഈ വാല്യൂസ് അത് ക്വസ്റ്റ്യനിൽ ഞാൻ കാണിച്ചു തരാം. നമുക്ക് അതല്ലാണ്ട് തന്നെ ചെയ്യാം. അത് കാണാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇക്വേഷൻ ഓർത്തിരിക്കണം എന്ന് ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഹൈറ്റ് കൂടുന്ന അനുസരിച്ച്, ദാറ്റ് ഈസ് ഇവിടെ നിന്ന് നോക്കുക, സെൻറ്ററിൽ നിന്ന് വരുമ്പം ഹൈറ്റ് കൂടുന്നതനുസരിച്ച് g കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗ്രാഫ് ഏകദേശം ഇതുപോലെ ഇരിക്കും. സെൻറ്ററിൽ നിന്ന് വരുന്നതനുസരിച്ച്
ഗ്രാഫ് ഇങ്ങനെയായിരിക്കും വരിക. ഡെപ്തിലേക്ക് പോകാം. ഡെപ്തിന് ഭാഗ്യത്തിന് ഒരു റിലേഷൻ മാത്രമേ ഉള്ളൂ, g ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നുള്ളതാണ്. ജി ഡി ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. സെന്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഓർക്കുന്നുണ്ടോ? സെന്റർ എന്ന് പറഞ്ഞാൽ, എർത്തിന്റെ സെന്റർ എന്ന് പറഞ്ഞാൽ d ഈസ് ഈക്വൽ ടു r ആണ്. ദാറ്റ് ഈസ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? r ആണ്. ഡെപ്ത് ഈസ് ഈക്വൽ ടു r ആണ്. അപ്പോൾ സെന്ററിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ഓർക്കുന്നുണ്ടോ? r ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് ഉത്തരം കിട്ടും, ജി ഡി ഈക്വൽ ടു 0 ആണ്. ഒരു ബോഡിയെ സെന്ററിൽ കൊണ്ടുവച്ചാൽ അയാളുടെ വെയിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും. സെന്ററിൽ ആ ബോഡി എക്സിബിറ്റ് ചെയ്യുന്ന വെയിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? അതും 0 ആണ്. അതും ഇമ്പോർട്ടന്റ് ആണ്. യെസ്. GH equal to G by 1 plus H by R the whole square നെ മോഡിഫൈ ചെയ്താണ് ഈ റിലേഷനിലേക്ക് നമ്മൾ എത്തിയത്. ഓക്കെ, അതിനെ മോഡിഫൈ ചെയ്തല്ലേ റിലേഷൻ എത്തുക, അല്ലെങ്കിൽ അതിനെ താഴോട്ടാക്കിയല്ലേ G ഇൻറ്റു 1 മൈനസ് 2H by R എത്തുക. അത് പഠിക്കുന്നുണ്ട്. അത് നമ്മൾ ഓൾറെഡി ഉള്ള റിലേഷനാണ്, നമ്മൾ ഉണ്ടാക്കിയെടുത്തതൊന്നുമല്ല. G by 1 plus H by R the whole square എന്നുള്ളത്. ഓക്കെ, ശരി. ഇനി നമുക്ക് ഒരു ഗ്രാഫും കൂടെ വരയ്ക്കാം. അതായത് സെന്ററിൽ നിന്നുള്ള ദൂരം അനുസരിച്ച് സർഫസ് വരെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. ഫ്രം സെന്റർ ടു ദ സർഫസ്, സർഫസിൽ എത്തുമ്പോൾ മാക്സിമം, സർഫസ് എത്തിക്കഴിഞ്ഞാൽ എന്താണ്? മിനിമവുമാണ്, അല്ലെങ്കിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇതാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വേഴ്സസ് സെന്ററിൽ നിന്നുള്ള ഗ്രാഫ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും സെന്ററിൽ നിന്നുള്ള ഗ്രാഫുമുള്ള വേരിയേഷൻ ആണ് നമ്മളിപ്പോൾ കണ്ടത്. സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെന്റർ ഓഫ് എർത്ത് ഹാവിംഗ് റേഡിയസ് ആർ, മൈക്കിന് എന്ത് പറ്റിയടാ? ഓക്കെ, ഇപ്പം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നോക്കാൻ എന്താ സംഭവിക്കാന്ന്. ശരി, സ്റ്റാർട്ടിംഗ് ഫ്രം ദ സെന്റർ ഓഫ് ദ എർത്ത് ഹാവിംഗ് റേഡിയസ് ആർ ദ വേരിയേഷൻ ഓഫ് ജി ഈസ് ഷോൺ ബൈ എന്നാണ് ചോദ്യം. അപ് ടു ദ, നമ്മൾ സെന്ററിൽ നിന്നാണ് വരുന്നത്, അത് നിങ്ങൾ ആലോചിക്കണം. സർഫസ് വരെ, സർഫസിലാണ് ഏറ്റവും കൂടുതൽ, അപ്പൊ സെന്ററിൽ നിന്ന് സർഫസ് വരെ അത് കൂടിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് ഹൈറ്റിലേക്കാണ് പോവുക. ഹൈറ്റിലേക്ക് പോകുന്നതനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ വരുന്ന ഒരു ഗ്രാഫ് വേണം നമ്മൾ ഇവിടെ കാണിക്കാൻ, മാറിപ്പോവരുത്. സോ ഇറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഷുഡ് ബി ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി എ റൈറ്റ് ആൻസർ ആകാൻ പാടുള്ളൂ. അപ്പൊ ഇത് നീറ്റ് 2000 G പ്രൊപ്പോർഷണൽ ടു ആർ. അത് യെസ്, ഗ്രാഫ് ആക്ച്വലി സംഭവം എന്താന്ന് വെച്ചാൽ, ഒന്ന് G is equal to ഹൈറ്റിലാണെങ്കിൽ GR സ്ക്വയർ ബൈ R പ്ലസ് എച്ച് ദ ഹോൾ സ്ക്വയർ ആണ്. ഈ R പ്ലസ് എച്ചിനെ ഞാൻ സെന്ററിൽ നിന്നുള്ള ദൂരം എന്ന് വരച്ചു. അപ്പോൾ G പ്രപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു R സ്ക്വയർ എന്നെനിക്ക് ഇവിടുന്ന് വേഗത്തിൽ മനസ്സിലാവും. ഇനി ജി ഡി എന്ന് പറഞ്ഞാൽ G ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ ആണ്. എന്ന് വെച്ചാൽ ഞാൻ എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഒരു ഡി ദൂരം കുഴിച്ചു. അപ്പോൾ സെൻറ്ററിൽ നിന്നും ഇത് മൊത്തം 6 ആണ്. അപ്പോൾ ഇവിടുന്ന് ഞാനൊരു R മൈനസ് ഡിയോളമാണ് എന്ത് ചെയ്യുക, ഇതാക്കുക. അപ്പോൾ ഞാനിവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ R മൈനസ് ഡി ബൈ ആർ എന്ന് വരും. മൊത്തം ഇവിടുന്ന് ഇത്രയും ഡി ആണ്, മൊത്തം 6 ആണെങ്കിൽ ബാക്കി വരുന്ന ദൂരം R മൈനസ് ഡി. ഈ R മൈനസ് ഡിയെ ഞാൻ സ്മോൾ ലെറ്റർ R കൊണ്ട് കാണിച്ചു. ഈ സ്മോൾ ലെറ്റർ R ആണ് സെൻറ്ററിൽ നിന്നുള്ള ദൂരം. അപ്പോൾ ഈ ജി ഡി ഈക്വൽ ടു G ഇൻറ്റു ആർ ബൈ ആർ എന്ന് വരും. ജി ഡി ഇവിടെ സ്മോൾ ലെറ്റർ ആറിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. അതുകൊണ്ടാണ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഗ്രാഫ് അപ് ടു ദ സർഫസ് വന്നത്. അതിനുശേഷം ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ റിലേഷനിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണെങ്കിൽ അടുത്ത ചോദ്യം 2017 നീറ്റിന്റെ ഒരു ചോദ്യമായിരുന്നു. ദ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് ഹൈറ്റ്, ഇവിടെ നോക്കണേ, ഹൈറ്റ് 1 കിലോമീറ്റർ എന്നാണ്. അപ്പോൾ വളരെ ചെറിയ ഹൈറ്റ് ആണ്. എബോവ് ദ എർത്ത് സെയിം ആസ് ദ ഡെപ്ത് ഡി ബിലോ ദ സർഫസ് ഓഫ് എർത്ത്. അപ്പോൾ ഹൈറ്റ് 1 കിലോമീറ്റർ ആണെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട റിലേഷൻ GHന്റെ റിലേഷൻ GH ഈസ് ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് 2H ബൈ ആർ എന്ന റിലേഷൻ ആണ്. ഡെപ്തിന് ആകെ ഒരു റിലേഷനേ ഉള്ളൂ, G ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുക എന്നതാണ് ഇവിടുത്തെ കൺസെപ്റ്റ്. ഇക്വേറ്റ് ബോത്ത്, രണ്ടുപേരും ഇക്വേറ്റ് ചെയ്യുക. G ഇൻറ്റു 1 മൈനസ് G ഇൻറ്റു 1 മൈനസ് 2 ബൈ ആർ, കാരണം H 1 ആണ്, ഈക്വൽ ടു G ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ എന്ന് എഴുതാം. ജിയും ക്യാൻസൽ ആകും, 1ഉം ക്യാൻസൽ ആകും. 2 ബൈ ആർ ഈക്വൽ ടു ഡി ബൈ ആർ എന്ന് വരും. ഓർ ഡി ഈസ് ഈക്വൽ ടു 2 കിലോമീറ്റർ എന്ന് വരും. ഡി ഈസ് ഈക്വൽ ടു 2 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 2019 നീറ്റിന് ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. സർഫസിൽ ആ വസ്തുവിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ, വെയിറ്റ് കാണുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾ എപ്പോഴും എഴുതിക്കോണം 200 ഈക്വൽ ടു mg. വെയിറ്റ് എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പൊ mg, ഹൗ മച്ച് വിൽ ഇറ്റ് വെയ് ഹാഫ് വേ ഡൗൺ ദ സെന്റർ ഓഫ് ദ എർത്ത് എന്നാണ്. സെന്റർ ഓഫ് ദ എർത്തിൽ നിന്നും
പകുതി, ദാറ്റ് ഈസ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ r/2 ആയി മാറി എന്നാണ് പറയുന്നത്. ഡെപ്ത് ഈസ് r/2. അങ്ങനെയാണെങ്കിൽ അതിന്റെ വെയിറ്റ് എത്രയാണെന്നാണ് ചോദ്യം. സോ വെയിറ്റ് അറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ദാറ്റ് മീൻസ് അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഞാൻ എന്ത് ചെയ്യണം, അവിടെ കണ്ടുപിടിക്കണം. സോ അവിടുത്തെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഡെപ്തിന്റെ റിലേഷൻ ഉപയോഗിച്ചാണ് ഞാൻ കണ്ടുപിടിക്കുക. എന്താണ് ഡെപ്തിന്റെ റിലേഷൻ? GD = G × 1 - d/r എന്നതാണ് ഡെപ്തിന്റെ റിലേഷൻ. ആ ഡെപ്തിന്റെ റിലേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാകും. സോ GD = G × 1 - d എന്ന് പറഞ്ഞാൽ r/2 ആണ്, r എന്ന് കിട്ടും. മാറും വെട്ടിക്കളഞ്ഞാൽ g/2 എന്ന് കിട്ടും. സോ m × g/2. mg ഓൾറെഡി 200 ആണ്, 200/2 എന്ന് കിട്ടും, അല്ലെങ്കിൽ 100 ന്യൂട്ടൺ എന്ന് കിട്ടും. 100 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അല്ലേ? 100 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി അല്ലേ? ഉറപ്പായിട്ടും ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ആപ്പിൾ ലൈവ് അവൈലബിൾ അല്ലേ? എൻ്റെ ഫോണില്ലല്ലോ. എന്താ ആപ്പിൽ കാണിക്കുന്ന എററാണോ? നോക്കുവോ. അടുത്ത ചോദ്യം 2020 ചോദ്യം. വാട്ട് ഈസ് ദ ഡെപ്ത് അറ്റ് വിച്ച് ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ടു ഗ്രാവിറ്റി ബിക്കംസ് 1/n ടൈംസ് ദ വാല്യൂ ദാറ്റ് അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് എന്നാണ്. ദാറ്റ് ഈസ് GD എന്ന് പറയുന്നത് G/n ആണ് എന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. GD = G/n ആണ്. GDയുടെ റിലേഷൻ നമുക്കറിയാം. GD = G × 1 - d/r. അപ്പം ഈ റിലേഷനിൽ നിന്നും ഡെപ്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് ചോദ്യം. ഈ റിലേഷനിൽ നിന്നും ഡെപ്തിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ 1/n = 1 - d/r എന്ന് കിട്ടും. 1/n = 1 - d/r. എനിക്ക് ഡെപ്ത് ആണ് വേണ്ടത്. അപ്പോൾ d/r ഇപ്പുറത്തേക്കും 1/n ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. d/r = 1 - 1/n or n - 1/n എന്ന് എഴുതാം. എനിക്ക് d ആണ് വേണ്ടത്. r × n - 1/n എന്ന് കിട്ടും. r × n - 1/n എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി. ഹായ് ഫ്യൂച്ചർ ഡോക്ടർ, ഓൾ ദ ബെസ്റ്റ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ശ്രദ്ധിക്കണം. മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. ശ്രദ്ധിച്ചു വായിക്കുക. The value of acceleration due to gravity at Earth's surface is 9.8 m/s². The altitude എന്ന് പറഞ്ഞ ഹൈറ്റ് ആണ്, മറക്കരുത്. above its surface at which the acceleration due to gravity decreases to 4. അതായത് 9.8 ഉള്ളത് 4.9 ആയി മാറി. ഇത് G ആണെങ്കിൽ അതിന്റെ നേർ പകുതിയായി മാറി എന്നർത്ഥം. 4.9 എന്ന് പറഞ്ഞാൽ ഇത് G/2 ആണ്. ആ സമയത്തുള്ള ഹൈറ്റ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പൊ ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ആണ്. ഹൈറ്റിന് 2 ഇക്വേഷൻസ് ഉണ്ട്. ഒന്ന് gr²/r+h², മറ്റൊന്ന് G × 1 - 2h/r. ഇവിടെ ഞാൻ ഏത് റിലേഷൻ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയാമോ? ഇവിടെ ഞാൻ ഉപയോഗിക്കേണ്ടത് ഏത് റിലേഷൻ ആണ് എന്ന് വേഗം ഒന്ന് കമന്റ് ചെയ്യാമോ? കണ്ടാൽ തന്നെ അറിയാം ജനറൽ റിലേഷൻ ഉപയോഗിക്കണം. കാരണം ഇവിടെ ഹൈറ്റ് ചെറുതാണ് എന്ന യാതൊരുവിധ മെൻഷനും ഇല്ല അല്ലേ? ഇവിടെ ഹൈറ്റ് ചെറുതാണെന്ന് മെൻഷൻ ചെയ്യുന്നതേ ഇല്ല. അങ്ങനെ ഹൈറ്റ് ചെറുതാണെന്ന് മെൻഷൻ ചെയ്യാത്തിടത്തോളം കാലം നിങ്ങൾ ജനറൽ റിലേഷൻ വേണം എടുക്കാൻ. ഓക്കെ അലൻ, ഗുഡ്. അപ്പൊ എനിക്ക് എഴുതാം GH = gr²/r+h² എന്ന് എഴുതാം. ഈ GH എന്ന് പറയുന്നത് പകുതിയായെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പൊ G/2 = gr²/r+h². Gയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1/2 = r²/r+h². എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും എച്ചിനെ കൊണ്ടുവരണമെങ്കിൽ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്യണം? റൂട്ട് എടുത്തിരിക്കണം അല്ലേ? ഞാൻ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. r+h² = 2r². r+h is equal to √2 × r or h is equal to √2r - r എന്ന് എഴുതാം. അതായത് 1.41 r - r അല്ലെങ്കിൽ 0.41 × r. r എന്ന് പറഞ്ഞാൽ 6.4 × 10⁻⁶ ആണ്. 6.4 × 4 ചെയ്താൽ 6.4 × 4 ചെയ്താൽ തന്നെ ഏകദേശം ധാരണയാകും ഉത്തരം ഏതാണെന്ന്. 4 4s are 16 ആണ്. 6 4 24. അപ്പോൾ 2 point something ആണ് റൈറ്റ് ആൻസർ. ഇവിടെ 2 point something is the right answer. 2 point something is the right answer എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ 2.6 × 10⁻⁶ മീറ്റർ is the right answer. ഒന്നാമത്തെ ആൻസർ ആണ് ഇവിടുത്തെ ശരി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ ആണ്, മറക്കരുത്. ഫോർ എക്സാമ്പിൾ മറ്റൊരു ചോദ്യം. ഇഫ് ദ റേഡിയസ് ഓഫ് എർത്ത് ഷ്രിങ്ക്സ് ബൈ 2% while its mass remains same, the acceleration due to gravity on the earth's surface will approximately be എന്നാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഈ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞ വസ്തു വളരെ ചെറുതാണ്, ലെസ് ദാൻ 5%, ലെസ് ദാൻ 10%, 10% താഴെയാണെന്ന് വിചാരിക്കുക. എപ്പോഴും നമ്മൾ ഇക്വേഷൻസ് ചെയ്യേണ്ടത് ഏത് മെത്തേഡ് ഉപയോഗിച്ചായിരിക്കണം? ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത്ര ഡിക്രീസസ് ബൈ അത്ര ഡിക്രീസസ് ബൈ എന്നൊക്കെ പറഞ്ഞൊരു ചോദ്യം കാണുകയാണ്.
അപ്പോൾ അത് പെർസെൻറ്റേജ് എപ്പോഴും 10% താഴെയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം അത് ഏത് മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യണം, ഏത് മെത്തേഡിലാണ് നമ്മളത് സോൾവ് ചെയ്യുക. ഇവിടെ പറയുന്നത് റേഡിയസ് ഓഫ് ദ എർത്ത് ഷ്രിങ്ക് ചെയ്യുന്നു, മാസ് സെയിം ആണെന്നാണ് പറയുന്നത്. സർഫസ് ആയതുകൊണ്ട് എനിക്ക് ഇക്വേഷൻ കൊടുക്കാം, G = gm/r² ആണ് എൻ്റെ റിലേഷൻ. അപ്പോൾ എപ്പോഴും എറർ മെത്തേഡ് യൂസ് ചെയ്യണം. 10% താഴെയാണ് നമ്മുടെ ഈ വാല്യൂ വരുന്നതെങ്കിൽ യൂസ് ഓൾവേസ് ദ എറർ മെത്തേഡ്. അപ്പോൾ എനിക്ക് ഇവിടെ കൊടുക്കാം ΔG/G = ഇതും ഇൻറ്റു 100 ആണ്, പെർസെൻറ്റേജ് അല്ല, G കോൺസ്റ്റന്റ് ആണ്, മാസ് കോൺസ്റ്റന്റ് ആണ്. R² എന്ന് പറയുമ്പോൾ 2 × ΔR/R × 100 ആണ്. R ഷ്രിങ്ക് ചെയ്തു, R കുറഞ്ഞാൽ G കൂടുകയാണ് ചെയ്യുക. അപ്പോൾ 2 റേഡിയസിനുണ്ടായ മാറ്റം 2% അപ്പോൾ 2 × 2% എന്ന് കിട്ടും, അല്ലെങ്കിൽ 4%. ഇത് 6 കുറയുകയാണ്, അപ്പോൾ G ഉറപ്പായിട്ടും കൂടും. സോ ഇൻക്രീസ് ബൈ 4% ഈസ് ദ റൈറ്റ് ആൻസർ. നല്ലൊരു ചോദ്യമാണ്. ഇൻക്രീസ് ബൈ 4% ആണ് ശരിക്കും എന്ത് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ആൻഡ് ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അത് നല്ലൊരു ചോദ്യമാണ്. ഇനിയാണ് നമ്മൾ സാറ്റലൈറ്റിനെ കുറിച്ച് പഠിക്കുന്നത് അല്ലേ? സാറ്റലൈറ്റിനെ കുറിച്ച് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? യെസ്, സാറ്റലൈറ്റ് എന്ന് പറയുമ്പോൾ എർത്തിന് ചുറ്റും ഒരു സാറ്റലൈറ്റ് കറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഓർബിറ്റൽ വെലോസിറ്റി ഉണ്ടാകും എന്നാണ് നമ്മൾ പഠിച്ചത്. ആൻഡ് ദാറ്റ് ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ √gm/സ്മോൾ ലെറ്റർ r ആണ്. ആ സ്മോൾ ലെറ്റർ r എന്ന് പറയുന്നത് സെന്ററിൽ നിന്നുള്ള ദൂരമാണ്. ഓർക്കുന്നുണ്ടോ? സ്മോൾ ലെറ്റർ r എന്ന് പറയുന്നത് സെന്ററിൽ നിന്നുള്ള ദൂരമാണ്. ആ സെന്ററിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് റേഡിയസും ഹൈറ്റും കൂടെ കൂട്ടുന്നതാണ്. എവിടെ gm കണ്ടാലും വേണമെങ്കിൽ gr² ഇട്ട് കൊടുക്കാം, എന്നിട്ട് r+h എന്ന് എടുക്കാം. ഞാൻ ഈ ഇക്വേഷനെ ഇങ്ങനെ മാറ്റണമെങ്കിൽ അതിന്റെ കണ്ടീഷൻ എന്തായിരിക്കും എന്ന് ഓർക്കുന്നുണ്ടോ? If I have to change that small letter r into capital letter R, സ്മോൾ ലെറ്റർ r എന്ന് പറഞ്ഞാൽ സെന്ററിൽ നിന്നുള്ള ദൂരമാണ്, അതിനെ ഞാൻ താഴേക്ക് മാറ്റണം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ r ആക്കി മാറ്റണമെങ്കിൽ അവിടെ ഞാൻ കൊടുക്കേണ്ട റിലേഷൻ അല്ലെങ്കിൽ എന്ത് കണ്ടീഷനിലാണ് അത് ആപ്ലിക്കബിൾ ആവുക എന്ന് ഓർക്കുന്നുണ്ടോ? എന്ത് കണ്ടീഷനിലാണ് അത് ആപ്ലിക്കബിൾ ആവുക എന്ന് ഓർക്കുന്നുണ്ടോ? √gm/r എപ്പോഴാണ്? മിനിമം ഓർബിറ്റിലാണ്. നമ്മുടെ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒക്കെ പോലെ വളരെ മിനിമം ഓർബിറ്റിൽ ഹൈറ്റിനെ നെഗ്ലിജിബിൾ ആയിട്ട് വരുന്ന കണ്ടീഷനുകളിലാണ് നമ്മൾ √gm/R എന്ന് കൊടുക്കാറുള്ളത്. ഇല്ല, g/2 റൊട്ടേഷൻ ചോദിക്കില്ല. ഓക്കെ, അപ്പോൾ √gm/r h വെരി മച്ച് ലെസ് ദാൻ r. വെരി ഗുഡ്. ആ കണ്ടീഷനിലാണ്, മിനിമം ഓർബിറ്റ് ആണ്. എവിടെ gm കണ്ടാലും നമുക്ക് gr² കൊടുക്കാം, /r എന്ന് എഴുതാം, ഓർ √gr. ഇതിന്റെ വാല്യൂ ഓർക്കുന്നുണ്ടോ? 8 km/s ആണ് എന്ന് ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. യെസ്, മിനിമം ഓർബിറ്റൽ കണ്ടീഷൻ ആണ്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു സാറ്റലൈറ്റ് ഒരു ഓർബിറ്റിൽ കറങ്ങുമ്പോൾ അതിന് ഹൈറ്റ് ഉണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കാണും. അതൊരു v ഓർബിറ്റൽ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് കൈനറ്റിക് എനർജി കാണും. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് ടോട്ടൽ എനർജിയും കാണും അല്ലേ? ഇവരുടെ റിലേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവരുടെ റിലേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ആൻഡ് ടോട്ടൽ എനർജി. കൈനറ്റിക് എനർജിയുടെ റിലേഷൻ എന്തായിരുന്നു? ½ എന്ന് കിട്ടും, gmm/2r ആണ്. കൈനറ്റിക് എനർജി gmm/2r ആണെങ്കിൽ ടോട്ടൽ എനർജി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിരുന്നു. കാരണം കൈനറ്റിക് എനർജിയുടെ നേർ നെഗറ്റീവ് ആണ് ടോട്ടൽ എനർജി എന്ന് പറഞ്ഞാൽ. കാരണം ടോട്ടൽ എനർജി വെച്ചിട്ട് ഈ വസ്തുവിനെ അവിടെ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഓപ്പോസിറ്റ് കൂടുതൽ തെറിച്ചു പോകും. അതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ തെറിച്ചു പോകുന്നു, -gmm/2r എന്ന് കൊടുക്കാം. ടോട്ടൽ എനർജിയുടെ ഇരട്ടിയാണ് പൊട്ടൻഷ്യൽ എനർജി, അപ്പം -gmm/r എന്നും കൊടുക്കാം. ഇത് ഓർത്തിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓർത്തിരിക്കത്തില്ലേ? യെസ്, വെരി പ്രധാനപ്പെട്ട റിലേഷൻ, വളരെ 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 പ്രധാനപ്പെട്ട റിലേഷൻ. കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അവിടെ കൈനറ്റിക് എനർജി, ടോട്ടൽ എനർജി ഉണ്ടെങ്കിൽ ടോട്ടൽ എനർജിയുടെ നെഗറ്റീവ് ആണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ 2 ടൈംസ് ആണ് എന്നുമാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ പഠിച്ചത് വെച്ചിട്ടും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, സി ദിസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. 2 സാറ്റലൈറ്റ് ഓഫ് മാസസ് m and 3m റിവോൾവ് അറൗണ്ട് ദ എർത്ത് ഇൻ സർക്കുലർ ഓർബിറ്റ്സ് ഓഫ് റേഡിയൈ r and 3r റെസ്പെക്റ്റീവ്ലി. ദ റേഷ്യോ ഓഫ് ഓർബിറ്റൽ സ്പീഡ്സ്. ഇവിടെ ഓർബിറ്റൽ സ്പീഡിനെ കുറിച്ചാണ് ചോദ്യം. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഓർബിറ്റൽ സ്പീഡിന്റെ റിലേഷൻ √gm/r ആണ്. ഓർബിറ്റൽ സ്പീഡ് ഒരിക്കലും ആ സാറ്റലൈറ്റിന്റെ മാസുമായി ബന്ധമില്ല. അത് പ്ലാനറ്റിന്റെ മാസുമായിട്ട് മാത്രമേ ബന്ധമുള്ളൂ. ഇറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ പ്ലാനറ്റ്സ് മാസ്. അതിനർത്ഥം ഓർബിറ്റൽ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു √r ആണ് എന്ന് എനിക്ക് പറയാം. ഓർബിറ്റൽ സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു √of the റേഡിയസ് ആണ്. അപ്പം നിങ്ങൾ ഇവിടെ 2 മാസുകൾ എടുത്തു, m-ഉം 3m-ഉം. അറൗണ്ട് ദ എർത്ത് വിത്ത് r and 3r എന്നാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ മാസിനെ കൺസിഡർ ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യമില്ല. അത് പ്ലാനറ്റിന്റെ മാസാണ്.
വസ്തുവിൻ്റെ മാസ് അല്ല, തെറ്റിക്കരുത്. അപ്പോൾ എനിക്ക് എഴുതാം ഓർബിറ്റൽ വെലോസിറ്റിയുടെ റേഷ്യോ v1/v2 ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയതുകൊണ്ട് 3r/r എന്ന് എഴുതാം. ഓർ √3/1 എന്ന് കിട്ടും. ഓർ √3:1 എന്ന് എഴുതാം. √3:1 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ 3 ആണ്. ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. കിട്ടി എന്ന് വിശ്വസിക്കുന്നു. കിട്ടിയോ? 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 യെസ്, ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. ശരി, നല്ലൊരു ചോദ്യമാണ്. മീൻസ് ഓർബിറ്റിലോ സാറ്റലൈറ്റിൻ്റെ കാര്യങ്ങളൊന്നും റിലേറ്റഡ് അല്ല. ഒരു സർക്കുലർ മോഷൻ, ഒരു പ്ലാനറ്റ് കറങ്ങുകയാണെങ്കിൽ ഇവിടെ നോക്കുക. സപ്പോസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻവേഴ്സ്ലി വേരീസ് ആസ് ദ nth പവർ ഓഫ് ഡിസ്റ്റൻസ് എന്നാണ്. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എഫ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ r⁻n എന്നാണ് പറയുന്നത്. അപ്പോൾ എഫ് പ്രപ്പോർഷണൽ ടു 1/r⁻n എന്ന് എനിക്ക് എഴുതാം. The time period of a planet in circular orbit of radius r around the sun will be proportional to എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കണം, ടൈം പീരീഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഈ ഫോഴ്സിന് പകരം എന്ത് കൊടുത്താൽ വേഗം ടൈം പീരീഡിലേക്ക് എത്തിച്ചേരാം? ഫോഴ്സ് സർക്കുലർ മോഷൻ ആണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇറ്റ് പ്രൊവൈഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സിന് എനിക്ക് ടൈം പീരീഡ് വേണ്ടത് കൊണ്ട് തന്നെ ഞാൻ mr⍵² എന്ന് കൊടുത്തു. എന്ത് കൊടുത്തു? mr⍵², വേർ r ഈസ് ദ റേഡിയസ്. r around the radius r ആണെന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ r is the radius. അപ്പോൾ mr⍵² ഈക്വൽ ടു പ്രപ്പോർഷണാലിറ്റി മറ്റൊരു കോൺസ്റ്റന്റ് ബൈ r⁻n. ഈ r⁻n ഞാൻ മുകളിലേക്ക് എഴുതി kr⁻−1 എന്ന് എഴുതി. മാസിനെയും റേഡിയസിനെയും ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുപോയി. മാസ് താഴേക്ക് വന്നു. r−1 താഴെ ഒരു r വരും. k/m × r⁻−n × r⁻−1. ω² എനിക്ക് എഴുതാം. k/m അതുപോലെ തന്നെ അവിടെ നിൽക്കട്ടെ. r⁻−n ഉം -1 കൂടെ ചേർന്ന് r⁻−n+1 എന്ന് എഴുതാം. പ്രശ്നമുണ്ടോ? -n+1 പ്രശ്നമുണ്ടോ? ഹായ്, r⁻−n+1 എന്ന് എഴുതുന്ന പ്രശ്നമുണ്ടോ? അവിടെ -n ഉം -n ഉം a⁻m × a⁻n എന്ന് പറഞ്ഞാൽ a⁻m+n ആണ്. അവരെ കൂട്ടി എഴുതാം r⁻−n+1. ഇനി ഒമേഗയാണ് വേണ്ടത്. രണ്ട് സൈഡും റൂട്ട് എടുക്കണം. k/m റൂട്ട് എടുത്താൽ km⁻²1/2 എന്നാണ്. r⁻−n+1 റൂട്ട് എടുത്താൽ r⁻−n+1⁻²1/2 എന്നും വരും. അപ്പോൾ അതും ഓക്കെ ആയിട്ടുണ്ട്. എനിക്ക് ഒമേഗയല്ല വേണ്ടത്, ടൈം പീരീഡ് ആണ്. അപ്പോൾ ഒമേഗ എന്ന് പറഞ്ഞാൽ 2π/t ആണ്. 2π/t ഈസ് ഈക്വൽ ടു k/m⁻²1/2 r⁻−n+1/2 എന്നാണ്. t കണ്ടുപിടിക്കാൻ തിരിച്ചെഴുതാം. സോ m/k⁻²1/2 തിരിച്ചെഴുതുമ്പോൾ മൈനസ് പ്ലസ് ആകും, r⁻n+1/2 എന്നാകും. ദാറ്റ് മീൻസ് ടൈം പീരീഡ് ഈസ് പ്രപ്പോർഷണൽ ടു റേഡിയസിൻ്റെ n+1/2 എന്ന് എഴുതാം. റേഡിയസിൻ്റെ r⁻n+1/2 എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. പക്ഷെ നമുക്ക് ഓൾറെഡി കൺസെപ്റ്റ് അറിയായിരുന്നു, കാരണം ഇത് ടൈം പീരീഡ് ആണ് ചോദ്യം. സോ ദ ബെസ്റ്റ് തിങ് ഈസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് mr⍵². mr⍵² കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക, സന്തോഷിക്കുക. സന്തോഷിച്ചേ. നല്ല ചോദ്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ സന്തോഷിക്കുന്നു. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയുക. ചോദ്യം ശ്രദ്ധിച്ച് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയുക. 2 satellites A and B move around the earth in the same orbit. 2π നമ്മൾ ഇവിടെ കൊടുത്തിട്ടേ ഇല്ലല്ലോ. ഇവിടെ എവിടുന്ന 2π വന്നത്? we have never given 2π here. 2π എവിടെ പോയി? ഈ ലാസ്റ്റത്തെ 2π ആണ്. അത് പ്രപ്പോർഷണാലിറ്റി അല്ലേ? വേണമെങ്കിൽ 2π എഴുതാം. സോറിയടാ, 2π/2 t/2π എഴുതിയിട്ടുണ്ട്. ഓക്കേടാ, സോറി ഹന. ശരിയടാ. 2 satellites A and B move around the Earth in same orbit. The mass of A is twice the mass of B. The quantity which is same for the 2 satellites എന്നാണ്. മാസുമായി ബന്ധമില്ലാത്ത ക്വാണ്ടിറ്റി ആരാണ് എന്നാണ് ചോദ്യം. മാസുമായി ബന്ധമില്ലാത്ത ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ സ്പീഡാണ്. സ്പീഡിനാണ് ഇവിടെ മാസുമായി ബന്ധമില്ലാത്തത്. സോ ആൻസർ പറയാം, ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കിയിട്ട് ആൻസർ പറയുക. ഈ ടോട്ടൽ എനർജിയാണ് മൂവിങ് അറൗണ്ട് ദ എർത്ത്. ദെൻ ദ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി എന്നാണ് ചോദ്യം. സ്പീഡാണ്, കറക്റ്റ് ആണ്. കാരണം സ്പീഡിന് ബന്ധമില്ല മാസമായിട്ട്, നമ്മൾ പറഞ്ഞതാണ്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ പകുതിയാണെന്നാണ് പറയുന്നത്. തെറ്റല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? ദിസ് ഇസ് എ ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. പൊട്ടൻഷ്യൽ എനർജി ടോട്ടൽ എനർജിയുടെ ഇരട്ടിയാണ്. Kinetic energy of a satellite revolving in orbit is equal to half the magnitude എന്നാണ്. No, kinetic energy and total energy are equal in magnitude and opposite in sign എന്നാണ്. അപ്പോൾ ടിയും കെയും ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് ഇവിടെ പറയാം ശരിക്കും ഇത് ഫോൾസ് ആണ്. അപ്പോൾ രണ്ടും ഫോൾസ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ഫോൾസ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 and 2 ആർ ഇൻകറക്റ്റ് എന്ന് പറയും. വേണ്ട, അസാസിൻ, നോ നീഡ്.
പക്ഷേ ഏത് എൻ സി ആർ ടിയാണ്? പുതിയ എൻ സി ആർ ടിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. രണ്ട് സാറ്റലൈറ്റ്സ് ഉണ്ട്, എ ആൻഡ് ബി, ഹാവിംഗ് മാസസ് എം ആൻഡ് 2m. എ is in a circular orbit of radius r and b is in a circular orbit of radius 2r around the earth. The ratio of their kinetic energies. അപ്പോൾ ടി എ ടി ബി കണ്ട ഉടനെ അത് എന്താണെന്ന് വിചാരിക്കരുത്, ടൈം പീരീഡ് ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ കൈനറ്റിക് എനർജി എന്നാണ് പറയുക. അപ്പോൾ എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, എയുടെ മാസ് എം ആണ്, ബിയുടെ മാസ് 2m ആണ്. എയുടെ റേഡിയസ് ക്യാപിറ്റൽ ആർ ആണ്, ബിയുടെ റേഡിയസ് 2r ആണ്. എയുടെ കൈനറ്റിക് എനർജി 2a എന്ന് വിളിക്കാം, അത് GM/2 ഇൻറ്റു റേഡിയസ് ആണ്. ബിയുടെ കൈനറ്റിക് എനർജി TB എന്ന് വിളിക്കാം, G/M ഇൻറ്റു മാസ് ഇവിടെ 2m ആണ്, 2 ഇൻറ്റു റേഡിയസ് 2r ആണ്. ഒരു 2ഉം 2ഉം വെട്ടിക്കളഞ്ഞാൽ GMM/2r എന്ന് കിട്ടും. ഇവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, TA-യും TB-യും ഈക്വൽ ആണ്. TA-യും TB-യും ഈക്വൽ ആണെങ്കിൽ റേഷ്യോ എടുക്കുമ്പോൾ 1 കിട്ടും. സോ TA/TB = 1. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ ഹിയർ. 2023 നീറ്റിന് ചോദിച്ചൊരു ചോദ്യമായിരുന്നു. പക്ഷേ ഈ ചോദ്യം ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ള വഴി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്വാണ്ടിറ്റി തന്നിരിക്കുന്നത് 3π/GD എന്നാണ്. എന്നിട്ട് അതിൽ ഏത് ഫാക്ടറിനോടാണ് അത് ഈക്വൽ അല്ലെങ്കിൽ പ്രപ്പോർഷണൽ എന്നാണ് ചോദ്യം. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ദ ബെസ്റ്റ് തിങ് ടു ഡു ഈസ് ഡയമെൻഷൻ അനാലിസിസ്. ജിയുടെയും ഡിയുടെയും ഡയമെൻഷൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് കാരണം താഴെ തന്നിരിക്കുന്ന ടൈം പീരീഡ് ആണ് അല്ലെങ്കിൽ ടി ആണ്. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് ഡയമെൻഷനിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് 3π/GD എന്ന് പറയുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോ തന്നിട്ട് അത് ഏത് മറ്റൊരു ക്വാണ്ടിറ്റിയോട് എങ്ങനെ ബന്ധമാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാം, ഡയമെൻഷൻ അനാലിസിസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഡയമെൻഷൻ അനാലിസിസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ജിയും വേണം, ഡെൻസിറ്റിയും വേണം. ജി എന്ന് പറഞ്ഞാൽ FR²/m1m2 ആണ്, ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ്/വോളിയവുമാണ്. അപ്പോൾ FR²/m1m2 വെച്ചിട്ട് ജിയുടെ ഡയമെൻഷൻ എനിക്ക് എഴുതാം, G = mL/T⁻² ഇൻറ്റു റേഡിയസിൻ്റെ സ്ക്വയർ ബൈ മാസ് ഇൻറ്റു മാസ്. എനിക്ക് എഴുതാം m⁻⁻1 L³ T⁻². ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ്/വോളിയം mL⁻⁻3. അപ്പോൾ 3π/GD 3π/GD നമുക്ക് എഴുതാം. ആൻസറൊക്കെ വന്നു കഴിഞ്ഞു. 3π/GD എന്ന് പറയുമ്പം 3π/G എന്ന് പറഞ്ഞാൽ m⁻⁻1 L³ T⁻² ഇൻറ്റു mL⁻⁻3. രണ്ടും വെട്ടിക്കളഞ്ഞാൽ T⁻² മുകളിലേക്ക് വരുമ്പം T² എന്ന് വരും. സോ 3π ഇൻറ്റു T² ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ക്വാണ്ടിറ്റി. T² ഈസ് ദ റൈറ്റ് ആൻസർ. T² ആണ് ശരിക്കും ഇവിടുത്തെ ശരി ഉത്തരമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട നീറ്റിന് ഏറ്റവും കൂടുതൽ ചോദിച്ച മറ്റൊരു പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് ശരിക്കും എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? ദാറ്റ് ഈസ് ഒരു വസ്തുവിനെ ഒരു ഓർബിറ്റിൽ നിന്നും, ഒരു സർക്കുലാർ ഓർബിറ്റിൽ നിന്നും അടുത്ത സർക്കുലാർ ഓർബിറ്റിലേക്ക് ആവശ്യമായ വർക്ക് മൂവ് ചെയ്യാൻ ആവശ്യമായ, യെസ്, ഇത്രയൊക്കെ ഉള്ളൂ ശരിക്കും. ഇത് തന്നെയാണ് എല്ലാ ടൈപ്പും. ഈ ഒരു മോഡൽ തന്നെയാണ് ശരിക്കും, ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് ശരിക്കും എന്തുള്ള നമുക്കുള്ളത്. ദിസ് ഇസ് ദ മാക്സിമം എന്താണ് ഇതാക്കുക. ഈ സ്പീഡൊക്കെ നാളെ ഉണ്ടാവില്ല. ഓർബിറ്റ് ആണെങ്കിൽ അവിടുത്തെ വർക്ക് ഡൺ എന്ന് പറയുന്നത് എന്തിൻ്റെ ചേഞ്ച് ആയിരിക്കും എന്നൊന്ന് കമൻറ്റ് ചെയ്യാമോ? ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊരു ഓർബിറ്റിലേക്കാണ്. യെസ്, ഡയമെൻഷൻ അനാലിസിസ് ചെയ്യണമെന്ന് മനസ്സിലാകും. ഇങ്ങനെയുള്ള റേഷ്യോ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴാണ് അവിടെ മറ്റൊരു ക്വാണ്ടിറ്റിയെക്കുറിച്ച് ചോദിക്കുകയാണ്, ഡയമെൻഷനിൽ തന്നെയുള്ള മറ്റൊരു ക്വാണ്ടിറ്റിയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ ദ ബെസ്റ്റ് മെത്തേഡ് ഇസ് ടു ഡു ദാറ്റ്. അതായിരിക്കും. അല്ലാണ്ട് അതൊക്കെ ചെയ്യാൻ കേട്ടോ നിങ്ങൾക്ക്. അവിടെ നമുക്ക് ഓർബിറ്റൽ വെലോസിറ്റിയിൽ നിന്ന് ടൈം പീരീഡ് കണ്ടുപിടിച്ചാലേ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജിയാണ്, അത് മറക്കരുത്. വർക്ക് ഡൺ വിൽ ബി ദ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജി എന്ന് പ്രത്യേകം പറഞ്ഞ് പഠിച്ചോണം. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ ടോട്ടൽ എനർജിയാണ്. ഇനി സർഫസ് ടു ഹൈറ്റ് ആണെങ്കിലോ? സർഫസ് ടു ഹൈറ്റ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? സർഫസ് ടു ഹൈറ്റ് ആണെങ്കിൽ റിവൈസ് ചെയ്യണം. ഇപ്പോൾ റിവൈസ് ചെയ്തങ്ങ് പൊക്കോ, അത് കഴിഞ്ഞിട്ട് പിന്നെ സൊല്യൂഷൻ ചെയ്താൽ പോരെ. സർഫസ് ടു ഹൈറ്റ് ആണെങ്കിലോ? മറക്കല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സർഫസ് ടു ഹൈറ്റ് ആണെങ്കിലോ? സർഫസ് ടു ഹൈറ്റ് എന്ന് പറയുമ്പോൾ സർഫസിൽ പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ, ഹൈറ്റിലേക്ക് പോയാലും പൊട്ടൻഷ്യൽ എനർജി മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് സർഫസ് ടു ഹൈറ്റ് ആണെങ്കിൽ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. സർഫസ് ടു ഹൈറ്റിൽ മാത്രം വർക്ക് ഡൺ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. mgh/r/r+h ആണ് റിലേഷൻ. mgh/r/r+h ആണ് റിലേഷൻ. അവിടെ h എന്ന് പറഞ്ഞാൽ ഹൈറ്റ് ആണ്, mgh/r/r+h ആണ് സർഫസ് ടു ഹൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത്. വേഗം നോക്കി. ദ എനർജി റിക്വയർഡ് ടു മൂവ് എ സാറ്റലൈറ്റ് ഓഫ് മാസ് m ഫ്രം എൻ ഓർബിറ്റ് ഓഫ് റേഡിയസ് 2r to 3r എന്നാണ്. 2rൽ നിന്നും 3r ആണ്. അപ്പോൾ ഓർബിറ്റിലാണ് ശരിക്കും മാസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ E2 - E1 വേണം ചെയ്യാൻ. E1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ എനർജിയുടെ ഫസ്റ്റ് പൊസിഷൻ ആണ്, -GMM/2
2 into r ആണ് റിലേഷൻ. ഇവിടെ മൈനസ് ജി എം എം ബൈ 2 ഇൻറ്റു ഫസ്റ്റ് റേഡിയസ് 2r ആണ്. അപ്പോൾ 2 into 2r എന്ന് കൊടുക്കാം. E2 എനിക്ക് മൈനസ് ജി എം എം ബൈ 2r ആണ് റിലേഷൻ, മൈനസ് ജി എം എം ബൈ 2 ഇൻറ്റു 3r എന്നും കൊടുക്കാം. എനിക്ക് E2 മൈനസ് E1 വേണം. അപ്പം മൈനസ് ജി എം എം ബൈ 2 into 3r മൈനസ് മൈനസ് കുറഞ്ഞാൽ പ്ലസ് ആകും, പ്ലസ് ജി എം എം ബൈ 2 into 2r. ജി എം എം ബൈ 2r കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/2 മൈനസ് 1/3 എന്ന് വരും, 1/6 എന്ന് വരും. 1/6 ഇൻറ്റു കൂടെ 1/12 ആകും. 1/12 ഇൻറ്റു ജി എം എം ബൈ ആർ എന്ന ആൻസർ കിട്ടും. ജി എം എം ബൈ 12r എന്ന് ഉത്തരം കിട്ടും. ജി എം എം ബൈ 12r എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. സംശയമില്ലല്ലോ, സംശയമില്ലല്ലോ. നമ്മൾ അതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലാസ്സുകളിൽ. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും എന്ത് ചെയ്യുക എപ്പോഴും ചോദിക്കുക. നീറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ്, പക്ഷെ എന്നാലും വേഗത്തിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ചെയ്ത ചോദ്യങ്ങൾ ചെയ്യില്ല എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലല്ലോ. അപ്പം മാക്സിമം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വേഗം ഇതൊന്ന് ചെയ്തേ. ഇത് വർക്ക് ഡൺ ടു റൈസ് എ മാസ് എം ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് ടു എ ഹൈറ്റ് എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് ദ എർത്ത് എന്നാണ്. അപ്പോൾ ഇവിടെ സർഫസ് ടു ഹൈറ്റ് ആയതുകൊണ്ട് തന്നെ എൻ്റെ റിലേഷൻ എന്ന് പറഞ്ഞാൽ എം ജി എച്ച് ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് എച്ച് ആണ് എന്ന് മറക്കരുത്. എം ജി എച്ച് ഇൻറ്റു ആർ ബൈ ആർ, 6 അല്ല, 6ഉം അവിടെ പുറത്തൊരു 2 ഓൾറെഡി ഉണ്ടായിരുന്നു, അതിനെ മറക്കരുത്. അപ്പോൾ 2 into 6 ചെയ്ത് 12 ആണ് വരിക. നോക്കണം. അപ്പോൾ എം ജി ആർ ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് ആർ എന്ന് പറഞ്ഞാൽ 2r ആണ്. വെട്ടിക്കളഞ്ഞാൽ 1/2 എം ജി ആർ എന്ന് എഴുതാം. 1/2 എം ജി ആർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ എന്ന് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ തന്നെ വാല്യൂ ബേസിൽ ചോദിച്ചു എന്ന് മാത്രം. ഒരു JEE ചോദ്യമാണ്. സെയിം ചോദ്യം തന്നെ വാല്യൂ ബേസിൽ ചോദിച്ചു എന്ന് മാത്രം. ആൻ ഒബ്ജക്ട് ഓഫ് മാസ് 1 kilogram ഈസ് ടേക്കൺ ടു എ ഹൈറ്റ് ഫ്രം ദ സർഫസ് ഓഫ് എർത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 3 times ദ റേഡിയസ് ഓഫ് എർത്ത് എന്നാണ് പറയുന്നത്. ദ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ദ ഒബ്ജക്ട് വിൽ ബി എന്നാണ് ചോദ്യം. പൊട്ടൻഷ്യൽ എനർജിക്കുണ്ടായ ഗെയിൻ എത്രയാണ് എന്നാണ് ചോദ്യം. വാട്ട് ഈസ് ദ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ചോദ്യം. അപ്പോൾ ഉറപ്പായിട്ടും വർക്ക് ഡൺ അല്ലെങ്കിൽ ഗെയിൻ ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എം ജി എച്ച് ഇൻറ്റു ആർ ബൈ ആർ പ്ലസ് എച്ച് ആണ്. ഇവിടെ എം ജി ഇൻറ്റു ഹൈറ്റ് 3r ആണ് ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ 3r പ്ലസ് ആർ എന്ന് വരും. 6 വെട്ടിക്കളഞ്ഞാൽ 3/4 എം ജി ആർ ആണ്. പക്ഷെ അതുകൊണ്ടായില്ല, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 3/4 ഇൻറ്റു മാസ് 1 kilogram, ജിക്ക് ഞാൻ 10 കൊടുക്കാൻ ക്വസ്റ്റിന് പറയുന്നുണ്ട്. റേഡിയസ് 6400 കിലോമീറ്റർ ആയതുകൊണ്ട് ഇൻറ്റു 10⁻³ ചെയ്തു. 4ൽ 64 16 തവണ 16 into 3 എന്ന് പറയുന്നത് 48 ആണ്. പിന്നെ ഒന്നും നോക്കണ്ട, 48 വരുന്ന ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. 48 വരുന്ന ആകെ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അത് ഓപ്ഷൻ 1 ആണ്. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ എ ആണ് ശരിക്കും ഇവിടുത്തെ ശരി ഉത്തരമെന്ന് എനിക്ക് പറയാൻ സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട പോർഷൻ എന്ന് പറയുന്നത് ശരിക്കും ഈ 2 ആൾക്കാരാണ്. ഓർക്കുന്നുണ്ടോ? ആരൊക്കെയാണിത്? ഐയും വിയും. ഐയും വിയും ആരാണ്? ഗ്രാവിറ്റേഷണൽ ഇൻറ്റൻസിറ്റിയും that is gravitational potentialമാണ്. Gravitational intensity is given by force divided by test mass ആണ് കേട്ടോ. F/m ആണ്. F/m എന്ന് പറയും. ഇതിൻ്റെ ഡയമെൻഷനും എല്ലാം ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയോട് സെയിം ആയിരിക്കും. അതേപോലെ ഐ എന്ന് പറഞ്ഞതിന് മറ്റൊരു റിലേഷൻ ഉണ്ട്, gm/r². ഇത് നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് എപ്പോഴും ടുവാർഡ്സ് ദ മാസ് ആണ്. എപ്പോഴും ടുവാർഡ്സ് ദ മെയിൻ മാസ് ആയതുകൊണ്ടാണ് നമ്മൾ -gm/r² എന്ന് പറയുക. ഇറ്റ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി. അതായത് ഞാനിവിടെ ഒരു മാസ് എടുത്തു, ഇവിടെ ഒരു പോയിന്റ് പി ഉണ്ടെങ്കിൽ ആ പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ടുവാർഡ്സ് ദ മാസ് ആയിരിക്കും. ആ ഇന്റൻസിറ്റിയുടെ റിലേഷൻ ആണ് -gm/r² എന്ന് ഇത് വെച്ച് നമുക്ക് കിട്ടുക. -gm/r². ഇനി പൊട്ടൻഷ്യലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ശരിക്കും വർക്ക് ഡൺ പെർ യൂണിറ്റ് മാസ് ആണ്, അല്ലെങ്കിൽ വർക്ക് ബൈ മാസ് ആണ്. വർക്ക് ഡൺ ഓർ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ആണ്. അപ്പോൾ എനിക്ക് എഴുതാം V = -gm/r എന്ന് എഴുതാം. -gm/r എന്ന് എഴുതാം. മറ്റേത് -gm/r² ആണ്. ഇത് -gm/r ആണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്ന ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യലും പോലെ തന്നെയാണ് ശരിക്കും ഇവിടുത്തെ ആൾക്കാരും. വർക്ക് ആയതുകൊണ്ട് ജൂൾ പെർ കിലോഗ്രാം എന്ന് വരും, അല്ലെങ്കിൽ L²T⁻² is the right answer. This is a scalar quantity. ഇതെന്ത് ക്വാണ്ടിറ്റിയാണ്? ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇൻറ്റൻസിറ്റിയും പൊട്ടൻഷ്യലും വെച്ചും നമ്മൾ പഠിക്കാറുണ്ട്. ഇത് വെച്ചും ചോദ്യങ്ങൾ ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അതിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. ഫോർ എക്സാമ്പിൾ നീറ്റിൻ്റെ 2022 ഒരു ചോദ്യമായിരുന്നു, എ ബോഡി ഓഫ് മാസ് 60 gram എക്സ്പീരിയൻസസ് എ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് 3 Newton when placed at a particular point.
ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്നാണ് ചോദ്യം. അപ്പം മാസും തന്നിട്ടുണ്ട്, ബോഡിയുടെ മാസും ആ ബോഡി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സുമാണ് തരുന്നതെങ്കിൽ നമ്മൾ ഇന്റൻസിറ്റിക്ക് കൊടുക്കേണ്ട ഇക്വേഷൻ F/m ആണ്. ഫോഴ്സ് പെർ യൂണിറ്റ് മാസ് ആണ്. ഫോഴ്സ് 3 ആണ്, മാസ് 60 gram ആണ്. 16 × 10⁻³ എന്ന് വരും, അല്ലെങ്കിൽ 0.5 × 10² എന്ന് വരും, അല്ലെങ്കിൽ 50 Nm/kg എന്ന് വരും. 50 Nm/kg എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 2 ആണ്. ബിക്കോസ് ഇന്റൻസിറ്റി ഈസ് ഫോഴ്സ് പെർ യൂണിറ്റ് മാസ്. ഒരു മെയിൻ മാസ് ആണ് തരുന്നതെങ്കിൽ Gm/r² റിലേഷൻ കൊടുക്കണം. അതേസമയം ഒരു മാസ് ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നാണ് പറയുന്നതെങ്കിൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ബൈ മാസ്. സോ ഫോഴ്സ് ബൈ മാസ് കൊടുത്ത് വേണം ആ റിലേഷൻ നമ്മൾ ചെയ്യാൻ. സെയിം 2022 ചെന്ന് ചോദിച്ച ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു, നമുക്കറിയാവുന്ന ഫാക്ടേഴ്സിനെ വെച്ചിട്ട്. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ എനർജി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പഠിക്കുന്ന ഡയമെൻഷൻ ആണ്, അത് ml² T⁻². അത് നമുക്ക് പെട്ടെന്ന് മാച്ച് ചെയ്യാം. ഇന്റൻസിറ്റിയുടെ പ്രത്യേകത, ഇന്റൻസിറ്റി ശരിക്കും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയോട് സിമിലർ ആണ്. അപ്പോൾ L⁻² ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്യാം. L⁻³ ആണ്. അപ്പം A3-ഉം D4-ഉം B4-ഉം D3-യുമാണ്. B4 D3 വരുന്ന ആകെ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 ആണ് B4 D3 ആണല്ലോടാ. ആപ്പിൽ അവൈലബിൾ ആണെന്നൂടെ നോക്കുമോ? യെസ്. അപ്പം B4 D3 is the right answer. ഓപ്ഷൻ 2 ആണ്. ഓപ്ഷൻ 2 is the right answer. അതിനുശേഷം 2022-ലും ഈ സെഗ്മെന്റിൽ നിന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ലൊരു ചോദ്യമായിരുന്നു, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 2 ബോഡീസ് ഉണ്ട്, മാസ് m-ഉം 9m-ഉമാണ്. ആ 2 ബോഡീസ് എന്ന് പറയുന്നത് m-ഉം 9m-ഉമാണ്. അവർ തമ്മിലുള്ള ദൂരം r ആണ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നു. ദ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഓൺ ദ ലൈൻ ജോയിനിങ് ദ ബോഡീസ് വേർ ദ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് വെച്ചാൽ ഇന്റൻസിറ്റി 0 ആകുന്ന സ്ഥലത്ത്, ഇന്റൻസിറ്റി 0 ആകുന്ന ഈ O എന്ന് പറഞ്ഞ പോയിന്റിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എത്രയാണ് എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് V, ഓടെ വാല്യൂ, ടോട്ടൽ നെറ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ അതുകൊണ്ട് ചെറിയ മാസിൽ നിന്നും x ദൂരം മാറിയാണ് ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് 0 ആകുന്നതെന്ന് അസ്യൂം ചെയ്തു. അപ്പോൾ വലിയ മാസിൽ നിന്നും എത്ര ദൂരം മാറിയായിരിക്കും? വലിയ മാസിൽ നിന്നും എത്ര ദൂരം? മൊത്തം r-ആണെങ്കിൽ r-x ദൂരം മാറിയായിരിക്കും. ഫീൽഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റിൽ പിടിച്ച് വലിക്കുന്നത് കൊണ്ടല്ലേ അവിടെ ഫീൽഡ് 0 ആകുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡിന്റെ റിലേഷൻ? -Gm/r². ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റിയുടെ റിലേഷൻ എന്ന് പറഞ്ഞാൽ -Gm/r² ആണ്. അപ്പം ഞാനത് ഇവിടെ കൊടുക്കാൻ പോവാണ്. ഈ m മൂലമുള്ള ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ -Gm/ ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്, അങ്ങോട്ടുള്ള ദൂരം x ആണ്, x² ആണ്. മറ്റേ ആൾ മൂലമുള്ളതെന്ന് പറയുമ്പോൾ -G × 9m/, രണ്ടും സ്മോൾ ലെറ്റർ m, ബൈ ദൂരം r-x ദ ഹോൾ സ്ക്വയർ. മൈനസും മൈനസും വെട്ടിക്കളഞ്ഞു, G m വെട്ടിക്കളഞ്ഞു. 1/x² = 9/r-x ദ ഹോൾ സ്ക്വയർ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് റൂട്ട് എടുക്കാം. r-x = 3x എന്ന് വരും, ഓർ r = 4x. അവിടെ നിന്ന് എനിക്ക് x എഴുതാം, x = r/4. അപ്പോൾ ഈ ദൂരം r/4-ഉം മറ്റേ ദൂരം r-r/4-ഉമാണ്. അപ്പോൾ 3r/4-ഉമാണ്. സെയിം 3r/4-ഉമാണ്. അപ്പോൾ x r/4-ഉം മറ്റേ ദൂരം 3r/4-ഉം കിട്ടി. ഇത് മാസ് m-ഉം ഇത് 9m-ഉമാണ്. ദിസ് ദൂരം ഈസ് r/4 and this ദൂരം ഈസ് 3r/4. ഇനി ഓയിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ m മൂലവുമുണ്ട് 9m മൂലവുമുണ്ട്. നമുക്ക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ -Gm/ ഡിസ്റ്റൻസ് ആണ് റിലേഷൻ. സോ എനിക്ക് എഴുതാം മൈനസ് സ്കെയിലാർ ക്വാണ്ടിറ്റി വെറുതെ എഴുതിയാൽ മതി. -Gm/r/4 പ്ലസ് -Gm/3r/4. ഇവിടെ m അല്ല 9m ആണ് അവിടുത്തെ മാസ്. 9m ആണ്, തെറ്റിക്കരുത്. -Gm/r × 4 -G × 3m/r × 4 എന്ന് കിട്ടും. ഇറ്റ് ഈസ് ഈക്വൽ ടു -4Gm/r -12Gm/r എന്ന് കിട്ടും, ഓർ -16Gm/r ഈസ് ദ റൈറ്റ് ആൻസർ. ഇല്ലേ? അവിടെ റെഡിയാക്കാൻ പറയാം. ഈ ചാപ്റ്റർ കഴിഞ്ഞോണ്ട് റെഡിയാക്കാൻ പറയാം കേട്ടോ. സോ -16Gm/r, പക്ഷേ കിട്ടുന്നുണ്ടെന്നാണെന്ന് അറിഞ്ഞത്, അതുകൊണ്ടാണ് പിന്നെ നോക്കട്ടെ കേട്ടോ. -16Gm/r ഈസ് ദ റൈറ്റ് ആൻസർ. -16Gm/r എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ എന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. ഗ്രാവിറ്റേഷണൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്യുക, 0 ആക്കുമ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, എന്നിട്ട് പൊട്ടൻഷ്യൽ ഇൻഡിപെൻഡൻ്റ്ലി എന്ത് ചെയ്യുക? പറയാൻ ശ്രമിക്കുക. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓർമ്മയുണ്ടോ ഇയാളെ? ആരാണത്? എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയും.
എസ്കേപ്പ് വെലോസിറ്റി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും കണ്ടീഷൻസ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. എസ്കേപ്പ് വെലോസിറ്റിയിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എസ്കേപ്പ് വെലോസിറ്റി ജനറൽ റിലേഷൻ ആണ്, ഇറ്റ് ഈസ് ഗിവൺ ബൈ √2gm/r എന്നാണ്. മാസും റേഡിയസുമാണ് തരുന്നതെങ്കിൽ നിങ്ങൾ ഈ റിലേഷൻ വേണം യൂസ് ചെയ്യാൻ. √2gm/r എന്ന റിലേഷൻ വേണം യൂസ് ചെയ്യാൻ ഇഫ് മാസ് ആൻഡ് റേഡിയസ് ആർ ഗിവൺ. അതേസമയം √2gr എന്ന് എഴുതാറുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും റേഡിയസുമാണ് തരുന്നതെങ്കിൽ √2gr എന്ന് എഴുതാം, അതും ഓക്കെയാണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √2 ടൈംസ് ദ മിനിമം ഓർബിറ്റൽ വെലോസിറ്റി ആണ്. അപ്പോൾ √2 ഇൻറ്റു ഓർബിറ്റൽ വെലോസിറ്റി എന്നും എഴുതാം, അതും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. എസ്കേപ്പ് വെലോസിറ്റിക്ക് ഒരു വാല്യൂ ഉണ്ട് അപ്രോക്സിമേറ്റ്ലി, അത് 8√2 ആണ്, അല്ലെങ്കിൽ 11.2 km/s ആണ് എന്നും വിശ്വസിക്കുന്നു. ഇനി ഡെൻസിറ്റി ആണ് തരുന്നതെങ്കിൽ പിന്നെയും എസ്കേപ്പ് വെലോസിറ്റി എനിക്ക് മാറ്റി എഴുതാം. അത് VE = √2g/r ഇൻറ്റു മാസിന് പകരം ρ ഇൻറ്റു 4/3πr³ എന്ന് കൊടുക്കാം. ഒരു 6 വെട്ടി r² എന്ന് വരും. or escape velocity is proportional to r√ρ. ഞാൻ ഈ ബോക്സിലാക്കിയിട്ടുള്ള ഈ റിലേഷൻസ് വെച്ചാണ് നിങ്ങൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ കണക്കുകൾ പ്രധാനമായിട്ടും ചെയ്യുക. ഈ ബോക്സിലാക്കിയിട്ടുള്ള ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ മാസ് ഓഫ് ദ ബോഡി, കറക്റ്റ് ആണ്. ഈ ബോക്സിലാക്കിയിട്ടുള്ള കണക്കുകൾ അല്ലെങ്കിൽ റിലേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ കൂടുതലായിട്ടും എസ്കേപ്പ് വെലോസിറ്റി പ്രോബ്ലംസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കാണേണ്ടത്. പിന്നെ ഒരു കാര്യം പഠിച്ചിരുന്നു, ഗിവൺ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ n ടൈംസ് ദ എസ്കേപ്പ് വെലോസിറ്റി ആണ്. പക്ഷേ ഗിവൺ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റിയേക്കാളും കുറവാണ്. ഭൂമിക്ക് വിട്ട് പുറത്തു പോകുമോ? അത് ഭൂമിയുടെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൽ നിന്നും പുറത്തു പോകുമോ? ഇല്ല. ഇറ്റ് വിൽ റീച്ച് എ മാക്സിമം ഹൈറ്റ് ആൻഡ് വിൽ കം ബാക്ക് എന്നാണ്. ആ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ നമ്മളൊരു റിലേഷൻ പഠിച്ചിരുന്നു, ഓർക്കുന്നുണ്ടോ? എസ്കേപ്പ് വെലോസിറ്റി മൂലം ഒരു വസ്തു പുറത്തേക്ക് ചാടുകയാണ്, പക്ഷേ എസ്കേപ്പ് വെലോസിറ്റിയേക്കാളും കുറഞ്ഞ വെലോസിറ്റി ആണതെങ്കിൽ അവിടുത്തെ മാക്സിമം ഹൈറ്റ് വരെ പോയിട്ട് തിരിച്ചു വരുമെങ്കിൽ ആ മാക്സിമം ഹൈറ്റ് ഈസ് ഗിവൺ ബൈ n²r/1 - n². ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. n²r/1 - n² റിലേഷൻ ഓർക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതാണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ പ്രത്യേകത. ഫോർ എക്സാമ്പിൾ ഈ ക്വസ്റ്റ്യൻ നോക്കി, എസ്കേപ്പ് വെലോസിറ്റി ഓഫ് എ ബോഡി ഓൺ എ പ്ലാനറ്റ് എ ഈസ്. പ്ലാനറ്റ് എയിൽ എസ്കേപ്പ് വെലോസിറ്റി 12 തന്നിട്ടുണ്ട്. പ്ലാനറ്റ് ബിയിൽ escape velocity of the body in another planet B whose density is 4 times and radius is half of the planet A എന്നാണ് ചോദ്യം. ഹാഫ് ഓഫ് ദ പ്ലാനറ്റ്. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഡെൻസിറ്റി റിലേഷൻ, അപ്പോൾ V പ്രപ്പോർഷണൽ ടു r√ρ ആണ് എയുടെ കേസിൽ. ബിയുടെ കേസിൽ V പ്രപ്പോർഷണൽ ടു റേഡിയസ് പകുതിയും ഡെൻസിറ്റി 4ρയുമാണ്. അതും r√ρ തന്നെയാണ്. ദാറ്റ് മീൻസ് VAയും VBയും ഈക്വൽ ആണെന്നർത്ഥം. VAയും VBയും ഈക്വൽ ആണെങ്കിൽ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. യെസ്. ക്വസ്റ്റ്യൻ 2023 ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. അവർ പറയുന്നത്, ഫോർ എ പ്ലാനറ്റ് ഇഫ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ദ പ്ലാനറ്റ് ടു ഇറ്റ്സ് റേഡിയസ് ഇൻക്രീസസ് ദ എസ്കേപ്പ് വെലോസിറ്റി ഫ്രം ദ പ്ലാനറ്റ് ഓൾസോ ഇൻക്രീസസ് എന്നാണ്. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ √gm/r എന്നാണ്. എസ്കേപ്പ് വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √m/r. ഈ റേഷ്യോ കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എസ്കേപ്പ് വെലോസിറ്റി കൂടും. ദാറ്റ് മീൻസ് ദിസ് ഇസ് എ ട്രൂ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും ശരിയാണ്. √m/r കൂടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താ, എസ്കേപ്പ് വെലോസിറ്റി കൂടുമെന്നർത്ഥം. എസ്കേപ്പ് വെലോസിറ്റി ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ്. തെറ്റാണ്, കാരണം റേഡിയസുമായിട്ട് ബന്ധമുണ്ട്. സോ ദിസ് ഈസ് ഫോൾസ്. എന്ന് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂവും സ്റ്റേറ്റ്മെന്റ് 2 ഇൻകറക്റ്റുമായിട്ടുള്ള ഓപ്ഷനാണ് ശരി. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ ഹിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോകാം. യെസ്. ദ ഇനിഷ്യൽ വെലോസിറ്റി VI required to project a body vertically upward from the surface of earth to reach a height 10r. അതെത്തിയ മാക്സിമം ഹൈറ്റ് തന്നിട്ടുണ്ട് 10r എന്നാണ്. Where r is the radius of the earth may be described in terms of escape velocity such that VI is equal to √(x/y) into V escape എന്നാണ്. The value of x will be എന്നാണ് ചോദ്യം. നമ്മൾ ഇത്രയും നാളും ഹൈറ്റ് കണ്ടുപിടിക്കാനായിരുന്നു ചോദ്യം വന്നുകൊണ്ടിരുന്നത്. ഇത് നേരെ തിരിഞ്ഞു. ഹൈറ്റ് തന്നിട്ട് ഗിവൺ വെലോസിറ്റി കണ്ടുപിടിക്കാനാണ് ചോദ്യം. അപ്പം ഒരു വസ്തുവിനെ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇത്ര ടൈംസ് എറിഞ്ഞപ്പോൾ അത് 10r ഹൈറ്റിൽ പോയെന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ആ ഗിവൺ വെലോസിറ്റി എത്രയാണ്? നേരെ ഉൾട്ടയടിച്ചു ചോദ്യം. നേരെ ചോദ്യം ഉൾട്ടയടിച്ചു. അപ്പോൾ h = 10r ആണ്. നമുക്കറിയാം മാക്സിമം ഹൈറ്റ് എന്ന് പറഞ്ഞാൽ n²r/1 - n² എന്നാണ്. അപ്പോൾ എനിക്ക് എഴുതാം 10r = n²r/1 - n² എന്ന് എഴുതാം. ഇവിടുന്ന് n എത്ര കിട്ടുമെന്ന് പറയാമോ? ഇവിടുന്ന് n എത്ര കിട്ടുമെന്ന് പറയാമോ? 10r =
n square r by 1 minus n square എന്ന് എഴുതാം. എഴുതിക്കോ. ആറും വെട്ടിക്കളയാം. 10 minus 10 n square equal to n square എന്ന് വരും. ഈ 10 n square അപ്പുറത്തേക്ക് പോകുമ്പോൾ 10 is equal to 11 n square എന്ന് വരും. or n square equal to 10 by 11 എന്ന് വരും. or n is equal to root of 10 by 11 എന്ന് വരും. നമ്മൾ എഴുതാറുള്ളത് given velocity എന്ന് പറഞ്ഞാൽ n times the escape velocity എന്നാണ്. ഇവിടെ given velocity vi എന്നാണ്. n-ന് പകരം root of 10 by 11 എന്നാണ്. escape velocity ve എന്നുമാണ്. so value of x will be എന്നാണ് ചോദ്യം. നോക്കണ്ടടാ, വാല്യൂ ഓഫ് എക്സ് വിൽ ബി എന്നാണ് ചോദ്യം. ഉറപ്പായിട്ടും എക്സിന്റെ വാല്യൂ 10 ആണ്. എക്സിന്റെ വാല്യൂ 10 ആണ്. ഇവിടെ ആരും കാണാൻ നോക്കട്ടെ. ഇപ്പൊ തന്നെ അറിയിക്കാം കേട്ടോ. ഇപ്പൊ തന്നെ അറിയിക്കാം. സോ എക്സിന്റെ വാല്യൂ 10 ആണ്. 10 is the right answer. 10 is the right answer. കിട്ടിയോ? 10 ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. That is a good question. നല്ല ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിക്കേ. Two satellites S1 and S2 are revolving in circular orbits around a planet of radius 3200 km and 800 km respectively. The ratio speeds of satellite S1 to the speed of satellite S2 in the respective orbits will be 1 by x, where x is equal to എന്നാണ് ചോദ്യം. x is equal to എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ട് സാറ്റലൈറ്റും ഓർബിറ്റ് ചെയ്യുന്ന റേഡിയസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം യെസ്, ഓർബിറ്റ് ചെയ്യുന്ന റേഡിയസ് ആണെങ്കിൽ വി എ ബൈ വി ബി എന്ന് പറഞ്ഞാൽ റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആയിരിക്കും ആർ ബി ബൈ ആർ എ. ആർ ബി 800 കിലോമീറ്റർ ആണ്. ആർ എ 3200 കിലോമീറ്ററുമാണ്. റൂട്ട് ഓഫ് 800 ബൈ 3200. 8 4s are 32 ആണ്. വെട്ടിക്കളയുമ്പോൾ റൂട്ട് ഓഫ് 1/4 എന്ന് വരും. ഓർ 1/2 എന്ന് വരും. എക്സിന്റെ വാല്യൂ എനിക്ക് എഴുതാം. എക്സിന്റെ വാല്യൂ 2 ആണ്. എക്സിന്റെ വാല്യൂ 2 ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 2 ഈസ് ദ റൈറ്റ് ആൻസർ. മൂവിങ് ഫോർവേഡ് ടു ദ ഫൈനൽ ടോപ്പിക്. ഫൈനൽ ടോപ്പിക് എന്ന് പറയുന്നത് ആരാണ്? പ്ലാനറ്ററി മോഷൻ ആണ്. പ്ലാനറ്ററി മോഷനിൽ എപ്പോഴും ശ്രദ്ധിക്കണം, റേഡിയസ് എപ്പോഴും കോൺസ്റ്റന്റ് അല്ല. റേഡിയസ് കുറഞ്ഞും കൂടിയും ഇരിക്കും. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം കൺസേർവ്ഡ് ആണ് ഇൻ പ്ലാനറ്ററി മോഷൻ. ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ MVR ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ്. അല്ലെങ്കിൽ വെലോസിറ്റി ഇൻറ്റു റേഡിയസ് കോൺസ്റ്റന്റ് ആണ്. ഓർ V പ്രപ്പോർഷണൽ ടു 1/r ആണ്. V പ്രപ്പോർഷണൽ ടു 1/r ആണ്. ആപ്പിൾ ലൈവ് അവൈലബിൾ ആണ്. ഒന്നുകൂടെ നോക്കടാ, ഒന്ന് ബാക്ക് അടിച്ച് നോക്കാം. ആപ്പിൾ ലൈവ് കിട്ടാത്തവർ കേട്ടോ. V പ്രപ്പോർഷണൽ ടു 1/r ആണ്. പിന്നെ നമ്മൾ കണ്ടൊരു കാര്യമാണ് ഏരിയൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? L/2m ഈക്വൽ ആണ്. ഈ ഏരിയൽ വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഈക്വൽ ടൈമിൽ കട്ട് ചെയ്യുന്ന ഏരിയ കോൺസ്റ്റന്റ് ആണെന്നതാണ് നമ്മൾ ഇതിനെക്കുറിച്ച് അറിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഏരിയൽ വെലോസിറ്റി വിൽ ബി കോൺസ്റ്റന്റ്. ആൻഡ് ഫൈനലി T² ഈസ് പ്രപ്പോർഷണൽ ടു R³ എന്നും മനസ്സിലാക്കുക. T² എന്ന് പറയുന്നത് റേഡിയസിന്റെ ക്യൂബിന്, സർക്കുലർ മോഷൻ ആണെങ്കിൽ റേഡിയസിന്റെ ക്യൂബും, എലിപ്റ്റിക്കൽ മോഷൻ ആണെങ്കിൽ സെമി മേജർ ആക്സിസിന്റെ ക്യൂബിനും പ്രപ്പോർഷണൽ ആയിരിക്കും. പക്ഷെ നമുക്ക് എലിപ്റ്റിക്കലിന് വരത്തില്ല, സർക്കുലർ മോഷനായിട്ട് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ T² പ്രപ്പോർഷണൽ ടു R³ എന്ന റിലേഷൻ ഓർത്ത് വെക്കുക. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ ഇത്രയുമാണ് പ്ലാനറ്ററി മോഷൻസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ പഠിച്ചു വെച്ചോ, കാരണം അങ്ങനെ ചോദ്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്തായാലും നോക്കുക, ഇതാണ് നമ്മൾ 1 മണിക്കൂറിൽ ഗ്രാവിറ്റേഷൻ പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഗ്രാവിറ്റേഷൻ ഇത്രയുമാണ് ആക്ച്വലി ഗ്രാവിറ്റേഷൻ. പക്ഷേ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പക്ഷെ നമ്മൾ ചെയ്ത ചോദ്യങ്ങളുടെ കൺസെപ്റ്റിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുക, ചോദിക്കുക. അത് പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് ഗ്രാവിറ്റേഷൻ നിങ്ങൾ കാണുന്നത്? എളുപ്പമുള്ള ചാപ്റ്റർ ആണോ അതോ ടഫുള്ള ചാപ്റ്റർ ആണോ? അങ്ങനെയുള്ള ചാപ്റ്റർ ആണോ? ഹന ഏതാണ് മനസ്സിലാവാത്തതെന്ന് പറയണം, സ്പെസിഫൈ ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ പറയാം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് അല്ലെങ്കിൽ ഇതിന് മുമ്പ്, ദിസ് ഇസ് എ മാരത്തോൺ, അപ്പോൾ നമുക്ക് എന്താ പറ്റില്ല, ലോ ഓഫ് ഏരിയ ഈക്വൽ ടു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം ആണ്. ഇത് നിങ്ങൾ പ്ലാനറ്ററി മോഷനിൽ പറയേണ്ട അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങളെന്ന് ഷോർട്ടാക്കിയതാണ്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ അത് സെറ്റാക്കി വെക്കുക. ഇറ്റ് ഇസ് എൻ ഈസി ചാപ്റ്റർ. ഈസി ചാപ്റ്റർ മാത്രമല്ല, മറക്കാത്തൊരു കാര്യമുണ്ട്. യെസ്, മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 2 ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ചോദിക്കുന്ന പോർഷനാണ്. എനർജി പോർഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് കോറിലേറ്റ് ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ വേഗം ഒന്ന് ഇതൊന്ന് പറയാം. ഹന ചോദിച്ചുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, പ്ലാനറ്ററി മോഷനിൽ ടോർക്ക് 0 ടോർക്ക് കൺസ്യൂംഡ് 0 ആയതുകൊണ്ടാണ് ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആണ് എന്ന് പറയുക. ഹന, ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ MVR അല്ലേ? MVR ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നല്ലേ പറയുക? M ഓൾറെഡി കോൺസ്റ്റന്റ് ആണെങ്കിൽ എനിക്ക് VR ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നെനിക്ക് പറഞ്ഞുകൂടെ? ഉറപ്പായിട്ടും. എന്ന് വെച്ചാൽ വെലോസിറ്റി റേഡിയസിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. എവിടെയാണോ റേഡിയസ് കുറവ് അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. എവിടെയാണോ റേഡിയസ് കൂടുതൽ അവിടെ വെലോസിറ്റി കുറവായിരിക്കും. ഏറ്റവും കുറഞ്ഞ പോർഷന് നമ്മൾ പെരിജി എന്നാണ് പറയുക. അപ്പോൾ അവിടെ വെലോസിറ്റി കൂടുതലായിരിക്കും. അപ്പോജിയിൽ വെലോസിറ്റി കുറവുമായിരിക്കും. ഇതാണ് ഫസ്റ്റ് പഠിക്കേണ്ട റിലേഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഈ പറഞ്ഞ പോലെ ഏരിയൽ വെലോസിറ്റി അത് കട്ട് ചെയ്ത് നമ്മൾ ഡിറൈവ് ചെയ്ത് പഠിച്ചതാണ്. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എൽ ബൈ 2m ഈക്വൽ ആയിരിക്കും. ഇത് ചോദിച്ചിട്ടുള്ളതാണ് ഇതിനു മുമ്പ്. എൽ ബൈ 2 എന്ന് പറഞ്ഞാൽ എൽ ആംഗുലാർ വെലോസിറ്റിയും 2m എന്ന് പറഞ്ഞ മാസമാണ്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റന്റ്, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയിരിക്കും. ആൻഡ് ഫൈനലി ടൈം പീരീഡിൻ്റെ സ്ക്വയർ റേഡിയസിൻ്റെ ക്യൂബിനോട് പ്രപ്പോർഷണൽ ആയിരിക്കും. ഇതാണ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയുന്നത്. ഈ ലോ ഓഫ് ഏരിയാസ് ആണ് ലോ ഓഫ് ആംഗുലാർ മൊമെന്റം കൺസർവേഷനോട് ഈക്വൽ ആവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് രണ്ടും കൺസിഡർ ചെയ്ത് ഇതാക്കുക. ഏതാണ്? സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ലൈഡിൽ. നിങ്ങൾക്ക് അത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ അടുത്ത ആളെ സാറിനെ നമുക്ക് വിളിക്കാം. സോ താങ്ക് യു. നീറ്റ് ആസ്പിരൻ്റ് ഏതാണെന്ന് വേഗം സ്പെസിഫൈ ചെയ്താൽ നമുക്ക് നോക്കാം. ഉറപ്പായിട്ടും നല്ല അടിപൊളിയായിട്ട് പരീക്ഷ എഴുതുക. GIBs എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രാവശ്യവും നിങ്ങളുടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു പോയിൻ്റായിട്ട് കൺസിഡർ ചെയ്യുക. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക കേട്ടോ. 2R to 3Rലെ ഡൗട്ട് എന്താ? രണ്ടും ടോട്ടൽ എനർജി റിലേഷൻസ് ആണ്. ആ ടോട്ടൽ എനർജി റിലേഷൻസിനെ ഒന്നുകൂടെ പറയാമല്ലോ. ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തോട്ടെ. ഇവിടെ നോക്കിയേ 2R to 3R ആണ് പോകുന്നത്. അപ്പം ഞാൻ ആദ്യമേ 2Rലുള്ള ഇക്വേഷൻ എഴുതി. ഇതാണ് ജനറൽ റിലേഷൻ. റേഡിയസ് 2R ആണ്, അപ്പോൾ 2R കൊടുത്തു. ഇതാണ് ജനറൽ റിലേഷൻ. റേഡിയസ് 3R ആണ്, അപ്പോൾ 3R കൊടുത്തു. E2 മൈനസ് E1 ചെയ്യണം. സോ സെക്കൻഡിൽ നിന്നും ഫസ്റ്റ് കുറച്ചു. സെക്കൻഡ് ഇതാണ്, ഫസ്റ്റ് ഇതാണ്. മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ ഇത് പ്ലസ് വരും. ഇവിടെ GMM കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. താഴെ ഒരു 2ഉം കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ആറും കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്തു. ബാക്കി ഇവിടെ ഉള്ളത് ഒരു 1/2ഉം 1/3 മാത്രമാണ്. അതിനെ സോൾവ് ചെയ്യുമ്പോൾ എനിക്ക് 1/6 എന്ന് കിട്ടും. ആ 6ഉം 2ഉം കൂടെ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എനിക്ക് 12 എന്ന് കിട്ടും. സോ ഞാൻ പോകുന്നു, എനിക്ക് കൂടുതൽ വെറുപ്പിക്കുന്നില്ല. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സി യു. അവിടെ ഗൂഗിളിൽ എനിക്ക് തോന്നുന്നത് ഓർബിറ്റ് ആണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. അത് മെയിൻലി മിസ്കൺസെപ്ഷൻ ആണ്. നിങ്ങൾ ഓർബിറ്റ് എടുക്കുമ്പോൾ എപ്പോഴും ടോട്ടൽ എനർജി ഡിഫറൻസ് വേണം അങ്ങോട്ട് എടുക്കാൻ കേട്ടോ. ശരി, അപ്പോൾ താങ്ക് യു. ടാറ്റ. BHR വരുന്നുണ്ടേ. യെസ്.
ഹായ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. എവിടെ എല്ലാവരും? ആരും ഒന്നും കണ്ടിട്ടില്ലേ? എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ടല്ലോ. ഞങ്ങൾ ആരും ഒന്നും കണ്ടില്ല. അത് ശരി, ഞാനും വിചാരിച്ച് എന്തൊക്കെയുണ്ടോ മക്കളെ വിശേഷം? നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗുഡ് മോർണിംഗ് പറയുന്ന കുറേ ആൾക്കാർ. ആരൊക്കെയാണ്? ഷൈമ വന്നു, അനഘ വന്നു, അനുശ്രീ വന്നു, അരുണിമ വന്നു. ഇതാ കുറേ പേര് ഓടി ഓടി വരുന്നു. ശ്രീലക്ഷ് വന്നല്ലോ, ശ്രീലക്ഷ് ബാച്ചു എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അഹദ് വന്നു. അബ്ദുള്ളാന്ന് എനിക്കറിയാലോ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അടുത്തത് ശ്രേയസ് മിഥുൻ ബാച്ച്. അപ്പോൾ ധീരക്കാരാണെന്നാണ് എനിക്ക് തോന്നുന്നത് വിളി കേട്ടിട്ട്. വർഷ. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലേ. എന്താണ് ഞങ്ങളെ പഠിക്കുന്നുണ്ടോ? ഐപാഡ് ഓഫ് അല്ലേനോ? വേണ്ട, എന്നാ പോട്ടെ. നിങ്ങളാരും ഒന്നും കണ്ടില്ലല്ലോ. എന്നാ വരി. ശ്രീ വന്നു, ഞാനും വന്നു എന്ന് പറയുന്നുണ്ട്. ഓക്കെ മക്കളെ, ഓക്കെ. എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു. എങ്ങനെയാണ് നിങ്ങളെ പഠിത്തം? വേഗം എന്ന് പറഞ്ഞേ. പഠിക്കുന്നുണ്ടോ? ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടോ? അഭിനവൊക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പഠിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഖൈർ. പഠിക്കുന്നുണ്ടല്ലോ പറഞ്ഞ മാതിരി. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കട്ടോ. അപ്പോൾ നാളെയാണ് നമ്മളെ ദിവസം. നാളെ നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒരൊറ്റ ചാപ്റ്ററാണുള്ളത്. പഠിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ, ഖൈർ. മറ്റോ പറയണ. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പഠിക്കുന്നതിൻ്റെതായിട്ടുള്ള ടെൻഷൻ മുഖത്തുണ്ടായിരിക്കും, അത് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരിക്കും. ഒന്നും പേടിക്കേണ്ട. നിങ്ങൾ പഠിക്കുന്ന ഏരിയകളാണ് കാര്യമായിട്ട് ചോദിക്കുക. നിങ്ങൾക്കറിയാം ഒരു ചാപ്റ്ററിന് എവിടെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്, എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ജബീൻ ജബ്ബാറൊക്കെ വന്നേക്കുന്നു. ഓക്കെ, അവളൊക്കെ എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ വളരെ വൃത്തിയായിട്ട് പഠിക്കുക. ഒട്ടും സമയമില്ല. ഒരുപാട് പേര് നമ്മളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സമയം കളയുന്നില്ല. നമ്മൾ തുടങ്ങുകയാണ്. ഫോട്ടോസിന്തസിസ് ആൻഡ് ഹെയർ പ്ലാന്റ്സ്. തിയറി ഒന്ന് ഓടിച്ച് പറയും. 1 hour ആണ് നമ്മുടെ കയ്യിലുള്ളത്. തിയറി ഒന്ന് ഓടിച്ച് പറയും. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യനും കൂടി ചെയ്യും. അതാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ഓൺ യുവർ മാർക്ക്. വാടാ നോക്കിക്കോളൂ. ഫോട്ടോസിന്തസിസ് ആൻഡ് ഹെയർ പ്ലാന്റ്സ് എന്ന് കേട്ടാൽ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലാവും എന്താണ് ഫോട്ടോസിന്തസിസ്. ഒരാൾ ചോദിക്കും, നിങ്ങൾ എൻ്റെ കൂടെ പറഞ്ഞു പഠിക്കണം, എൻ്റെ കൂടെ അങ്ങനെ പറഞ്ഞു പഠിക്കണം. ഈ 1 hour നമ്മൾ റെസ്റ്റ് ഇല്ല, നേരെ ഒറ്റ പോകണത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കണ്ടാവില്ല. നോക്കണം കേട്ടോ. ഫിസിക്കോ കെമിക്കൽ പ്രോസസ് ആണ് ഇൻ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് യൂസ് എനർജി ടു സിന്തസൈസ് ഓർഗാനിക് കോമ്പൗണ്ട്. എന്താണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്? ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും നടക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് ആരാ നടത്തുക? ഗ്രീൻ പ്ലാന്റ്സ് ആണ് നടത്തുക. അവരെന്താണ് ഉപയോഗിക്കുക? ലൈറ്റ് എനർജി ഉപയോഗിക്കുക. അപ്പോൾ ലൈറ്റ് എനർജി ഉപയോഗിച്ച് ഗ്രീൻ പ്ലാന്റ്സ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട് സിന്തസൈസ് ചെയ്യുന്ന ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. ആ ഫിസിക്കോ കെമിക്കൽ പ്രോസസ്സാണ് ആ ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം. ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട കുറച്ച് ഏർലി എക്സ്പെരിമെൻറ്റ്സ് എന്ന് ചോദിക്കാനുള്ള ചോദ്യങ്ങളോ ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുണ്ടാവും. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഏർലി എക്സ്പെരിമെൻറ്റ്സ് പഠിക്കാൻ പോകണം. ആദ്യമായിട്ട് പരീക്ഷണവുമായിട്ട് വന്ന ആളാണ് ജോസഫ് പ്രീസ്ലി. നോക്ക്. ജോസഫ് പ്രീസ്ലി പരീക്ഷണം തുടങ്ങിയത് 1770-ലാണ്. അദ്ദേഹമാണ് ഓക്സിജനെ കണ്ടെത്തിയത് 1774-ലാണ്. അദ്ദേഹം ചെയ്ത പരീക്ഷണത്തെ പറയുന്ന പേരാണ് ബെൽജാർ എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. എടാ നമുക്ക് 1 hour ഉള്ളൂ, അതിൻ്റെ ഒരു സ്പീഡ് ഉണ്ടാവും, നിങ്ങൾ ഫോളോ ചെയ്യണേ. നോക്കണം. അദ്ദേഹം നടത്തിയ പരീക്ഷണത്തെ പറയുന്ന പേരാണ് ബെൽജാർ എക്സ്പെരിമെൻ്റ് എന്നാണ് പറയുക. ബെൽജാർ എക്സ്പെരിമെൻറ്റിൽ ബെൽജാർ വേണം, എലൈവ് മൗസ് വേണം, ലൈറ്റ്നിങ് കാൻഡിൽ വേണം, അതുപോലെ തന്നെ ഒരു മിൻറ്റ് പ്ലാന്റും വേണം. എന്നിട്ട് അദ്ദേഹം 1774 ഓക്സിജൻ കണ്ടെത്തി. അദ്ദേഹം ഫസ്റ്റ് ബെൽജാർ എക്സ്പെരിമെൻറ്റ് എന്താ ചെയ്ത്? ദ എയർ വാട്ടർ ബ്രീത്തിങ് ആനിമൽസ് ആൻഡ് ബേണിംഗ് കാൻഡിൽസ് റിമൂവ് ചെയ്യുന്നത് പ്ലാന്റ്സ് റീസ്റ്റോർ ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ഒരു തിയറി പറഞ്ഞു. എന്താണോ ലൈറ്റനിങ് കാൻഡിലും അതുപോലെ തന്നെ ബ്രീത്തിങ് ആനിമലും ബെൽജാറിന്ന് റിമൂവ് ചെയ്യണത്, അതിനാര് റീപ്ലേസ് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് റീസ്റ്റോർ ചെയ്യേണ്ടതെന്ന് ജോസഫ് പ്രീസ്ലി പറഞ്ഞു. രണ്ടാമത് വന്ന ആളാണ് ജാൻ ഇൻഗൻഹൗസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്. ശരിക്കും നോക്കണം, ജാൻ ഇൻഗൻഹൗസ്. അദ്ദേഹമാണ് എന്ത് പറഞ്ഞത്? സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ പ്ലാന്റിന് ഫോട്ടോസിന്തസിസ് നടത്താൻ, അല്ലെങ്കിൽ പ്ലാന്റിലൊരു പ്രോസസ്സ് നടത്തി ഗ്ലൂക്കോസ് ഉണ്ടാക്കണമെങ്കിൽ സൺലൈറ്റ് എസെൻഷ്യൽ ആണ് എന്ന് പറഞ്ഞ ആളാണ് ജാൻ ഇൻഗൻഹൗസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. സോ സൺലൈറ്റ് ഈസ് എസെൻഷ്യൽ എന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആളാണ് ജാൻ ഇൻഗൻഹൗസ് എന്ന് പറയുന്നത്. അദ്ദേഹം അത് കണ്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അക്വാറ്റിക് പ്ലാന്റിൽ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ സ്മോൾ ബബിൾസ് വെർ ഫോംഡ് ഇൻ ദ ബ്രൈറ്റ് സൺലൈറ്റ് അറൗണ്ട് ഗ്രീൻ പ്ലാന്റ്സ്. പ്ലാന്റിൻ്റെ ഗ്രീൻ പാർട്സിന് ചുറ്റും എന്തുണ്ടാവുന്നുണ്ട്? ബബിൾസ് ഉണ്ടാവുന്നുണ്ട്. ലൈറ്റിൻ്റെ പ്രസൻസിൽ ഈ വൈൽ ഡാർക്കിൽ അത് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞു. ആ ബബിൾസ് ആണ് ഓക്സിജൻ എന്ന് പറഞ്ഞു. These bubbles were oxygen showed that green plants release oxygen. അപ്പോൾ ഞാൻ പറയണേ, സൺലൈറ്റ് ഓക്സിജൻ റിലീസ് ചെയ്യണമെങ്കിൽ, ഓക്സിജൻ റിലീസ് ചെയ്യുന്നു പറഞ്ഞത് ആരാണ്? ജോസഫ് പ്രീസ്ലിയാണ്. ഓക്സിജൻ റിലീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സൺലൈറ്റ് വേണമെന്ന് പറഞ്ഞ ആൾ ജാൻ ഇൻഗൻഹൗസ് ആണ്. അദ്ദേഹം അത് കണ്ടത് അക്വാറ്റിക് പ്ലാന്റിൽ ഒരു പരീക്ഷണം നടത്തുമ്പോഴാണ്. അക്വാറ്റിക് പ്ലാന്റിലെ ഗ്രീൻ പാർട്സിന് ചുറ്റും ബബിൾസ് അറൈസ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. നോക്കണം കേട്ടോ.
അടുത്തത് മൂന്നാമത്തെ ആളാണ് ജൂലിയസ് വോൺ സാക്സ്. നോക്കണേ, ജൂലിയസ് വോൺ സാക്സ് ആണ് എന്ത് പ്രൊവൈഡ് ചെയ്തത്? ഗ്ലൂക്കോസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ പ്ലാന്റ്സ് ഗ്രോ. പ്ലാന്റ് വളരുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നത് അതേ പറഞ്ഞു. അപ്പോൾ ജൂലിയസ് വോൺ സാക്സ് ഗ്ലൂക്കോസ് നോക്കണം കേട്ടോ. ഇയാളുടെ പേര് നമ്മൾ ഇങ്ങനെ പഠിക്കുക, ജൂലിയസ് വോൺ സാക്സ് ഗ്ലൂക്കോസ്. അതാണ് അയാളുടെ പേര്. എന്താ ജൂലിയസ് വോൺ സാക്സ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാന്റ്സ് വളരുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നുണ്ടെന്ന് തെളിവ് തന്ന ആളാണ് ജൂലിയസ് വോൺ സാക്സ് എന്ന് പറയുന്നത്. അദ്ദേഹം എന്താ പറഞ്ഞത്? പ്ലാന്റിൽ ഒരു ഗ്രീൻ പിഗ്മെന്റ് ഉണ്ട്, അതിൻ്റെ പേരാണ് ക്ലോറോഫിൽ. അത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ ഉള്ളിലാണ്? ഒരു ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ പ്ലാന്റ്സ് വളരുമ്പോൾ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ടെന്നും പ്ലാന്റ്സിൽ ഒരു ഗ്രീൻ പിഗ്മെന്റ് ഉണ്ടെന്നും ആ ഗ്രീൻ പിഗ്മെന്റ് ക്ലോറോപ്ലാസ്റ്റിലാണ് ഉള്ളത് എന്നും പറഞ്ഞ ആളാണ് ജൂലിയസ് വോൺ സാക്സ്. മാറൂലല്ലോ. എങ്കിൽ അടുത്താണ് TW എംഗൽമാൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ്. TW എംഗൽമാൻ TW എംഗൽമാൻ ചെയ്ത പരീക്ഷണം എന്താ? ഈ സ്പ്ലിറ്റ് ലൈറ്റ് യൂസിങ് എ പ്രിസം. കണ്ടോ, ഈ അങ്ങനത്തെ വൃത്തിയുടെ സ്വഭാവമുണ്ട്. ഒരു ട്രയാങ്കുലർ പ്രിസം എടുത്തു, വിസിബിൾ ലൈറ്റിനെ കടത്തി വിട്ടു, അതിനെ കോമൺ കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ സിമ്പിളായിട്ട് പഠിക്കാം, TW എംഗൽമാൻ ആണ് ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്തൊരു പ്രിസം ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ആ സ്പ്ലിറ്റ് ചെയ്ത ലൈറ്റിനെ അദ്ദേഹം സ്പെക്ട്രൽ കമ്പോണൻസ് ആക്കി, ലൈറ്റിൻ്റെ സ്പെക്ട്രം ആക്കി മാറ്റി, ഇങ്ങനെ കുറേ കോമൺ കളേഴ്സ് ആക്കി മാറ്റി. അതിനെ നേരെ എന്ത് ചെയ്തു? ഒരു ഗ്രീൻ ആൽഗയിലേക്ക് ഇല്ലുമിനേറ്റ് ചെയ്തു. ആ ഗ്രീൻ ആൽഗ ആരാണ്? ക്ലാഡോഫോറ. അപ്പോൾ ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യമാണ്, ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത് പരീക്ഷണം ചെയ്ത ആളാര്? TW എംഗൽമാൻ. അദ്ദേഹം ആ പരീക്ഷണത്തിൽ ഉപയോഗിച്ച ഗ്രീൻ ആൽഗയുടെ പേരെന്താണ്? ക്ലാഡോഫോറ. എന്നിട്ട് അദ്ദേഹം ആ ക്ലാഡോഫോറ ബാക്ടീരിയ, അവിടെ ക്ലാഡോഫോറ ആൽഗകളിലോടുത്ത് ആര് വെച്ചു? എയ്റോബിക് ബാക്ടീരിയകൾ വെച്ചു. എന്തിനാണ് എയ്റോബിക് ബാക്ടീരിയകൾ വെച്ചത്? ടു ഡിറ്റക്ട് ദ സൈറ്റ് ഓഫ് ഓക്സിജൻ എവല്യൂഷൻ. ഓക്സിജൻ എവല്യൂഷൻ്റെ സൈറ്റ് കാണാം. ഓക്സിജൻ എവല്യൂഷൻ്റെ സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കണേ, ഓക്സിജൻ എവല്യൂഷൻ്റെ സൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം എയ്റോബിക് ബാക്ടീരിയകളെ വെച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താണ്? മോർ ബാക്ടീരിയാസ് ആർ അക്യുമുലേറ്റഡ്. കൂടുതൽ ബാക്ടീരിയകളും അക്യുമുലേറ്റ് ചെയ്ത് എവിടെയാണ്? ബ്ലൂ ആൻഡ് റെഡ് ലൈറ്റ് ഓഫ് സ്പെക്ട്രം ആണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ പഠിക്കാൻ. ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്ത ആൾ TW എംഗൽമാൻ. ആ സ്പ്ലിറ്റ് ചെയ്ത ലൈറ്റിനെ നേരെ പതിപ്പിച്ചത് ക്ലാഡോഫോറ എന്ന് പറയുന്ന ആൽഗയിലേക്ക്. എന്നിട്ട് എവിടെയാണ് ഓക്സിജൻ കൂടുതൽ ഉണ്ടാകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ ഒരു എയ്റോബിക് ബാക്ടീരിയകൾ വെച്ചു. അപ്പോൾ ചോദ്യമുണ്ട്, എയ്റോബിക് ബാക്ടീരിയകൾ എന്തിനാണ് വെച്ച്? ടു ഡിറ്റക്ട് ദ സൈറ്റ് ഓഫ് ഓക്സിജൻ്റെ പ്രസൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ മോർ ബാക്ടീരിയാസ് അക്യുമുലേറ്റ് ചെയ്ത് റെഡ് റീജിയനിലും ബ്ലൂ റീജിയനിലും ആണെന്ന് പറഞ്ഞു. അത് ഉപയോഗിച്ച് ലോകത്തിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം വരച്ചത് TW എംഗൽമാൻ ആണ്. ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം വരച്ചത് TW എംഗൽമാൻ ആണ്. പഠിക്കുക. ഫസ്റ്റ് ആക്ഷൻ സ്പെക്ട്രം വരച്ചത് ആരാണ്? TW എംഗൽമാൻ ആണ്. ഇനി നമ്മൾ പറയാൻ പോകണം അടുത്ത ആൾ വാൻ നീൽ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. വാൻ നീൽ അദ്ദേഹമാണ് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയയിൽ പരീക്ഷണം നടത്തി. നോക്കണേ, വാൻ നീലാണ് പേർപ്പിൾ ആൻഡ് ഗ്രീൻ ബാക്ടീരിയയിലാണ് പരീക്ഷണം നടത്തിയത്. അദ്ദേഹമാണ് പറഞ്ഞ പോയിന്റ്, ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ടോ. ഫോട്ടോസിന്തസിസ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആണ്. അതിൽ ഹൈഡ്രജൻ ഫോംസ് എ സ്യൂട്ടബിൾ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട്. ഫോട്ടോസിന്തസിസ് ഒരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആണ് എന്നും അതിൽ ഹൈഡ്രജൻ ആണ് ഒരു ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് ആകുക, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുക. ശരിക്കും കേൾക്കണ്ടോ. എടാ, ഫോട്ടോസിന്തസിൻ്റെ റോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും സൺലൈറ്റിൻ്റെ പ്രസൻസിൽ കൂടി ചേർന്നിട്ടാണ് ഗ്ലൂക്കോസ് ഉണ്ടാകുന്നത്. ഇതിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിഡക്ഷൻ ആണ് വിധേയമാകുന്നത്, വാട്ടർ ഓക്സിഡേഷൻ ആണ് വിധേയമാകുന്നത് എന്ന് പറഞ്ഞ ആളാണ് വാൻ നീൽ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറഞ്ഞു നോക്കിയേ, ഫോട്ടോസിന്തസിസ് ഒരു ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആണ്. അതിൽ ഹൈഡ്രജൻ ഉള്ള ആളാണ് ഓക്സിഡൈസബിൾ കോമ്പൗണ്ട്. കണ്ടോ, വാട്ടറാണ് ഓക്സിഡൈസബിൾ കോമ്പൗണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ആയി മാറുകയാണ് ചെയ്യുക. എല്ലാവരും പറഞ്ഞേ. സോ വാൻ നീലിൻ്റെ പണ്ട് ഇവിടുത്തെ എല്ലാവരും ഓർക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ആയി മാറുമ്പോൾ വാട്ടർ ഓക്സിഡൈസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞു. H2O is the hydrogen donor and oxidized to O2. കണ്ടോ, സാധാരണ എല്ലാ ഫോട്ടോസിന്തറ്റിക് പരീക്ഷണങ്ങളിലും എല്ലാ ഫോട്ടോസിന്തസിലും വാട്ടറാണ് ഹൈഡ്രജൻ ഡോണർ. വാട്ടറാണ് ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്യുന്നത്, അഥവാ പ്രോട്ടോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതും ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്നതും വാട്ടറാണ്. അത് ഓക്സിഡൈസ് ചെയ്തിട്ടാണ് O2 ആയിട്ട് മാറുക. അപ്പോൾ ഓക്സിജൻ വരുന്നത് എവിടെ നിന്നാണ്? വാട്ടർ സ്പ്ലിറ്റിങ്ങിൻ്റെ ഫലമായിട്ടാണ്. നോക്കണം. എന്നാൽ പേർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയയിലെ ഹൈഡ്രജൻ അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡോണർ എന്ന് പറയുന്നത് H2Oക്ക് പകരം H2S ആണ്. ശ്രദ്ധിക്കൂ, സാധാരണ ഗ്രീൻ പ്ലാന്റ്സുകളിൽ ഫോട്ടോസിന്തസിൽ ഓക്സിഡൈസബിൾ കോമ്പൗണ്ട് ആയിട്ടുള്ളത് H2O ആണ്. അപ്പോൾ പ്രോഡക്റ്റിൽ ഓക്സിജൻ ആണ് ഉണ്ടാവുക. എന്നാൽ പേർപ്പിൾ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയയിൽ H2Oക്ക് പകരം ഓക്സിജൻ ഡോണർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈഡ്രജൻ ഡോണർ എന്ന് പറയുന്നത് H2S ആണ്. അപ്പോൾ H2S സ്പ്ലിറ്റ് ചെയ്താൽ പുറത്ത് വരുന്നത് സൾഫർ ആണ്. അപ്പോൾ ബാക്ടീരിയകൾ നടത്തുന്നത് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ് ആണ്. പഠിക്കടാ, ബാക്ടീരിയകൾ നടത്തുന്നത് അനോക്സിജനിക് ഫോട്ടോസിന്തസിസ് ആണ്. കാരണം അവർ H2Oക്ക് പകരം ഉപയോഗിക്കുന്നത് H2Sനെയാണ്. ഓവറോൾ ഇങ്ങനെ എല്ലാ പരീക്ഷണങ്ങൾക്കും ശേഷം ഫോട്ടോസിന്തസിൻ്റെ റിയാക്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കണേ, 6CO2 + 12 H2O ഗീവ്സ് ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ്. 6 കാർബൺ ഡൈ ഓക്സൈഡും 12 വാട്ടർ മോളിക്യൂളും ലൈറ്റിൻ്റെ പ്രസൻസിൽ കൂടിക്കഴിഞ്ഞാൽ 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസും 6 വാട്ടറും 6 ഓക്സിജനും ഉണ്ടാവും.
ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഇതെല്ലാവർക്കും ഓക്കെ ആണോ? ഇത്ര ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഈ ഇക്വേഷൻ എല്ലാവരും ഒന്നുകൂടി പഠിച്ചേ. 6CO2 + 12H2O gives C6H12O6 + 6H2O + 6O2. 1 molecule of glucose ഉണ്ടാവണമെങ്കിൽ 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യണം, അതിൻ്റെ കൂടെ 12 വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യണം. ഓക്കെ ആണോ? ഇനി ഇതിൽ നമ്മൾ പറയാത്തൊരൊറ്റ പരീക്ഷണമുള്ളൂ, ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ്. അതാണ് ചോദിക്കാറുള്ളത്. ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ് എന്തിനാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ് ഉപയോഗിക്കുന്നത്. ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ഒരു ലിക്വിഡ് ഉണ്ട്, അതാണ് KOH എന്ന് പറയുന്നത്. KOHന് കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യാനുള്ള കഴിവുണ്ട്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമ്മൾ എവിടെയാണ് ഫോട്ടോസിന്തസിസ് നടക്കുക? സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. വട ഒന്ന് ഓടിച്ച് പറയുന്നുള്ളൂ കേട്ടോ, ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മളതിൽ നോക്കണം കേട്ടോ. സൈറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൻ്റെ സൈറ്റ് ഏതാണ് നമുക്ക് നോക്കാം. ഫോട്ടോസിന്തസിസ് എവിടെയാണ് നടക്കുന്നത്? സിമ്പിളായിട്ട് പറയാം, ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഗ്രീൻ ലീഫ്സിലാണ്. ഗ്രീൻ ലീഫിലാണ് നടക്കുക, എല്ലാവർക്കും അറിയാം. അതർ ഗ്രീൻ പാർട്സിൽ നടക്കാറുണ്ട്. ക്ലോറോഫിൽ എവിടെയുണ്ടോ ഗ്രീൻ പാർട്സ് അവിടെ ഉണ്ടാവും. ഗ്രീൻ പാർട്സിലൊക്കെ നടക്കും. മെയിനായിട്ട് ഗ്രീൻ ലീഫ്സ് നടക്കും, അതർ പാർട്സ് ഓഫ് ഗ്രീൻ പ്ലാന്റ്സ് നടക്കും. ക്ലോറോപ്ലാസ്റ്റ് പ്രസന്റ് ഇൻ ദ വാൾസ് ഓഫ് മീസോഫിൽ സെൽ. ക്ലോറോപ്ലാസ്റ്റ് എവിടെ കാണാറുള്ളത്? മീസോഫിൽ സെല്ലിൻ്റെ വാൾസിലൂടെയാണ് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ക്ലോറോപ്ലാസ്റ്റുകൾ കാണാം, മീസോഫിൽ സെൽസിൻ്റെ വാൾസിലൂടെയാണ് അറേഞ്ച് ചെയ്യുക. ഒന്നുകൂടി ഞാൻ പറയും, ഫോട്ടോസിന്തസിസ് നടക്കുക ഗ്രീൻ ലീവ്സിൽ, അതർ ഗ്രീൻ പാർട്സിലും നടക്കും. ക്ലോറോപ്ലാസ്റ്റ് എവിടെയുള്ളത്? വാൾസ് ഓഫ് മീസോഫിൽ സെല്ലിലാണ്. എന്തിനാണ്? ടു ഗെറ്റ് ഓപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഗെറ്റ് ഓപ്റ്റിമം ക്വാണ്ടിറ്റി ഓഫ് ഇൻസിഡന്റ് ലൈറ്റ്. ഇൻസിഡന്റ് ലൈറ്റിൻ്റെ ഓപ്റ്റിമം ക്വാണ്ടിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് വാൾസിലൂടെയാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു. ഇനി ഒരു ക്ലോറോപ്ലാസ്റ്റിലേക്ക് കയറിയാൽ നമുക്ക് ആരൊക്കെ കാണാം? ഗ്രാന ഉണ്ട്, സ്ട്രോമാ ലാമെല്ല ഉണ്ട്, ഫ്ലൂയിഡ് സ്ട്രോമ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ ലെയർഡ് ആണ്. നോക്കിക്കോണേ, ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ ലെയർഡ് ആണ്. ഔട്ടർ മെംബ്രെയിൻ ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ മെംബ്രെയിൻ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള ഭാഗമുണ്ട്, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ട്രോമ. സ്ട്രോമയിൽ ആരാണ്ടാവുക? ഒരു റൈബോസോമുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ സ്റ്റാർച്ച് ഗ്രാന്യൂൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ലിപ്പിഡ് ഡ്രോപ്ലെറ്റ് ഒക്കെ ഉണ്ടാവാം, ഒരു DNA ഉണ്ടാവാം. ഇനി ഞാൻ പറയാൻ പോണേ, അതിൽ ചില മെംബ്രെയിൻ ബൗണ്ട് സാക്ക് ലൈക്ക് സ്ട്രക്ചറുകളുണ്ട്. അവരെ വിളിക്കുന്ന പേരാണ് തൈലക്കോയിഡ് എന്നാണ് വിളിക്കുക. ഇതാണ് ഒരു തൈലക്കോയിഡ്. തൈലക്കോയിഡുകൾ അറേഞ്ച് ചെയ്ത് ഒരു ബണ്ടിലായിട്ട് കാണുകയാണെങ്കിൽ അവരെ വിളിക്കുന്ന പേരാണ് ഗ്രാന. തൈലക്കോയിഡ്സ് അറേഞ്ച്ഡ് വൺ അബവ് ദ അതർ ഇൻ ദ ഫോം ഓഫ് എ ബണ്ടിൽ, അതിനെ പറയുന്ന പേരാണ് ഗ്രാന. ഗ്രാനകളെ പരസ്പരം കണക്ട് ചെയ്യുന്ന ഒരു മെംബ്രെയിൻ ബൗണ്ട് ചാനൽ ഉണ്ടായിരിക്കും, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രോമാ ലാമെല്ല. എല്ലാവർക്കും കിട്ടി. നോക്കിക്കോണേ, ഔട്ടർ മെംബ്രെയിൻ, ഇന്നർ മെംബ്രെയിൻ, ഫ്ലൂയിഡ് സ്ട്രോമ. സ്ട്രോമയിൽ ആരുണ്ട്? റൈബോസോമുകളുണ്ട്, RNAകളുണ്ട്, ലിപ്പിഡ് ഡ്രോപ്ലെറ്റുകളുണ്ട്, സ്റ്റാർച്ചുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് മെംബ്രെയിൻ ബൗണ്ട് സാക്കുകളുണ്ട്, അതാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡ് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് അറേഞ്ച് ചെയ്തൊരു ബണ്ടിലാണ് ഈ ഗ്രാനകളെ കണക്ട് ചെയ്യാൻ സ്ട്രോമാ ലാമെല്ല. ഇനി നോക്കിക്കോണേ, ഈച്ച് ഗ്രാനം ഗ്രൂപ്പ് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് സാക്സ്. ഓരോ ഗ്രാനത്തിലും തൈലക്കോയിഡുകളാണുള്ളത്. തൈലക്കോയിഡിൻ്റെ ഉള്ളിലാണ് ലീഫ് പിഗ്മെന്റ്സ് ഉണ്ടാവുക. തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസിനെ പറയുന്ന പേരാണ് ലൂമൻ. അവിടെയാണ് തൈലക്കോയിഡ് പിഗ്മെന്റ്സ് ഉണ്ടാവുക. ഇനി മെംബ്രെയിൻ സിസ്റ്റമാണ് എന്ത് ചെയ്യുക? ATPനെയും NADPH ഉണ്ടാക്കിയിട്ട് ലൈറ്റ് റിയാക്ഷന് വേണ്ടി ഉപയോഗിക്കാൻ സഹായിക്കുക. ലൈറ്റ് റിയാക്ഷൻ്റെ ഫലമായിട്ട് ATP NADPHും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെംബ്രെയിൻ സിസ്റ്റത്തിലാണ്. സ്ട്രോമയിലാണ് എന്ത് നടക്കുക? എൻസൈമാറ്റിക് റിയാക്ഷൻ റിലേറ്റഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് നടക്കാറുള്ളത്. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയും, ഫോട്ടോസിന്തസിസുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങൾ നിങ്ങൾ പഠിച്ചു. ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ് പഠിച്ചു, അതിൽ KOH ആണ് വേണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡ് എസെൻഷ്യൽ ഫോർ ഫോട്ടോസിന്തസിസ് നമ്മൾ പറഞ്ഞു. പിന്നെ ജൂലിയസ് വാൺ സാക്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാൻ ഇൻഗൻഹൗസ് പറഞ്ഞു, ജോസഫ് പ്രീസ്ലി പറഞ്ഞു, ജൂലിയസ് വാൺ സാക്സ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ TW എംഗൽമാൻ പറഞ്ഞു, വാൻ നീൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഫോട്ടോസിന്തസിസ് നടക്കുക ക്ലോറോഫിൽ ഉള്ളിടത്താണ്, ഗ്രീൻ പാർട്സിലാണെന്ന് പറഞ്ഞു. ക്ലോറോഫിലാണ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഉള്ളിലാണ് ഉണ്ടാവുക പറഞ്ഞു. ക്ലോറോപ്ലാസ്റ്റ് ഡബിൾ ലെയർഡ് ആണെന്ന് പറഞ്ഞു. അതിൽ തൈലക്കോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു. തൈലക്കോയിഡിനെ കണക്ട് ചെയ്യുന്ന സാധനമാണ് സ്ട്രോമാ ലാമെല്ല എന്ന് പറഞ്ഞു, ഗ്രാനകളെ കണക്ട് ചെയ്യുന്നത്. തൈലക്കോയിഡിൻ്റെ ഉള്ളിൽ ഒരു സ്പേസ് ഉണ്ട്, ലൂമൻ എന്ന് നമ്മൾ പറഞ്ഞു. ലൂമൻ്റെ ഉള്ളിലാണ് തൈലക്കോയിഡ് പിഗ്മെന്റ്സ് ഉണ്ടാവുക. അപ്പോൾ പിഗ്മെന്റ്സ് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. പിഗ്മെന്റ്സിൽ ഫോട്ടോസിന്തസിൽ ഇൻവോൾവ്ഡ് ആയുള്ള പിഗ്മെന്റ്സ് പ്രധാനമായിട്ടും ലൂമനിൽ 4 തൈലക്കോയിഡുലാർ പിഗ്മെന്റ്സ് ഉണ്ടാവും. എല്ലാവരും ഒന്ന് വേഗം വായിച്ചേ. ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. വായിക്ക്. ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. ക്ലോറോഫിൽ A എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും? ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ ആയിരിക്കും. ഒന്ന് നല്ല ബ്രൈറ്റ് ഓർ ബ്ലൂ ഇരിക്കും. ക്ലോറോഫിൽ ആണ് യെല്ലോ ഗ്രീൻ, സാന്തോഫിൽ ആണെങ്കിൽ യെല്ലോ, കരോട്ടിനോയിഡ്സ് ആണ് യെല്ലോ ടു ഓറഞ്ച്. എല്ലാവരും ഒന്നുകൂടി പഠിച്ചേ. ക്ലോറോഫിൽ A ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ, ക്ലോറോഫിൽ B യെല്ലോ ഗ്രീൻ, സാന്തോഫിൽ യെല്ലോ, കരോട്ടിനോയിഡ്സ് യെല്ലോ ടു ഓറഞ്ച്. ഇനി ഞാൻ പറയണേ, 4 പിഗ്മെന്റുകൾ ഉണ്ടെങ്കിലും ക്ലോറോഫിൽ A ഇസ് ദ ചീഫ് പിഗ്മെന്റ് അസോസിയേറ്റഡ് വിത്ത് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൽ ഏറ്റവും ചീഫ് പിഗ്മെന്റ് ക്ലോറോഫിൽ ആണ്. അപ്പം ബാക്കി 3 പേരും ശശികളാണോ? അല്ല, ബാക്കി 3 പേരെയും നമ്മൾ വിളിക്കുന്ന പേരാടാ ആക്സസറി പിഗ്മെന്റ്. പഠിച്ചേ. ക്ലോറോഫിൽ പിഗ്മെന്റ് 4 ഏതൊക്കെയാ? ക്ലോറോഫിൽ A. തൈലക്കോയിഡ് പിഗ്മെന്റ് 4 ഏതൊക്കെയാ? ക്ലോറോഫിൽ A, ക്ലോറോഫിൽ B, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്സ്. കളർ ഓർമ്മയുണ്ടല്ലോ. അതിലെ ചീഫ് പിഗ്മെന്റ് ആരാണ്? ക്ലോറോഫിൽ A ആണ്. അപ്പോൾ ബാക്കി 3 പേരെയും വീട്ടിൽ വിളിക്കുന്ന പേരാണ് ആക്സസറി പിഗ്മെന്റ്സ്. ആക്സസറി പിഗ്മെന്റിന്റെ ഫംഗ്ഷൻ അവിടെ ഇരുന്ന് വേഗം പറഞ്ഞേ. ആക്സസറി പിഗ്മെന്റ് ഫംഗ്ഷൻ എന്താ? അബ്സോർബ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് വേവ് ലെങ്ത്. വ്യത്യസ്ത വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്നു. ആൻഡ് ട്രാൻസ്ഫർ ദിസ് എനർജി ടു ക്ലോറോഫിൽ A മോളിക്യൂൾ. ഡിഫറെന്റ് വേവ് ലെങ്ത് ഉള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ആ എനർജിയൊക്കെ ക്ലോറോഫിൽ A കൊടുക്കുന്നു. കാരണം എന്താ? ക്ലോറോഫിൽ A ആണ് ചീഫ് പിഗ്മെന്റ്. കാര്യങ്ങൾ തീരുമാനിക്കുന്ന അയാളാണ്.
നോക്കണം കേട്ടോ. ദേ പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. ക്ലോറോഫിൽ എ മോളിക്യൂളിന് എക്സസീവ് ലൈറ്റ് കിട്ടി കഴിഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടത് ഫോട്ടോ ഓക്സിഡൈസ് ചെയ്ത് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ക്ലോറോഫിൽ എനെ ഫോട്ടോ ഓക്സിഡേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതും ലൈറ്റ് അബ്സോർബ് ചെയ്തിട്ട് അത് ക്ലോറോഫിൽ എക്ക് കൊടുക്കുക എന്നുള്ളതുമാണ് ആക്സസറി പിഗ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. എല്ലാവർക്കും ഓക്കെ അല്ലേ? അപ്പോൾ 4 പിഗ്മെൻറ്റ് പറഞ്ഞു. ക്ലോറോഫിൽ എ, ക്ലോറോഫിൽ ബി, സാന്തോഫിൽ ആൻഡ് കരോട്ടിനോയിഡ്. അവരുടെ കളർ പറഞ്ഞു ബ്രൈറ്റ് ഓർ ബ്ലൂ ഗ്രീൻ, യെല്ലോ ടു ഓറഞ്ച്. ചീഫ് പിഗ്മെൻറ്റ് ക്ലോറോഫിൽ എ. ബാക്കി 3 പേരെ വിളിക്കുന്ന പേരാണ് ആക്സസറി പിഗ്മെൻറ്റ്. ആക്സസറി പിഗ്മെൻറ്റ് ഫംഗ്ഷൻ നോക്കണം. അബ്സോർബ് ലൈറ്റ് അറ്റ് ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആൻഡ് ട്രാൻസ്ഫർ ദിസ് എനർജി ടു ക്ലോറോഫിൽ എ മോളിക്യൂൾ. പ്രൊട്ടക്ട് ക്ലോറോഫിൽ എ ഫ്രം ഫോട്ടോ ഓക്സിഡേഷൻ. എടാ പഠിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൂടെ പറയാൻ പറ്റുന്നില്ലേ? ഇനി നമുക്ക് 2 ഗ്രാഫാണ് വരക്കാനുള്ളത്. അതിൽ ഒന്നാമത്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം, രണ്ടാമത്താണ് ആക്ഷൻ സ്പെക്ട്രം. ആക്ഷൻ സ്പെക്ട്രം വരച്ചാലുള്ള പേര് വേഗം കമൻറ്റ് ചെയ്യണം. ആക്ഷൻ സ്പെക്ട്രം ആരെ വരച്ചു വേഗം കമൻറ്റ് ചെയ്യണം. ആക്ഷൻ സ്പെക്ട്രം ആരെ വരച്ചു വേഗം പറയണം കേട്ടോ. നോക്കണേ അബ്സോർപ്ഷൻ സ്പെക്ട്രൽ നമ്മൾ എക്സ് ആക്സിസിൽ വേവ് ലെങ്ത് എടുത്തു, വൈ ആക്സിൽ നമ്മൾ വേവ് ലെങ്ത് അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ക്ലോറോഫിൽ പിഗ്മെൻറ്റ് ഇത് എടുത്തു. എക്സ് ആക്സിസിൽ വേവ് ലെങ്ത് എടുത്തു, വൈ ആക്സിൽ നമ്മൾ പിഗ്മെൻറ്റ് എടുത്തു. ഇതാണ് 400 നാനോമീറ്റർ, ഇതാണ് 500 നാനോമീറ്റർ, 600 നാനോമീറ്റർ, 700 നാനോമീറ്റർ. ഇനി നമുക്കറിയാം ഈ 400-നും 500-നും ഇടയിലാണ് ബ്ലൂ റീജിയൻ വരുന്നത്, 600-നും 700-നും ഇടയിലാണ് റെഡ് റീജിയൻ വരുന്നത്. നോക്കണേ നമുക്കിനി നോക്കാം. ഇതാണ് ക്ലോറോഫിൽ എ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഏറ്റവും മുകളിൽ കിടക്കുന്ന ആൾ ക്ലോറോഫിൽ എ മോളിക്യൂൾ എന്ന് പറയുന്നത്. ക്ലോറോഫിൽ എ മോളിക്യൂൾ. അത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും മുകളിൽ ഇവിടെ നിന്നാണ് ക്ലോറോഫിൽ ബി വരുന്നത്. ഏറ്റവും താഴേന്ന് തുടങ്ങുന്ന ആളാണ് ക്ലോറോഫിൽ എ. ബാക്കിയൊന്നും നിങ്ങൾ പഠിക്കേണ്ട, ആൻസർ ചെയ്യാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഏറ്റവും താഴേന്ന് തുടങ്ങിയിട്ട് ഏറ്റവും മുകളിലേക്ക് പോകുന്ന ആളാണ് ക്ലോറോഫിൽ എ. ഇന്ന് ഗ്രാഫിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങുന്ന ആളാണ് ആരെന്ന് പറയുന്നത് ക്ലോറോഫിൽ. അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ് കരോട്ടിനോയിഡ്. ഞാൻ ആർക്കും മാറൂല. നോക്കിക്കേ, ഏറ്റവും താഴെ നിന്ന് തുടങ്ങുന്ന ആൾ ക്ലോറോഫിൽ എ, ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങുന്ന ആൾ ക്ലോറോഫിൽ ബി, അതിൻ്റെ സെൻറ്ററിലുള്ളതാണ് കരോട്ടിനോയിഡ്. അത് നോക്കി നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. എടാ ഈ ഗ്രാഫ് തന്നിട്ട് ABC ഇടും, അപ്പോൾ നിങ്ങൾക്ക് ചെയ്തൂടെ? ഗ്രാഫിൻ്റെ ഏറ്റവും താഴെ നിന്ന് തുടങ്ങുന്ന ക്ലോറോഫിൽ എ, ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങുന്ന ക്ലോറോഫിൽ ബി, അതിൻ്റെ രണ്ടിനും സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ട് പകുതിയിൽ അവസാനിക്കുന്നത് കരോട്ടിനോയിഡ്. ഓക്കെ ആണല്ലോ. എന്നാൽ നമുക്കിനി ക്ലോറോഫിൽ എയിൽ നമുക്ക് നോക്കുമ്പോൾ എംഗൽമാൻ എന്താ പറഞ്ഞത്? ദ അബ്സോർപ്ഷൻ ഓഫ് ലൈറ്റ് ഈസ് മാക്സിമം അറ്റ് ബ്ലൂ ആൻഡ് റെഡ് റീജിയൻസ് ഓഫ് വിസിബിൾ സ്പെക്ട്രം എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ബ്ലൂ റീജിയനും റെഡ് റീജിയനാണ് മാക്സിമം അബ്സോർപ്ഷൻ നടക്കണമെങ്കിൽ അവിടെയല്ലേ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അത് വെച്ചിട്ടാണ് എംഗൽമാൻ അബ്സോർപ്ഷൻ സ്പെക്ട്രം വരച്ച് നോക്കിയാൽ ഇത് വേവ് ലെങ്ത്, ഇതെന്താണ് റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് ബ്ലൂ റീജിയനിലും റെഡ് റീജിയനിലുമാണ്. കട്ടിയുള്ള വര ഗ്രാഫ് നോക്കി മനസ്സിലാക്കണമെങ്കിൽ കട്ടിയുള്ള വരയാണെങ്കിൽ അത് ആക്ഷൻ സ്പെക്ട്രമാണ്. ആക്ഷൻ സ്പെക്ട്രമാണ്. അതിൻ്റെ രീതി നോക്കുക. ഇത് അബ്സോർപ്ഷൻ സ്പെക്ട്രമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എങ്കിൽ നമ്മൾ ഫോട്ടോസിന്തസിന് പ്രധാനമായിട്ട് 2 ഘട്ടങ്ങളാണുള്ളത്. ലൈറ്റ് റിയാക്ഷൻ ഉണ്ട്, ഡാർക്ക് റിയാക്ഷൻ ഉണ്ട്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷനാണ് ലൈറ്റ് റിയാക്ഷൻ, ലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്യാത്തതാണ് ഡാർക്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. റെഡി അല്ലടാ? ഇനി നമ്മൾ പറയാൻ പോണേ നോക്കണം. പിഗ്മെൻറ്റ്സ് ഓർഗനൈസ്ഡ് ഇൻ ടു ഫോട്ടോകെമിക്കൽ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്ന എവിടെ എന്തുണ്ട്? 2 ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സുകൾ ഉണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കൂ. ഫോട്ടോ സിസ്റ്റം നോക്കിക്കോണേ, എവിടെയാണോ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് അവിടെ 2 ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ഉണ്ട്. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് നമുക്ക് ഇങ്ങനെ ഫോട്ടോ സിസ്റ്റംസിന് നമ്മൾ 2ആയി തിരിക്കാം. ഒന്ന് ഫോട്ടോ സിസ്റ്റം 1 ആൻഡ് ഫോട്ടോ സിസ്റ്റം 2. ഇനി ഇങ്ങനെയാണ് പറയാൻ പോണേ. എല്ലാവരും ശരിക്കും കേട്ടോക്കണം കേട്ടോ. എല്ലാവരും ശരിക്കും കേട്ടോളി. ടെക്സ്റ്റിൽ തിരിച്ചാണ്. അയ്യോ മാറിയോ? പറഞ്ഞോ സമയത്തിൻ്റെ ഒരു മാറിയോ? സമയം ടെക്സ്റ്റ് നോക്കി പഠിച്ചാൽ മതി കേട്ടോ. സമയത്തിൻ്റെ ഒരു അപര്യാപ്തം ഉണ്ട്. തിയറി പറയണം എന്നുള്ള ഒരു ഇതുകൊണ്ടുള്ള കുഴപ്പമാണ് കേട്ടോ. എന്നാൽ നോക്കാം. സ്പീഡ് ഓർക്കാം. നോക്കോളെ ശരിക്കും സാറ്റോളി. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നിടത്ത് 2 ഫോട്ടോ സിസ്റ്റംസ് നമുക്ക് കാണാം. ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2. ഗ്രാഫ് ടെക്സ്റ്റിലുള്ള പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ മാറിയിട്ടുണ്ട്. ഗ്രാഫ് ടെക്സ്റ്റിലുള്ള പഠിച്ചാൽ മതി കേട്ടോ. ഒരു മാറ്റം മാറണ്ട. ഗ്രാഫ് ടെക്സ്റ്റിലുള്ള പഠിച്ചാൽ മതി. ഓട്ടെ കേട്ടോ. എടാ അതിൻ്റെ ഒരു സമയത്തിൻ്റെ ഒരു ഇതുണ്ട് എനിക്ക്, അതുകൊണ്ടാണ്. നിങ്ങൾ ഗ്രാഫ് ടെക്സ്റ്റിലുള്ള പഠിച്ചാൽ മതി. ഒരു ഇതും വേണ്ട കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. ടെക്സ്റ്റിലുള്ളത് കറക്റ്റ് പഠിച്ചാൽ മതി. നോക്കണേ, ഫോട്ടോ സിസ്റ്റംസ് നോക്കണേ. ലൈറ്റ് റെഡിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റെഡിയല്ലേ? എടാ ടെക്സ്റ്റിലുള്ള പഠിച്ചാൽ മതി. നോക്കണേ, ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നിടത്ത് 2 ഫോട്ടോ സിസ്റ്റംസ് നമുക്ക് കാണാം. ഒന്നാമത്താണ് PS1, രണ്ടാമത്താണ് PS2. നോക്കണേ, 2 ഫോട്ടോ സിസ്റ്റംസ് നമുക്ക് കാണാം. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നിടത്ത് 2 ഫോട്ടോ സിസ്റ്റംസ് നമുക്ക് കാണാം. ഒന്നാമത്തതാണ് PS1, രണ്ടാമത്തതാണ് PS2. ഓരോ ഫോട്ടോ സിസ്റ്റത്തിലും എന്തുണ്ട്? ഒരുപാട് പിഗ്മെൻറ്റ്സ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവം. അതിനെ വിളിക്കുന്ന പേരാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഒന്നുകൂടി ഞാൻ പറയണേ, എവിടെയാണോ ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത്, എവിടേക്കാണോ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്, അവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കുക.
ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് എന്തിൻ്റെ ഉള്ളിലേക്കാണ് നമുക്കറിയാം, തൈലക്കോഡിൻ്റെ ഉള്ളിലുള്ള സ്പേസിലേക്കാണ്. കാരണം ലൂമനിലാണ് പിഗ്മെൻറ്റ്സ് ഉള്ളത്. അപ്പോൾ പിഗ്മെൻറ്റ്സ് ആണ് എന്ത് ചെയ്യുക, ലൈറ്റ് അബ്സോർബ് ചെയ്യുക. ശരിക്കും നോക്കിക്കോണേ കേട്ടോ, നോക്കിക്കോണേ. ഇതാണ് തൈലക്കോയിഡ്. സ്പീഡ് തുറക്കാം, നോക്കിക്കോളൂ. സ്പീഡ് പറയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. ഇതാണ് തൈലക്കോയിഡ്. തൈലക്കോയിഡിൻ്റെ ഉള്ളിലുള്ള സ്പേസ് ആണ് ലൂമൻ എന്ന് പറയുന്നത്. ലൂമനിലാണ് പിഗ്മെൻറ്റ്സ് ഉള്ളത്. പിഗ്മെൻറ്റ്സ് ആണ് ലൈറ്റിനെ അബ്സോർബ് ചെയ്യുക. അപ്പോൾ ലൈറ്റ് അബ്സോർബ് ചെയ്ത് വരുന്നോടത്തല്ലേ ലൈറ്റ് റിയാക്ഷൻ നടക്കുക. ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണോ അവിടെ പിഗ്മെൻറ്റ്സ് ഒക്കെ കൂടി ചേർന്നിട്ട് 2 ഫോട്ടോ സിസ്റ്റംസ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം. അവർക്ക് ആ പേര് വന്നത് നോക്കിക്കോണേ, അവരുടെ എന്തിൻ്റെ പേരിലാണ്, സീക്വൻസ് ഓഫ് ഡിസ്കവറിയുടെ പേരിലാണ്, അല്ലാതെ ഫംഗ്ഷനെ ബേസ് ചെയ്തിട്ടല്ല. നോക്കിക്കോണേ, ഫോട്ടോ സിസ്റ്റം 1നും ഫോട്ടോ സിസ്റ്റം 2നും ആ പേര് കൊടുത്തത് അവരുടെ ഡിസ്കവറിയുടെ പേരിലാണ്, എന്തിൻ്റെ പേരിലല്ല, ഫംഗ്ഷൻ്റെ പേരിലല്ല. വിച്ച് മീൻസ് ആദ്യം കണ്ടുപിടിച്ച ആൾക്ക് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പേര് കൊടുത്തു, രണ്ടാമത് കണ്ടുപിടിച്ച ആൾക്ക് ഫോട്ടോ സിസ്റ്റം 2 എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ പറയുകയാണെ ഫോട്ടോ സിസ്റ്റം 1നും 2നും പേര് കൊടുത്തത് ഡിസ്കവറിയുടെ പേരിലാണ്, ഫംഗ്ഷൻ്റെ പേരിലല്ല. വിച്ച് മീൻസ് ആദ്യം കണ്ടെത്തിയത് ഫോട്ടോ സിസ്റ്റം 1, പിന്നീട് കണ്ടെത്തിയത് ഫോട്ടോ സിസ്റ്റം 2. പക്ഷേ ആദ്യം ഫംഗ്ഷൻ ചെയ്യുക ഫോട്ടോ സിസ്റ്റം 2, പിന്നീട് ഫംഗ്ഷൻ ചെയ്യുക ഫോട്ടോ സിസ്റ്റം 1 ആണ്. ഇനി ഞാൻ പറയാൻ പോണേ, എന്താണ് LHC എന്ന് ചോദിച്ചാൽ എന്താ പറയുക, ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെൻറ്റ് മോളിക്യൂൾ ബൗണ്ട് ടു പ്രോട്ടീൻ. 100 കണക്കിന് മോളിക്യൂൾ പ്രോട്ടീൻ കൊണ്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് LHC. അപ്പോൾ എല്ലാവർക്കും അറിയാം ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നിടത്ത് 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്. ഡിസ്കവറിയുടെ പേരിലാണ് അവർക്ക് പേര് കൊടുത്തിട്ടുള്ളത്, ഡിസ്കവറിയുടെ ബേസിലാണ് ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം. ഫോട്ടോ സിസ്റ്റം 1ലും ഫോട്ടോ സിസ്റ്റം 2ലും 2 LHC ഉണ്ട് നമ്മൾ പറഞ്ഞു, LHC ഉണ്ട് എന്ന് പറഞ്ഞു. LHC എന്ന് പറഞ്ഞാൽ എന്താ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. അതിൽ എന്താ ഉള്ളത്, ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ആണ്. ഒരു LHCയിൽ 100 കണക്കിന് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും. ആ ഓരോ ഫോട്ടോ സിസ്റ്റത്തിലും ഒരു സിംഗിൾ ക്ലോറോഫില്ലിയ മോളിക്യൂൾ ഒഴിച്ച് ബാക്കിയുള്ളവരെ മൊത്തമായിട്ട് വിളിക്കുന്ന പേരാണ് ആൻറ്റന്നെ. ശരിക്കും നോക്കിക്കോണേ, ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും, അതിൽ ഒരു ക്ലോറോഫില്ലിയ മോളിക്യൂൾ ഒഴിച്ച് ബാക്കിയുള്ളവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റന്നെ എന്നാണ് വിളിക്കുക. സോ ആ സിംഗിൾ ക്ലോറോഫില്ലിയ മോളിക്യൂളിനെ LHC, ഒരു LHCയിലുള്ള സിംഗിൾ ക്ലോറോഫില്ലിയ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ സെൻറ്റർ. എല്ലാവരും നോക്കിക്കേ, റിയാക്ഷൻ സെൻറ്റർ. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്. 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്, PS1 PS2. 2 ഓരോ LHC ഉണ്ട്. LHCയിൽ ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ഉണ്ട്. അതിലൊരു സിംഗിൾ ക്ലോറോഫില്ലിയ മോളിക്യൂൾ ഉണ്ടാവും, അതിനെ വിളിക്കുന്ന പേരാണ് റിയാക്ഷൻ സെൻറ്റർ. അയാൾ ഒഴിച്ച് ബാക്കിയുള്ളവരെ പറയുന്ന പേരാണ് ആൻറ്റന്നെ എന്നാണ് പറയുക. ഇനി നമ്മളെ PS1ൻ്റെ റിയാക്ഷൻ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് P700 എന്നാണ് വിളിക്കുക. നോക്കിക്കേ, PS1ൻ്റെ റിയാക്ഷൻ സെൻറ്ററായ ക്ലോറോഫിൽ എ മോളിക്യൂളിനെ വിളിക്കുന്ന പേരാണ് P700. കാരണം അതിന് 700 നാനോമീറ്ററുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. എന്നാൽ PS2ൻ്റെ റിയാക്ഷൻ സെൻറ്ററിനെ നമ്മൾ വിളിക്കുന്ന പേര് P680 എന്നാണ്. കാരണം അതിന് 680 നാനോമീറ്ററുള്ള ലൈറ്റിനെ അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നിടത്ത് 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ടെങ്കിൽ അറിയാം, ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം. നോക്കണേ, ഫോട്ടോ സിസ്റ്റം 2ഉം ഫോട്ടോ സിസ്റ്റം 1ഉം. ഓരോ ഫോട്ടോ സിസ്റ്റത്തിനും ഓരോ LHC ഉണ്ട് നിങ്ങൾക്കറിയാം. ഫോട്ടോ സിസ്റ്റം 2 ആണ് ആദ്യം ഫംഗ്ഷൻ ചെയ്യുക, പിന്നീടാണ് ഫോട്ടോ സിസ്റ്റം 1 ഫംഗ്ഷൻ ചെയ്യുക. ഫോട്ടോ സിസ്റ്റം 2ൻ്റെ LHCനെ നമ്മൾ P680 എന്നാണ് വിളിക്കുക. ഫോട്ടോ സിസ്റ്റം 1ൻ്റെ LHCയിലുള്ള റിയാക്ഷൻ സെൻറ്ററിനെ നമ്മൾ P700 എന്നാണ് വിളിക്കുക. കാരണം അയാൾക്ക് 700 നാനോമീറ്ററാണ് അബ്സോർബ് ചെയ്യാൻ പറ്റുക. ഫോട്ടോ സിസ്റ്റം 1നെ ഫോട്ടോ സിസ്റ്റം 2നെയും കണക്ട് ചെയ്യാൻ അവരുടെ ഇടയിൽ ഒരു ETS ഉണ്ട്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഉണ്ട്. ഒന്നുകൂടി ഞാൻ പറയാൻ പോണേ, ഫോട്ടോ സിസ്റ്റം 2, ഫോട്ടോ സിസ്റ്റം 1 അവർ രണ്ടുപേരും കണക്ട് ചെയ്യാൻ അവരുടെ ഇടയിൽ ഒരു ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഫോട്ടോ സിസ്റ്റം 2ന് ഒരു LHC ഉണ്ട്, ഫോട്ടോ സിസ്റ്റം 1ന് ഒരു LHC ഉണ്ട്. ഇവിടുത്തെ റിയാക്ഷൻ സെൻറ്ററാണ് P680, ഇവിടുത്തെ റിയാക്ഷൻ സെൻറ്ററാണ് P700. ഇനി ഇവിടെ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഉണ്ട്, ഇവിടെയും ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഉണ്ട്. ഇത്രയേ ഉള്ളൂ ചിത്രം. ഓക്കെ ആണല്ലോ. ഇനി നോക്കിക്കോണേ, ലൈറ്റ് വരുന്നു, 2 ഭാഗത്തേക്കും ലൈറ്റ് വരുന്നു. ഇതാ നോക്കിക്കോളൂ, ഇതാ 2 ഭാഗത്തേക്കും ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഇവിടെ ഹൺഡ്രഡ്സ് ഓഫ് പിഗ്മെൻറ്റ് മോളിക്യൂൾസ് ഉണ്ട്, അതേ ലൈറ്റ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നു. നോക്കിക്കോണേ, ഇവിടുന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഇവിടുന്ന് എമിറ്റ് ചെയ്യുന്നു, ഇവിടുന്നും 2 ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യുന്നു. സോ നോക്കിക്കോളൂ, ഇവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, ഇവിടുന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഇവിടെ ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇവിടുത്തെ LHC അവസാനത്തുനിന്ന് 2 ഇവിടുന്ന് ക്ലോറോഫിൽ എ മോളിക്കുന്നു, 2 ഇലക്ട്രോൺ ഇവിടുന്ന് എക്സൈറ്റ് ചെയ്യുന്നു, 2 ഇലക്ട്രോൺ ഇവിടുന്ന് എക്സൈറ്റ് ചെയ്യുന്നു. എക്സൈറ്റഡ് ഇലക്ട്രോൺസിനെ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ആരുണ്ട്, ഇലക്ട്രോൺ ആക്സെപ്റ്റർ ഉണ്ട്. ശരിക്കും നോക്കിക്കോണേ, ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നു, ഇലക്ട്രോൺസ് എക്സൈറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യാൻ ഇലക്ട്രോൺ ആക്സെപ്റ്റേഴ്സ് ഉണ്ട്. ഇവിടുന്ന് ഇലക്ട്രോൺ ആക്സെപ്റ്റർ അതിൻ്റെ ഇലക്ട്രോണിനെ നേരെ ETSലേക്ക് കൊടുക്കുന്നു. ആ ETSൽ വെച്ച് ADPയും IPയും കൂടി ചേർന്ന് ATP ഫോം ചെയ്യുന്നു. പോയതല്ലോ. ഇനി ഇവിടുന്ന് പോകുന്ന ഇലക്ട്രോണ് നേരെ ഡൗൺ ഹിൽ മൂവ്മെൻറ്റിന് പോയിട്ട് NADP+ ആ ഇലക്ട്രോൺ കൊടുക്കുന്നു. അപ്പോൾ NADP+ ആ ഇലക്ട്രോണിനെ സ്വീകരിച്ച് റെഡ്യൂസ് ചെയ്തിട്ട് NADPH ആയിട്ട് മാറുന്നു. നോക്കിക്കോണേ കേട്ടോ, നോക്കിക്കോണേ.
നോക്കിക്കോളി ദാ ഇവിടുന്ന് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നു, ഇവിടെ എത്തുന്നു, ഇവിടുന്ന് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യുന്നു, ഇവിടെ എത്തുന്നു. ഇനി ഞാൻ പറയാൻ വേണേ ഇവിടുന്ന് 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടിട്ടില്ലേ, ആ 2 ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയാണ്. അപ്പോൾ ശരിക്കും കേൾക്കണം, PS2 നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയാണ്. PS2 നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയാണ്. എന്നാൽ ഇവിടുന്ന് PS1 2 ഇലക്ട്രോൺ നഷ്ടപ്പെട്ടില്ലേ, PS1 നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് PS2 വരുന്ന ആ ഇലക്ട്രോണാണ്. ആ ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ഇത്ര മാത്രമേ ഇതിൽ പഠിക്കാനുള്ളൂ. നോക്കിക്കോണേ, 2 ഫോട്ടോ സിസ്റ്റംസ് ഉണ്ട്, PS2 PS1. ആദ്യം വർക്ക് ചെയ്യുക PS2. 2 ഫോട്ടോ സിസ്റ്റത്തിന് ഓരോ LHS ഉണ്ട്. 2 LHS ലൈറ്റ് അപ്പ് ചെയ്യും, 2 ഭാഗത്ത് ഇലക്ട്രോൺ ഒരേ സമയം എക്സൈറ്റ് ചെയ്യും. ഈ PS2 പോകുന്ന ഇലക്ട്രോൺ ETSൽ വെച്ചിട്ട് ADPനെയും IPനെയും കൂട്ടിച്ചേർത്ത് ATP ആക്കി മാറ്റും. എന്നാൽ ഈ PS1 പോകുന്ന ഇലക്ട്രോൺ NADP+ റെഡ്യൂസ് ചെയ്തിട്ട് NADPH ആക്കി മാറ്റും. ഓക്കെ ആണോ? എന്നാൽ PS2ൻ്റെ LHS നഷ്ടപ്പെട്ട ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് വാട്ടർ സ്പ്ലിറ്റിംഗ് വഴി ഉണ്ടാകുന്ന ഇലക്ട്രോണാണ്. PS1ൻ്റെ LHS നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് PS2 വരുന്ന ഇലക്ട്രോണാണ്. ഓക്കെ ആണോ? ഇനി ഓവറോൾ മൂവ്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ ഒരു Z ഷേപ്പിൽ ഉണ്ടായതുകൊണ്ട് അതിനെ നമ്മൾ Z സ്കീം എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് Z സ്കീം എന്നാണ് വിളിക്കുക. ഇതാണ് ലൈറ്റ് റിയാക്ഷൻ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ലൈറ്റ് റിയാക്ഷൻ്റെ ഇതുവരെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്താലോ? ചെയ്യല്ലേ? വാ വരൂ. പെട്ടെന്ന് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്? പെട്ടെന്ന് ചെയ്തോളി. വായിച്ചവർക്ക് ഇങ്ങനെ എൻ്റെ കൂടെ കൃത്യമായിട്ട് വരാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. Z സ്കീം, വെരി ഗുഡ്. എന്നാ വായിച്ചോളൂ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പെട്ടെന്ന് പറയും. The process in which green plants synthesize organic compound by utilizing the carbon dioxide, water and raw materials. The process of sunlight is called. അതിനെ നമ്മൾ എന്താ വിളിക്കുക? അതിനെ പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ്. 1-3. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം, ഒരു ബാക്ടീരിയനെ നോക്കിക്കോണേ. Bacteria illuminated culture by splitting light through a prism. He observed that more bacteria accumulated mainly in the region of. ബാക്ടീരിയ കൂടുതലായിട്ടും അക്യുമുലേറ്റ് ചെയ്തത് ഏത് റീജിയണിലാണെന്നാണ് ചോദിക്കുന്നത്? ബ്ലൂ ആൻഡ് റെഡ് റീജിയണിലല്ലേ? ഇവിടുന്ന് ചോദിക്കുന്ന ചോദ്യം, ഈ പരീക്ഷണം ചെയ്ത ആൾ TW എംഗൽമാൻ അവിടെ ഉപയോഗിച്ച ബാക്ടീരിയ ക്ലാഡോഫോറ ഏറ്റവും കൂടുതൽ ബാക്ടീരിയനെ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് അവിടെ ഉപയോഗിച്ചത് ആൾ ഗ്രീൻ ആൽഗെ ക്ലാഡോഫോറ ബാക്ടീരിയനെ എന്തിനാണ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലൂ ലൈറ്റും റെഡ് ലൈറ്റിലാണ് കൂടുതൽ അബ്സോർപ്ഷൻ നടക്കുന്നത്. യെസ്. അടുത്തത്, the structures that are formed by stacking of organized flattened membranous sacs in the chloroplast are. എന്താ വിളിക്കുക? ക്ലോറോപ്ലാസ്റ്റിൽ മെംബ്രെയിൻ ബൗണ്ട് സ്റ്റാക്കുകൾ കിടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാന. പെട്ടെന്ന് ആൻസർ പറയണം. 2 ഗ്രാന. മീനാക്ഷി ഉത്തരം പറഞ്ഞു. എങ്കിൽ അടുത്തത് നോക്കടാ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഇക്വേഷൻ ഫോർ ഫോട്ടോസിന്തസിസ്? ഫോട്ടോസിന്തസിസിൻ്റെ കറക്റ്റ് ഇക്വേഷൻ ഏതാണ്? ഫോട്ടോസിന്തസിൻ്റെ കറക്റ്റ് ഇക്വേഷൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദ കറക്റ്റ് ഇക്വേഷൻ ഫോർ ഫോട്ടോസിന്തസിസ്? 12H2 ആണോ? അല്ല. 6CO2 + 12H2O, C6H12O6 + 6H2O + 6O2. 2 അല്ലേ വരിക? കിട്ടിയിട്ടുണ്ടോ? അടുത്തത് നോക്കടാ. എ കോമ്പൗണ്ട് വാസ് യൂസ്ഡ് ഇൻ ദ ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റ് ടു അബ്സോർബ് കാർബൺ ഡയോക്സൈഡ്. കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്യാൻ ഒരു കോമ്പൗണ്ട് ഉപയോഗിക്കുന്നുണ്ട്. ഏതാണ് ആ കോമ്പൗണ്ട്? പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. ഏതാണ് ആ കോമ്പൗണ്ട്? KOH അല്ലേ ഹാഫ് ലീഫ് എക്സ്പെരിമെൻറ്റിൽ? അടുത്തത്, വിച്ച് സയൻറ്റിസ്റ്റ് ഷോഡ് ദാറ്റ് നോക്കണേ, വിച്ച് സയൻറ്റിസ്റ്റ് ഷോഡ് ദാറ്റ് ഓൺലി ഗ്രീൻ പാർട്സ് ഓഫ് ദ പ്ലാന്റ് വിൽ റിലീസ് ഓക്സിജൻ? ഏത് സയൻറ്റിസ്റ്റാണ് അത് പറഞ്ഞത്? ഗ്രീൻ പ്ലാന്റ്സ് വിൽ റിലീസ് ഓക്സിജൻ എന്ന് പറഞ്ഞ ആൾ ജാൻ ഇൻഗൻഹൗസ് ആണ്. അദ്ദേഹം ഒരു അക്വാട്ടിക് പ്ലാന്റിലല്ലേ പരീക്ഷണം നടത്തിയത്? ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ആരോ കളിയാക്കുന്നുണ്ട്. നിങ്ങൾ നല്ലോണം പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സിമ്പിളായിട്ട് തോന്നുന്നത്. നല്ലതായിട്ട് പഠിച്ചുകൊണ്ടാണ് കേട്ടോ. എന്നാ വരി. അടുത്തത്, ഹൂ ഫൗണ്ട് ദ പ്രസൻസ് ഓഫ് 2 ആരോ 2 അത് നിങ്ങൾ എല്ലാവരും ഒരേ സമയമാവില്ല. ബാക്കത്തെ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്യുന്നവരുണ്ടാവില്ലേ? ഓക്കെ. ഹൂ ഫൗണ്ട് ദ പ്രസൻസ് ഓഫ് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്ലൂക്കോസ് ഇൻ ഗ്രീൻ പ്ലാന്റ്സ്? ഗ്രീൻ പ്ലാന്റ്സിൽ ഗ്ലൂക്കോസിൻ്റെ പ്രസൻസ് കണ്ടെത്തിയത് ആരാ? ജൂലിയസ് വോൺ സാക്സ് ഗ്ലൂക്കോസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്? ജൂലിയസ് വോൺ സാക്സ് ഗ്ലൂക്കോസ്. ഹൈഡ്രില്ല പ്ലാന്റിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ജോസഫ് പ്രീച്ച്ലി ഓക്സിജനെ കണ്ടെത്തിയ വർഷം? പെട്ടെന്ന്. ഡ്യൂറിങ് വിച്ച് ഇയർ ജോസഫ് പ്രീച്ച്ലി ഡിസ്കവേർഡ് ഓക്സിജൻ? 1774 ഐ തിങ്ക്. ഓക്കെ അല്ലേ?
അടുത്തത് ഫോട്ടോസിന്തസിസ് ഈസ് ദ ബേസിസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഈസ് ദ ബേസിസ് ഓഫ് ലൈഫ് ഓൺ എർത്ത് ബിക്കോസ് ഫോട്ടോസിന്തസ് ആണ് ലൈഫിൻ്റെ ബേസ്, എർത്തിലുള്ള ലൈഫിൻ്റെ ബേസ് ഫോട്ടോസിന്തസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത്. അത് നമുക്ക് പറയാം. രണ്ടാമത്തതോ, ഇറ്റ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് ഓൾ ഫുഡ് ഓൺ എർത്ത്. രണ്ടാമത്തെ അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ? ഫോട്ടോസിന്തസിൻ്റെ ഓക്സിജൻ റിലീസ് ചെയ്യുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ്. ഫോട്ടോ സിസ്റ്റം 1 ഈസ് യൂസ്ഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻ ഫോട്ടോ സെൻറ്റർ. ഫോട്ടോ സിസ്റ്റം 1 ഫോട്ടോ സിസ്റ്റം 1 ആരാണ്? ഫോട്ടോ സിസ്റ്റം 1 P700 ആണ്. ഫോട്ടോ സിസ്റ്റം 2 PS2 എന്തുള്ളത്? P680 ഉള്ളത്. ഓക്കെ ആണല്ലോ. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏത് എന്നാണ് ചോദ്യം. ഗ്രാനാലാമെല്ല ഹാവ് ബോത്ത് PS1 ആൻഡ് PS2. ഗ്രാനാലാമെല്ലയിൽ PS1 ഉണ്ടാവും, PS2 ഉണ്ടാവും, ശരിയല്ലേ? എന്നാൽ സ്ട്രോമാലാമെല്ലയിൽ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? PS1 മാത്രമേ ഉണ്ടാവുള്ളൂ. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത് സ്ട്രോമാലാമെല്ലയിലാണ്. സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ നടക്കുന്നത് സ്ട്രോമാലാമെല്ലയിലാണ്. അവിടെ ആര് മാത്രമേ ഉണ്ടാവുള്ളൂ? PS1 മാത്രമേ ഉണ്ടാവുള്ളൂ, PS2 ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. കറക്റ്റല്ലേ? ബാക്കി എന്താ? ബോത്ത് ATP അതൊക്കെ കറക്റ്റാണ്. അടുത്ത് നോക്കടാ. ഇൻ ലൈറ്റ് റിയാക്ഷൻ പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം. ഇലക്ട്രോൺ എവിടെ നിന്ന്? ലൈറ്റ് റിയാക്ഷനിൽ പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം. ഇലക്ട്രോൺസിനെ എവിടെ നിന്ന് എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ലൈറ്റ് റിയാക്ഷൻ പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം. അപ്പോൾ നമ്മളത് എഴുതി വെച്ചിട്ടുണ്ട്. PS2 നേരെ പ്ലാസ്റ്റോക്വിനോൺ, പിന്നെ സൈറ്റോക്രോം, പിന്നെ പ്ലാസ്റ്റോസയാനിൻ, പിന്നെ PS1. ആൻസർ കിട്ടിയോ? എങ്ങനെയാണ്? ആ ചിത്രം ഓർമ്മയുണ്ടോ? കെമിയോസ്മോട്ടിക് ഹൈപ്പോസിലേക്ക് പോകണം. PS2 പ്ലാസ്റ്റോക്വിനോൺ, സൈറ്റോക്രോം, പ്ലാസ്റ്റോസയാനിൻ, PS1 ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഓപ്ഷൻ ഏതാ വരിക? PS2 to സൈറ്റോക്രോം എന്ന് വരണം. അപ്പോൾ ഓപ്ഷൻ 4 എല്ലാവർക്കും കിട്ടിയില്ലേ? ഓപ്ഷൻ 4 കിട്ടിയില്ലേ? യെസ്, വെരി ഗുഡ്. അത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അടുത്തത്, ഡ്യൂറിങ് നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷൻ. ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ ATP ഉണ്ടാക്കുന്നതാണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ. അത് സൈക്ലിക് ഉണ്ട്, നോൺ സൈക്ലിക് ഉണ്ട്. നോൺ സൈക്ലിക് ആണ് Z സ്കീം. സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കുക? സ്ട്രോമാലാമെല്ലയാണ് നടക്കുക. PS1 മാത്രമേ ഉണ്ടാവുള്ളൂ. ഇലക്ട്രോണിൻ്റെ സൈക്ലിക് മൂവ്മെൻ്റ് കൊണ്ട് ഉണ്ടാവുക. അവിടെ ATP മാത്രമേ ഉണ്ടാവുള്ളൂ. NADPH ഉണ്ടാവില്ല. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കൂല. ഓക്കെ ആണല്ലോ. നോൺ സൈക്ലിക് ഫോട്ടോഫോസ്ഫോറിലേഷനിൽ ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്നത് ആരാണ്? വാട്ടർ സ്പ്ലിറ്റിംഗ് ആണ്, വാട്ടറാണ്. യെസ്, വെരി ഗുഡ്. നിങ്ങൾ മാസമാണ്, മരണമാസമാണ്, കൊലമാസമാണ്. നിങ്ങൾ പെട്ടെന്ന് ചെയ്യണ്ടല്ലോ. ദ പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ ഓഫ് ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൻ്റെ ലൈറ്റ് റിയാക്ഷൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ATP NADPH ആണ്. പിന്നെ അതിൻ്റെ കൂടെ ആരും കൂടി ഉണ്ടാവുന്നുണ്ട്? ഓക്സിജനും കൂടി ഉണ്ടാവുന്നുണ്ട്, വാട്ടർ സ്പ്ലിറ്റിംഗ് വഴി. അപ്പോൾ 1 ആണ് ആൻസർ കിട്ടുക. ATP NADPH ആൻഡ് ഓക്സിജൻ. കണ്ടോ? 2022 ചോദിച്ച ലോക്കൽ ചോദ്യം. ഈ ചോദ്യമൊക്കെ ചോദിച്ചാലാണ് നമ്മൾ അപ്പുറത്തോടെ നോക്കി ഒന്ന് പുച്ഛിക്കേണ്ടത്. അറിയാലോ എങ്ങനെ പുച്ഛിക്കേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ? അറിയോ ബച്ചോ? അറിയില്ലേ? ഓക്കെ. എങ്കിൽ അടുത്തത്, ഇൻ എ ക്ലോറോപ്ലാസ്റ്റ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആർ ഫൗണ്ട് ഇൻ. ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എവിടെയാണ് കാണുക? ഹയസ്റ്റ് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എവിടെ കാണുക? സ്ട്രോമയിലാണോ ലൂമനിലാണോ? അങ്ങനല്ലേ കിടക്കുക? ഇതല്ലേ ലൂമൻ, ഇതല്ലേ സ്ട്രോമ. പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതൽ ഉണ്ടാവുക എവിടെയാണ്? പ്രോട്ടോണിൻ്റെ എണ്ണം കൂടുതൽ ഉണ്ടാവുക ലൂമൻ ഓഫ് തൈലക്കോയിഡ് ആണ്. ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം കൂടും, ഇവിടെ പ്രോട്ടോണിൻ്റെ എണ്ണം കുറയും. അപ്പോഴാണ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടായി എന്ന് പറയാം. പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടാകുമ്പോൾ പ്രോട്ടോൺ വീണ്ടും ഇവിടുന്ന് ഇതിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതിനാണ് പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ബ്രേക്ക് ചെയ്തു എന്ന് പറയാം. അപ്പോഴാണ് എനർജി റിലീസ് ചെയ്യുക. ആ എനർജിയാണ് ഈ F0 വന്നിട്ട് F1 പാർട്ടിക്കിളിലൂടെ വന്ന് F1 പാർട്ടിക്കിൾസിൽ കൺഫർമേഷണൽ ചേഞ്ചസ് ഉണ്ടാക്കും. ആ F1 പാർട്ടിക്കിൾസ് ആണ് ADPനെയും IPനെയും കൂട്ടിച്ചേർത്ത് എന്താക്കി മാറ്റുക? ATP ആക്കി മാറ്റുക. ഓക്കെ ആണല്ലോ, എല്ലാവർക്കും അറിയാം. അടുത്തത്, എമംഗ് ദ ഫോളോയിങ് വിച്ച് കോമ്പൗണ്ട് ഡസ് നോട്ട് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോട്ടോസിന്തസിസ്. നോക്കണം കേട്ടോ. എമംഗ് ദ ഫോളോയിങ് വിച്ച് കോമ്പൗണ്ട് ഡസ് നോട്ട് പ്ലേ ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൽ ഇമ്പോർട്ടൻറ്റ് റോൾ ഇല്ലാത്തതാണ് ചോദിച്ചേക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് റോൾ ഇല്ലാത്തത് നമുക്ക് സാന്തോഫിലിനുണ്ട്, ആന്തോസയാനിൻ ഉണ്ടാവില്ല. ആന്തോസയാനിൻ ഇല്ല, അതാണ് ആൻസർ വരിക. ആന്തോസയാനിൻ. ക്ലോറോഫിലിനും ഫൈക്കോറിത്തിനും റെഡ് ആൽഗയിൽ ഫോട്ടോസിന്തസിന് സഹായിക്കുന്നുണ്ട്. റെഡ് ആൽഗയിൽ ഫോട്ടോസിന്തസിന് ആര്? ഫൈക്കോറിത്തിന് സഹായിക്കുന്നുണ്ട്. പക്ഷേ ആന്തോസയാനിൻ കളർ കൊടുക്കാൻ മാത്രമാണ്. ഫോട്ടോസിന്തസിന് വലിയ റോളില്ല. 2 യെസ്, എല്ലാവരും ചെയ്തു. ഫൈക്കോറിത്തിൻ റെഡ് ആൽഗയിൽ ഉണ്ട് കേട്ടോ, ഫോട്ടോസിന്തസിന് സഹായിക്കുന്നുണ്ട്. ഡീപ്പ് സീൻ്റെ ഏറ്റവും അടിയിലൊക്കെ പോയി നിൽക്കുമ്പോൾ വേവ് ലെങ്ത് കുറഞ്ഞ ലൈറ്റിന് അബ്സോർബ് ചെയ്ത് ഫോട്ടോസിന്തസിന് സഹായിക്കുന്നത് ഫൈക്കോറിത്തിനാണ്. ഫോട്ടോസിന്തസിന് സഹായിക്കുന്നുണ്ട്. ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് വിച്ച് ലൈറ്റ് ഈസ് ലീസ്റ്റ് എഫക്റ്റീവ്? പറടാ, ഉത്തരം പറ. ലീസ്റ്റ് എഫക്റ്റീവായ ലൈറ്റ് ഫോട്ടോസിന്തസിൽ ഗ്രീൻ ലൈറ്റ് ആണ്. എന്താ കാരണം? ഗ്രീൻ ലൈറ്റിനെ പ്ലാന്റ് റിഫ്ലക്റ്റ് ചെയ്യാൻ ചെയ്യുക, അബ്സോർബ് ചെയ്യേയില്ല.
ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ് വിച്ച് ലൈറ്റ് ഈസ് ലീസ്റ്റ് എഫക്റ്റീവ്? ഏറ്റവും ലീസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഗ്രീൻ ലൈറ്റ് ആണ്. കാരണം ഗ്രീൻ ലൈറ്റിന് അബ്സോർബ് ചെയ്യാൻ കിട്ടില്ല, അത് റിഫ്ലക്ട് ചെയ്ത് പോവുകയാണ് ചെയ്യുക. 1 ആണ് വരിക, 1 ആണ് വരിക, 1 ആണ് വരിക. അയ്യോ കുറേ പേര് 3 പറയുന്നു. ഫോട്ടോസിന്തസിൽ ഏറ്റവും ലീസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് ഗ്രീൻ ലൈറ്റ് ആണ്. കാരണം ഒരു പ്ലാന്റിന് പച്ച കളറാണുള്ളത്, പച്ച ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുക, അബ്സോർബ് ചെയ്യാനേ കിട്ടില്ല. അതുകൊണ്ട് ഗ്രീൻ ലൈറ്റ് ആണ് ഏറ്റവും മിഡിലുള്ളത്. അതുകൊണ്ടാണ് ഏറ്റവും ആക്ഷൻ സ്പെക്ട്രം വരയ്ക്കുമ്പോൾ ഏറ്റവും വേവ് ലെങ്ത് കുറവുണ്ടോ, ഈ ഗ്രീൻ ഇവിടെയാണ് കിടക്കുന്നത്. ഏറ്റവും ഫോട്ടോസിന്തസിൻ്റെ റേറ്റ് ഏറ്റവും കുറവ് ഗ്രീൻ ലൈറ്റിലാണ്, കാരണം അത് റിഫ്ലക്ട് ചെയ്യാണ് ചെയ്യുക. ഓക്കെ ആണോ? അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്സസറി പിഗ്മെൻറ്റ്? ഉത്തരം പറടാ, ഉത്തരം പറടാ, ഉത്തരം പറടാ, ഉത്തരം പറടാ, ഉത്തരം പറടാ. ഓക്കെ അല്ലേ? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്സസറി പിഗ്മെൻറ്റ്? താഴെ തന്നിട്ടുള്ള ആക്സസറി പിഗ്മെൻറ്റ് അല്ലാത്തത് ഏത്? ആഷ്ലിൻ തെരേസ, തെറ്റിപ്പോയി. ഒരു പേഷ്യൻ്റ് മരിച്ചിരിക്കുന്നു സുഹൃത്തെ, ഒരു പേഷ്യൻ്റ് മരിച്ചിരിക്കുന്നു. നോക്കണേ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആക്സസറി പിഗ്മെൻറ്റ്? ആക്സസറി പിഗ്മെൻറ്റ് അല്ലാത്തത് ഏത്? ആക്സസറി പിഗ്മെൻറ്റ് അല്ലാത്തത് ഏത്? ക്ലോറോഫിൽ ബി ആക്സസറി പിഗ്മെൻ്റ് ആണ്. ബാക്ടീരിയൽ ക്ലോറോഫിലും മറ്റും. ക്ലോറോഫിൽ എ പറ്റില്ല. ക്ലോറോഫിൽ എ ചീഫ് പിഗ്മെൻ്റ് ആണ്. ആക്സസറി പിഗ്മെൻ്റ് അല്ലാത്തത് ക്ലോറോഫിൽ എ. അടുത്തത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് സിസ്റ്റം ഹാസ് അസോസിയേറ്റഡ് വിത്ത് വാട്ടർ സ്പ്ലിറ്റിംഗ് ആക്ടിവിറ്റി? വാട്ടർ സ്പ്ലിറ്റിംഗ് ആരെടുത്താൽ നടക്കുക? ഫോട്ടോ സിസ്റ്റം 1ൻ്റെ അടുത്താണോ ഫോട്ടോ സിസ്റ്റം 2ൻ്റെ അടുത്താണോ? കൺഫ്യൂഷൻ ഇല്ലാതെ പറഞ്ഞേ, ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റും. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കാറുള്ളത് ഫോട്ടോ സിസ്റ്റം 2ൻ്റെ അടുത്താണ്. കാരണം എന്താ, ഫോട്ടോ സിസ്റ്റത്തിൽ നിന്ന് ഫോട്ടോ സിസ്റ്റം 2 നഷ്ടപ്പെടുന്ന ഇലക്ട്രോണിനെ റീപ്ലേസ് ചെയ്യുന്ന വാട്ടർ സ്പ്ലിറ്റിംഗ് വഴിയാണ്. അതിൻ്റെ അടുത്താണ് നടക്കുക. എല്ലാവർക്കും കിട്ടി. അടുത്തത്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് നോട്ട് ട്രൂ റിഗാർഡിംഗ് ദ റിലീസ് ഓഫ് എനർജി ഡ്യൂറിംഗ് ATP സിന്തസിസ് ത്രൂ കെമിയോസ്മോസിസ്? 2022 ചോദിച്ച ചോദ്യം. കെമിയോസ്മോസിസുമായി ബന്ധപ്പെട്ട് എനർജി റിലീസുമായി ബന്ധമില്ലാത്തത് ഏത്? വേഗം പറയണം. റിഡക്ഷൻ ഓഫ് NADP+ to NADPH2 ഓൺ ദ സ്ട്രോമ സൈഡ് ഓഫ് മെംബ്രെയിൻ. അങ്ങനെ നടക്കുന്നില്ലേ? നടക്കുന്നുണ്ട്. ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടോൺ ഗ്രേഡിന് നടക്കുന്നില്ലേ? ബ്രേക്ക് ഡൗൺ ഓഫ് ഇലക്ട്രോൺ ഗ്രേഡിന് നടക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ആൻസർ 3 ആണ്. തെറ്റ്. കിട്ടിയോ? യെസ്. അടുത്തത്, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസുമായി 2022 ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് കെമിയോസ്മോട്ടിക് ഹൈപ്പോസിസുമായി ബന്ധപ്പെട്ട കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റാണ് ചോദിച്ചത്. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ മോളിക്യൂൾസ് ടേക്സ് പ്ലേസ് ഓൺ ദ ഇന്നർ സൈഡ് ഓഫ് ദ മെംബ്രെയിൻ. ശരിയാ. PS2ൻ്റെ അടുത്ത് തൈലക്കോയിഡ് മെംബ്രെയിൻ്റെ ഉള്ളിലായിട്ടാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുക. പ്രോട്ടോൺസ് അക്യുമുലേറ്റ് വിത്തിൻ ദ ലൂമൻ ഓഫ് തൈലക്കോയിഡ് ലൂമൻ്റെ ഉള്ളിലാണ്. അതും ശരിയാണ്. പ്രൈമറി ആക്സെപ്റ്റർ ഓഫ് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ഇലക്ട്രോൺ ഇൻ ഇലക്ട്രോൺ കാരിയർ അല്ല, ട്രാൻസ്ഫർ ടു ഇലക്ട്രോൺ ആണ് ഹൈഡ്രജൻ കാരിയർ. ഹൈഡ്രജൻ കാരിയറിനാണ് ഇലക്ട്രോൺ കൊടുക്കുക. അടുത്തത്, NADP റിഡക്റ്റേഴ്സിയം ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ സ്ട്രോമ സൈഡ് ഓഫ് മെംബ്രെയിൻ. ശരിയാ. പ്രോട്ടോൺസ് ഇൻക്രീസ് സ്ട്രോമയിലല്ല ലൂമനിലാണ്. അപ്പോൾ ഏതൊക്കെ ശരി? ABD. ഓപ്ഷൻ നമ്പർ 2 ആണ് ആൻസർ കിട്ടുക. ABD. 2 കിട്ടിയോ? മുഹമ്മദ് അസ്ലം 2 പറഞ്ഞു. രാഗി ഗുപ്ത 2 പറഞ്ഞു. അടുത്തത്, വാട്ട് ഈസ് ഫോട്ടോഫോസ്ഫോറിലേഷൻ? എന്താണ് ഫോട്ടോഫോസ്ഫോറിലേഷൻ? ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് വിത്തൗട്ട് ലൈറ്റ് ആണോ? ഫോട്ടോഫോസ്ഫോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് ലൈറ്റ് അല്ലേ? അപ്പോൾ അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. ഓപ്ഷൻ 3 ആൻസർ കിട്ടും. അഡീഷൻ ഓഫ് ഫോസ്ഫേറ്റ് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. സെലക്ട് ദ നമ്പർ ഓഫ് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. താഴെ തന്നിട്ടുള്ളവയിൽ ട്രൂ സ്റ്റേറ്റ്മെൻറ്റുകളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. നോക്കൂ, ഫോട്ടോ സിസ്റ്റം 2 ഹാപ്പൻസ് ബിഫോർ ഫോട്ടോ സിസ്റ്റം 1. ശരിയാണ്. ഫോട്ടോ സിസ്റ്റം 1 ഹാപ്പൻസ് ബിഫോർ ഫോട്ടോ സിസ്റ്റം 2. അത് തെറ്റാണ്, അങ്ങനെ പറയാൻ പറ്റില്ല. നെയിം 1 and 2 ഡിനോട്ട്സ് ഓർഡർ ഓഫ് ഡിസ്കവറി. അതും ശരിയല്ലേ? ഡിസ്കവറിയുടെ ബേസിലാണ്. ദ ഇലക്ട്രോൺ യൂഷ്വലി ഫ്ലോ ഫ്രം ഫോട്ടോ സിസ്റ്റം 2 to ഫോട്ടോ സിസ്റ്റം 1. അതും ശരിയാണ്. അപ്പം 3 സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയാ. വായിച്ചത് ഫുള്ളായിട്ടില്ല. 3 ആണ് ആൻസർ കിട്ടുക. എല്ലാവരും കിട്ടി. വിച്ച് ഓഫ് ദി ഫോളോയിങ് നോട്ട് റിലേറ്റഡ് വിത്ത് ലൈറ്റ് റിയാക്ഷനുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. ലൈറ്റ് റിയാക്ഷനുമായി ബന്ധമില്ലാത്തത് ഏത്? ഓൾസോ കോൾഡ് ഫോട്ടോ കെമിക്കൽ ഫേസ് എന്ന് വിളിക്കുന്നുണ്ട്. ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. സിന്തസിസ് ഓഫ് ATP എന്ന് പറയാൻ ATP ഓൺലി എന്ന് പറയാൻ പറ്റില്ല. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതാണ് നമുക്ക് പറയാൻ പറ്റാത്തത്. ATP ഓൺലി എന്ന് പറയാൻ പറ്റില്ല. NADPH കൂടി ഉണ്ടാവുന്നുണ്ട് ലൈറ്റ് റിയാക്ഷനിൽ. ഓക്കെ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. ദ ഏർലിയസ്റ്റ് ഫോട്ടോസിന്തസൈസസ് യൂസ്ഡ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ആസ് എ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ? താഴെ തന്നിട്ടുള്ളതിൽ സോഴ്സ് ഓഫ് ഹൈഡ്രജൻ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സോഴ്സ് ഓഫ് ഹൈഡ്രജൻ ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ഏർലിയസ്റ്റ് ഫോട്ടോസിന്തസൈസ്. ഇവിടെ ആദ്യം വന്ന ആൾക്കാർ ബാക്ടീരിയകളാണ്. ബാക്ടീരിയകൾ ഉപയോഗിച്ചത് H2Sനെയാണ്. അപ്പോൾ ഉണ്ടായത് സൾഫറാണ്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ഡാർക്ക് റിയാക്ഷൻ ഒന്ന് സ്പീഡിൽ പറയാം. എടാ റെഡിയല്ലേ? നിങ്ങൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഡാർക്ക് റിയാക്ഷനെ നമ്മൾ ബയോസിന്തറ്റിക് ഫേസ് എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഡാർക്ക് റിയാക്ഷനിലാണ് പ്രോഡക്ട്സ് ഓഫ് ലൈറ്റ് റിയാക്ഷനായ ATP NADPH ഉപയോഗിക്കുക നമുക്കറിയാം.
ഇനി നമുക്കറിയാം ഡാർക്ക് റിയാക്ഷനിൽ മെയിനായിട്ട് നടക്കുന്ന ഒരു സൈക്ലിക്കൽ ഇവൻ്റ് ആണ്. അതേതാണ്? കാൽവിൻ സൈക്കിൾ എന്നാണ് പറയുക. പ്ലാന്റ്സിനെ നമുക്ക് രണ്ടായി തിരിക്കാം. C3 പാത്വേ ഉണ്ട്, C4 പാത്വേ ഉണ്ട്. C3 പാത്വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് C3 ആസിഡ് ആയിരിക്കും. C4 പ്ലാന്റുകളിൽ അത് C4 ആസിഡ് ആയിരിക്കും. C3 പ്ലാന്റുകളിൽ ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 3 കാർബൺ ആയുള്ള ഫോസ്ഫോഗ്ലിസറിക് ആസിഡ് ആണ്. നോക്കിക്കോണേ. എന്നാൽ C4 പാത്വേയിൽ ആരാണത്? ഓക്സാലോ അസെറ്റിക് ആസിഡ് ആണ്. ഇനി നമുക്ക് കാൽവിൻ സൈക്കിളിൻ്റെ 3 സ്റ്റെപ്പുകൾ മാത്രം പഠിച്ചാൽ മതി. കാൽവിൻ സൈക്കിളിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് കാർബോക്സിലേഷൻ, രണ്ടാമത്തതാണ് റിഡക്ഷൻ, മൂന്നാമതാണ് റീജനറേഷൻ. കാർബോക്സിലേഷനിൽ ATPയോ NADPHO ഉപയോഗിക്കുന്നില്ല. കാർബോക്സിലേഷൻ RUBP കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടി ചേർന്ന് 2 മോളിക്യൂൾസ് ഓഫ് 3PG ഉണ്ടാവും. ശരിക്കും ശ്രദ്ധിക്കാം കേട്ടോ. 2 മോളിക്യൂൾസ് ഓഫ് 3PG ഉണ്ടാവുന്നതാണ് കാർബോക്സിലേഷൻ. അപ്പോൾ കാർബോക്സിലേഷൻ നടന്നു കഴിഞ്ഞാൽ 2 3PGA മോളിക്യൂൾസ് കിട്ടും. അഥവാ PGA മോളിക്യൂൾസ് 2 എണ്ണം കിട്ടും. അവിടെ ATPയും NADPH ഉപയോഗിക്കുന്നില്ല. എന്നാൽ റിഡക്ഷൻ എന്നുള്ള സ്റ്റെപ്പിൽ 2 ATPയും 2 NADPH നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. റിഡക്ഷനിൽ ഒറ്റ സ്റ്റെപ്പിൽ 2 ATPയും 2 NADPH ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ റീജനറേഷൻ എന്നുള്ള സ്റ്റെപ്പിൽ 1 ATP ആണ് യൂസ് ചെയ്യുന്നത്. റീജനറേഷനിൽ 1 ATP ആണ് യൂസ് ചെയ്യുന്നത്. നോക്കിക്കോളൂ, റീജനറേഷനിൽ 1 ATP. അപ്പോൾ കാൽവിൻ സൈക്കിളിൻ്റെ ഒരു ടേൺ തിരിയുമ്പോൾ 3 ATP ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ 2 ATPയും ഇവിടെ 1 ATPയും. കാൽവിൻ സൈക്കിളിൻ്റെ ഒരൊറ്റ ടേൺ തിരിയുമ്പോൾ 2 NADPH ആണ് ഉപയോഗിക്കുന്നത്. ശരിക്കും കേട്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓർമ്മ വരും. കാർബോക്സിലേഷൻ സ്റ്റെപ്പിൽ ATP NADPH ഉപയോഗിക്കുന്നില്ല. റിഡക്ഷൻ്റെ ഒരു സ്റ്റേജിൽ 2 ATPയും 2 NADPHും. എന്നാൽ റീജനറേഷൻ്റെ ഒറ്റ സ്റ്റെപ്പിൽ ഒരൊറ്റ ATP ആണ് ഉപയോഗിക്കുന്നത്. കാൽവിൻ സൈക്കിളിൻ്റെ ഒരു ടേൺ തിരിയുമ്പോൾ 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യും. 3 ATPയും 2 NADPH ഉപയോഗിക്കും. ഓക്കെ ആണോ? എടാ 3 ATP 2 NADPHും മാറില്ലല്ലോ. അങ്ങനെ കാൽവിൻ സൈക്കിൾ എത്ര ടേൺ തിരിയണം? 6 ടേൺ തിരിയണം. 6 ടേൺ കാൽവിൻ സൈക്കിൾ തിരിയുമ്പോഴാണ് 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുക. അപ്പോഴാണ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പുറത്ത് വരിക. ഒന്നുകൂടി നോക്കിക്കേ. 1 ടേൺ തിരിയുമ്പോൾ 1 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യും. 3 ATP ഉപയോഗിക്കും. 2 NADPH ഉപയോഗിക്കും. എങ്ങനെ 6 ടേൺ തിരിഞ്ഞ് 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോഴാണ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പുറത്തേക്ക് വരിക. അപ്പോൾ 6 × 3 18 ATPയും 6 × 2 12 NADPH ആണ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടത്. 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ 18 ATPയും 12 NADPH ആണ് വേണ്ടത്. ഓക്കെ ആണോ? 6 ടേൺസ് ഓഫ് കാൽവിൻ സൈക്കിൾ ടേൺ ചെയ്യുമ്പോഴാണ് 1 മോളിക്യൂൾ ഓഫ് ഗ്ലൂക്കോസ് കിട്ടുക. എല്ലാവർക്കും മനസ്സിലായി? എങ്കിൽ നമ്മളിനി നേരെ C4 പാത്വേയിലേക്ക് പോകാം. C4 പാത്വേ ജസ്റ്റ് പറയുന്നുള്ളൂ കേട്ടോ മക്കളെ. C4 പ്ലാന്റ്സ് എന്താ? അവർക്കൊരു സ്പെഷ്യൽ ലീഫ് അനാട്ടമി ഉണ്ട്. നോക്കിക്കോണേ. C4 പ്ലാന്റ്സിന് ഒരു സ്പെഷ്യൽ ലീഫ് അനാട്ടമി ഉണ്ട്. അതിൻ്റെ പേരാണ് ക്രാൻസ് അനാട്ടമി. എല്ലാവർക്കും അറിയില്ലേ? അതിൻ്റെ പേരാണ് ക്രാൻസ് അനാട്ടമി. അവർക്ക് ഹൈ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അവർ ഹൈലൈറ്റ് ഇൻറ്റൻസിറ്റിനോട് റെസ്പോൺസ് കാണിക്കും. കാരണം അവർ ജീവിക്കുന്നത് ഡ്രൈ ട്രോപ്പിക്കൽ ഏരിയാസിലാണ്. അടുത്തത്, അവർക്ക് എന്തില്ല? ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. ഫോട്ടോ റെസ്പിറേഷൻ C4 പ്ലാന്റിന് ഇല്ല. അപ്പോൾ ആർക്കുള്ളത്? C3 പ്ലാന്റുകൾക്ക് മാത്രമാണ് ഫോട്ടോ റെസ്പിറേഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ഓഫ് ബയോമാസ് ഉണ്ട്. ഒന്നുകൂടി പറഞ്ഞു വയ്ക്കുക. C4 പ്ലാന്റുകൾക്ക് ഒരു സ്പെഷ്യൽ ലീഫ് അനാട്ടമി ഉണ്ട്. അതിൻ്റെ പേരാണ് ക്രാൻസ് അനാട്ടമി. അവർക്ക് ഹൈ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. ഹൈ റെസ്പോൺസസ് ടു ലൈറ്റ് ഇൻറ്റൻസിറ്റിയോട് കാണിക്കാൻ പറ്റും. ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. ഗ്രേറ്റർ പ്രൊഡക്ടിവിറ്റി ഓഫ് ബയോമാസ് ആണ് അവർക്കുള്ളത്. ഓക്കെ ആണോ? ഇനി ഇവർക്ക് ഫോട്ടോസിന്തസിൽ 2 സെല്ലുകൾ പങ്കെടുക്കുന്നുണ്ട്. C3 പ്ലാന്റുകളിൽ മീസോഫിൽ സെല്ലുകൾ മാത്രം പങ്കെടുക്കുമ്പോൾ C4 പ്ലാന്റുകളിൽ 2 സെല്ലുകൾ പങ്കെടുക്കും. ഏതൊക്കെയാ? മീസോഫിൽ സെല്ലുണ്ട്, ബണ്ടിൽ ഷീറ്റ് സെല്ലുണ്ട്. ഈ സെല്ലുകളെ കണക്ട് ചെയ്യാൻ അവരുടെ ഇടയിൽ ആരുണ്ട്? പ്ലാസ്മോഡസ്മാറ്റ ഉണ്ട്. എടാ വാടാ നിങ്ങൾ ഉറങ്ങിയോ? എല്ലാവർക്കും ഞാനോരോ കുനാഫ പറയട്ടെ. കുനാഫ ഇഷ്ടമാണോ? കുനാഫ ഇഷ്ടമാണോ? കുനാഫ എന്താണെന്നറിയോ? കുനാഫയിൽ ഇച്ചിരി സാമ്പാർ ഒഴിച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമുക്ക് വരൂ. കുനാഫ വിത്ത് സാമ്പാർ കുഴച്ച് കഴിക്കാം. ശരിക്കും കുനാഫയിൽ ഷുഗർ സിറപ്പാണ് ഒഴിക്കേണ്ടത്. അത് വിവരമില്ലാത്തവർ. നമ്മൾ വിവരം ഉണ്ടായതുകൊണ്ട് നമുക്ക് ന്യൂട്രീഷൻ വാല്യൂ കൂട്ടാൻ വേണ്ടി നല്ല സാമ്പാർ ഒഴിക്കാം. ഇച്ചിരി മയണൈസ് ഒഴിച്ചിട്ട് കുഴച്ച് കഴിക്കാം. വരൂ എല്ലാവരും വരൂ. എന്നിട്ട് C4 പ്ലാന്റ് പഠിക്കാം. വരൂ. C4 പ്ലാന്റുകൾക്ക് എന്തുണ്ട്? ഫോട്ടോ റെസ്പിറേഷൻ ഇല്ല. അവർക്ക് 2 സെല്ലുകൾ പങ്കെടുക്കും. അതിൽ ഒന്നാമതാണ് മീസോഫിൽ സെല്ല്, രണ്ടാമതാണ് ബണ്ടിൽ ഷീറ്റ് സെല്ല്. മീസോഫിൽ സെല്ലിനെയും ബണ്ടിൽ ഷീറ്റ് സെല്ലിനെയും കണക്ട് ചെയ്യാൻ അവരുടെ ഇടയിൽ ആരുണ്ട് എന്നാണ് പറഞ്ഞത്? പ്ലാസ്മോഡസ്മാറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഇനി നോക്കിക്കോണേ. മീസോഫിൽ സെല്ലിലാണ് തുടങ്ങുക, ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ് അവസാനിക്കുന്നത്. നോക്കിക്കോണേ. മീസോഫിൽ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീസോഫിൽ സെല്ലിൽ ആദ്യ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ മോളിക്യൂൾ ഉണ്ടാവും. അയാളുടെ പേരാണ് ഫോസ്ഫോഇനോൾ പൈറുവേറ്റ്. വായോ ഉറങ്ങാതെ വാടാ. നോക്കിക്കോണേ. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് ആരുമായിട്ട് കൂടിച്ചേരും? കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേരും. ഫോസ്ഫോഇനോൾ പൈറുവേറ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേരും. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഫിക്സേഷൻ. നടന്നു കഴിഞ്ഞാൽ ഒരു C4 ആസിഡ് ഉണ്ടാവും. അതാണ് ഓക്സാലോഅസെറ്റിക് ആസിഡ്. ഓക്സാലോഅസെറ്റിക് ആസിഡ് അപ്പം തന്നെ മാലിക് ആസിഡോ ആസ്പാർട്ടിക് ആസിഡോ ആയിട്ട് മാറും. അത് പിന്നെ നേരെ എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്തിട്ട് ബണ്ടിൽ ഷീറ്റ് സെല്ലിലെത്തും പ്ലാസ്മോഡസ്മാറ്റ് വഴി. അപ്പോൾ C4 ആസിഡ് ഇവിടെ എത്തി. C4 ആസിഡ് ബണ്ടിൽ ഷീറ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് തോന്നുന്നു കുപ്പായ ഊരി എറിയാം. അഥവാ അത് ഡീകാർബോക്സിലേഷന് പോകും.
കാർബൺ ഡൈ ഓക്സൈഡ് ആരെങ്കിലുമായി കൂടിച്ചേരുന്നതിനാണ് കാർബോക്സിലേഷൻ എന്ന് പറയുക. ഒരു കോമ്പൗണ്ടിനെ പൊട്ടിച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഡീകാർബോക്സിലേഷൻ. ഡീകാർബോക്സിലേഷൻ നടന്നു കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും, ഒരു C3 ആസിഡ് ഉണ്ടാവും. വായോ നോക്കണേ, ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്നാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ. C4 ആസിഡ് ഉണ്ടാവും, അതാണ് ഓക്സാലോഅസെറ്റിക് ആസിഡ്. ഓക്സാലോഅസെറ്റിക് ആസിഡ് അപ്പം തന്നെ ഒന്നെങ്കിൽ മാലിക് ആസിഡോ ആസ്പാർട്ടിക് ആസിഡോ ആയിട്ട് മാറിയിട്ട് ട്രാൻസ്പോർട്ട് ചെയ്ത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലെത്തും. ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ നിന്ന് അത് നേരെ ഡീകാർബോക്സിലേഷന് പോകുമ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് 3 കാർബൺ ആസിഡ് ആയിട്ട് മാറും. ഈ 3 കാർബൺ ആസിഡ് നേരെ ഇങ്ങോട്ട് തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യും, അത് റീജനറേറ്റ് ചെയ്തിട്ട് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആയിട്ട് മാറും. ഇനി നോക്കണേ, ഓരോ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ ഫിക്സ് ചെയ്യുമ്പോഴും ഓരോ കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഇവിടെ ഫിക്സ് ചെയ്താൽ 6 കാർബൺ ഡൈ ഓക്സൈഡ് ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ റിലീസ് ചെയ്യൂലേ. അങ്ങനെ 6 കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടെ ബണ്ടിൽ ഷീറ്റിൽ ഉണ്ടാകുമ്പോൾ അവിടെയാണ് ആരുള്ളത്? RuBp ഉണ്ട്, അതുപോലെ തന്നെ റുബിസ്കോയും ഉണ്ട്. RuBpയും റുബിസ്കോയും ഇവിടെയാണുള്ളത്. അപ്പോൾ ഇവിടെ എന്ത് നടക്കും? കാൽവിൻ സൈക്കിൾ നടക്കും. അപ്പോൾ C3 പ്ലാന്റ് ആണെങ്കിലും C4 പ്ലാന്റ് ആണെങ്കിലും C3 പ്ലാന്റ് ആണെങ്കിലും C4 പ്ലാന്റ് ആണെങ്കിലും ഫുഡ് സിന്തസൈസ് ചെയ്യുന്നത് കാൽവിൻ സൈക്കിൾ വഴിയാണ്. അപ്പോൾ C3 പ്ലാന്റുകളിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് മീസോഫിൽ സെല്ലിലാണ്, എന്നാൽ C4 പ്ലാന്റുകളിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. C3 പ്ലാന്റുകളിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് മീസോഫിൽ സെല്ലാണ്, C4 പ്ലാന്റുകളിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. മാറിപ്പോവരുത്. C3 സൈക്കിളിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് മീസോഫിൽ സെൽ മാത്രമാണ്, കാരണം അവിടെ മീസോഫിൽ സെൽ മാത്രമേ ഉള്ളൂ. എന്നാൽ C4 പ്ലാന്റുകളിൽ കാൽവിൻ സൈക്കിൾ നടക്കുന്നത് ബണ്ടിൽ ഷീറ്റ് സെല്ലിൽ വെച്ചിട്ടാണ്, കാരണം അവിടെയാണ് RuBp ഉള്ളത്. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഫോട്ടോ റെസ്പിറേഷൻ എല്ലാവർക്കും അറിയാം, അതിനെ പറയുന്ന വേറെ പേരാണ് C2 സൈക്കിൾ. ഓക്കെ അല്ലടാ? ശരിക്കും RuBp കാർബൺ ഡൈ ഓക്സൈഡുമായി കൂടിച്ചേർന്ന് 2 molecules of 3Pg ഉണ്ടാവണം. പക്ഷേ അവിടെ ഓക്സിജൻ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ RuBp ഓക്സിജനുമായി കൂടിച്ചേർന്നിട്ട് എന്തായിട്ട് മാറും? 1 molecule of ഫോസ്ഫോഗ്ലിസറൈറ്റും 1 molecule of ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ആയിട്ട് മാറും. ഈ പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ. ശരിക്കും കേട്ടോളൂ, 1 molecule of ഫോസ്ഫോഗ്ലിസറൈറ്റും 1 molecule of ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ. എടാ റെഡിയല്ലേ? നോക്കണേ, RuBp ശരിക്ക് RuBp has an affinity towards both carbon dioxide and oxygen, more affinity towards carbon dioxide, but this affinity depend on their relative concentration. കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ ഓക്സിജൻ കോൺസെൻട്രേഷൻ വന്നാൽ RuBp നേരെ ഓക്സിജനോട് കൂടും. അപ്പോൾ RuBp കാർബൺ ഡൈ ഓക്സൈഡിന് പകരം ഓക്സിജനുമായി കൂടിച്ചേർന്ന് 2 molecules of 3Pg ഉണ്ടാവുന്നതിന് പകരം 1 molecule of ഫോസ്ഫോഗ്ലിസറൈറ്റും 1 molecule of ഫോസ്ഫോഗ്ലൈക്കോലേറ്റ് ഉണ്ടാവുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഫോട്ടോ റെസ്പിറേഷൻ എന്നാണ് പറയുക. ഫോട്ടോ റെസ്പിറേഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫോട്ടോ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യൂല, കാരണം ഓക്സിജൻ പുറത്തേക്ക് റിലീസ് ചെയ്യേണ്ട ഓക്സിജൻ്റെ ഒപ്പമാണ് RuBp കൂടുന്നത്. പോരാത്തതിന് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നു. സോ നോക്കിക്കോണേ, ഫോട്ടോ റെസ്പിറേഷൻ നടന്നു കഴിഞ്ഞാൽ ഓക്സിജൻ റിലീസ് ചെയ്യില്ല, കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്തേക്ക് റിലീസ് ചെയ്യുക. കിട്ടിയോ? അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയ ATP ഒക്കെ എന്താവുന്നു? ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ പ്ലാന്റുകളിൽ ഒരു വേസ്റ്റ്ഫുൾ പ്രോസസ്സായിട്ട് പരിഗണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? എങ്കിൽ ചോദ്യത്തിലേക്ക് തിരിച്ചു വരൂ കുഞ്ഞുങ്ങളെ. ചെയ്യേ. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് നിങ്ങളൊന്ന് ഓർത്തേക്കണേ. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഫോട്ടോസിന്തസിസ് ഓർത്തേക്കണം. അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക്മാൻ്റെ ലോ ഓഫ് ലിമിറ്റിംഗ് ഫാക്ടറും കൂടി ഒന്ന് ഓർത്തേക്കുക. ക്വസ്റ്റ്യൻ പറയട്ടെ? ഈസ് ദർ GAB ടുമോറോന്ന്? എന്താ കൃഷ്ണേന്ദു അങ്ങനെ ഒരു ചോദ്യം? നോക്കിക്കോളൂ. ATP and NAD produced in light reaction are used immediately. പറയും. നമ്മൾ ഈ സ്പീഡിൽ തിയറി പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. നല്ല ക്വസ്റ്റ്യൻ മാത്രം ചെയ്യാൻ വിചാരിച്ചു വന്നതാ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? ഒരു സ്പീഡിൽ പറഞ്ഞാലും പഠിച്ചത് ഏകദേശം ഒന്ന് ഇങ്ങനെ ഓർത്തിരിക്കാൻ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ C3 പാത്വേ, C4 പാത്വേ, ഫോട്ടോ റെസ്പിറേഷൻ, അതിനെ ചോദിക്കുള്ളൂ കേട്ടോ. നോക്കിക്കോണേ, ATP and NAD produced in light reaction used immediately for synthesis of sugar, dark place, ഇത് പറയാൻ പറ്റും, റിഡക്ഷൻ ഓഫ് കാർബൺ ഡയോക്സൈഡ് എല്ലാം പറയാം. ഓൾ ഓഫ് ദീസ് 4. 1. എങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്ക്. ബയോസിന്തറ്റിക് ഫേസ് യൂസസ് ഓൾ എക്സെപ്റ്റ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫോട്ടോസിന്തസിസ്. എന്തൊഴിച്ചല്ലാത്തതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബയോസിന്തറ്റിക് ഫേസ്? ബയോസിന്തറ്റിക് ഫേസ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ATP ഉപയോഗിക്കുന്നുണ്ട്, NADPH ഉപയോഗിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കാത്തത് ഓക്സിജൻ മാത്രമേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? എടാ പേഷ്യൻസിനെ കൊല്ലരുത്. നല്ലപോലെ വായിക്കൂ. ലഞ്ച് ബ്രേക്ക് കാണുമോ എന്ന് ചോദിച്ചാൽ കാണുമോ എന്നറിയില്ല. ഡ്യൂറിങ് ഡാർക്ക് റിയാക്ഷൻ ദ ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. വട നോക്കിക്കോളൂ. ഡ്യൂറിങ് ഡാർക്ക് റിയാക്ഷൻ ദ ആക്സെപ്റ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഡാർക്ക് റിയാക്ഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റ് ചെയ്യുന്നത് ആരാണ്?
കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ RUBP H2 അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് അല്ല, NADP H2 അല്ല. കിട്ടിയില്ലേ? 3. നാലാമത്തെ ചോദ്യം, വൈ കാൽവിൻ സൈക്കിൾ കോൾഡ് C3 സൈക്കിൾ? എന്താണ് കാൽവിൻ സൈക്കിളിനെ C3 സൈക്കിൾ എന്ന് വിളിക്കാൻ കാരണം? വൈ കാൽവിൻ സൈക്കിൾ ഈസ് കോൾഡ് C3 സൈക്കിൾ? പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് C3 കോമ്പൗണ്ട് ആണോ? അല്ല. മെയിൻ ഇൻ്റർമീഡിയറ്റ് C3 കോമ്പൗണ്ട് ആണല്ല, ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് C എടുക്കാം ആൻസർ. 4C അങ്ങനെ എഴുതിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും. 5ാമത്തെ ചോദ്യം, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് ഈസ് എ RUBP ഈസ് എ റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ് 5 കാർബൺ കീറ്റോ ഷുഗർ ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് ഓൾ ഓഫ് ദീസ് എടുക്കാം. 5D 6. Okay, every carbon dioxide molecule entering the Calvin cycle requires Calvin cycle like every carbon dioxide molecule entering to the Calvin cycle requires every carbon dioxide molecule entering to Calvin cycle requires Calvin cycle like കയറുന്ന ആൾക്ക് എന്ത് വേണം? 2 molecules of NADPH ഉം 3 molecules of ATP for fixation. 2 molecules of NADPH 2 molecules of ATP പറയാൻ പറ്റില്ല. എവറി കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ എൻറ്ററിങ് ദ കാൽവിൻ സൈക്കിൾ, ഒരു കാൽവിൻ സൈക്കിളിന് ഇതാണ് വേണ്ടി വരിക. 2 molecules of NADPH ഉം 3 molecules of ATP യും. കറക്റ്റാ? അടുത്തത് 7ാമത്തെ ചോദ്യം, ഇൻ ഡാർക്ക് റിയാക്ഷൻ റീജനറേഷൻ ഓഫ് RUBP നീഡ്സ്. റീജനറേഷൻ എന്താ വേണ്ടത്? 2 molecules ആണോ? അല്ല, 1 molecules of ATP ആണ്. B ആണ് ആൻസർ വരിക. റീജനറേഷന് ഒരു ATP ആണ് വേണ്ടത്. റീജനറേഷൻ ഓഫ് RUBPക്ക് ഒരു ATP ആണ് വേണ്ടത്, അല്ലടാ? അടുത്തത് 8ാമത്തെ ചോദ്യം, 1 molecule of RUBP carboxylized ആയി, then how many PGA molecule will be formed? നമ്മളോട് ഇങ്ങനെ ചോദിച്ചത്, RUBPയും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എത്ര PGA ഉണ്ടാവുമെന്നാണ് ചോദിച്ചത്. 2 molecules of PGA അല്ലേ ഫോം ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ 2 ആണ് വരിക. ഓപ്ഷൻ D ആൻസർ 2. 8D 4. Which of the following statements are correct about? 9ാമത്തെ ചോദ്യമാണ്. Which of the following statements are correct about? C4 പ്ലാന്റ്സിനെ കുറിച്ച് കറക്റ്റ് ആയിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ്. Do not tolerate high temperature എന്ന് പറഞ്ഞാൽ തെറ്റാ. They can tolerate high temperature. They have a special leaf anatomy. ശരിയാണ്, ക്രാൻസ് anatomy. They lack process called photorespiration. ഇല്ല, അത് C3ക്ക് മാത്രമേ ഉള്ളൂ. Have lesser productivity of biomass. അല്ല, higher productivity of biomass ആണ്. Show responses to highlight intensity. ശരിയാണ്, C3 പ്ലാന്റ്സിന് ഹൈലൈറ്റ് ഇൻറ്റൻസിറ്റി കൊണ്ട് കാണാൻ പറ്റില്ല. കറക്റ്റ് 3 എണ്ണമാണ് ഉള്ളത്. 2, 3, 5. ഓപ്ഷൻ B. നിങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. ഓക്കെടാ, വെരി ഗുഡ്. ഇങ്ങനെ പഠിക്കണം, നിങ്ങൾ മാസമാണ്. സ്റ്റെതസ്കോപ്പ് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കാൻ പറയാം എല്ലാവർക്കും. ബണ്ടിൽ ഷീറ്റ് സെൽസ് ഓഫ് C4 പ്ലാന്റ് ഷോ. ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ എന്താണ് കാണിക്കുക? ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ ഓഫ് C4 പ്ലാന്റ് ഷോസ്. ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾ എന്താ കാണിക്കുക? തിക്ക് വാൾഡ് ആൻഡ് ഇംപർവിയസ് ടു ഗ്യാസസ് എക്സ്ചേഞ്ച് ആൻഡ് നോ ഇൻട്രസെല്ലാർ സ്പേസ് എന്നാണ് പറയുന്നത് അല്ലേ? ബണ്ടിൽ ഷീറ്റ് സെല്ലുകളുടെ പ്രത്യേകത എന്താ? തിക്ക് വാൾഡ് ആണ്, ഇംപർവിയസ് ടു ഗ്യാസസ് എക്സ്ചേഞ്ച് ആണ്, അവരെന്താണ്? നോ ഇൻട്രസെല്ലാർ സ്പേസ് ആണ്. അപ്പോൾ നമ്മൾ 10ാമത്തെ ചോദ്യം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ 10ാമത്തെ ചോദ്യത്തിന് തിക്ക് വാൾഡ് ഇൻട്രസെല്ലാർ സ്പേസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, തിൻ വാൾഡ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. തിക്ക് വാൾഡ് ആൻഡ് നോ ഇൻട്രസെല്ലാർ സ്പേസ് C ആണ് വരിക. 10-3 കിട്ടി. 11ാമത്തെ ചോദ്യം, എക്സാമ്പിൾസ് ഓഫ് C4 പ്ലാന്റ്സ് ആർ. C4 പ്ലാന്റ് എക്സാമ്പിൾ ആരൊക്കെയാണ്? മെയ്സ് ഉണ്ട്, സോർഗമുണ്ട്. മെയ്സ്, സോർഗം, ഷുഗർ കെയിൻ. അതിൽ അമരാന്തസും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഓൾ ഓഫ് ദി എബവ് എടുക്കാം. മെയ്സും സോർഗം വന്നുകൊണ്ട് അമരാന്തസ് അറിയില്ലെങ്കിലും നമുക്ക് ഓൾ ഓഫ് ദീസ് പറയാൻ പറ്റും, അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. മെയ്സ്, സോർഗം, ഷുഗർ കെയിൻ, അമരാന്തസ്, ഇവരാണ് C4 പ്ലാന്റുകളുടെ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത്. C3ക്ക് റൈസ്, വീറ്റ് പോലെയുള്ള പ്ലാന്റുകളൊക്കെ പഠിച്ചേക്കാം. യെസ്, വെരി ഗുഡ്. 12ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് സുഹൃത്തുക്കളെ. ദ റൂട്ട് കോസ് ഓഫ് ഫോട്ടോ റെസ്പിറേഷൻ. ഫോട്ടോ റെസ്പിറേഷൻ്റെ റൂട്ട് കോസ്, പ്രധാന കാരണം, ഫോട്ടോ റെസ്പിറേഷൻ നടക്കാൻ പ്രധാന കാരണം എന്താ? സൈമിൾട്ടേനിയസ് ബൈൻഡിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ RBPനോട് കൂടുന്നതാണോ? അല്ല. ബൈൻഡിങ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് വിത്ത് റുബിസ്കോ ആണോ? അല്ല, അത് കാർബോക്സിലേഷൻ ആണ്. ഓക്സിജൻ ബൈൻഡ് വിത്ത് റുബിസ്കോ, അത് പറയാൻ പറ്റും. 3 ആണ് ആൻസർ വരിക. 12-3. ആദ്യം ആരാ പറഞ്ഞു? എലിസബത്ത്. മീനാക്ഷി, മീന് പറഞ്ഞു. എലിസബത്തിനെ എലി എന്ന് വിളിക്കാൻ പറ്റുമോ? വേണ്ട. ബത്ത്, അതും വിളിക്കാൻ പറ്റില്ല. എലിബു വേണ്ട. നന്ദന ബാബു. ഓക്കെ. അടുത്തത് രാഖി ഗുപ്ത. രാഖി ഗുപ്ത എന്നൊക്കെ പറഞ്ഞൊരു ഉത്തരേന്ത്യൻ കുട്ടിയാണോ? നമ്മളെ അടുത്ത കുട്ടി തന്നെ ആയിരിക്കും അല്ലേ? ഒരു നോർത്ത് ഇന്ത്യൻ പേര്. സെലക്ട് ദ കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ. പറടാ.
ഇത് ആദ്യം ഉത്തരം പറയുന്നവർക്ക് ഞാനൊരു 5 രൂപ ഗൂഗിൾ പേ ചെയ്യാം. 5 rupees ഗൂഗിൾ പേ. വേഗം പറഞ്ഞോളി. ഇത് എത്രാമത്തെ ചോദ്യമാണ്? 13ാമത്തെ ചോദ്യം. കറക്റ്റ് ഓപ്ഷൻ റിഗാർഡിങ് ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ. കറക്റ്റ് ഉത്തരം പറയാം. കറക്റ്റ് ഉത്തരം ആരാ പറഞ്ഞതെന്ന് കൂടി പറഞ്ഞുതരാം. 5 രൂപ ഗൂഗിൾ പേ അയക്കും. Utilization of carbon dioxide synthesis of ATP, NADPH and release of oxygen. Photorespiratory pathway കുറിച്ചാണ്. അപ്പോൾ അത് പറയാൻ പറ്റില്ല. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ATP ഉപയോഗിക്കുന്നുണ്ട്, സിന്തസിസ് ഓഫ് ATP ഉണ്ടാക്കുന്നില്ല. യൂട്ടിലൈസേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ATP ഉപയോഗിക്കുന്നു, നോ സിന്തസിസ് ഓഫ് ATP ആൻഡ് NADPH ആൻഡ് റിലീസ് ഓഫ് ഓക്സിജൻ എന്ന് പറയാൻ പറ്റില്ല. യൂട്ടിലൈസേഷൻ ഓഫ് ഓക്സിജൻ ഉണ്ട്, ATP ഉപയോഗിക്കുന്നുണ്ട്, ATP സിന്തസൈസ് ചെയ്യുന്നില്ല, NADPH സിന്തസൈസ് ചെയ്യുന്നില്ല, റിലീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓപ്ഷൻ 4 ആൻസർ വരും. ശരി, എല്ലാവരും പറഞ്ഞല്ലോ. ആരാദ്യം പറഞ്ഞത്? ആർക്കാ അയക്കേണ്ടത്? ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ അല്ലേ? എടാ ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ എന്ന് പറഞ്ഞാൽ എന്താ? RUBP ഓക്സിജനുമായി കൂടിച്ചേർന്ന് ATP NADPH ഒക്കെ ഉപയോഗിച്ചിട്ട് ATP ഉപയോഗിച്ചിട്ട് എന്തായിട്ട് മാറുക? 1 molecule ഓഫ് PGAയും 1 molecule ഓഫ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ആവുന്ന പ്രക്രിയ അല്ലേ? എടാ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? 1 molecule ഓഫ് ഫോസ്ഫോഗ്ലൈക്കോലേറ്റും ആവുന്ന പ്രക്രിയയാണ്. അവിടെ ATP ഉണ്ടാവുന്നില്ല, NADPH ഉണ്ടാവുന്നില്ല. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് റിലീസ് ചെയ്യുന്നുണ്ട്? കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട്. കണ്ടോ, കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു, ATP NADPH സിന്തസൈസ് ചെയ്യുന്നില്ല, ATPയും കാർബൺ ഡൈ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട്. ഓപ്ഷൻ 4. ആരാണ് ഫസ്റ്റ്? ഫസ്റ്റ് ആരാ? വേഗം പറയും. ആൻസർ പറഞ്ഞവർക്ക് പൈസ ഒക്കെ ഉള്ളതാണ്. 14ാമത്തെ ചോദ്യം. ഇതിന് ആൻസർ ചെയ്യണവർക്ക് 2 രൂപ. പറ്റിക്കുന്നതല്ലേ എന്ന് മിസ്സപ്പ് ചോദിക്കുന്നത്. പോളാ, അതെൻ്റെ വാൻ്റെ നിഘണ്ടുവിൽ ഇല്ലാത്ത വാക്കാണത്, പറ്റിക്കൽ. ആന്നവരെയും സാറിന് അതിന് GP ഉണ്ടോ? മിഥുൻ കുമാർ. ഇത് ഞാൻ തെളിയിക്കും. GP ഉണ്ട്, ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. നോക്കിക്കോളൂ. 14ാമത്തെ ചോദ്യം. എടാ എന്ത് ചോദ്യടാ. ഉണ്ണിയേട്ടൻ ഫസ്റ്റ്. ഉണ്ണിയേട്ടൻ എന്ന് പറഞ്ഞാൽ അഹദാണോ ആദ്യം പറഞ്ഞത്? നിങ്ങൾ പണ്ട് ഇവിടെ ആയിപ്പോണം. പോളാ. നാളൊരു കുട്ടീനെ കണ്ടപ്പോൾ പറഞ്ഞാൽ ഒരു കുട്ടി എൻ്റെ പാരൻറ്റിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. സാറ് ഉടായ്പാണെങ്കിലും ക്ലാസ് മോശമല്ല. എന്ത് ചെങ്ങൈമാരാണ് നിങ്ങൾ? എന്നാ നോക്കിക്കോണേ. ഇൻ ഗ്രീൻ ലീഫ് ഡെസ്പൈറ്റ് ദ പ്രസൻസ് ഓഫ് ഓപ്റ്റിമൽ ലൈറ്റ്, ഓപ്റ്റിമൽ കണ്ടീഷൻ ആൻഡ് സബ് ഓപ്റ്റിമൽ ലെവൽ ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ പ്ലാന്റ് ഫോട്ടോസിന്തസൈസ് ചെയ്യൂല. കാരണം എന്താ? സബ് ഓപ്റ്റിമൽ ലെവൽ ഓഫ് ടെമ്പറേച്ചറല്ലേ ഉള്ളൂ. ദ ലീഫ് സ്റ്റാർട്ട് ഫോട്ടോസിന്തസൈസിങ്. എപ്പോഴാണ് ഫോട്ടോസിന്തസൈസ് തുടങ്ങുക? പ്ലാന്റിന് എന്ത് കിട്ടുമ്പോഴാണ്? ഓപ്റ്റിമൽ ടെമ്പറേച്ചർ കിട്ടുമ്പോഴല്ലേ. ത്രീ ആണ് വരിക. 14-3. ഓക്കെ. സാറിന്ന് ഗ്ലൂട്ടാത്തയോൺ ഇല്ലേ? ആ ഗ്ലൂട്ടാത്തയോൺ ഞാൻ രാവിലെ മധുരക്കിഴങ്ങിൻ്റെ കൂടെ കഴിച്ചടാ. ഞാൻ വെളുത്തിരിക്കുന്നുണ്ടല്ലേ. എന്നാ പോട്ടെ. അന്ന് വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ ഓറഞ്ച് ജ്യൂസ് എവിടെയെന്നൊക്കെ ചോദിക്കണ്ട ഹാന. ഓറഞ്ച് ജ്യൂസിൽ ഞാൻ അണ്ടിപ്പരിപ്പും ബദാമും ചേർത്ത് തരും. എല്ലാവരും വെളുക്കട്ടെ. പോട്ടെ. അടുത്ത ചോദ്യം ചേടാ. സമയമല്ല. നോക്കണേ. വെൻ കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂൾ ഈസ് ഫിക്സഡ് ആസ് 1 molecule ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ്. നോക്കണേ. കാർബൺ ഡൈ ഓക്സൈഡ് മോളിക്യൂളിനെ ഫിക്സ് ചെയ്തിട്ട് എന്താക്കി മാറ്റി? ഒരു ട്രയോസ് ഫോസ്ഫേറ്റ് ആക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫോട്ടോ കെമിക്കലി മെയ്ഡ് ഹൈ എനർജി കെമിക്കൽ ഇൻ്റർമീഡിയറ്റ് ആർ യൂസ്ഡ് ഇൻ ദ റിഡക്ഷൻ ഫേസ്? റിഡക്ഷൻ ഫേസിൽ എന്താണ് ഉപയോഗിക്കുക? റിഡക്ഷൻ ഫേസിൽ ഇത് എത്രാമത്തെ ചോദ്യമാടാ? 15ാമത്തെ ചോദ്യം. ഒരു റിഡക്ഷൻ ഫേസിൽ 2 ATP 2 NADPH അല്ലേ ഉപയോഗിക്കുക? ഓപ്ഷൻ 4 ആണ് ആൻസർ കിട്ടുക. കിട്ടിയിട്ടുണ്ടോ? ഗ്ലൂട്ടാത്തയാണെന്ന് കേട്ടപ്പോൾ സാറിനെയാണ് ഓർമ്മ വരിക. എൻ്റെ പൊന്നെ. എന്നാൽ പോട്ടെ. അടുത്തത് 15 കഴിഞ്ഞാൽ 16ാമത്തെ ചോദ്യം. ആൻസർ ചെയ്യേ. ഫോട്ടോസിന്തസിസ് ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ടേക്സ് പ്ലേസ് അറ്റ്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ലൈറ്റ് ഡിപ്പെൻഡൻ്റ് അല്ല, ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്. ലൈറ്റ് ഡിപ്പെൻഡൻറ്റ് റിയാക്ഷൻ ആണെങ്കിൽ അത് തൈലക്കോയിഡിലായിരുന്നു. എന്നാൽ ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമ മെട്രിക്സിലാണ്, ഇൻകോർപ്പറേറ്റഡ് വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ലൈറ്റ് ഇൻഡിപെൻഡൻറ്റ് റിയാക്ഷൻ നടക്കുന്നത്. അടുത്തത് 16ാമത്തെ ചോദ്യം. 17ാമത്തെ ചോദ്യം. ഫസ്റ്റ് സ്റ്റേബിൾ പ്രോഡക്റ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ സോർഗം C4 ആണ്. അപ്പോൾ അവിടുത്തെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഓക്സാലോഅസെറ്റിക് ആസിഡ് ആണ്, C4 ആസിഡ്. എന്ത് സിമ്പിളാണല്ലേ? നോക്കിക്കോണേ. ഈ ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് ഓർമ്മ വരും. സിമ്പിളായിട്ട് പഠിക്കൂ. അടുത്തത് 18ാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നിട്ടുള്ളതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന്? ഇൻകറക്റ്റ്. നോക്കിക്കോണേ. റുബിസ്കോ ഈസ് എ ബൈഫങ്ഷണൽ എൻസൈം. കാരണം എന്താ? അതിന് കാർബോക്സിലേഷനും ഓക്സിജനും പറ്റും. ശരിയാണ്. C4 പ്ലാന്റ് സൈറ്റ് ഓഫ് റുബിസ്കോ ആക്ടിവിറ്റി മീസോഫിൽ സെൽ അല്ല, ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണ്. സബ്സ്ട്രേറ്റ് മോളിക്യൂൾ 5 കാർബൺ കോമ്പൗണ്ട്. അത് ശരിയാണ്. റുബിസ്കോ ആക്ഷൻ റിക്വയർസ് ATP NADPH ഉണ്ടെങ്കിൽ റുബിസ്കോക്ക് ഇത് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പറയാം തെറ്റായിട്ടുള്ളത് 2 ആണ്.
C4 plant site of rubisco and activities mesophil cell എന്ന് പറഞ്ഞാൽ തെറ്റാണ്. 2 യെസ് എല്ലാവർക്കും കിട്ടി. 19ാമത്തെ ചോദ്യം നോക്കിക്കോടാ. ഇൻ ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഈസ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ. ഹാച്ച് ആൻഡ് സ്ലാക്ക് പാത്വേ എന്ന് പറഞ്ഞാൽ C4 പാത്വേ. അതിൽ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്ന് പറയുന്നത് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് PEP. 19.3. 20ാമത്തെ ചോദ്യം 20. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ് 2022 ചോദിച്ച ചോദ്യം നോക്കിക്കേ. ഗിവൺ ബിലോ 2 സ്റ്റേറ്റ്മെൻറ്റ്സ്. ഒന്ന്, പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഇൻ C4 പ്ലാന്റ്സ് ഇൻ ഈസ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആൻഡ് ഫൗണ്ട് ഇൻ ദ മീസോഫിൽ സെൽ. അത് ശരിയാണ്. C4 പ്ലാന്റ്സിൽ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ഫോസ്ഫോയിനോൾ പൈറുവേറ്റ് ആണ്, മീസോഫിൽ സെല്ലാണ് കാണുക. ശരിയാണ്. മീസോഫിൽ സെൽ ഇൻ C4 പ്ലാന്റ്സ് ലാക്ക് റുബിസ്കോ എൻസൈം. മീസോഫിൽ സെല്ലിൽ റുബിസ്കോ എൻസൈം ഇല്ല, കാരണം അത് ബണ്ടിൽ ഷീറ്റ് സെല്ലിലാണുള്ളത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. അപ്പോൾ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്നുള്ള ഓപ്ഷൻ 2 ആൻസർ കിട്ടും. കറക്റ്റല്ലേ? ഓക്കെ, വീണ്ടും ഞാനൊരു 1.5 രൂപയുടെ ചോദ്യം ഇട്ടിരിക്കുന്നു. 1.5 റുപ്പീസ് ഇനാം ദീജിയെ. ജൽദി 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 ബച്ചോ ജൽദി. ഞാൻ ഹിന്ദിയൊക്കെ പറയണ്ടേ, എയിംസ് പോകണ്ടല്ലോ നിങ്ങൾ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലാർജ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ആർ ഫൗണ്ട് ഇൻ ദ വാസ്കുലാർ ബണ്ടിൽസ് ഓഫ് C4 പ്ലാന്റ്സ്? ബണ്ടിൽ ഷീറ്റ് സെല്ലുകളുടെ പ്രത്യേകം എന്താണെന്ന് ചോദിച്ചു. വേഗം വയ്ക്കേ. വാട്ട് ഈസ് ദ റോൾ ഓഫ് ലാർജ് ബണ്ടിൽ ഷീറ്റ് സെൽസ് ആർ ഫൗണ്ട് അറൗണ്ട് ദ വാസ്കുലാർ ബണ്ടിൽസിലെ പ്രൊട്ടക്ട് വാസ്കുലാർ ടിഷ്യൂ അല്ല ടു പ്രൊവൈഡ് ദ സൈറ്റ് ഓഫ് ഫോട്ടോ റെസ്പിറേറ്ററി പാത്വേ ടു ഇൻക്രീസ് ദ നമ്പർ ഓഫ് അഡ്വാൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്ന റോൾ. അപ്പോൾ ഇൻക്രീസ് ദ നമ്പർ ഓഫ്, അത് നമുക്ക് പറയാൻ പറ്റും. ഇൻക്രീസ് ദ നമ്പർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ് ഫോർ ദ ഓപ്പറേഷൻ ഓഫ് കാൽവിൻ സൈക്കിൾ. ഓക്കെ, എങ്കിൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റിഗാർഡിംഗ് ആസ് ബണ്ടിൽ ഷീത്ത് ഓഫ് പ്ലാന്റ് ഷോയിങ്? വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈ ഫോൾസ് റിഗാർഡിംഗ് ബണ്ടിൽ ഷീത്ത് ഓഫ് പ്ലാന്റ് ഷോയിങ് ക്രാൻസ് അനാറ്റമി? ബണ്ടിൽ ഷീറ്റ് സെല്ലുകൾക്ക് ലാക്ക് ഇൻട്രസെല്ലാർ സ്പേസ് ശരിയാണ്. അവർക്ക് തിക്ക് വാൾ ഉണ്ട് ശരിയാണ്. ദേ ആർ അറൗണ്ട് വാസ്കുലർ ബണ്ടിൽ ചുറ്റും വേറെ ലെയേഴ്സ് ആയിട്ടാണ്. ക്ലോറോപ്ലാസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. റെഡിയാണോ? സോ ഇത്രയാണ് മക്കളെ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഏകദേശം നമ്മളൊരു മറ്റോടുന്ന ഒരു 25 ക്വസ്റ്റിനും ഇവിടെ ഓൾമോസ്റ്റ് ഒരു 19 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് ഓടിച്ച് നോക്കുക. അപ്പോൾ മക്കൾക്ക് വൃത്തിയായി മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ അല്ലേ കുഞ്ഞുങ്ങളെ? നിങ്ങൾ ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? അപ്പോൾ പരമാവധി സ്പീഡിൽ ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് കുറച്ച് തിയറിയും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഞാൻ എവിടെയെങ്കിലും സ്പീഡിൽ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ടെക്സ്റ്റ് വെച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. അവിടെ സ്പീഡിൽ പറഞ്ഞത് എവിടെയെങ്കിലും തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഞാൻ സ്പീഡ് പറയുമ്പോൾ പറ്റിപ്പോണാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. നാളത്തെ എക്സാം വളരെ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുക. ഒന്നും നോക്കണ്ട, നാളെ നിങ്ങളുടെ ദിവസമാണ്. ആ എക്സാമിന് കിട്ടുന്ന മാർക്ക് നമുക്ക് എന്തായിരിക്കും ഭയങ്കര കോൺഫിഡൻസ് വരും. അപ്പോൾ വളരെ വൃത്തിയായിട്ട് വളരെ അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ ആണോ? സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. നാളെ എക്സാമിന് എല്ലാവർക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വണക്കം. താങ്ക് യു.
ഇതൊന്ന് ഓക്കെ 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 ആണോ? ഹായ് മക്കളെ, കേൾക്കുന്നുണ്ടോടാ? ഓഡിബിൾ ആണോ? ഒന്ന് റിപ്ലൈ കൊണ്ടാട്ടോ. ഹായ്. ഓക്കെ, കാണാനും കേൾക്കാനൊക്കെ പറ്റുന്നില്ലേ? ഓക്കെ ആണല്ലോ? മോശം നിൽക്കുന്നേക്ക്. ഓക്കെ ഓക്കെ. ഹായ് ഹായ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നമ്മൾ രാത്രി ഒരു ടോപ്പിക്ക് വൈൻഡ് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് എന്ത് ചെയ്യാം, തിയറി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇന്നലെ എടുത്ത തിയറിയുടെയും അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വർക്കൗട്ട് ചെയ്യാം കേട്ടോ. തുടങ്ങല്ലേ? ഇന്നലെ എടുത്തതിൻ്റെ ബാക്കി ഒന്ന് കവർ ചെയ്യല്ലേ? ഇന്നലെ ഉള്ളവർ തന്നെയാണ് ഇന്നുള്ളത് ഇവിടെ ക്ലാസ്സിൽ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്, അതായത് ഇന്നലെ നമ്മൾ 8:30 തൊട്ട് ഒരു 10:45 വരെ ഒരു വൺ ഷോട്ട് പോയിട്ടുണ്ടായിരുന്നു. അതായത് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഡീറ്റെയിൽ ആയിട്ട് ടോപ്പിക് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം കുറച്ച് ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, എടുത്തിട്ടില്ല. അതായത് ബോണ്ട് എന്താൽപ്പിയും പിന്നെ എന്താൽപ്പി ഓഫ് ന്യൂട്രലൈസേഷനും പിന്നെ എന്താൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ, അത്രയും പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പിക്ക് തുടങ്ങാം. മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതിൻ്റെ നേരെ ബാക്കിയാണ് എടുക്കാൻ പോകുന്നത്. അതായത് ബോണ്ട് എന്താൽപ്പി. എന്താ ബോണ്ട് എന്താൽപ്പി എന്ന് വെച്ചാൽ എന്താ? എൻ്റെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടൊരു ഗ്യാഷ്യസ് ആറ്റം ഉണ്ട്. അതിൻ്റെ ബോണ്ട് പൊട്ടിക്കാൻ എത്രമാത്രം എനർജി അബ്സോർബ് ചെയ്യണം, അതാണെന്ത് ഇയാളുടെ ബോണ്ട് എന്താൽപ്പി. അപ്പോൾ Cl2ൻ്റെ ബോണ്ട് എന്താൽപ്പി ചോദിക്കുകയാണെങ്കിൽ Cl2ൻ്റെ ഈ ഒരു ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, ബോണ്ട് എന്താൽപ്പി. മക്കളെ, CH4ൻ്റെ ബോണ്ട് എന്താൽപ്പി എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? CH4ൽ എത്ര ബോണ്ട് ഉണ്ട്? 4 ബോണ്ട് ഇല്ലേ? CH4ൽ എത്ര ബോണ്ട് ഉണ്ടാ? 4 ബോണ്ട് ഉണ്ട്. അപ്പോൾ ഒരു ബോണ്ട് പൊട്ടി CH3+H ആകും. പിന്നെ CH3ലുള്ള ഒരു ബോണ്ട് പൊട്ടി CH2+H ആകും. പിന്നെ CH2 ഒരു ബോണ്ട് പൊട്ടി CH+H ആകും. പിന്നെ CH അവസാനത്തെ ബോണ്ടും പൊട്ടി C+H ആയിട്ട് മാറും. ഇതിൻ്റെ ബോണ്ട് എന്താൽപ്പി എന്ന് പറഞ്ഞേ, ഇതിൻ്റെ ബോണ്ട് എന്താൽപ്പി എന്ന് പറഞ്ഞു തരുമോ? CH4ലുള്ള കാർബൺ ഹൈഡ്രജൻ ബോണ്ട് എന്താൽപ്പി എന്താണെന്ന് ചോദിച്ചേ. എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ആൻസർ പറയാമെന്ന് പറഞ്ഞേ. അപ്പം CH4ലുള്ള ഈ ഒരു കാർബൺ H ബോണ്ട് പൊട്ടാനുള്ള എന്താൽപ്പിയാണെന്ത്, ഈ ഒരു ബോണ്ട് എന്താൽപ്പി എന്നുള്ളത്. അപ്പം ഒന്നാമത്തെ നോക്കിക്കേ, ഇവിടെ ഈ CH4ലും CH ബോണ്ടാണ് പൊട്ടിച്ചത്, ഈ CH ബോണ്ടിലും CH ബോണ്ടാണ് പൊട്ടിച്ചത്. പക്ഷേ ബോണ്ട് എന്താൽപ്പി എന്താ അവിടെ ഡിഫറൻറ്റാ. എന്തുകൊണ്ടാണ്? സെയിം CH ബോണ്ട് ആയിട്ട് പോലും ബോണ്ട് എന്താൽപ്പിയിൽ ഡിഫറൻറ്റ് വരാൻ കാരണം എന്താ? കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു CH4ലുള്ള CH4 എഴുതുന്ന സമയത്ത് ഇതാണ് നമ്മുടെ CH4. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം എന്തായി? CH3 ആയി. CH3യുടെ കെമിക്കൽ എൻവിറോൺമെൻറ്റും CH4ൻ്റെ കെമിക്കൽ എൻവിറോൺമെൻറ്റും എന്തല്ല, സെയിം അല്ല. അപ്പം ഒരേ ബോണ്ടാണെങ്കിൽ പോലും അതിൻ്റെ എൻവിറോൺമെൻറ്റ് മാറുമ്പോൾ ബോണ്ട് എന്താൽപ്പി എന്ത് ചെയ്യും, മാറും. അപ്പോൾ CH4ലുള്ള CH ബോണ്ടിൻ്റെ എന്താൽപ്പി X ആണെങ്കിൽ CH3ലുള്ള CH ബോണ്ട് എന്താൽപ്പി എന്തായിരിക്കും, X ആവണമെന്നില്ല. Xനെ വേറൊരു വാല്യൂ ആയിരിക്കും, Y ആയിരിക്കും. നിങ്ങൾ ഇതിൻ്റെ ബോണ്ട് എന്താൽപ്പി ചോദിക്കാൻ നിങ്ങൾ ഇതിൽ എന്താ മാർക്ക് ചെയ്യുക? ഒന്ന് പറയാൻ പറ്റുമോ നോക്കിക്കേ. CH4ൻ്റെ ബോണ്ട് എന്താൽപ്പി എന്താ ചോദിക്കാൻ നിങ്ങൾ എന്താ എഴുതി വെക്കുക എന്ന് പറഞ്ഞേ. അപ്പോൾ ബോണ്ട് എന്താൽപ്പി പൊതുവെ നമ്മൾ എന്തായിട്ട് എടുക്കുക, ആവറേജ് ആയിട്ടാണ് പറയാറുള്ളത്. CH4ൽ 4 CH ബോണ്ട് ഉണ്ട്. അതിൽ ഓരോ CH ബോണ്ടിൻ്റെ എന്താൽപ്പി ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ആ CH ബോണ്ടിൻ്റെ CH ബോണ്ട് എന്താൽപ്പി ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ നിങ്ങൾ എന്തെടുത്താൽ മതി, ആവറേജ് എടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ആവറേജ് എന്താ മക്കളെ? X+Y+Z+W ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 4 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ഇയാളുടെ ബോണ്ട് എന്താൽപ്പി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളിത് അതിൻ്റെ എന്തെടുക്കുക, ആവറേജ് എടുക്കുക. ഇതിൻ്റെ ബോണ്ട് എന്താൽപ്പി ചോദിക്കുകയാണെങ്കിൽ X+Y+Z+W/4 ഇതായിരിക്കും ഇയാളുടെ എന്ത് വരിക, ബോണ്ട് എന്താൽപ്പി വരിക. ഡൗട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യം നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഇനി പഠിക്കേണ്ട മെയിൻ കാര്യം എന്താണെന്ന് അറിയോ? എന്താ? ഒരാളുടെ ഒരു റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നു. ആ റിയാക്ഷൻ്റെ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിച്ചു. പക്ഷേ ആ റിയാക്ഷൻ്റെ ഉള്ളിലുള്ള ഓരോന്നിൻ്റെയും ബോണ്ട് എന്താൽപ്പി ക്വസ്റ്റ്യനിൽ തന്നു. ക്വസ്റ്റ്യനിൽ ബോണ്ട് എന്താൽപ്പി തന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എന്താൽപ്പി ഓഫ് റിയാക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ഒറ്റൊരു ഇക്വേഷൻ ഏതാ, ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് എന്ന് ബോണ്ട് എന്താൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുക. അതോടെ നമ്മൾ 3 ഇക്വേഷൻ ഫൈനലൈസ് ചെയ്തു കേട്ടോ.
അതായത് ഇന്നലെ പഠിപ്പിച്ച രണ്ട് ഇക്വേഷൻ ഏതാ? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ, ഒരു റിയാക്ഷൻ തന്നിട്ട് അതിലുള്ള ഓരോന്നിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചോദിക്കുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് ചെയ്താൽ മതി. ഇനി അതിന് പകരം ആ ഒരു റിയാക്ഷൻ തന്നു, അതിൽ ഓരോന്നിൻ്റെയും എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചോദിക്കുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഇനി മൂന്നാമത്തതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരു റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നു, ആ റിയാക്ഷനിലുള്ള ഓരോന്നിൻ്റെയും ബോണ്ട് എൻതാൽപ്പികൾ തന്നിട്ടുണ്ടെങ്കിൽ ഏതാ? റിയാക്റ്റൻറ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പ്രൊഡക്റ്റിൻ്റെ ബോണ്ട് എൻതാൽപ്പി എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. അതാണ് ഇക്വേഷൻ കൊടുത്തത്. ഫോർ എക്സാമ്പിൾ ഇതാണ് ക്വസ്റ്റ്യൻ എന്ന് വിചാരിച്ചോ. അതൊരു ക്വസ്റ്റ്യൻ തന്നു, എന്നിട്ട് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. എന്നിട്ട് അവർ ഡാറ്റ എന്താ തന്നത്? NN ബോണ്ടിൻ്റെ ബോണ്ട് എൻതാൽപ്പി വന്നിട്ടുണ്ട്, HH ബോണ്ടിൻ്റെ ബോണ്ട് എൻതാൽപ്പി വന്നിട്ടുണ്ട്. NH3 എന്താ ബോണ്ടാണ് ഉള്ളത്? NH ബോണ്ടല്ലേ. അപ്പോൾ NH3 NH ബോണ്ടിൻ്റെ എൻതാൽപ്പി തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷനെ യൂസ് ചെയ്യുക? ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് എന്ന് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുക. അവിടെ എത്ര NN ബോണ്ട് ഉണ്ട് N2ൽ? എടാ N2 എന്ന് പറയുമ്പോൾ N ട്രിപ്പിൾ ബോണ്ട് എന്നല്ലേ, അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അതെ, പ്ലസ് H2ൽ എത്ര ബോണ്ടാ? HH സിംഗിൾ ബോണ്ട് അല്ലേ. ഇത് 3 H2 ഇല്ലേ, അപ്പോൾ 3 HH സിംഗിൾ ബോണ്ട് ഉണ്ടാകും. അപ്പോൾ ഇതാണ് റിയാക്റ്റൻ്റ് മൈനസ് പ്രൊഡക്റ്റ്. എടാ പ്രൊഡക്റ്റിൽ ഇവിടെ എത്ര NH ബോണ്ട് ഉണ്ടെന്ന് പറഞ്ഞേ? ഒരു NH3ൽ 3 NH ബോണ്ടില്ലേ, ഒരു NH3ൽ 3 NH ബോണ്ടാ. അപ്പോൾ 2 NH3ൽ 6 NH ബോണ്ട് ഉണ്ടാവും. അപ്പോൾ പ്രൊഡക്റ്റിൽ 6 NH ബോണ്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് -6 × NH ബോണ്ട് എൻതാൽപ്പി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കിട്ടും. ഓക്കെ ആണല്ലോ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ട് മക്കൾ പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻ തരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബോണ്ട് എൻതാൽപ്പി ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും? അവർ തരും. ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ മക്കൾ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ ചെയ്തേ. അതായത് എന്താ തന്നിട്ടുള്ളത്? ദ ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഓഫ് H2Cl2 HCl തന്നിട്ടുണ്ട്. ഇത് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl അല്ല മക്കളെ. ചോദ്യം നോക്കണേ, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl അല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? HCl ഫോം ചെയ്യുന്ന റിയാക്ഷൻ എഴുതി വെക്കണം. എടാ HCl ഫോം ചെയ്യുന്ന റിയാക്ഷൻ പറഞ്ഞേ, ബാലൻസ്ഡ് ആയിട്ടുള്ള പറഞ്ഞേ. ½ H2 ½ Cl2 ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് ആരെ കിട്ടുക? HClനെ കിട്ടുക. ½ H2 ½ Cl2 ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുക? HCl കിട്ടുക. അപ്പോൾ ഈ റിയാക്ഷനിൽ ആരാ മക്കളെ ഫോം ചെയ്യുന്നത്? 1 മോൾ HCl ഫോം ചെയ്യുന്നത്. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻസ് എന്നാണ് ഫോം ചെയ്ത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ആണെന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ തന്ന ഹിൻ്റ് എന്താ? ഇയാളുടെയും ഇയാളുടെയൊക്കെ എന്ത് തന്നിട്ടുണ്ട്? ബോണ്ട് എൻതാൽപ്പികൾ തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് പറഞ്ഞേ. നിങ്ങൾ ഏതാ റിയാക്ഷൻ ചെയ്യുക? അതായത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് അല്ലേ. ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് എന്ന് ബോണ്ട് എൻതാൽപ്പി ഓഫ് എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റ് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് പറഞ്ഞേടാ. ഇവിടെ ½ × H2ൻ്റെ ബോണ്ട് എൻതാൽപ്പി 104 അല്ലേ. അപ്പോൾ ½ × 104 പ്ലസ് ½ × ക്ലോറിൻ്റെ ബോണ്ട് എൻതാൽപ്പി എത്രയാടാ? 58. അപ്പോൾ ഇത് റിയാക്റ്റൻ്റ് കഴിഞ്ഞു. മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് പറഞ്ഞ് HClൻ്റെ ബോണ്ട് എൻതാൽപ്പി എത്ര? ഒരു HCl അല്ലേ, എത്ര? 103 അല്ലേ. അപ്പോൾ -103. ഇത് ചെയ്താൽ എന്താണോ കിട്ടുക അത് മാർക്ക് ചെയ്യുക. 1 ആണെങ്കിൽ 1 മാർക്ക് ചെയ്യുക. തെറ്റിക്കൂലല്ലോ? മനസ്സിലായല്ലോ? അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ HCl ഫോം ചെയ്യുന്ന റിയാക്ഷനാണ് എഴുതി വെക്കുക. എന്നിട്ട് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിച്ചാൽ അതാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl എന്ന് മനസ്സിലാക്കുക. ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? ഇയാളുടെയും ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്. ഇവിടെ ½ H2 അല്ലേ ഉള്ളൂ. അപ്പോൾ ½ × ബോണ്ട് എൻതാൽപ്പി ഓഫ് H2 പ്ലസ് ½ × ബോണ്ട് എൻതാൽപ്പി ഓഫ് Cl2 മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് HCl ചെയ്യുക. എന്താണോ കിട്ടുക അത് മാർക്ക് ചെയ്യുക. നിങ്ങൾ ചെയ്ത് നോക്കൂലേ? ചെയ്ത് നോക്കുക കേട്ടോ, എളുപ്പമാണ്. അപ്പോൾ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇത് എളുപ്പം, അത് നമ്മൾ ആൾറെഡി ഇവിടെ ചെയ്തതാണ്. അതായത് ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ആ സെയിം ചോദ്യമാണ്. അതിൻ്റെ ബോണ്ട് എൻതാൽപ്പികൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ. നോക്കിക്കേ, NN ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്, HH ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്, NH ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം എന്താ? ദ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഓഫ് N2 + 3H2 gives 2NH3. ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് റിയാക്ഷനെ കണ്ടുപിടിക്കാനുള്ളത്. എങ്ങനെ ചെയ്യാം മക്കളെ? ഒന്ന് പറഞ്ഞേ, പറ.
റിയാക്ഷൻ ഞാൻ എഴുതി N2 + 3H2 gives 2NH3 എന്ന് എഴുതി ഓൾറെഡി പറഞ്ഞതാണ്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു എന്താ, ഓരോന്നിൻ്റെയും ബോണ്ട് എൻതാൽപ്പികളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് എന്ന് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ റിയാക്റ്റൻ്റ് ആരാ, NN ബോണ്ട് എൻതാൽപ്പി പ്ലസ് 3 × ബോണ്ട് എൻതാൽപ്പി ഓഫ് HH മൈനസ് 6 × ബോണ്ട് എൻതാൽപ്പി ഓഫ് NH എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പോയിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, -93 ആൻസർ ആയിട്ട് വരും. ഓപ്ഷൻ 1 ആണ് എന്ത് വരിക, ആൻസർ ആയിട്ട് വരിക. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ബോണ്ട് എൻതാൽപ്പിയുടെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. അടുത്ത നമുക്ക് എടുക്കാനുള്ള ടോപ്പിക്കാണ് മക്കളെ എന്ത്, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. എന്ത് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ? എന്താ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ? എൻ്റെ അടുത്തൊരു സിസ്റ്റം ഉണ്ട്, ഒരു CH4 ആണെന്ന് വിചാരിച്ചു. ആ CH4 കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റായിട്ട് മാറുക. ഒരു കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റായിട്ട് മാറുക. അപ്പോൾ CH4 സ്പ്ലിറ്റ് ചെയ്തിട്ട് കാർബണും 4H ആയിട്ട് മാറണം. ഈ സമയത്തുള്ള എൻതാൽപ്പിയെ വിളിക്കുന്ന പേരാണെന്ത്, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. ഒരു മോളിക്യൂൾ അയാൾ ഏത് സ്റ്റേറ്റിലും ആയിക്കോട്ടെ, അയാൾ എന്താവണം അവസാനം, കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റംസ് ആയിട്ട് മാറണം. കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റംസ് ആയിട്ട് മാറണം. ആ സമയത്തുള്ള എൻതാൽപ്പിയെ വിളിക്കുന്ന പേരാ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. മക്കളെ CH ഓരോ ബോണ്ട് പൊട്ടിക്കാനുള്ള എനർജി X, Y, Z, W. ഇവിടുത്തെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്താ, ആവറേജ് എടുക്കണോ? ഇത് ഒരു 4 ബോണ്ടും പൊട്ടാനുള്ള എനർജിയാണ്. 4 ബോണ്ടും പൊട്ടിയിട്ടാണ് C4H ആയിട്ട് മാറുക. അപ്പോൾ ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, X+ ആദ്യം CH4 CH3H ആവും, പിന്നെ CH2H ആവും, പിന്നെ CHH ആവും, പിന്നെ CH ആവും. ഇതെല്ലാം കൂട്ടി നോക്കിക്കേ. ഇതെല്ലാം കൂട്ടി ഇയാളും കട്ട് ചെയ്തു, ഇയാളും കട്ട് ചെയ്തു, ഇയാളും കട്ട് ചെയ്തു. ബാക്കി CH4 ഇവിടെ ഉണ്ട്, ഇവിടെ 4H ഉണ്ട്. കണ്ടില്ലേ, CH4ഉം Cയും 4H ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ആഡ് ചെയ്താൽ പോരെ, അതിൻ്റെ ആവറേജ് എടുക്കണോ? ആവറേജ് എടുക്കണ്ട. അപ്പോൾ X + Y + Z + W ആണ് ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ വരിക. ഇതിൻ്റെ ബോണ്ട് എൻതാൽപ്പി ചോദിക്കുകയാണെങ്കിലോ, ഇതിൻ്റെ ബോണ്ട് എൻതാൽപ്പി പറഞ്ഞേ X + Y + Z + W/4. ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുമ്പം ഒരു CH ബോണ്ട് പൊട്ടാനുള്ളതാ. ഇത് 4 CH ബോണ്ട് പൊട്ടാനുള്ള ടോട്ടൽ എനർജിയാണിത്. അതിൻ്റെ ഒന്നിൻ്റെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിൻ്റെ ആവറേജ് എന്ത് ചെയ്താൽ മതി, എടുത്താൽ മതി. അപ്പോൾ ബോണ്ട് എൻതാൽപ്പിയും എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും ഇതിൻ്റെ ഡിഫറൻസ് ആണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എപ്പോഴാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും ബോണ്ട് എൻതാൽപ്പിയും സെയിം ആയിട്ട് വരിക? ഏതെങ്കിലും കേസിൽ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും ബോണ്ട് എൻതാൽപ്പിയും സെയിം ആയിട്ട് വരും മക്കളെ? പെട്ടെന്ന് പറ. ഏതെങ്കിലും കേസിൽ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും ബോണ്ട് എൻതാൽപ്പിയും സെയിം ആയിട്ട് വരുമെന്നാണ് ചോദ്യം. ഏതെങ്കിലും കേസിൽ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും ബോണ്ട് എൻതാൽപ്പിയും സെയിം ആയിട്ട് വരുമോ? പെട്ടെന്ന് പറ. സെയിം ആയിട്ട് വരുമോ? പറയൂ, എന്താ ഉഷാറില്ലാത്തേ? ഏതെങ്കിലും കേസിൽ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും അതേപോലെ ബോണ്ട് എൻതാൽപ്പിയും സെയിം ആയിട്ട് വരുമെന്നാണ് ചോദ്യം. വരും. ഡൈ അറ്റോമിക് മോളിക്യൂൾസിൻ്റെ കേസിൽ ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന Cl2 ഗ്യാസാന്ന് വിചാരിച്ചോ. Cl2 ഗ്യാസ് പൊട്ടിയിട്ട് എന്തായിട്ട് മാറും, 2 Cl ഗ്യാഷ്യസ് ആറ്റായിട്ട് മാറും. എടാ മക്കളെ, ഇവിടെ ഒറ്റ ബോണ്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ആവറേജും തന്നെ ആയിരിക്കും, സെയിം തന്നെ ആയിരിക്കും. /1 അല്ലേ നമ്മൾ ചെയ്യാൻ പോവുക. അപ്പോൾ ഡൈ അറ്റോമിക് മോളിക്യൂൾ ആണെങ്കിൽ അതും ആ ഡൈ അറ്റോമിക് മോൾ ഏതായിരിക്കണം, ഗ്യാഷ്യസ് സിസ്റ്റം ആയിരിക്കണം കേട്ടോ. എല്ലാ ഡൈ അറ്റോമിക് മോളിക്യൂളിൻ്റെ കേസിലും എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും അതേപോലെ ബോണ്ട് എൻതാൽപ്പി എന്തായിട്ട് വരില്ല, സെയിം ആയിട്ട് വരില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ എടുക്കുന്ന ആൾ നോക്കിക്കേ. ഫോർ എക്സാമ്പിൾ Br2 ലിക്വിഡ് ആണെന്ന് വിചാരിച്ചോ, Br2 ലിക്വിഡ് ആണെന്ന് വിചാരിച്ചോ. ഇതിൻ്റെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും ബോണ്ട് എൻതാൽപ്പി എന്താവില്ല, സെയിം ആവില്ല. കാരണം എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, Br2 എന്നുള്ള ലിക്വിഡ് 2 Br എന്നുള്ള ഗ്യാഷ്യസ് ആറ്റായിട്ട് മാറണം. അതാണ് എന്ത്, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. പക്ഷേ ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ചാൽ Br2 ലിക്വിഡ് ഇയാളായിട്ട് മാറുന്നതല്ല. ആദ്യം Br2 ലിക്വിഡ് എന്തായിട്ട് മാറണം, Br2 ഗ്യാസ് ആയിട്ട് മാറണം. ആ ഗ്യാസ് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ത്, ഇതാണ് ആക്ച്വലി ബോണ്ട് എൻതാൽപ്പി. ബോണ്ട് എൻതാൽപ്പിയുടെ ഡെഫിനിഷനിൽ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗ്യാഷ്യസ് മോളിക്യൂളിൻ്റെ പൊട്ടാനുള്ള എൻതാൽപ്പിയാണ് എന്ത്, ബോണ്ട് എൻതാൽപ്പി. എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്ന് വെച്ചാൽ എന്താ, ഏത് സിസ്റ്റം ആയിക്കോട്ടെ
ആ ഏതൊരു ഗ്യാസ് ആയിക്കോട്ടെ ലിക്വിഡ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അവരവസാനം എന്തായിട്ട് മാറണം, അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റായിട്ട് മാറാനുള്ള എൻതാൽപ്പിയാണ് എന്ത്, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. അപ്പോൾ ഇതാണെന്ത്, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. ഇതെന്താ, എൻതാൽപ്പി ഓഫ് മെൽട്ടിങ് ആ, ലിക്വിഡ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അത് ഇത് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷനാ. ഇതാണെന്ത്, ബോണ്ട് എൻതാൽപ്പി. ഇതാണെന്ത്, ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ ഈക്വൽ ടു ഇതേ പ്ലസ് ഇത് ആഡ് ചെയ്താലേ കിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എടുക്കുന്ന ഡൈ ആറ്റോമിക് ഗ്യാസ് ആണെങ്കിൽ ഓക്കെ, ഇത് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എന്നും പറയാം, ഇത് ബോണ്ട് എൻതാൽപ്പി എന്നും പറയാം. മക്കളെ മനസ്സിലായോ? പറഞ്ഞത് മനസ്സിലായോ? ഡൈ അറ്റോമിക് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഡൈ അറ്റോമിക് ഗ്യാസ് ആയിരിക്കണം. ഡൈ അറ്റോമിക് ഗ്യാഷ്യസ് മോളിക്യൂളിൻ്റെ ബോണ്ട് എൻതാൽപ്പിയും എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും സെയിം ആയിരിക്കും. ഡൈ അറ്റോമിക് ലിക്വിഡ് ആണെങ്കിൽ അയാൾ നോക്കിക്കേ, ആറ്റോമൈസേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ആദ്യം ഗ്യാസ് ആവണം, ആ ഗ്യാസിന് പിന്നെ എന്താവണം, അതിൻ്റെ കറസ്പോണ്ടിങ് ആറ്റായിട്ട് മാറണം. പക്ഷെ ബോണ്ട് എൻതാൽപ്പി എന്ന് വെച്ചാൽ ആൾറെഡി ഗ്യാഷ്യസ് ആറ്റം ഇങ്ങോട്ടുള്ളതാണ്, ഇതാണ് ബോണ്ട് എൻതാൽപ്പി. ഇത് രണ്ടും കൂടി കൂട്ടിയിട്ടാണ് എന്ത് കിട്ടുക, എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ കിട്ടുക. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ലാസ്റ്റ് ടോപ്പിക്കാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. എന്താ മക്കൾ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്ന് വെച്ചാൽ, ഞാനൊരു ആസിഡ് എടുത്തു, ഒരു ബേസ് എടുത്തു. ആസിഡിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആരെ കിട്ടും, H+ന് കിട്ടും. ബേസിൻ്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ആരെ കിട്ടും, OH- കിട്ടും. അങ്ങനെ H+ഉം OH- റിയാക്ട് ചെയ്ത് എനിക്ക് എന്ത് കിട്ടും, 1 മോൾ വാട്ടർ കിട്ടും. അപ്പോൾ 1 മോൾ വാട്ടർ കിട്ടുന്ന സമയത്ത് ഒരു ആസിഡും ഒരു ബേസും ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ നമുക്ക് വാട്ടർ കിട്ടും. ആ ഒരു മോൾ വാട്ടർ കിട്ടുന്ന സമയത്ത് എത്രമാത്രം എനർജി റിലീസ് ചെയ്യുന്നുണ്ട്, അതിനെ വിളിക്കുന്ന പേരാണെന്ത്, എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. അവിടെ ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു വാല്യൂ ഉണ്ട്, എന്ത്, നിങ്ങൾ എടുക്കുന്നത് സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ആണെങ്കിൽ, അത് എല്ലാ സ്ട്രോങ് ആസിഡും അല്ല, 1 മോൾ H+ തരുന്ന സ്ട്രോങ് ആസിഡും 1 മോൾ OH- തരുന്ന സ്ട്രോങ് ബേസും ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താ അവർ കിട്ടുക, 1 മോൾ വാട്ടർ കിട്ടും. അതിൻ്റെ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ എന്തായിരിക്കും, -57.1 കിലോ ജൂൾ പെർ മോൾ ആയിരിക്കും. അല്ലെങ്കിൽ കലോറിലോട്ട് മാറ്റുമ്പോൾ -13.7 കിലോ കലോറി ആയിരിക്കും. ഡൗട്ടൊന്നുമില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട് അവിടെ. അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ ഓക്കെ, ഈ വാല്യൂ ബൈഹാർട്ട് ചെയ്താൽ മതി. പക്ഷേ സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആയ എന്താ പ്രശ്നം മക്കളെ? സ്ട്രോങ് ആസിഡ് നോക്കി പെട്ടെന്ന് എനിക്ക് ആര് കിട്ടും, H+ കിട്ടും. ഞാനൊന്നും ചെയ്യണ്ട, കാരണം അയാൾ സ്ട്രോങ് ആ, കംപ്ലീറ്റ്ലി ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ എത്ര H+ ആണ് അതിൻ്റെ ഉള്ളിൽ ഉള്ളത് അതൊക്കെ എനിക്ക് കിട്ടും. വീക്ക് ബേസ് ഉള്ള പ്രശ്നം എന്താ, വീക്ക് ബേസിന് OH- എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യൂല, കിട്ടൂല. ആദ്യം വീക്ക് ബേസിന് അയോണൈസേഷൻ നടത്തണം. വീക്ക് ബേസ് പൊട്ടിച്ചിട്ട് OH- കിട്ടണം. അപ്പോൾ അത് പൊട്ടിക്കാൻ ഞാൻ അങ്ങോട്ട് എനർജി കുറച്ച് എന്ത് ചെയ്യണം, സപ്ലൈ ചെയ്യണം. അതുകൊണ്ട് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ചോദിക്കുകയാണെങ്കിൽ ആദ്യം വീക്ക് ബേസിനെ പൊട്ടിച്ചിട്ട് OH- കിട്ടണ്ടേ. അപ്പോൾ അതിനൊരു എൻതാൽപ്പി ഉണ്ട്, അതാണ് അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ബേസിന് എഴുതി വെച്ച്. അങ്ങനെ OH- കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, OH- ഇതിൽ നിന്ന് കിട്ടി H+ഉം കമ്പൈൻ ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എത്ര, -57.1. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കുക. ഇനി വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിലോടാ പറ, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിലോ എങ്ങനെ ചെയ്യണ്ടേ? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ചോദിക്കുകയാണെങ്കിൽ സ്ട്രോങ് ബേസിൽ നിന്ന് എനിക്ക് OH- കിട്ടും, ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ വീക്ക് ആസിഡിന് പെട്ടെന്ന് അവർ കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ H+ന് കിട്ടൂല. അപ്പോൾ വീക്ക് ആസിഡിന് ഇത് നടക്കണം, ആദ്യം അയോണൈസേഷൻ നടന്നിട്ട് H+ന് കിട്ടണം. അപ്പോൾ അയാൾ അയോണൈസേഷൻ നടത്തണം, അതുകൊണ്ട് അങ്ങോട്ട് എനർജി സപ്ലൈ ചെയ്യണം. അപ്പം എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ആസിഡിൻ്റെ ഒരു വാല്യൂ ഉണ്ടാകും. അതേ നടന്നു കഴിഞ്ഞാൽ പിന്നെ H+ കിട്ടി, സ്ട്രോങ് ബേസിന് OH- കിട്ടി. അവർ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജിയാണ് എന്ത്, -57.1. നമ്മൾ രണ്ടും വീക്ക് ആസിഡ് ആണെങ്കിലോ, രണ്ടും വീക്ക് ആസിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് H+ന് കിട്ടൂല. അപ്പോൾ ഇയാൾ അയോണൈസ് ചെയ്യണം, അപ്പോൾ അതിനൊരു എനർജി വേണം. അപ്പോൾ അയോണൈസേഷൻ ഓഫ് വീക്ക് ആസിഡ്. OH- കിട്ടൂല, കാരണം ഇയാൾ അയോണൈസ് ചെയ്താലേ കിട്ടുള്ളൂ. അതുകൊണ്ട് അയാൾ അയോണൈസ് ചെയ്യാൻ അയോണൈസേഷൻ ഓഫ് വീക്ക് ബേസ്. അങ്ങനെ രണ്ടാൾ അയോണൈസ് ചെയ്തപ്പോൾ H+ഉം കിട്ടി, OH- കിട്ടി. ഇവർക്ക് ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എത്ര, -57.1. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് അതിനെ കൂടെ -57.1 കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. ഡൗട്ട് ഉണ്ടോ? ഇത് ഞാൻ പറയാം, ഒന്ന് വെയിറ്റ് ചെയ്യും. അപ്പോൾ അത്രയും കാര്യം ഡൗട്ട് ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അസറ്റിക് ആസിഡ് വീക്ക് ആസിഡ് ആട്ടോ. ദ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ്, അതായത് വീക്ക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡ് എന്താ, സ്ട്രോങ് ബേസാണ്. അപ്പോൾ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ആണ് ചോദ്യം.
വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആണ് ചോദ്യം. നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ഈക്വൽ ടു, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അയോണൈസ് ചെയ്യണം. ആരെ? വീക്ക് ആസിഡിനെ. അപ്പോൾ ഇക്വേഷൻ എന്ത് എഴുതി വെക്കുക എന്ന് പറഞ്ഞേ? അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ആസിഡ്. എനിക്കറിയില്ല. അങ്ങനെ വീക്ക് ആസിഡ് അയോണൈസേഷൻ നടന്നാൽ H+ കിട്ടി. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആൾറെഡി ആൾ നടക്കും, ഞാനൊന്നും ചെയ്യണ്ട. അപ്പോൾ OH- ഇവിടെ കിട്ടും. ഇവർക്ക് ന്യൂട്രലൈസേഷൻ നടക്കുമ്പോൾ റിലീസ് ചെയ്യുന്ന എനർജി എത്ര? -57.1. ഓക്കെ, ക്വസ്റ്റ്യൻ എന്ത് തന്നിട്ടുണ്ട്? എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് തന്നിട്ടുണ്ട്. എത്ര? -55.2 ഈക്വൽ ടു അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ആസിഡ് എനിക്ക് അറിയൂല, -57.1. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. കണ്ടല്ലേ? വാട്ട് ഈസ് എൻതാൽപ്പി ഓഫ് അയോണൈസേഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആണ് ചോദ്യം. അപ്പോൾ അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് വീക്ക് ആസിഡ് ഈക്വൽ ടു, അത് ഇവിടെ അയാൾ ഇവിടെ വെക്കുക, ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ എന്ത് കിട്ടും? -55.2 + 57.1 കിട്ടും. ഇത് ചെയ്താൽ എന്താ കിട്ടുക ആൻസർ? ഓപ്ഷൻ 2 എന്തായിട്ട് വരും? ആൻസർ ആയിട്ട് വരും. അതുകൊണ്ടാണ് ഈ ഇക്വേഷൻ നിങ്ങളോട് ഇവിടെ ബൈഹാർട്ട് ചെയ്യേണ്ട, മനസ്സിലാക്കി പഠിക്കാൻ പറഞ്ഞത്. അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ആണ് ഈ വാല്യൂ. ഇവിടെ അയോണൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അയാൾ സ്ട്രോങ് അല്ലേ, അയാൾ തന്നെ സ്വന്തമായിട്ട് സെൽഫ് അയോണൈസേഷൻ നടക്കും. പക്ഷേ വീക്ക് കോമ്പണൻ്റ് ആകുമ്പോൾ അതിനെന്ത് ചെയ്യണം? അയോണൈസ് ചെയ്യണം നമ്മൾ. അപ്പോൾ അയോണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു എൻതാൽപ്പി കൊടുക്കണം. ഓക്കെ, അങ്ങനെ ആ കൺസെപ്റ്റ് എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഒന്ന് റിപ്ലൈ കൊണ്ടാ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. ഇനി ഇതിൻ്റെ ആൻസർ പറഞ്ഞേ. എൻ്റെ അടുത്ത് 1 മോൾ NaOH ഉണ്ട്, 1 മോൾ HCl ഉണ്ട്. ഒന്ന് ആൻസർ പറഞ്ഞോണ്ടാ. 1 മോൾ NaOHും 1 മോൾ HClൻ്റെയും എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ പറഞ്ഞേ. 1 മോൾ NaOHൽ 1 മോൾ OH മൈനസാണ്. 1 മോൾ H+ലോ 1 മോൾ HCl1 മോൾ H+. അപ്പോൾ ഇവിടെ 1 മോൾ OH മൈനസിനും 1 മോൾ H+നാണ് ന്യൂട്രലൈസേഷൻ നടക്കുന്നത്. അതുകൊണ്ട് 1 മോൾ H2 കിട്ടുന്നുള്ളൂ. അതിൻ്റെ വാല്യൂ നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുണ്ട്, -57.1 kJ/mol. ഡൗട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേടാ. ഇവിടെ 2 മോൾ NaOH ഉണ്ട്, 1 മോൾ HCl ഉള്ളൂ. 2 മോൾ NaOHൽ ഓക്കെ 2 OH- ഉണ്ട്, 1 മോൾ HCl 1 മോൾ H+ ഉള്ളൂ. അപ്പോൾ ന്യൂട്രലൈസേഷൻ നടക്കലാർക്കാ? എടാ, ഒരു H+ന് 1 OH- പോരെ. അപ്പോൾ ഇവിടെ 1 OH- അവിടെ ലെഫ്റ്റ് ചെയ്യും, അയാൾക്കൊന്നും നടക്കൂല. ഇതിൻ്റെ ഉള്ളിലുള്ള 1 H+നും ഇതിൻ്റെ ഉള്ളിലുള്ള 2 OH- 1 OH- ഇവിടെ നടക്കുള്ളൂ. അപ്പോൾ ഇവിടെയും നമുക്ക് എന്താ കിട്ടുള്ളൂ? 1 മോൾ വാട്ടറേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൻ്റെയും ആൻസർ എന്താ വരിക? -57.1 kJ/mol കിട്ടുക. ഇതിൻ്റെ ആൻസർ എന്താ വരിക? ഇതിൻ്റെ ആൻസർ നിങ്ങളിത് ആസിഡിൻ്റെ നമ്പർ നോക്കിയിട്ടല്ല ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് കേട്ടോ. 1 മോൾ വാട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തുള്ള എനർജിയാണ് -57.1. അങ്ങനെ പഠിക്കണ്ടേ? അവിടെ 2 മോൾ NaOH ഉണ്ടല്ലോ. 2 മോൾ NaOHൽ എത്ര OH- ഉണ്ട്? 2 OH-. 1 മോൾ H2SO4 എത്ര H+ ഉണ്ട്? 2 മോൾ H+ ഉണ്ട്. 2 മോൾ H+ ന്യൂട്രലൈസ് ചെയ്യാൻ 2 മോൾ OH- ഇല്ലേ? അവിടെ എത്ര മോൾ വാട്ടർ കിട്ടും? 2 മോൾ വാട്ടർ കിട്ടും. മക്കളെ, 1 മോൾ വാട്ടർ കിട്ടുമ്പോഴാണ് -57.1. അപ്പോൾ 2 മോൾ വാട്ടർ കിട്ടുമ്പോഴോ -57.1 × 2 ചെയ്യണം. -57.1 × 2 ചെയ്യണം. ഇവിടെ 1 മോൾ H+, 2 മോൾ OH- ഉണ്ടായിട്ട് കാര്യമില്ല. 1 മോൾ H+ന് 1 മോൾ OH- മതി. അപ്പോൾ 1 മോൾ വാട്ടറേ കിട്ടുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? മക്കൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. അതോടെ തിയറി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം കവർ ചെയ്തിട്ടുണ്ടേ. നമ്മൾ ഇന്നലെ തൊട്ട് 1 ഷോട്ട് സീരീസ് ഫസ്റ്റ് തൊട്ടില്ല, തെർമോഡൈനാമിക്സ് എന്താന്ന് തൊട്ട് ലാസ്റ്റ് വരെ കവർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? തിയറി പോയിട്ടൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് മതി. ആ കണ്ടതിന് ഏകദേശം തെർമോഡൈനാമിക്സിൻ്റെ ഏകദേശം ടോപ്പിക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാകും? അത് കഴിഞ്ഞിട്ടുണ്ടാകും. അതും ഒന്ന് കണ്ടു നോക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനിലോട്ട് വരാം. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് വരാം. ഇനി നമുക്ക് തിയറി ഒന്നും പറയാനൊന്നുമില്ല, ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം കേട്ടോ. മക്കളെ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. ഒരു റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം എന്താ? ഫ്രം ദീസ് ഡാറ്റ ഹീറ്റ് ഓഫ് ചേഞ്ച് ഓഫ് റിയാക്ഷൻ അറ്റ്. നല്ല ക്വസ്റ്റ്യനാണ്. അതായത് ഇത് പണ്ടത് നിങ്ങൾ DPP ഉള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്, നല്ല ക്വസ്റ്റ്യൻ. അതുകൊണ്ട് വീണ്ടും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഹീറ്റ് ചേഞ്ച് ഓഫ് റിയാക്ഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് വോളി എന്നല്ലേ? അതായത് അവരെന്താ ചോദിച്ചത്? QV ആണ് ചോദിച്ചത്. QV മീൻസ് അതിൻ്റെ അർത്ഥം എന്താ? ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളി എന്താന്ന് പറഞ്ഞേ മക്കളെ? ഒരാളെങ്കിലും ഒന്ന് പറഞ്ഞേ. QV = എന്താ? അത് നമ്മൾ ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാ. QPയും QVയും. ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിന് പറയുന്ന പേരെന്താ? ΔU. QP ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറിന് പറയുന്ന പേരെന്താ? എൻതാൽപ്പി, ΔH.
ബട്ട് രണ്ട് ഇക്വേഷൻ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചതാണ്. ക്യു വി ഈക്വൽ ടു ഡെൽറ്റ യു ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി, ക്യു പി ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി. ഒരു മിനിറ്റ്, ക്യൂ പഠിച്ചതല്ലേ? ഡെൽറ്റ യു സീക്വൽ ടു ക്യു വി സീക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ക്യു പി സീക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി. അപ്പോൾ അവർ ചോദിച്ചു നോക്കിക്കുക, ഹീറ്റ് ചേഞ്ച് ആയിട്ട് കോൺസ്റ്റൻറ്റ് വോളിയ ക്യു വി ആണ് ചോദ്യം, അതായത് ഡെൽറ്റ യു ആണ് ചോദ്യം. ഏത് ഇക്വേഷനെ യൂസ് ചെയ്യാം? ഒരു റിയാക്ഷൻ തന്നിട്ട് ഡെൽറ്റ യു ചോദിക്കുകയാണെങ്കിൽ, പറ മക്കളെ, ഈ ഒരു റിയാക്ഷൻ നിങ്ങൾക്ക് തന്നിട്ട് ഡെൽറ്റ യു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പഠിപ്പിച്ച റിയാക്ഷൻ ഉണ്ട്, എന്താ? ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അപ്പോൾ നമ്മൾ നോക്കിക്കേ, അപ്പോൾ ഡെൽറ്റ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കണം. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ തന്നിട്ടില്ല, അപ്പോൾ ആദ്യം നിങ്ങൾ എൻതാൽപ്പി കണ്ടുപിടിക്കണം. മക്കൾ ഈ ക്വസ്റ്റ്യനിലൊക്കെ എന്താ ഈ ഡാറ്റ നോക്കിക്കേ, എന്താ തന്നിട്ടുള്ളത്? ഇത് NaClൻ്റെ ഫോർമേഷനാണെന്ന് പറഞ്ഞൂടെ? കാരണം ഒരു മോൾ NaCl ഫോം ചെയ്തത്, അതിൻ്റെ കോൺസ്റ്റൻറ്റ് എലമെൻറ്റ്സ് സോഡിയവും ആണ് ക്ലോറിനും ആണ്. അപ്പോൾ ഒരു മോൾ NaCl ഫോം ചെയ്യുമ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് എന്ത്? ആക്ച്വലി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NaCl. ഇവിടെ ഒരു മോൾ H2SO4 ഫോം ചെയ്തത്, അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്നാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഈ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2SO4. ഇവിടെ Na2SO4ൻ്റെ ഈ റിയാക്ഷൻ എന്ന് വെച്ചാൽ അവിടെ ഒരു മോൾ Na2SO4 ഫോം ചെയ്തത്, അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്നാണ്, കോൺസ്റ്റിറ്റ്യൂൻ്റ് എലമെൻറ്റ്സ് എന്നാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് Na2SO4ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. ഇവിടെ ഒരു മോൾ HCl ഫോം ചെയ്തത്, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂൻ്റ് എലമെൻറ്റ്സ് എന്നാണ് ഫോം ചെയ്തത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് ആക്ച്വലി HClൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അപ്പോൾ ഇതിലുള്ള എല്ലാത്തിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിച്ചൂടെ? എടാ, നിങ്ങൾ ഒരു റിയാക്ഷനിലുള്ള എല്ലാത്തിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി എങ്ങനെ കണ്ടുപിടിക്കുക? പറ. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന. കമ്പഷൻ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ റിയാക്റ്റിന് മൈനസ് പ്രൊഡക്റ്റ് ആണ്. ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ടെങ്കിൽ റിയാക്റ്റിന് മൈനസ് പ്രൊഡക്റ്റ് ആണ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? 2 ഇൻറ്റു ബോണ്ട് എൻതാൽപ്പി, 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് HCl, അതായത് ഈ ഒരു വാല്യൂ ചെയ്ത്, പ്ലസ് Na2SO4ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഈ വാല്യൂ ചെയ്ത്, അപ്പം പ്രൊഡക്റ്റ് കഴിഞ്ഞു, മൈനസ് റിയാക്റ്റൻ്റ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് NaCl, അതിൻ്റെ ഇൻറ്റു 2 വേണം, കാരണം ഇവിടെ 2 ഉണ്ട്. പിന്നെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2SO4 ചെയ്ത്, അതാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ എഴുതി വെച്ചാൽ എന്ത് കിട്ടും? 67 കിലോ ജൂൾ കിട്ടും. കിലോ ജൂളോട്ടൊക്കെ മാറ്റുമ്പോൾ അവസാനം ചെയ്ത് നോക്കിയാൽ 67 കിലോ ജൂൾ കിട്ടും. പക്ഷെ ആരും ഇങ്ങോട്ട് ഡെൽറ്റ എച്ച് ചോദിച്ചിട്ടില്ല. ചോദ്യം എന്താ? ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയാണ് ചോദ്യം, അതായത് ക്യു വി ആണ് ചോദ്യം. ക്യു വി ആണെന്ത്? ഡെൽറ്റ യു. അപ്പോൾ ഡെൽറ്റ യു ആണ് ചോദ്യം. അപ്പോൾ ഞാൻ ഡെൽറ്റ എച്ച് കണ്ടുപിടിച്ചു. ഡെൽറ്റ എച്ച് കണ്ടുപിടിച്ചാൽ പിന്നെ ഡെൽറ്റ യുവിൻ്റെ ഇക്വേഷൻ നമുക്കറിയാലോ, ഡെൽറ്റ എച്ച് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ എൻ ജി ആർ ടി. അപ്പോൾ ഡെൽറ്റ യു ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഡെൽറ്റ യു അവിടെ വെക്കുക, ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്ന് എഴുതി. ഡെൽറ്റ എച്ച് ഞാൻ എന്ത് ചെയ്തു? ഇതിലൂടെ കണ്ടുപിടിച്ചു, 67 ആണ്. ഡെൽറ്റ എൻ ജി എന്താ? ഈ റിയാക്ഷൻ നിങ്ങൾ നോക്കുക. ഈ റിയാക്ഷൻ്റെ പ്രൊഡക്റ്റിൽ 2 മോൾ ഗ്യാസാണ്, റിയാക്റ്റൻസിൽ 1 മോൾ ഗ്യാസ് ഇല്ല. അതുകൊണ്ട് 2 മൈനസ് 0. അപ്പോൾ ഡെൽറ്റ എൻ ജി എന്താ? 2 കിട്ടി. ഡെൽറ്റ എൻ ജിക്ക് എന്ത് കൊടുത്തു? 2 എന്ന് കൊടുത്തു. ആറിൻ്റെ വാല്യൂ എന്താ? കിലോ ജൂളോട്ട് മാറ്റുമ്പം 8.314 ജൂളാണ്. കിലോ ജൂളോട്ട് മാറ്റുമ്പം ഇൻറ്റു 10⁻³ ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസാണ്. കെൽവിലോട്ട് മാറ്റുമ്പോൾ 273 ആഡ് ചെയ്യുക, 300 കിട്ടി. ഇതെല്ലാം ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? 62 ആണ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ 62 എന്നുള്ള ഓപ്ഷൻ പോയിട്ട് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ, പ്രാക്ടീസ് ചെയ്ത് പഠിക്കണേ. പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം കേട്ടോ, തെറ്റിക്കരുത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് നോക്കി വെക്കുക. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കിക്കേടാ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് SS ലോ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. SS ലോ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2SO4 ആ ചോദ്യം. അപ്പോൾ നിങ്ങൾ H2SO4 ഉണ്ടാകുന്ന റിയാക്ഷൻ എഴുതി വെക്ക്. 2 H, അതായത് ഒരു H2 വേണം, ഒരു സൾഫർ വേണം, പിന്നെ 2 O2 വേണം. ഇതാണ് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ്. ഇവരെല്ലാം റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? H2SO4 കിട്ടുക. ഓക്കെ അല്ലേ? അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് ആക്ച്വലി എന്ത്? ഈ റിയാക്ഷനിൽ ആരാ ഫോം ചെയ്തേ? H2SO4 ഫോം ചെയ്തേ. എവിടുന്നെങ്കിലും ഒന്ന് ഫോം ചെയ്താൽ പോരാ കേട്ടോ, അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ഒന്ന് ഫോം ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് നിന്നാണ് ഒരു മോൾ H2SO4 ഫോം ചെയ്തത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി തന്നെയാണ് എന്ത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2SO4. ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ അവർ കുറേ റിയാക്ഷൻ്റെ എൻതാൽപ്പി തന്നിട്ടുണ്ട്.
നമ്മൾ ഹെസ്സസ് ലോ ഫോളോ ചെയ്യാം. ഹെസ്സസ് ലോ ചെയ്യാൻ പോകുക കേട്ടോ, ശ്രദ്ധിച്ചിരുന്നോ? ഇങ്ങനെ ഹെസ്സസ് ലോ ഫോളോ ചെയ്യല്ലേ, ഈ 4 റിയാക്ഷൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ഈ ഒരു റിയാക്ഷനിലോട്ട് മാറ്റി, ഈ 4 റിയാക്ഷൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഈ ഒരു റിയാക്ഷനിലോട്ട് മാറ്റി ചെയ്ത് ഈ 4 റിയാക്ഷൻ എന്ത് ചെയ്താലും മക്കളെ ഇയാൾ കിട്ടുക. അതിന് ഷോർട്ട് കട്ടായിട്ട് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് മക്കളെ. ഹൈഡ്രജൻ നമുക്ക് എവിടെ വേണ്ടത്? റിയാക്റ്റൻസ് സൈഡിലാണ്. ഇവിടെ ഹൈഡ്രജൻ എവിടെ ഉള്ളത്? റിയാക്റ്റൻസ് സൈഡിലാണ്. അപ്പോൾ ഇയാളൊന്നും ചെയ്യേണ്ട, ഇയാളുടെ വാല്യൂ അങ്ങനെ തന്നെ എഴുതി വെക്കുക. ഇയാളുടെ വാല്യൂ എന്താ? -287.3. ഓക്കെ. സൾഫർ നമുക്ക് എവിടെ വേണ്ടത്? റിയാക്റ്റൻസ് സൈഡിലാണ്. സൾഫർ ഉള്ള റിയാക്ഷൻ ഏതാ അതിൽ? ഈ റിയാക്ഷനാണ്. ഈ റിയാക്ഷനിൽ സൾഫർ എവിടെ ഉള്ളതും? റിയാക്റ്റൻസ് സൈഡിലാണ്. വേണ്ടതും റിയാക്റ്റൻസ് സൈഡിലാണ്. അപ്പോൾ ഇയാൾ തല തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല, അയാൾ അങ്ങനെ തന്നെ എഴുതി വെക്കുക. അതായത് -298.2. അടുത്തത് O2 അവിടെ നിൽക്കട്ടെ. H2SO4 നമുക്ക് എവിടെ വേണ്ടത്? പ്രൊഡക്റ്റ് സൈഡിലാണ് വേണ്ടത്. H2SO4 ഉള്ള റിയാക്ഷൻ നോക്കിക്കേ, ഇവിടെ ഈ റിയാക്ഷനിലാണ് H2SO4 ഉള്ളത്. അത് എവിടെയുള്ളത്? പ്രൊഡക്റ്റ് സൈഡിലാണുള്ളത്, പ്രൊഡക്റ്റിലാണ് വേണ്ടതും. അപ്പോൾ അയാളെ തല തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ×2 ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ റിയാക്ഷനെ വേണ്ട, ഒരു H2SO4 മതി. ഇവിടെയും ഒരു H2SO4 ഉള്ളൂ. അപ്പോൾ ഇതിനിങ്ങനെ തന്നെ എഴുതി വെക്കുക, -130.2. ഓക്കെ. നമുക്കിവിടെ എത്ര O2 വേണം മക്കളെ? 2 O2 വേണം അല്ലേ? അതായത് ഇവിടെ ഒരു ഹാഫ് O2 ഉണ്ട്, ഇവിടെ ഒരു ഹാഫ് O2 ഉണ്ട്, ഇവിടെ ഒരു ഫുൾ O2 ഉണ്ട്. അപ്പോൾ ഹാഫ് O2 ഒരു O2 ആഡ് ചെയ്ത് എന്താ കിട്ടുക? 2 O2 ആ കിട്ടുക. അപ്പോൾ O2 ഉള്ള റിയാക്ഷൻ, അതായത് നമ്മൾ ഇനി ആഡ് ചെയ്യാനുള്ള റിയാക്ഷൻ ഏതാ? ഈ ഹാഫ് O2 കൂടിയും വേണം. അതായത് ഈ -98.7 കൂടി നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ഈ റിയാക്ഷൻ മൊത്തം ആഡ് ചെയ്താലേ ഈ റിയാക്ഷൻ കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം എന്താ? ഇത് രണ്ടും കട്ട് ചെയ്ത് പോകും. ഈ SO2 കട്ട് ചെയ്ത് പോയി, ഈ SO3 കട്ട് ചെയ്ത് പോയി, ഈ H2O എന്ത് ചെയ്ത് പോയി? കട്ട് ചെയ്ത് പോയി. അങ്ങനെ നമുക്ക് എന്താ കിട്ടുക? ഒരു എസ്സും 2 O2ഉം ഒരു H2ഉം ബാക്കിയുടെ H2SO4 കിട്ടും. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്താലാണ് H2SO4 കിട്ടുക. അപ്പോൾ SS എന്താ? നമ്മളിതെല്ലാം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതെല്ലാം ആഡ് ചെയ്താൽ എന്താണ് കിട്ടുക? അത് പോയിട്ട് മാർക്ക് ചെയ്യുക. ഇതെല്ലാം ആഡ് ചെയ്താൽ എന്താണ് ആൻസർ കിട്ടുക? അത് പോയിട്ട് എന്ത് ചെയ്താൽ മതി? മാർക്ക് ചെയ്താൽ മതി. അതായത് ആൻസർ എന്താ വരിക? ഓപ്ഷൻ 1 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. SS വെച്ചിട്ടാണ് ഈ ക്വസ്റ്റൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് C2H4 കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ദ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4 ആ ചോദ്യം. അതായത് ഈ C2H4ൻ്റെ കമ്പഷൻ്റെ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇയാളുടെ കമ്പഷൻ റിയാക്ഷൻ എഴുതി വെക്കുക. നിങ്ങൾക്ക് അറിയാലോ, ഒരു ഹൈഡ്രോ കാർബണിൻ്റെ കമ്പഷൻ്റെ ഫോർമുല CXHY + X + Y/4 O2 gives XCO2 + Y/2 H2O ഫോർമാറ്റിൽ എഴുതിയാൽ നമുക്ക് കൂളായിട്ട് ബാലൻസ് ചെയ്യാം. അപ്പോൾ അപ്പോൾ C2H4ൻ്റെ കമ്പഷൻ്റെ ബാലൻസ്ഡ് ഫോർമുലയാണിത്. അങ്ങനെ എഴുതി വെച്ചു. നമുക്ക് ഈ റിയാക്ഷനിൽ ഇയാൾക്ക് എന്താ നടക്കുന്നത്? കമ്പഷനാണ് നടക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് കമ്പഷൻ നടന്നത് കൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി എന്താണോ അതാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H4. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിച്ചാൽ മതി. ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ഇതിലുള്ള ഓരോന്നിൻ്റെയും എന്ത് തന്നിട്ടുണ്ട് നോക്കിക്കേ? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. മക്കളെ O2ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തരേണ്ട ആവശ്യമില്ല. കാരണം എന്താ? O2 സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആണെങ്കിൽ അയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആണ്. അതുകൊണ്ട് ഇയാൾ തരേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഏത് ഇക്വേഷനാ? എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ = എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻറ്റ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്നിട്ടുണ്ട്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുള്ളത് ×2 ചെയ്യാം. കാരണം ഇവിടെ 2 കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. വാട്ടറിൻ്റെ തന്നിട്ടുണ്ട്, അതേ ×2 ചെയ്യാം. അപ്പോൾ പ്രൊഡക്റ്റ് കഴിഞ്ഞു. മൈനസ് റിയാക്റ്റൻറ്റ് മൈനസ് ഇയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നിട്ടുണ്ട്. അതെന്ത് ചെയ്യുക? എഴുതി വെക്കുക. O2ൻ്റെ എന്താ? 0. അതുകൊണ്ട് O2ൻ്റെ 0 എന്ന് എഴുതി വെക്കുക. ഇതെല്ലാം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പോയിട്ട് വർക്കൗട്ട് ചെയ്യുക. വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഓപ്ഷൻ 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ 2 ആൻസർ ആയിട്ട് വരും. നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. പ്രാക്ടീസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. 3 റിയാക്ഷൻ തന്നിട്ടുണ്ടേ. 3 റിയാക്ഷൻ നിങ്ങളെ കയ്യിൽ തന്നിട്ടുണ്ട്. ഒരു ചോദ്യം എന്താണെന്ന് അറിയോ? ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് CS2 ആണ് ചോദ്യം. ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് CS2 ആണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? CS2 ഫോം ചെയ്യുന്ന ബേസിക് റിയാക്ഷൻ എഴുതി വെക്കുക. CS2 എങ്ങനെ ഫോം ചെയ്യുക? കാർബണിലോട്ട് 2 സൾഫർ വരുമ്പോഴാണ് എനിക്ക് എന്താ കിട്ടുക? CS2 കിട്ടുക. അപ്പോൾ ആക്ച്വലി നിങ്ങൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ റിയാക്ഷനിൽ CS2 ഫോം ചെയ്തത്, അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്നാണ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഇയാളുടെ എൻതാൽപ്പി കണ്ടുപിടിച്ചാൽ മതിടാ. ഇതിൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താ ഹിൻ്റ് എന്താന്ന് പറഞ്ഞേ?
ക്വസ്റ്റ്യനിൽ ഈ എൻതാൽപ്പി എന്താന്ന് പറഞ്ഞുതരുമോ? ഈ എൻതാൽപ്പികളൊക്കെ ഇത് കാർബണിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ അല്ലടാ, കാരണം ഇവിടെ കാർബൺ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നല്ലേ. അപ്പോൾ ഈ എൻതാൽപ്പി ആക്ച്വലി എന്താ? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ ആണെന്ന് പറഞ്ഞൂടെ. ഇത് സൾഫർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യല്ലേ, അപ്പോൾ ഈ എൻതാൽപ്പി ആക്ച്വലി എന്താ? സൾഫറിൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആണെന്ന് പറഞ്ഞൂടെ. ഇത് നോക്കിക്കേ, CS2 ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യല്ലേ, അപ്പോൾ ഈ എൻതാൽപ്പി ആക്ച്വലി എന്താ? CS2യുടെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ആണെന്ന് പറഞ്ഞൂടെ. പറയാം. അപ്പോൾ ആക്ച്വലി അവർ തന്നതായ വാല്യൂ ഒക്കെ എന്താ? ഈ കാർബണിൻ്റെത്, അതേപോലെ സൾഫറിൻ്റെത്, അതേപോലെ CS2ൻ്റെ ഒക്കെ എൻതാൽപ്പി ഓഫ് കമ്പഷനാണ് ഇതിലൂടെ ഇൻഡയറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CS2. അപ്പോൾ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ ഇതിലുള്ള ഓരോന്നിൻ്റെയും എൻതാൽപ്പി ഓഫ് കമ്പഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ക്വസ്റ്റ്യനിൽ തന്നാൽ എങ്ങനെയാണ് മക്കളെ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കുക? ഒന്ന് പറ. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ്, അതായത് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ പ്ലസ് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് സൾഫർ റിയാക്റ്റൻ്റ് കഴിഞ്ഞു, മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് എന്ത്? പ്രൊഡക്റ്റ്, അതായത് CS2. എല്ലാം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, പോയിട്ട് ചെയ്യുക. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ എത്രയാടാ? -395 പ്ലസ് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് സൾഫർ എത്ര? -295. അപ്പം -295 റിയാക്റ്റൻ്റ് കഴിഞ്ഞു, മൈനസ് പ്രൊഡക്റ്റ്. എടാ പ്രൊഡക്റ്റ് ആരാ? CS2 അല്ലേ. CS2ൻ്റെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ നോക്കിക്കേ, -110 -110. ഇത് ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. മനസ്സിലായോ? വല്ല പണിയുണ്ടോ? അത് ഓക്കെ അല്ലേ? പെട്ടെന്ന് റിപ്ലൈ കൊണ്ടാ. ഓക്കെ അല്ലേ മക്കളെ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ഫൈൻഡ് ഔട്ട് ദി ഹീറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് SO2 ആണ് ചോദ്യം. SO2ൻ്റെ ഹീറ്റ് ഓഫ് ഫോർമേഷൻ ആണ് ചോദ്യം. SO2 ഉണ്ടാകുന്ന റിയാക്ഷൻ എഴുതി വെക്ക്. സൾഫർ പ്ലസ് O2 ഗിവ്സ് SO2. ഡൗട്ടൊന്നുമില്ലല്ലോ. എടാ ഇതിൻ്റെ എൻതാൽപ്പി നോക്കിക്കേ, പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടിയെന്നല്ലേ. എടാ പ്രൊഡക്റ്റിൻ്റെ കൂടെ പ്രൊഡക്റ്റിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്യാൻ മീൻസ് ആക്ച്വലി ഇതെന്താ? +2x എന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ΔH = -2x. പ്രൊഡക്റ്റിൻ്റെ കൂടെ +y എന്ന് എഴുതി വെച്ചാൽ അത് എൻഡോതെർമിക്കാന്ന് മക്കൾ വിചാരിക്കരുത് കേട്ടോ. ഇവിടെ ΔH = +y ആണെങ്കിൽ ഓക്കെ എൻഡോതെർമിക്ക. ഇതങ്ങനെ എല്ലാവരും എഴുതി തന്നത്. പ്രൊഡക്റ്റിൻ്റെ കൂടെ y എന്ന് എഴുതി തന്നെ. പ്രൊഡക്റ്റിൻ്റെ കൂടെ എനർജി വന്നിട്ടുണ്ട്, എനർജി റിലീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ +y ആക്ച്വലി ΔH എഴുതുമ്പോൾ എന്താ എഴുതി വെക്കേണ്ടത്? -y ആയിട്ടാണ് എഴുതി വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ΔH ആക്ച്വലി -2x. ഇതിൻ്റെ ΔH എന്താ? -y. റിയാക്റ്റൻസിൻ്റെ കൂടെ +y ആണെങ്കിൽ അത് എൻഡോതെർമിക്കും, പ്രൊഡക്റ്റിൻ്റെ കൂടെ +x ഒക്കെ ആണെങ്കിൽ അതെന്താ? എക്സോതെർമിക്കും. അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് പറയണം. ΔH = +2x ആണെങ്കിൽ ഓക്കെ എൻഡോതെർമിക്ക, ΔH = -2x ആണെങ്കിൽ എക്സോതെർമിക്ക. ഓക്കെ. പക്ഷേ ഇവിടെ അങ്ങനെ ΔH സെപ്പറേറ്റ് എഴുതി തന്നതല്ല, പ്രൊഡക്റ്റിൻ്റെ കൂടെ +2x എഴുതിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം പ്രൊഡക്റ്റിൻ്റെ കൂടെ എനർജി റിലീസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. അവിടെ ആക്ച്വലി ΔH എന്താ? -2x. ഇവിടെ +y ആണെങ്കിൽ ΔH എന്താ? -y. പ്രശ്നമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. മക്കൾ നോക്കിക്കേ, ഈ രണ്ട് റിയാക്ഷനെ എന്ത് ചെയ്താലാണ് ഈ റിയാക്ഷനിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് സൾഫർ എവിടെ വേണ്ടത്? റിയാക്റ്റൻസ് സൈഡിൽ. സൾഫർ എവിടെ വേണ്ടത്? റിയാക്റ്റൻസ് സൈഡില. സൾഫർ എവിടെ ഉള്ളത്? റിയാക്റ്റൻസ് സൈഡില. പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമുണ്ടോ മക്കളെ? സൾഫർ എവിടെയാണ് ഉള്ളത്? റിയാക്റ്റൻസ് സൈഡില. സൾഫർ വേണ്ടത് എവിടെ? റിയാക്റ്റൻസ് സൈഡില. അപ്പോൾ അയാൾ അങ്ങനെ തന്നെ എഴുതി വെക്കുക, അതായത് -2x എന്ന് എഴുതി വെക്കുക. -2x എന്ന് എഴുതി വെക്കുക. ഓക്കെ. അടുത്തത് നമുക്ക് SO2 എവിടെ വേണ്ടത്? SO2 എവിടെയാണ് വേണ്ടത്? SO2 പറയൂ. SO2 നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റ് സൈഡിലാണ്. പക്ഷേ SO2 ഉള്ള റിയാക്ഷൻ ഏതാ? ഈ റിയാക്ഷനാണ്. അവിടെ അയാൾ ഇവിടെ റിയാക്റ്റൻസ് സൈഡിലാണ്. അപ്പോൾ ഈ റിയാക്ഷനെ തല തിരിച്ചിടേണ്ടി വരും എന്തായാലും. കാരണം നമുക്ക് വേണ്ടത് പ്രൊഡക്റ്റില്ല, ഇവിടെ ഉള്ളത് റിയാക്റ്റൻറ്റില്ല. അതുകൊണ്ട് അയാൾ എന്തായാലും തല തിരിക്കേണ്ടി വരും. അപ്പോൾ തല തിരിക്കുമ്പം ΔH -y എന്താവും? +y ആവും. അപ്പം -y നിങ്ങൾ എന്താക്കി എഴുതണം? +y എന്ന് എഴുതണം. അപ്പോൾ ഇതാണ് ആൻസർ വരിക. അതായത് y -2x ആണ് ആൻസർ. -2x + y മീൻസ് y -2x. ഏത് ഓപ്ഷനാണ് മാർക്ക് ചെയ്യേണ്ട മക്കളെ? ഓപ്ഷൻ 1 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഇതാണ് SS ലോ കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, വളരെ സിമ്പിളാണ്. എവിടെ വേണ്ടത് നോക്കുക, റിയാക്റ്റൻ്റില്ല. എവിടെ ഉള്ളത് നോക്കുക, റിയാക്റ്റൻ്റില്ല. അപ്പോൾ അയാളുടെ വാല്യൂ അങ്ങനെ തന്നെ എഴുതി വെക്കുക, -2x. ഇപ്പോൾ 2 സൾഫർ ഉണ്ടെങ്കിലോ
ഇവിടെ ഒരു സൾഫർ അല്ലേ ഉള്ളൂ. ഇപ്പോൾ 2 സൾഫർ വേണമെന്നുണ്ടെങ്കിൽ × 2 ചെയ്യണം. അപ്പോൾ ഇവിടെ മൈനസ് × 2 കൂടി ചെയ്താൽ -4x വരും. ഇവിടെ ഒരു സൾഫറാണ്, ഇവിടെ ഉള്ളത് ഒരു സൾഫറാണ്. ഇനി അടുത്തത് SO2 വേണ്ടത് പ്രൊഡക്റ്റ് ഇല്ല, ഇവിടെ SO2 ഉള്ളത് റിയാക്റ്റൻ്റ് ഇല്ല. അപ്പോൾ റിയാക്ഷനെ തല തിരിക്കേണ്ടി വരും. അപ്പോൾ റിയാക്ഷൻ തല തിരിക്കുമ്പോൾ -y എന്താകും, +y ആകും. അങ്ങനെയാണ് എന്ത് ആൻസർ വരിക, y - 2x വരിക കേട്ടോ. സിമ്പിൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അടുത്ത ക്വസ്റ്റൻ നോക്കിക്കേടാ. ദ ഹീറ്റ് ഓഫ് കമ്പഷൻ ഓഫ് സോളിഡ് ബെൻസോയിക് ആസിഡ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം തന്നിട്ടുണ്ട്. ദ ഹീറ്റ് ഓഫ് കമ്പഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ചോദ്യം. എന്താ ചോദ്യം ശരിക്കും? അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയത്തിലുള്ള ഹീറ്റ് തന്നിട്ടുണ്ട്, അതായത് QV തന്നിട്ടുണ്ട്, അതായത് ΔU ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദ്യം എന്താ, ഹീറ്റ് ഓഫ് കമ്പഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്, QP ആണ് ചോദ്യം, അതായത് ΔH ആണ് ചോദ്യം. ΔU തന്ന് എന്നിട്ട് ΔH ആണെന്ത് ചോദ്യം. SSL തന്നെയാണ് ചെയ്തത് കേട്ടോ. SSL തന്നെയാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യണം, ഒരു ബെൻസോയിക് ആസിഡിൻ്റെ റിയാക്ഷൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ പഠിക്കുക. ബെൻസോയിക് ആസിഡിൻ്റെ കമ്പഷൻ നടന്നാൽ ഈ റിയാക്ഷനാണ് കിട്ടുക. ബാലൻസ്ഡ് ഇക്വേഷൻ എഴുതുമ്പോൾ ഇതാണ് കിട്ടുക. അപ്പോൾ ക്വസ്റ്റ്യനിൽ നോക്കിക്കേ, QP തന്നിട്ടുണ്ട്, തന്നെന്താ കോൺസ്റ്റൻറ്റ് വോളിയം, അതായത് QV തന്നിട്ടുണ്ട്, അതായത് ΔU തന്നിട്ടുണ്ട്. QP അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷറാണ് ചോദ്യം, ΔH ആണെന്ത് ചോദ്യം. അപ്പോൾ നമുക്കറിയുന്ന ഇക്വേഷൻ എന്താ, ΔH = ഇത് ഇന്നലെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ച ഇക്വേഷനാണ്. ΔH = ΔU + ΔNG/RT. ഈ ΔU ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതെങ്ങനെ മനസ്സിലായത് കണ്ടില്ലേ. ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം QV ആണ് ΔU, അത് തന്നിട്ടുണ്ട്. അപ്പോൾ ΔUവിൻ്റെ വാല്യൂ ഞാൻ കൊടുത്തു. പിന്നെ ΔNG എന്താടാ, ΔNG എന്താ ഇവിടുത്തെ? എടാ ഇയാൾ ഗ്യാസ് 7 ഗ്യാസ് അല്ലേ, ഇത് ലിക്വിഡാണ്, അയാൾ മൈൻഡ് ചെയ്യണ്ട. പ്രൊഡക്റ്റിൽ 7 ഗ്യാസ് ഉണ്ട്, ഇവിടെ എത്രയാ 15.2, അതായത് 7.5. അപ്പോൾ 7 7.5 മൈനസ് ചെയ്താൽ ബാക്കി എന്താ കിട്ടുക, 0.5 അല്ലേ കിട്ടുക. അപ്പോൾ ΔNG 0.5 ആണ് × RT. ആറിൻ്റെ വാല്യൂ ചെയ്യേണ്ട, ടെമ്പറേച്ചർ എന്താ 300. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് വരിക, നമ്മുടെ ആൻസർ വരിക. ക്വസ്റ്റ്യനിൽ ആൾറെഡി തന്നിട്ടുണ്ട് എന്ത്, ഇതിൻ്റെ വാല്യൂ ഇതാണ്, അതിൽ ആ എക്സ് എന്താണെന്നാണ് ചോദ്യം. ആറിൻ്റെ തൊട്ടടുത്തുള്ള വാല്യൂ ആണെന്ത് എക്സ് ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത്. മക്കളിവിടെ ആറിൻ്റെ അടുത്തുള്ള വാല്യൂ ഏതാ, ഇത് 2 ഇൻറ്റു ചെയ്ത് എന്താ കിട്ടുക, ഇത് 2 ഇൻറ്റു ചെയ്ത് എന്താണ് കിട്ടുക, 150 അല്ലേ കിട്ടുക. അപ്പോൾ ഇത് 150 ആറല്ലേ, ആറിൻ്റെ തൊട്ടടുത്തുള്ള നമ്പറാണ് എക്സ്, ആ എക്സ് എന്താണെന്നാ ചോദ്യം, 150 എന്ന് എഴുതി വെക്കാം. നമ്മൾ ഇക്വേഷൻ എഴുതുക, ഇങ്ങനെ കിട്ടി. അവർ തന്ന ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇതിലുള്ള എക്സ് എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ ആറിൻ്റെ അടുത്തുള്ള നമ്പറാണ് എക്സ്, അതായത് ആറിൻ്റെ അടുത്തുള്ള നമ്പർ ഏതാ, ഇതും ഇതുമല്ല, ഇത് 2 ഇൻറ്റു ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും, 150 കിട്ടും. അപ്പോൾ 150 ആറാ കിട്ടുക. അപ്പോൾ ആറിൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ 150. അപ്പോൾ 150 എന്ത് ചെയ്യാം, എഴുതി വെക്കാം. നല്ല ചോദ്യം അതൊക്കെ കേട്ടോ, പഠിക്കുക കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈൻ. ഇത് കണ്ട പ്രശ്നമല്ലേ, നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഓക്കെ, നല്ല ക്വസ്റ്റ്യനാണ് മക്കളെ, അതുകൊണ്ട് ഇത് ഈ ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തേ കേട്ടോ. ഓക്കെ, അതായത് നല്ല ക്വസ്റ്റ്യനാണ്. ദി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈൻ ഫ്രം എത്തിലീൻ ബൈ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ വേർ ദി ബോണ്ട് എനർജി എല്ലാം തന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈനാണ് കണ്ടുപിടിക്കേണ്ടത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് ഈത്തൈനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, C2H6 ഫോം ചെയ്ത റിയാക്ഷൻ ചെയ്ത്. C2H6 എങ്ങനെയാണ് ഫോം ചെയ്യുക, C2H4 അതായത് നമുക്ക് ഇതിൻ്റെയൊക്കെ ബോണ്ട് എൻതാൽപ്പി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നോക്കിക്കേ, CH ബോണ്ട് എൻതാൽപ്പി, CC ബോണ്ട് എൻതാൽപ്പി ഒക്കെ ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം എത്തിലീന്ന് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പം ഇയാൾ കിട്ടും. എന്നിട്ട് ഇയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് ചോദ്യം. നമ്മൾ എന്ത് ചെയ്യുക, എത്തിലീനിലോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്തു. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി, ഈത്തൈൻ കിട്ടി. ഡൗട്ടൊന്നുമില്ലല്ലോ. അതായത് ഇതാണ് നമ്മുടെ എത്തിലീൻ, അങ്ങോട്ട് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പം ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആയിട്ട് റിഡക്ഷൻ നടന്നിട്ട് CH3 കിട്ടി. അപ്പോൾ ഈ റിയാക്ഷനിൽ ആരാ ഫോം ചെയ്തത്, C2H6 അല്ലേ ഫോം ചെയ്തത്. അതായത് ഇയാളുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് ചോദ്യം. മക്കളെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ബോണ്ട് എൻതാൽപ്പി തന്നിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കുക, ബോണ്ട് എൻതാൽപ്പി തന്നാൽ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CH3 ആയിട്ട് എടുക്കാം നമുക്കിവിടെ. ഇതിൻ്റെയൊക്കെ എല്ലാത്തിൻ്റെയും ബോണ്ട് എൻതാൽപ്പി തന്നിട്ടില്ലേ. അപ്പോൾ ബോണ്ട് എൻതാൽപ്പി തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞേടാ. ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി, ബോണ്ട് എൻതാൽപ്പി ഓഫ് റിയാക്റ്റൻ്റ് മൈനസ് ബോണ്ട് എൻതാൽപ്പി ഓഫ് പ്രൊഡക്റ്റ് അല്ലേ. ഇവിടെ ബോണ്ട് നോക്കിക്കുക, ഇവിടെ കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ ഉണ്ട്, അതുകൊണ്ട് ബോണ്ട് എൻതാൽപ്പി ഓഫ് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ. ഇപ്പം ഇവിടെ എത്ര CH ബോണ്ട് ഉണ്ട് മക്കളെ, ഇവിടെ ഇന്നലെ 2.5 മണിക്കൂർ ഉണ്ടായിരുന്നു ക്ലാസ് കേട്ടോ.
ഫർഹാന 2.5 മണിക്കൂർ. ഇവിടെ എത്ര സി എച്ച് ബോണ്ട് ഉണ്ട്? 2 സി എച്ച് ബോണ്ട് ഇവിടെയുണ്ട്, ഇവിടെ 2 സി എച്ച് ബോണ്ട്. അപ്പോൾ ടോട്ടൽ 4 സി എച്ച് ബോണ്ട് ഉണ്ട്. ഇവിടെ എത്ര എച്ച് എച്ച് ബോണ്ട് ഉണ്ട്? ഒറ്റൊരു എച്ച് എച്ച് ബോണ്ടല്ലേ H2 ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു ബോണ്ട് എന്താൽപ്പി ഓഫ് HH. അപ്പോൾ ഇത് റിയാക്റ്റൻ്റ് കഴിഞ്ഞു. മൈനസ് പ്രൊഡക്റ്റിൻ്റെ ബോണ്ട് എന്താൽപ്പി. പ്രൊഡക്റ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? ഒരു കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉണ്ട്. എത്ര സി എച്ച് ബോണ്ട് ഉണ്ട് ഇവിടെ? എത്ര സി എച്ച് ബോണ്ട് ഉണ്ടോ? പറയൂ, എത്ര സി എച്ച് ബോണ്ട് ഉണ്ട്? ഒരു സി എച്ചിൽ 3 സി എച്ച് ബോണ്ട്, ഇതിലും 3 അപ്പോൾ ടോട്ടൽ 6 സി എച്ച് ബോണ്ട് ഉണ്ട്. അപ്പോൾ 6 ഇൻറ്റു ബോണ്ട് എന്താൽപ്പി ഓഫ് സി എച്ച് ബോണ്ട് എഴുതി വെക്കുക. ഇവിടെ 4 ബോണ്ട് എന്താൽപ്പി ഓഫ് സി എച്ച് ഉണ്ട്, ഇവിടെ 6 ബോണ്ട് എന്താൽപ്പി സി എച്ച് ഉണ്ട്. അപ്പം 4 ന്ന് 6 മൈനസ് ചെയ്താൽ 4 ന്ന് 6 മൈനസ് ചെയ്താൽ ബാക്കി ഇവിടെ എന്ത് വരും? ഇത് കട്ട് ചെയ്തിട്ട് ഇവിടെ 2 ബോണ്ട് എന്താൽപ്പി ഓഫ് സി എച്ച് എന്നൊക്കെ ചെയ്യാം. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ, എളുപ്പമാണ്. നിങ്ങൾ അവർ പറഞ്ഞ റിയാക്ഷൻ എഴുതി വെക്കുക. എന്നിട്ട് അവർ എന്താ തന്ന് നിങ്ങൾ ശരിക്കും നോക്കുക. ബോണ്ട് എന്താൽപ്പിയാണ് തന്ന്. അപ്പോൾ ആ റിയാക്ഷൻ്റെ എന്താൽപ്പി ഓഫ് റിയാക്ഷൻ കണ്ടുപിടിക്കാൻ ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻസ് മൈനസ് പ്രൊഡക്റ്റ് ചെയ്തിട്ട് ചെയ്യുക. എളുപ്പമാണ്. മാത്സ് കുറച്ച് പണിയാന്നേ ഉള്ളൂ. അത് മാത്രമേ പേടിയുള്ളൂ ഇവിടെ കേട്ടോ, കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അടുത്തത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇത് നമ്മൾ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് ഒക്കെ കണക്ട് ചെയ്യുന്ന ചോദ്യം. അത് ഫോർ എ സെർട്ടൻ റിയാക്ഷൻ അറ്റ് 300 കെൽവിൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ G0 ആണെന്നത് ചോദ്യം. നമുക്ക് അറിയുന്ന ഇക്വേഷൻ എന്താ? ഡെൽറ്റ G ഈക്വൽ ടു ഡെൽറ്റ G0 പ്ലസ് 2.303 nRT log QC. ഇക്വിലിബ്രിയത്തിലല്ലാത്ത സമയത്തുള്ള പ്രൊഡക്റ്റ് കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻ്റ് കോൺസെൻട്രേഷൻ വിളിക്കുന്ന പേരാണെന്ത്? QC എന്നുള്ളത്, അല്ലെങ്കിൽ Q എന്നുള്ളത്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ ഡെൽറ്റ G എന്താ? 0 നിങ്ങൾ പഠിച്ചതാ. അപ്പോൾ ഇയാൾക്ക് എന്ത് കൊടുക്കാം? 0 എന്ന് കൊടുക്കാം. അപ്പോൾ ഇയാൾ 0 ആണെങ്കിൽ ഇയാൾ അവിടെ തന്നെ വെക്കുക. ഇത് ഇങ്ങോട്ട് വരുമ്പം ഇയാൾ എന്താവും? മൈനസ് ആകും. അങ്ങനെയാണ് നമുക്ക് ഏത് ഇക്വേഷൻ കിട്ടിയത്? ഡെൽറ്റ G0 ഈക്വൽ ടു മൈനസ് 2.303 nRT log KC എന്ന് കൊടുത്തത്. അപ്പോൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. KC ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എളുപ്പമല്ലേ മക്കളെ? log 10, KC 10 ആ. അപ്പോൾ log 10 എന്താ? 1. അപ്പോൾ ഇയാൾ 1 ആയിപ്പോയി. ബാക്കിയുള്ളത് ചെയ്താൽ മതി. നമ്പർ ഓഫ് മോൾ തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് എന്തായിട്ട് എടുക്കാം? അത് 1 ആയിട്ട് എടുക്കാം. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ടെമ്പറേച്ചറും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. മാക്സ് മൾട്ടിപ്ലിക്കേഷനൊക്കെ അറിയുന്നൊരു ക്വസ്റ്റ്യൻ കൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്തെടുക്കാൻ പറ്റും. അതിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ജൂളിലാണ് ആൻസർ കിട്ടുക. കിലോ ജൂളോട്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ ബൈ 1000 ചെയ്യാം. ഓക്കെ, ഡൗട്ടൊന്നുമില്ല. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇക്വേഷൻ നിങ്ങൾ പഠിക്കുക. ഇത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ ഇത് 0 നിങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഇതിൽ നിന്ന് ഈ ഇക്വേഷനോട് നമുക്ക് എത്തിക്കാൻ പറ്റും കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. നാളത്തെ GIBക്ക് വരുമെന്നല്ല, പക്ഷെ അവസാനത്തെ എക്സാമിന് വരാൻ എന്തുണ്ട്? ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ അതൊക്കെ കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യം എന്ത് ചെയ്യുക? നോക്കി വെക്കുക. അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കിക്കേടാ. അസേർഷൻ റീസൺ ക്വസ്റ്റ്യനാണ്. അസേർഷൻ ശരിയാണ്, റീസണും ശരിയാണ്. റീസൺ കാട്ട് എക്സ്പ്ലനേഷനും ആണെങ്കിൽ ഓപ്ഷൻ എ. അസേർഷൻ ശരിയാ, റീസൺ ശരിയാ, റീസൺ കാട്ട് എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ ബി. അതേപോലെ അങ്ങ് പറഞ്ഞു. ഇതിൽ ഓപ്ഷൻ ഞാൻ കൊടുത്തിട്ടില്ല. നിങ്ങൾ പെട്ടെന്ന് ആൻസർ പറ. അല്ലെങ്കിൽ ഓപ്ഷൻ സി. അസേർഷൻ റീസൺ തെറ്റാണെങ്കിൽ ഓപ്ഷൻ ഡി. അസേർഷൻ ശരി, റീസൺ തെറ്റാണെങ്കിൽ ഓപ്ഷൻ സി കേട്ടോ. ഏത് ഓപ്ഷൻ ആൻസർ ആയിട്ട് വരിക എന്ന് പറഞ്ഞേ? ഏത് ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരിക എന്ന് പറയൂ. പറയടാ. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഓഫ് സ്ട്രോങ് മോണോബേസിക്, അതായത് ഒരു H+ഏ ഉള്ളൂ. എൻ്റെ സ്ട്രോങ് മോണോ അസിഡിക് ബേസ്, അതായത് ഒരു OH- ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ 1 മോൾ വാട്ടറേ കിട്ടുള്ളൂ. 1 മോൾ വാട്ടർ കിട്ടുകയാണെങ്കിൽ എന്തെന്നാണ്? -57.1 തന്നെയാണ്. അതുകൊണ്ട് അസേർഷൻ എന്താണ്? ശരിയാണ്. റീസൺ എന്താ? ഇതിൻ്റെ വാല്യൂ ഇതാവാൻ കാരണം എന്താ? കാരണം എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ഈസ് ദി എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ് when 1 mole of H+ ion furnished by acid combined with the 1 mole of OH- ion. അതായത് 1 മോൾ വാട്ടർ കിട്ടുന്ന സമയത്തുള്ള എൻതാൽപ്പിയാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. അപ്പോൾ അതിൻ്റെ വാല്യൂ ആണ് -57. അപ്പോൾ -57 വരാൻ കാരണം എന്താ? അതിൻ്റെ ഡെഫിനിഷൻ ഇതായതുകൊണ്ടാണ്. 1 മോൾ വാട്ടർ ഫോം ചെയ്ത് കൊണ്ടുള്ള എൻതാൽപ്പിയാണ്. അപ്പോൾ അസേർഷൻ ശരിയാ, റീസൺ ശരിയാ, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതുകൊണ്ടാണ് ഈ വാല്യൂ ഇവിടെ വന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ ഏതാ ആൻസർ വരിക? ഓപ്ഷൻ എ. അതായത് അസേർഷൻ ശരിയാ, റീസൺ ശരിയാ, റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേർഷനുമാണ്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. നല്ല ക്വസ്റ്റ്യൻസ് അതൊക്കെ കേട്ടോ, നോക്കിയിട്ട് പഠിക്കാം. അടുത്തത് ഇത് എളുപ്പമാണ്. സ്പോണ്ടേനിയസ് പ്രോസസ് ഡെൽറ്റ G എന്താ? <0. പ്രോസസ് ഡെൽറ്റ P 0, ഡെൽറ്റ T 0. ഐസോബാറിക് ആണ്, ഐസോതെർമലാണ്. ഡെൽറ്റ H ഒരു റിയാക്ഷൻ്റെ എന്താൽപ്പി എങ്ങനെയാണ് കണ്ടുപിടിക്കുക?
ബോണ്ട് എന്താൽപ്പി വന്നിട്ടുണ്ടെങ്കിൽ ബോണ്ട് എന്താൽപ്പി ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് പ്രൊഡക്റ്റ്. അപ്പോൾ ഇങ്ങോട്ട് മാച്ച് ചെയ്യുക. എക്സോതെർമിക് പ്രോസസ് എന്ന് വെച്ചാൽ എന്താ? ഡെൽറ്റ എച്ച് ലെസ് ദാൻ 0. എളുപ്പമാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല, എളുപ്പമാണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ക്വസ്റ്റ്യൻ വായിച്ചാൽ മതി നിങ്ങൾ. At 25 degrees Celsius and 1 atm pressure, the enthalpy of combustion, ബെൻസീൻ്റെ കമ്പഷനും അസറ്റിലിൻ്റെ കമ്പഷനും തന്നിട്ടുണ്ട്. മക്കൾ കമ്പഷൻ പോസിറ്റീവ് തന്നാൽ നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കണം കേട്ടോ. അതായത് ക്വസ്റ്റ്യനിൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഈക്വൽ ടു നെഗറ്റീവ് തന്നിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ആ നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ റിയാക്റ്റൻറ്റ് മൈനസ് പ്രൊഡക്റ്റ് എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ പ്രൊഡക്റ്റ് മൈനസ് റിയാക്റ്റൻ്റാ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ മാറ്റാൻ നിൽക്കണ്ട. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് പ്രൊഡക്റ്റ് തന്നെ പഠിച്ചു വെക്കുക. എന്നിട്ട് അതിലുള്ള എൻതാൽപ്പി ഓഫ് കമ്പഷൻ എപ്പോൾ നിങ്ങൾ എന്തായിട്ട് എടുക്കണം? നെഗറ്റീവായിട്ട് എടുക്കണം. ഇവിടെ നെഗറ്റീവ് തന്നിട്ടുണ്ട്, ഓക്കെ. ഇനി നെഗറ്റീവ് തന്നിട്ടില്ലെങ്കിലും നെഗറ്റീവായിട്ട് മക്കൾ എടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കി വെക്കുക. നോക്കിക്കേ, എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻറ്റ് മൈനസ് പ്രൊഡക്റ്റ്. റിയാക്ഷൻ എന്താ? ഇതാണ് നമ്മുടെ റിയാക്ഷൻ. അതാ റിയാക്ഷൻ ഞാൻ ഇവിടെ എഴുതി തരാം. റിയാക്ഷൻ എന്താ മക്കളെ? 3C2H2 3C2H2ലോട്ട് 3C2H2 എന്തായിട്ട് മാറി? C6H6 ആയിട്ട് മാറിയതാ. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇയാളുടെ എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ട്, ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പിയാണ് ചോദ്യം. അപ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പഷൻ തന്നിട്ടുണ്ടെങ്കിൽ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻ്റ് എന്ന് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ് മൈനസ് ചെയ്യുക. റിയാക്റ്റൻസ് C2H2 3 അല്ലേ? അപ്പോൾ 3 ഇൻറ്റു എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് C2H2 ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്, മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രൊഡക്റ്റ് C6H6 അല്ലേ? അതും ക്വസ്റ്റിൽ -13268 തന്നിട്ടുണ്ട്. ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. അപ്പോൾ ഓർമ്മ വരണം. അതൊക്കെ നോട്ടിൽ എഴുതി വെച്ചോ കേട്ടോ. കാണുമ്പോൾ തന്നെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഒക്കെ എല്ലാം എഴുതി വെച്ചു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. നല്ലൊരു ക്വസ്റ്റ്യനാണ്, അത് ചെയ്യാൻ പറ്റുമോ നോക്ക്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻസുമായിട്ട് മാച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻ അത്. നല്ല ക്വസ്റ്റ്യൻ ആണേ. ദ പ്രോസസ് ദാറ്റ് ഈസ് നോട്ട് എൻഡോതെർമിക് എന്നാ മക്കളെ. ഇത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി അല്ലേ? ഒരാൾ ഇലക്ട്രോൺ വാങ്ങുമ്പം എത്രമാത്രം എനർജി റിലീസ് ചെയ്യും, അതാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. പൊതുവെ എന്താ വരിക? നെഗറ്റീവാണ് വരിക. പക്ഷേ ഇലക്ട്രോൺ താല്പര്യമില്ലാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ആരാ? ഒന്ന് നോബിൾ ഗ്യാസാണ്, പിന്നെ ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്, പിന്നെ നൈട്രജനാണ്. ഇവരുടെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിക്ക് എപ്പോഴും പോസിറ്റീവാണ്. ബൈഹാർട്ട് ചെയ്തോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെൻറ്റ്സ് നിങ്ങൾക്ക് എടുത്തിട്ടുണ്ടാവില്ല, അവിടെ എത്തുമ്പോൾ നിങ്ങൾ പഠിക്കും കേട്ടോ. അപ്പം ഇത് നോബിൾ ഗ്യാസിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? പോസിറ്റീവാണ്, എൻഡോതെർമിക് ആണ്. അതുകൊണ്ട് ഇത് എൻഡോതെർമിക് തന്നെയാണ്, ഒരു ഡൗട്ടും വേണ്ട. എന്താണ്? എൻഡോതെർമിക് ആണ്. ഇത് സോഡിയം അല്ലടാ, ഇത് സോഡിയം അല്ലേ? എടാ സോഡിയത്തിന് എന്താ നടന്നത്? അയോണൈസേഷൻ അല്ലേ? അയോണൈസേഷൻ എന്ന് വെച്ചാൽ എന്താ? ഒരു ഇലക്ട്രോൺ ഹയർ ഷെല്ലിലോട്ട് ചാടുക, അതായത് അവിടുന്ന് ചാടി പോവുകയെന്നാ. അതായത് ലോവർ ഷെല്ലിൽ നിന്ന് എന്തായാലും ഇൻഫിനിറ്റീത്തെ ഷെല്ലിലോട്ട് പോകുമ്പോഴാണ് ആ ഇലക്ട്രോൺ അവിടുന്ന് ചാടി പോകുകയെന്ന് പറയാം. അപ്പോൾ ലോവറിന്ന് ഹയറിലോട്ട് ചാടുമ്പോൾ എനർജി എന്തായാലും അബ്സോർബ് ചെയ്യല്ലേ ചെയ്യുക? ബോർ അറ്റോമിക് മോഡലിൽ പഠിച്ചതല്ലേ? അപ്പോൾ എനർജി അബ്സോർബ് ചെയ്യുക മീൻസ് എന്താ? എൻഡോതെർമിക് അല്ലേ? അതുകൊണ്ട് ഇതും എന്താണ്? എൻഡോതെർമിക് ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പൊതുവെ എക്സോതെർമിക് ആട്ടോ, എക്സെപ്റ്റ് നോബിൾ ഗ്യാസ്, നൈട്രജൻ ആൻഡ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ്. ഇതും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി തന്നെയല്ലേ? പക്ഷേ ഇത് സക്സസീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ്. അതായത് ഒരു ഇലക്ട്രോൺ വാങ്ങിക്കഴിഞ്ഞു, അതുകൊണ്ട് ഓക്സിജൻ്റെ മുകളിൽ നെഗറ്റീവ് ചാർജ് വന്നത്. ഇലക്ട്രോൺ വാങ്ങി കഴിഞ്ഞ ഓക്സിജൻ്റെ അടുത്തോട്ട് വീണ്ടും ഇലക്ട്രോൺ വന്നാൽ എന്താ പ്രശ്നം? ഈ നെഗറ്റീവും ഇവിടുത്തെ നെഗറ്റീവും തമ്മിൽ റിപ്പൾഷൻ ഉണ്ടാവും. ആ റിപ്പൾഷൻ ഓവർകം ചെയ്ത് ഇലക്ട്രോൺ അങ്ങോട്ട് വന്നതാണ് ഇവിടെ. അതുകൊണ്ട് റിപ്പൾഷൻ ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ അങ്ങോട്ട് പോയിട്ട് എനർജി കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരു ഇലക്ട്രോൺ വാങ്ങിയതിന് ശേഷം വീണ്ടും ഇലക്ട്രോൺ വാങ്ങിയതാണ് ഈ സംഭവം. അതുകൊണ്ട് സക്സസീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് ഈ റിയാക്ഷനും എന്താ? എൻഡോതെർമിക് റിയാക്ഷനാണ്. ഇത് നോർമൽ ഒരു ഹൈഡ്രജൻ ആണ്. ഒരു ഇലക്ട്രോൺ അയാൾ വാങ്ങിയിട്ടുള്ള സക്സസീവ് ഒന്നുമല്ല. പൊതുവെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണ്? എക്സോതെർമിക് ആണ്, എക്സെപ്റ്റ് നോബിൾ ഗ്യാസ് ആൻഡ് സക്സസീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പികൾ. പിന്നെ നൈട്രജൻ്റെത്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കേസിലും ഇത് നോർമലാണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി പൊതുവെ എക്സോതെർമിക് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. ബാക്കിയെല്ലാം എൻഡോയാ. നല്ല ക്വസ്റ്റ്യൻ ആണ്, പഠിക്കണം കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തതിലോട്ട് പോകാം. ഇഫ് ദി എൻതാൽപ്പി ഓഫ് ആറ്റോം, ഇത് ഞാൻ നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു Br2 ലിക്വിഡ് ഉണ്ട്.
അയാളുടെ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ എക്സ് ആണ്, ബോണ്ട് എൻതാൽപ്പി ഓഫ് Br2 വൈ ആണ്, റിലേഷൻ ബിറ്റ്വീൻ ദം എന്നാണ് ചോദ്യം. മക്കളെ എങ്ങനെന്താ എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ? ഇതിനകത്ത് Br2 എന്നുള്ള ലിക്വിഡ് അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റമായിട്ട് മാറണം. അപ്പോൾ Br2ൻ്റെ ബോണ്ട് ആദ്യം ലിക്വിഡ് ഗ്യാസ് ആവണം, ആ ഗ്യാസിൻ്റെ ബോണ്ട് പൊട്ടിയിട്ട് ഗ്യാഷ്യസ് ആറ്റായിട്ട് മാറണം. അപ്പോൾ ഇതാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷൻ. ഇതാണ് അവർ പറഞ്ഞത് എന്താ അവരെന്തായിട്ട് എടുക്കാൻ പറഞ്ഞത്? എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. ഇതാണ് അവർ എന്തായിട്ട് എടുക്കാൻ പറഞ്ഞത്? എക്സ് ആയിട്ട് എടുക്കാൻ പറഞ്ഞത്. അവർ പിന്നെ ബോണ്ട് എൻതാൽപ്പിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ബോണ്ട് എൻതാൽപ്പി ഇതിൽ ഏതാടാ? ബോണ്ട് എൻതാൽപ്പി ഡെഫിനിഷൻ എന്താണെന്ന് അറിയോ? ഗ്യാഷ്യസ് സിസ്റ്റം ബോണ്ട് പൊട്ടാനുള്ള എൻതാൽപ്പിയാണ് എന്ത്? ബോണ്ട് എൻതാൽപ്പി. അപ്പോൾ ഇതാണ് അവർ ബോണ്ട് എൻതാൽപ്പി എന്തായിട്ട് തന്നത്? വൈ ആയിട്ട് തന്നത്. ഓക്കെ, ഇതിൽ എക്സ് ആണോ കൂടുതൽ വൈ ആണോ കൂടുതൽ? എടാ ഇങ്ങോട്ട് പോകുന്നതും ഇതിലൂടെ പോകുന്നതും എല്ലാം ഇനീഷ്യൽ സ്റ്റേറ്റും ഫൈനൽ സ്റ്റേറ്റും സെയിം അല്ലേ? അപ്പോൾ നിങ്ങൾ SS ലോ പഠിച്ചത് എന്താ? ഇതിൻ്റെ എൻതാൽപ്പി ഈക്വൽ ടു ഇതിൻ്റെ രണ്ടിൻ്റെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി എന്നല്ലേ പഠിച്ചത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു എന്താ? എക്സ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ആദ്യം വേപ്പറൈസേഷൻ നടന്നിട്ടുണ്ട്, എന്നിട്ടാണ് ബോണ്ട് പൊട്ടിയത്. അതുകൊണ്ട് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ പ്ലസ് നമ്മുടെ ബോണ്ട് എൻതാൽപ്പി, അതായത് വൈ ആണ്. അപ്പോൾ എക്സ് എന്തായാലും ഗ്രേറ്റർ ദാൻ വൈ ആണെന്ന് എഴുതി വെച്ചൂടെ? എക്സ് എന്തായാലും ഗ്രേറ്റർ ദാൻ എന്താണ്? വൈ ആണ്. കാരണം ഇത് ഈക്വൽ ടു ഈ വൈയിലോട്ട് കുറച്ചും കൂടി ആഡ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? എക്സ് കിട്ടുള്ളൂ. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്നാണ് എഴുതി വെക്കേണ്ടത്. ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക? എക്സ് ഗ്രേറ്റർ ദാൻ വൈ എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ക്ലോറിൻ്റെ കേസിലൊക്കെ ബോണ്ട് എൻതാൽപ്പിയും എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും സെയിം ആണ്. കാരണം എന്താ? ക്ലോറിൻ്റെ കേസിൽ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ്റെ ആവശ്യമില്ല. കാരണം ഇവിടെ ആൾറെഡി ക്ലോറിൻ ഗ്യാഷ്യസ് സിസ്റ്റത്തിലാണ് നിൽക്കുക. അതുകൊണ്ട് അയാൾ വേപ്പറൈസേഷൻ നടത്തണ്ട, നേരെ പോയിട്ട് ബോണ്ട് പൊട്ടിയാൽ മതി. അപ്പം ഇതന്നെയാണ് ബോണ്ട് എൻതാൽപ്പിയും ഇതന്നെയാണ് എൻതാൽപ്പി ഓഫ് ആറ്റോമൈസേഷനും. ആരുടെ കേസിൽ? ക്ലോറിൻ്റെ കേസിൽ. പക്ഷേ ബ്രോമിൻ്റെ കേസിലൊക്കെ ആദ്യം ലിക്വിഡിൻ്റെ ഗ്യാസ് ആക്കണം, എന്നിട്ടാണ് ബോണ്ട് പൊട്ടിച്ചിട്ട് കറസ്പോണ്ടിങ് ഗ്യാഷ്യസ് ആറ്റാക്കി മാറ്റുക. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എ പ്രോസസ് വിൽ ബി സ്പോണ്ടേനിയസ് അറ്റ് ഓൾ ടെമ്പറേച്ചർ. എന്താ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ? ഏത് ടെമ്പറേച്ചറിലും സ്പോണ്ടേനിയസ് ആവണം എന്നുണ്ടെങ്കിൽ രണ്ടാളും ഫേവറബിൾ ആയാൽ മതി. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും ഫേവറബിൾ ആയാൽ മതി. മക്കൾ ഡെൽറ്റ എച്ച് എപ്പോഴാണ് ഫേവറബിൾ ആവുക? നെഗറ്റീവ് വരുമ്പം. എൻട്രോപ്പി എപ്പോഴാണ് ഫേവറബിൾ ആവുക? എൻട്രോപ്പി കൂടുമ്പം, പോസിറ്റീവ് വരുമ്പം. അപ്പോൾ ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവ് ആണെങ്കിൽ രണ്ടാളും ഫേവറബിൾ ആണ്. അപ്പോൾ ടെമ്പറേച്ചറിന് അവിടെ റോളില്ല. ഏത് ടെമ്പറേച്ചറിലും റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആയിരിക്കും. രണ്ടാളും ഫേവറബിൾ അല്ലെങ്കിലോ, അതായത് ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവ് ആണെങ്കിലോ ഒരു ടെമ്പറേച്ചറിലും ഫേവറബിൾ ആവില്ല. ഒരാൾ ഫേവറബിളും ഒരാൾ അൺഫേവറബിൾ ആവുമ്പോഴോ? അപ്പോൾ നിങ്ങൾ നോക്കണം, രണ്ടാളും നെഗറ്റീവ് ആണെങ്കിൽ ലോവർ ടെമ്പറേച്ചറിൽ ഏതിൻ്റെ ആരെ ബേസിലാണ് ലോവർ എന്ന് പറയുക? നിങ്ങൾ ഡെൽറ്റ ജിക്ക് 0 ഇട്ട് കൊടുത്തിട്ട് ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിച്ചിട്ട് അതിനേക്കാളും ലോവർ ആണെങ്കിൽ സ്പോണ്ടേനിയസ് ആയിരിക്കും, അതിനേക്കാളും കൂടുതലാണെങ്കിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. രണ്ടും പോസിറ്റീവ് വാല്യൂ ആണെങ്കിലോ ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും, അപ്പോൾ ഒന്ന് ഫേവറബിളാണ് മറ്റൊന്ന് അൺഫേവറബിളാണ്. അപ്പോൾ ഹയർ ടെമ്പറേച്ചറിൽ ഏതിനേക്കാളും ഹയർ ടെമ്പറേച്ചർ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക. ഇങ്ങനെ ഇക്വിലിബ്രിയം ടെമ്പറേച്ചർ കണ്ടുപിടിക്കുക, ഡെൽറ്റ ജിക്ക് 0 കൊടുക്കുക. അപ്പോൾ 0 ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അതിന് ടി കണ്ടുപിടിച്ചിട്ട് അതിനേക്കാളും ഹയർ ടെമ്പറേച്ചർ സ്പോണ്ടേനിയസ് ആയിരിക്കും, ആ ടെമ്പറേച്ചറിൽ ഇക്വിലിബ്രിയം ആയിരിക്കും, അതിനേക്കാളും ലോവർ ടെമ്പറേച്ചറിൽ നോൺ സ്പോണ്ടേനിയസ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത് കേട്ടോ, അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്തേടാ. Which of the following equation does not correctly represent the first law of thermodynamics for the given process involving an ideal gas? Adiabatic processൽ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ക്യൂ 0 അല്ലേ? അപ്പോൾ ക്യൂ 0 ആകുമ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു എന്താ? ഡബ്ല്യു അല്ലേ? അവരെന്താ എഴുതി വെച്ച്? മൈനസ് ഡബ്ല്യു അല്ലേ എഴുതി വെച്ച്? അതുകൊണ്ട് ഇതെന്താ? തെറ്റാണ്. തെറ്റായ ഓപ്ഷനാണ് വേണ്ടത്. ഓപ്ഷൻ എ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. ബാക്കിയെല്ലാം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. സൈക്ലിക് ആകുമ്പം സ്റ്റേറ്റ് ഫംഗ്ഷൻ്റെ ചേഞ്ച് 0 ഡെൽറ്റ യു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. അപ്പോൾ ഡെൽറ്റ യു 0 അപ്പോൾ 0 ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. അപ്പോൾ ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ശരിയാണ്. ഐസോകോറിക്കിൽ വോളിയം ചേഞ്ച് ഡെൽറ്റ വി 0 ഡെൽറ്റ വി 0 ആണെങ്കിൽ വർക്ക് ഈക്വൽ ടു പി എക്സ്റ്റേണൽ ഡെൽറ്റ വി അപ്പോൾ ഡെൽറ്റ വി 0 ആകുമ്പോൾ വർക്ക് 0 ആകുമ്പോൾ ഡെൽറ്റ യു ഈക്വൽ ടു ക്യൂ എന്ന് എഴുതി വെക്കാം. ഐസോതെർമിൽ ഡെൽറ്റ ടി 0 ആകുമ്പം ഡെൽറ്റ യു എൻ സി വി ഡെൽറ്റ ടി അപ്പോൾ ഡെൽറ്റ യു 0 ആണെങ്കിൽ ക്യൂ ഈക്വൽ ടു മൈനസ് ഡബ്ല്യു. ഓക്കെ, അപ്പോൾ തെറ്റ് ഏതാ? ഓപ്ഷൻ എ മാത്രമാണ് തെറ്റ്, ബാക്കിയെല്ലാം കറക്റ്റാണ് കേട്ടോ. അടുത്തത്, ഫോർ ദി ഇക്വിലിബ്രിയം ദ വാല്യൂ ഓഫ് നല്ല ക്വസ്റ്റ്യൻ, അത് ചെയ്യാൻ പറ്റുമോ?
ഡെൽറ്റ ജീസിൻ്റെ ഇക്വേഷൻ തൊട്ടുമ്പോൾ പഠിച്ചിട്ടുള്ളൂ. -2.303 nRT log KC. log KC. K തന്നിട്ടുണ്ടോ? K തരേണ്ട ആവശ്യമുണ്ടോ? ഇതിൻ്റെ K പറഞ്ഞേ മക്കളെ. ഈ റിയാക്ഷൻ്റെ K ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് പറഞ്ഞേ. പെട്ടെന്ന് പറ, തെറ്റിക്കരുത് കേട്ടോ. നിങ്ങൾ ഈ ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഒരു പ്യുവർ വാട്ടറിൻ്റെ അറ്റ് 298 Kelvin ആണെങ്കിൽ അതിൻ്റെ KW എന്താടാ പഠിച്ചത് നിങ്ങൾ? 10⁻14 അല്ലേ? അത് ക്വസ്റ്റ്യനിൽ തരേണ്ട ആവശ്യമില്ല. ഇക്വിലിബ്രിയം പഠിച്ചൊരു കുട്ടി പറയണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ KW 10⁻14 എന്ന് അറിയാത്തൊരു ക്ലാസ്സിൽ ഉണ്ടാകാൻ പാടില്ല ശരിക്കും. ഓക്കെ, അപ്പോൾ ആ കാര്യം നോക്കുക. അവിടെ നമുക്ക് ഇക്വേഷൻ നമുക്കറിയാം 2.303. നമ്പർ ഓഫ് മോൾ തന്നിട്ടില്ലല്ലോ, നമുക്ക് ഒറ്റ മോളായിട്ട് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് n = എന്ത് കൊടുക്കാം? 1 കൊടുക്കാം. ആറിൻ്റെ വാല്യൂ 8.314 ആണ്. ടെമ്പറേച്ചർ 298 Kelvin ആണ്. KC തന്നിട്ടില്ലെങ്കിൽ നമുക്കറിയാം വാട്ടറിൻ്റെ ഡിസോസിയേഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് KW അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ എന്താണ്? 10⁻14 ആണ്. ഇത് ചെയ്ത് നോക്കിയാൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ഓക്കെ അല്ലേടാ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കിക്കേ. ദ പ്രോസസ് വിത്ത് നെഗറ്റീവ് എൻട്രോപ്പി. എൻട്രോപ്പി കുറയുന്നത് ഏതൊരു കേസിലാണ്? ഇത് എൻട്രോപ്പി എവിടെ കുറയുന്ന മക്കളെ? ചെയ്യാൻ പറ്റും നോക്ക്. ഡിസോസിയേഷൻ ഓഫ് CSO4 CaOയും SO3 ആകാം. എടാ ഇയാൾ സോളിഡാണ്, അവർ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? സോളിഡൊക്കെ ഒരു ഗ്യാസ് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് സൈഡിൽ ഗ്യാസ് ഉണ്ട്, അതായത് ഗ്യാസിൻ്റെ എൻട്രോപ്പി കൂടുതലാണ്. അപ്പോൾ റിയാക്റ്റൻറ്റിൽ നിന്നും പ്രൊഡക്റ്റിലോട്ട് മാറുമ്പോൾ ഗ്യാസ് കിട്ടുന്നുണ്ട്, അതായത് എൻട്രോപ്പി കൂടുന്നുണ്ട്. അപ്പോൾ എൻട്രോപ്പിൻ്റെ ചേഞ്ച് എന്താ? പോസിറ്റീവാണ്. അപ്പോൾ ΔS = എന്താ? പോസിറ്റീവാണ്. അതുകൊണ്ട് ഇതല്ല ആൻസർ. ഡിസൊല്യൂഷൻ അല്ലേ? അതായത് മക്കളെ ഒരു സൊല്യൂട്ട് മൊത്തം സൊല്യൂട്ട് മാത്രമേ ഉള്ളൂ, ഒരു സോൾവെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൊല്യൂട്ടും സോൾവെൻറ്റും മിക്സ് ചെയ്യുമ്പോൾ ഡിസോർഡർ കൂടുതൽ. രണ്ടാളെയും പിടിച്ചിട്ടാണ് മിക്സ് ചെയ്യുമ്പോൾ ഡിസോർഡർ എന്താ ചെയ്യുക? കൂടുകയാണ്. എപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഗ്യാസ് ആയിക്കോട്ടെ, പോസിറ്റീവ് ഡീവിയേഷൻ ആയിക്കോട്ടെ, നെഗറ്റീവ് ഡീവിയേഷൻ ആയിക്കോട്ടെ, എല്ലാത്തിലും നിങ്ങൾ പഠിച്ചൊരു പോയിന്റ് ഉണ്ട്, എന്ത്? എൻട്രോപ്പി ഓഫ് ഡിസൊല്യൂഷൻ ഈസ് പോസിറ്റീവ്. അതുകൊണ്ട് അത് ഡൗട്ട് വേണ്ട. ഒരു സോൾവെൻറ്റും സൊല്യൂട്ടും മിക്സ് ചെയ്താൽ ഡിസോർഡർ കൂടുകയാണ് ചെയ്യുക, പോസിറ്റീവാണ്. സബ്ലിമേഷൻ ഓഫ് ഡ്രൈ ഐസ് എന്താ? സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാ ഡ്രൈ ഐസ്. സോളിഡ് കാർബൺ ഡൈ ഓക്സൈഡിനെ വിളിക്കുന്ന പേരാ ഡ്രൈ ഐസ്. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ ഇയാൾ എന്തായിട്ട് മാറി? അത് വേപ്പറായിട്ട് മാറി അല്ലേ? ഗ്യാസ് ആയിട്ട് മാറി. അപ്പം സോളിഡ് ഗ്യാസ് ആയിട്ട് മാറുക, എൻട്രോപ്പി കൂടുകയാണ്. അപ്പം എന്താ? പോസിറ്റീവാണ്. മൂന്നാമത്തെ റിയാക്ഷൻ നോക്കിക്കേടാ. എന്ന റിയാക്ഷൻ എങ്ങനെ എഴുതുക? N2 + 3H2 gives 2NH3 എന്നല്ലേ എഴുതുക? എന്ത് എഴുതുക? 2NH3 എന്നല്ലേ എഴുതുക? അപ്പോൾ ഇത് ഗ്യാസാണ്, ഇതും ഗ്യാസ്. ഇത് 4 ഗ്യാസ് ഉണ്ട് ഇവിടെ. 2 ഗ്യാസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഗ്യാസിൻ്റെ നമ്പർ കുറഞ്ഞതല്ലേ? ഗ്യാസിൻ്റെ നമ്പർ കുറയുമ്പം എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. അപ്പോൾ ഈ റിയാക്ഷൻ എൻട്രോപ്പി കുറയാണ്, നെഗറ്റീവാണ്. ഏത് ഓപ്ഷൻ മാർക്ക് ചെയ്യാം? ഓപ്ഷൻ C എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ഓക്കെ അല്ലടാ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത്, ഫോർ വിച്ച് ഓഫ് ദി ഫോളോയിങ് ΔS, അതായത് വീണ്ടും എൻട്രോപ്പി ഇതിൽ ഏതാ നെഗറ്റീവ് എന്നാണ് ചോദ്യം. എൻട്രോപ്പി ഇതിൽ ആർക്കാ നെഗറ്റീവ് എന്നാണ് ചോദ്യം. മക്കൾ ഇത് പോസിറ്റീവ് അല്ലേ? ഇവിടെ ഒരു ഗ്യാസേ ഉള്ളൂ. അവർ പൊട്ടിയാൽ എന്ത് കിട്ടും? 2 ഹൈഡ്രജൻ ഗ്യാസ്, 2 H ഗ്യാസ് കിട്ടും. അപ്പോൾ ഇവിടെ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾ കൂടുതലാണ്, അപ്പോൾ എൻട്രോപ്പി കൂടുകയാണ്. ഓക്കെ, ഇത് ഡയമണ്ട് ആണ്, ഇത് ഗ്രാഫൈറ്റാണ്. മക്കളെ ഡയമണ്ട് ആണോ ഗ്രാഫൈറ്റ് ആണോ നല്ല ലാറ്റീസ് ക്രിസ്റ്റൽ, കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ക്രിസ്റ്റൽ ആരാ? ഡയമണ്ട് ആണോ ഗ്രാഫൈറ്റ് ആണോ? ഗ്രാഫൈറ്റ് പൊതുവേ അമോർഫ്, അതായത് അല്ലോട്രോപ്പ് ആയിട്ടാണ് പറയുക. എല്ലാം അല്ലോട്രോപ്പ് തന്നെയാണ്, പക്ഷേ ഡയമണ്ട് എന്താ? വളരെ ക്രിസ്റ്റലാണ്, പെർഫെക്റ്റ് അവർ. അതുകൊണ്ട് ഇതിൻ്റെ ഡിസോർഡർ വളരെ കുറവാണ്. ഗ്രാഫൈറ്റിൻ്റെ ഡിസോർഡർ എന്താ? കൂടുതലാണ്. അതുകൊണ്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പം ഡിസോർഡർ കൂടുകയാണ് ചെയ്യുന്നത്. ΔS എന്താ? പോസിറ്റീവ്. അപ്പോൾ ഇതും പോസിറ്റീവാണ്. ഇത് ടെമ്പറേച്ചർ കുറവാണ്, ഇത് ടെമ്പറേച്ചർ കൂടുതലാണ്. ടെമ്പറേച്ചർ നമ്മൾ കൂട്ടുന്ന സമയത്ത് അവരെന്താ ചെയ്യുക? എക്സ്പാൻഷനാണ് നടക്കുക. എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് അവർ ഫ്രീ മൂവ്മെൻറ്റ് കൂടുക ചെയ്യുക. ഫ്രീ മൂവ്മെൻറ്റ് കൂടുന്ന സമയത്ത് എൻട്രോപ്പി കൂടുക ചെയ്യുക. അതുകൊണ്ട് ഇവിടെ എൻട്രോപ്പി കൂടുക ചെയ്യുക. നമ്മളിവിടെ പ്രഷറാണ് കൂട്ടിയത്. പ്രഷർ കുറവാകുമ്പോൾ ഗ്യാസിന് ഫ്രീ ആയിട്ട് എക്സ്പാൻഡ് ചെയ്യാം. നല്ലപോലെ പ്രഷർ കൊണ്ട് അപ്ലൈ ചെയ്യുമ്പം അതിൻ്റെ മൂവ്മെൻറ്റ് കുറയില്ലടാ. അവരൊരു നിശ്ചിത ഭാഗത്ത് അങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കൂലേ? അതുകൊണ്ട് അതിൻ്റെ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും? കുറയും. മൂവ്മെൻറ്റ് കുറയുമ്പം ഡിസോർഡറും കുറയും. അപ്പോൾ ഇവിടെ ഡിസോർഡർ ഇങ്ങോട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഡിസോർഡർ കുറഞ്ഞത് ഏതാ? ഓപ്ഷൻ B എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യാം. ഓപ്ഷൻ B ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. ഇവിടെ ഒരു ഗ്യാസ് 2 ഗ്യാസായി, എൻട്രോപ്പി കൂടി. ഇവിടെ മോർ പ്യുവർ നല്ല പെർഫെക്റ്റ് ക്രിസ്റ്റലൈൻ ആയിട്ടുള്ള ആൾ ഗ്രാഫൈറ്റ് ആയിട്ടാണ് മാറിയത്. അതുകൊണ്ട് എൻട്രോപ്പി കൂടിയതാണ്.
ഇവിടെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അവർ സിസ്റ്റം കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫ്രീ മൂവ്മെൻറ്റ് കൂടുമ്പം ഡിസോർഡർ കൂടും. അതുകൊണ്ട് ഇവിടെയും ഡിസോർഡർ കൂടിയതാണ്. ഇത് പ്രഷറാണ് കൂട്ടുന്നത്. ഫ്രീ ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളുടെ നല്ലപോലെ പ്രഷർ അപ്ലൈ ചെയ്താൽ ഒരു ഭാഗത്ത് അവർ കുറച്ചും കൂടി അവർ അടുത്ത് നിൽക്കുമ്പോൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് അധികം മൂവ് ചെയ്യൂല. അപ്പോൾ ഡിസോർഡർ കുറവായിരിക്കും. ഇങ്ങോട്ട് പോകുമ്പോൾ ഡെൽറ്റ എസ് നെഗറ്റീവ് ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ചെയ്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. ഞാനിത് കട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്, നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്, എൻട്രോപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നിട്ടുണ്ട്, എന്നിട്ട് ടെമ്പറേച്ചർ ആണ് എന്ത് ചോദ്യം. ഏത് ഇക്വേഷനാണ് പഠിച്ചത് നിങ്ങൾ? ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാ, അതായത് ഇന്നലത്തെ വൺ ഷോർട്ട് സീരീസിൽ എടുത്ത ടോപ്പിക് അതൊക്കെ. നിങ്ങൾ എന്താ പഠിച്ചതെന്ന് പറഞ്ഞ മക്കളെ? എൻട്രോപ്പി ഈക്വൽ ടു ഹീറ്റ് ബൈ ടെമ്പറേച്ചർ, Q/T. വേപ്പറൈസേഷൻ നടക്കുന്ന സമയത്തുള്ള ഹീറ്റിനെ വിളിക്കുന്ന പേരാ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ബൈ ടെമ്പറേച്ചർ. ആ വേപ്പറൈസേഷൻ നടക്കുന്ന സമയത്തുള്ള ടെമ്പറേച്ചറാണ് T വേപ്പറൈസേഷൻ അല്ലെങ്കിൽ T ബോയിലിംഗ് പോയിന്റ് എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡെൽറ്റ എസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതി വെച്ചു. ഇതാണ് ചോദ്യം. അപ്പോൾ T ബോയിലിംഗ് പോയിന്റ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ബൈ ഡെൽറ്റ എസ് എന്ന് എഴുതി വെക്കാം. ഇത് രണ്ടും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ചെയ്താൽ എന്ത് കിട്ടും? ആൻസർ കിട്ടും. ടെമ്പറേച്ചറാണ് ചോദ്യം. ഓക്കെ, അപ്പം 400 കെൽവിനാണ് എന്ത് വരിക? ആൻസർ ആയിട്ട് വരിക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് ഇക്വേഷൻ. ഡെൽറ്റ എസ് ഈക്വൽ ടു Q/T. വേപ്പറൈസേഷൻ നടക്കുന്ന സമയത്തുള്ള ഹീറ്റാണ് എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എളുപ്പമായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കാം. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേടാ? നോക്ക്. വെൻ ഈക്വൽ വോളിയം ഓഫ് 1 molar HCl and 1 molar H2SO4 are separately neutralized by excess of NaOH solution. NaOH അവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ NaOHും HClലും തമ്മിൽ റിയാക്ട് ചെയ്യുക. 1 molar HCl ആരേ ഉണ്ടാവുള്ളൂ? 1 molar H+ ഉണ്ടാവുള്ളൂ. അവിടെ എത്ര NaOH ഉണ്ടായിട്ടും കാര്യമില്ല. 1 molar H+ എന്ത് മതി? 1 molar OH- മതി. അപ്പോൾ എനിക്കിവിടെ എന്തേ കിട്ടുള്ളൂ? ഫസ്റ്റ് അതിൻ്റെ വാല്യൂ എത്രയാണ്? എക്സ് ആണ്. ആ വാല്യൂ ആണ് എക്സ്. അത് എത്രയായിരിക്കും മക്കളെ? -57.1 ആയിരിക്കും. അടുത്ത കേസിൽ, അതായത് വൈൻ്റെ കേസിൽ 1 molar H+ ആണ് ഉണ്ടാവുക? അല്ല, 1 molar H2SO4ൽ 2 mol H+ ഉണ്ട്. അപ്പോൾ ഇവിടെ 2 mol H+ ഉണ്ട്. എത്ര OH- ഉണ്ടെന്ന് ചോദ്യമല്ല, എക്സസ് ഓഫ് NaOH. അപ്പോൾ NaOH ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അവിടെ 2 H+ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ടാകും? 2 OH- ഉണ്ടാകും. അവിടെ എത്ര പ്രാവശ്യം, അപ്പം എത്ര മോൾ വാട്ടർ കിട്ടും? 2 mol വാട്ടർ ഇവിടെ കിട്ടും. ഇവിടെ എത്ര മോളാണ് കിട്ടുക? 2 mol വാട്ടർ കിട്ടുക. 2 mol വാട്ടർ കിട്ടുന്ന സമയത്ത് 2 ഇൻറ്റു എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ ചെയ്യണ്ടേ? അതായത് 2 ഇൻറ്റു -57.1 ചെയ്യണ്ടേ? ഇതാണ് നമ്മുടെ y. അപ്പോൾ y/x ആണ് ചോദ്യം. അതായത് 2 ഇൻറ്റു -57.1 ബൈ എക്സ് എന്താ? -57.1 കട്ട് ചെയ്ത് എന്താ കിട്ടുക? 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. 2 ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. നല്ല ചോദ്യം അതൊക്കെ കേട്ടോ. മനസ്സിലായെന്ന് വിചാരിച്ചോട്ടെ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, നമ്മൾ ഇന്നലെ ചെയ്ത തിയറി അത്. ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് എൻഹൈഡ്രസ് CuSO4ഉം ഹൈഡ്രസ് CuSO4ഉം ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആ ചോദ്യം. CuSO4 5H2 ആവാനുള്ള എൻതാൽപ്പിയാണ് ചോദ്യം. കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത കാര്യങ്ങളാണ് അതൊക്കെ. എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? CuSO4 കംപ്ലീറ്റ്ലി കുറേ വെള്ളം ഒഴിച്ചാൽ CuSO4 അക്വസ് ആയിട്ട് മാറും. ഇതാണെന്ത്? CuSO4ൻ്റെ എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ അവർ അക്വസ് ആയിട്ട് മാറൂല. ഇയാൾ സോളിഡാ, ഇയാളും സോളിഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ ഹൈഡ്രസ് ആയിട്ടുള്ള CuSO4 ആയിട്ട് മാറും. വീണ്ടും അങ്ങോട്ട് നിങ്ങൾ സോൾവെൻറ്റിനെ ആഡ് ചെയ്യുമ്പോഴാണ് അവരെന്താവുക? അക്വസ് ആയിട്ട് മാറുക. അപ്പോൾ നേരെ ഇങ്ങനെ മാറാം, അല്ലെങ്കിൽ ഇങ്ങനെയും മാറാം. അപ്പോൾ SS അപ്ലൈ ചെയ്യുമ്പം ഈ എൻതാൽപ്പി ഈക്വൽ ടു ഇത് രണ്ടും ആഡ് ചെയ്തതല്ലേ? ഈ എക്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹൈഡ്രേഷൻ എൻതാൽപ്പി. CuSO4 വാട്ടറുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പം ഹൈഡ്രസ് ആയിട്ടുള്ള CuSO4 5H2O കിട്ടി. അതാണെന്ത്? ഹൈഡ്രേഷൻ എൻതാൽപ്പി ഓഫ് CuSO4. ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ. ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് എൻഹൈഡ്രസ് CuSO4ഉം ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് CuSO4 5H2O തന്നത്. ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ? അവർ മൊത്തം അക്വ സിസ്റ്റത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇത് അൻഹൈഡ്രസ്. അപ്പം ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രസ് CuSO4 എന്ന് വെച്ചാൽ ഇതും ഈ ഒരു വാല്യൂവും,
ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് അൻഹൈഡ്രസ് CuSO4 എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ ആണ് മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, ഹീറ്റ് ഓഫ് സൊല്യൂഷൻ എന്ന് പറയുമ്പം എന്താണ് സിസ്റ്റം ഇവിടെ എത്തിയിട്ടുണ്ട്, അക്വസ് ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അൻഹൈഡ്രസ് എന്ന് പറയുമ്പോൾ ഇതാണ് വെള്ളമില്ലാത്തത് അൻഹൈഡ്രസ്. അപ്പോൾ ഹീറ്റ് ഓഫ് സൊല്യൂഷൻ, അപ്പോൾ ഇയാൾ ഇങ്ങോട്ട് എത്തുകയെന്നു. ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രസ് ആണ്, ഇതാണ് ഹൈഡ്രസ്. ഹീറ്റ് ഓഫ് സൊല്യൂഷൻ അല്ലേ, അപ്പോൾ ഇങ്ങോട്ട് എത്തണം. അപ്പോൾ ഇതാണ് ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് ഹൈഡ്രസും ഇതാണ് ഹീറ്റ് ഓഫ് സൊല്യൂഷൻ ഓഫ് അൻഹൈഡ്രസും. എന്നിട്ട് ചോദ്യം എന്താ, ഹൈഡ്രേഷൻ എന്താൽപ്പിയാണ് ചോദ്യം. അതായത് ഇയാൾ സൊല്യൂഷനിലോട്ട് എത്തണ്ട, ഇയാൾ ഹൈഡ്രസ് ആവുന്ന സമയത്തുള്ള എന്താൽപ്പിയാണ് എന്താൽപ്പി ഓഫ് ഹൈഡ്രേഷൻ. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഇതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇതാണ് ചോദ്യം. പറയുന്ന ഇക്വേഷൻ എന്താ, പഠിച്ചതാണ്, കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്കാണ്. ഈ ഒരു വാല്യൂ ഈക്വൽ ടു ഇതും ഇതും ആഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ പോകുന്നതും ഇനീഷ്യലും ഫൈനലും സെയിം ആണെങ്കിൽ 2 സ്റ്റെപ്പ് ആഡ് ചെയ്താൽ ഇതെന്തെയും കിട്ടും. അതായത് -70 ഈക്വൽ ടു x + +12 എന്ന് എഴുതി വെക്കാം. അങ്ങനെ അതിൽ നിന്ന് x കണ്ടുപിടിക്കുക. ആ x ആണെന്ത്, ഹൈഡ്രേഷൻ എന്താൽപ്പി. അതായത് എന്ത് കിട്ടും, 82 ആൻസർ ആയിട്ട് വരും. ഓക്കെ, ഇവിടെ സൈൻ കൊടുക്കണ്ട, 82 എന്ന് കൊടുത്താൽ മതി. ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആക്ച്വലി എന്താ, അത് -82 ആണ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കേ. എന്താൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഫോർ വാട്ടർ തന്നിട്ടുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും തന്നിട്ടുണ്ട്. ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജിയാണ് ചോദ്യം. എടാ, വാട്ടറിൻ്റെ വേപ്പറൈസേഷൻ്റെ റിയാക്ഷൻ എഴുതി കൂടെ, H2O ലിക്വിഡ് എന്തായിട്ട് മാറുക, H2O ഗ്യാസ് ആയിട്ട് മാറുക. ചോദ്യം എന്താ, ഇൻറ്റേർണൽ എനർജിയാണ് ചോദ്യം. മക്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു റിയാക്ഷൻ തന്നിട്ട് ഇൻറ്റേർണൽ എനർജി ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏത് റിലേഷൻ നിങ്ങൾ യൂസ് ചെയ്യേണ്ടേ, ΔH = ΔU + ΔNGRT. പ്രശ്നമൊന്നുമില്ലല്ലോ, ഇല്ലയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ΔU ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ΔU അവിടെ വെക്കുക, ഇയാൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം ΔU = ΔH - ΔNGRT. ഇത് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ. ഈ സമയത്തുള്ള എന്താൽപ്പി വിളിക്കുന്ന പേരിലടാ എന്താൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. ലിക്വിഡ് വേപ്പർ ആവുന്ന സമയത്തുള്ള എന്താൽപ്പിയാണെന്ത്, എന്താൽപ്പി ഓഫ് വേപ്പറൈസേഷൻ. അത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ത്, എന്താൽപ്പി ഓഫ് വേപ്പറൈസേഷൻ ഇവിടെ കൊടുക്കുക. ΔNG എന്താ അതിൻ്റെ, ഇത് ഗ്യാസാണ്, ഒരു ഗ്യാസ് പ്രൊഡക്റ്റിലുണ്ട്. ഇത് ലിക്വിഡാണ്, റിയാക്റ്റൻസിൽ എന്തില്ല, ഗ്യാസ് ഇല്ല. അപ്പോൾ ഇവിടെ 1, ഇവിടെ 0. അപ്പോൾ 1 - 0 ചെയ്താൽ 1 കിട്ടും. അപ്പോൾ ΔNGക്ക് എന്ത് കൊടുത്തു, 1 കൊടുത്തു. R അറിയാം, കിലോ ജൂൾ വേണമെന്നുണ്ടെങ്കിൽ 8.314 × 10⁻³ ചെയ്യണം. ടെമ്പറേച്ചർ അറിയാം, ചെയ്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ ആണോ മക്കളെ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇത് എളുപ്പമായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക കേട്ടോ. ഇതും എളുപ്പമായിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്കിക്കേടാ, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും നോക്ക്. The reduction of metal oxide is easier if the metal is formed is in liquid state than solid state. ഒരു മെറ്റൽ ഓക്സൈഡിനെ നിങ്ങൾ റിഡക്ഷൻ നടത്തുമ്പോൾ മെറ്റൽ കിട്ടും. ആ മെറ്റൽ ലിക്വിഡും സോളിഡും ആകാം. ആ മെറ്റൽ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ അത് കുറച്ചും കൂടി ഈസിയർ ആണെന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്താ, ഒരു മെറ്റൽ ഓക്സൈഡ് നിങ്ങൾ റിഡക്ഷൻ നടത്തിയാലേ മെറ്റൽ കിട്ടും. അത് ലിക്വിഡ് സ്റ്റേറ്റിലും ആകാം, സോളിഡ് സ്റ്റേറ്റിലും ആകാം. ആ മെറ്റൽ ലിക്വിഡ് സ്റ്റേറ്റിലാണെങ്കിൽ കുറച്ചും കൂടി റിയാക്ഷൻ പെട്ടെന്ന് നടക്കും. അതിൻ്റെ കാരണം എന്താ, അതിൻ്റെ കാരണം അവർ എഴുതി വെച്ച് എന്ത്, ദ വാല്യൂ ഓഫ് ΔG ബിക്കം മോർ നെഗറ്റീവ് മീൻസ് മോർ സ്പോണ്ടേനിയസ് ആവുന്ന. എന്തുകൊണ്ടാണ്, എൻട്രോപ്പി ഈസ് ഹയർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ദാൻ സോളിഡ് സ്റ്റേറ്റ്. ഒരു ലിക്വിഡിനാണ് എൻട്രോപ്പി സോളിഡിനേക്കാളും കൂടുതൽ. അപ്പോൾ എൻട്രോപ്പി കൂടുന്നുണ്ട്. എൻട്രോപ്പി കൂടുക മീൻസ് പൊതുവെ റിയാക്ഷൻ എൻട്രോപ്പി കൂടുക മീൻസ് റിയാക്ഷൻ ഫേവറബിൾ ആക്കുക എന്നാണ്. അതായത് ΔG നെഗറ്റീവ് ആക്കുക എന്നാണ്. അപ്പോൾ അസേഷൻ ശരിയാ, റീസൺ ശരിയാ. അപ്പോൾ ഇയാൾ മോർ ഈസി ആവാൻ കാരണം എന്താ, ഇതിൽ നിന്ന് കിട്ടുന്ന ലിക്വിഡ് സ്റ്റേറ്റിൻ്റെ എൻട്രോപ്പി കൂടുതലായതുകൊണ്ടാണ്. അപ്പോൾ അസേഷനും റീസണും ശരിയാ. അസേഷൻ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ്, റീസൺ കറക്റ്റ് അസേഷൻ്റെ എക്സ്പ്ലനേഷനുമാണ്. അപ്പോൾ ഏത് ഓപ്ഷനെ മാർക്ക് ചെയ്യുക, ഓപ്ഷൻ എ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. മനസ്സിലായോടാ, ഓക്കെ ആണോ, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. മക്കളെ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്, 1 മണി ആയിട്ടുണ്ട്. ഇനി അടുത്ത സർ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സോളജി ആയിട്ട് മാം വരുന്നുണ്ടാകും. അപ്പോൾ ഇതുവരെ പറഞ്ഞതെല്ലാം എന്ത് ചെയ്യുക, മാക്സിമം ഫോളോ ചെയ്യുക. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇനി അഡീഷണൽ ആയിട്ട് 2-3 ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൊല്യൂഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അത് പോയിട്ട് എന്ത് ചെയ്താൽ മതി, ഒന്ന് വർക്കൗട്ട് ചെയ്താൽ. ഈ ക്വസ്റ്റ്യൻ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, ജെ ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ പ്രശ്നമാക്കൊന്നും വേണ്ട. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ ഇന്നലെ തൊട്ടിട്ടുള്ള 1 ഷോട്ടും അതേപോലെ ഇതിലുള്ള ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം പഠിക്കുകയാണെങ്കിൽ തെർമോഡൈനാമിക്സ് ഏകദേശമൊക്കെ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ പോയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക, നല്ലപോലെ സ്കോർ ചെയ്യുക. ക്ലാസ് കഴിഞ്ഞിട്ടില്ല, സോളജി ആയിട്ട് മാഡം എന്ത് ചെയ്യും, വരൂ കേട്ടോ. ഓക്കെ ആണല്ലോ, ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. നല്ലപോലെ പഠിച്ചിട്ട് നാളെ എന്ത് ചെയ്യാം, നല്ലപോലെ സ്കോർ ചെയ്യാം കേട്ടോ. ബൈ ബൈ.
Hi goodies, good morning. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് എലിമിനേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ മാരത്തോൺ റൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന എല്ലാ ഏരിയ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് വർക്ക് ചെയ്യുക. ഫ്രം ദ സ്റ്റാർട്ട് ഓഫ് ദ ചാപ്റ്റർ എങ്ങനെ ഒരു കറക്റ്റ് ഓർഡറിൽ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും റെഡിയാണോ? ഗുഡ് ആഫ്റ്റർനൂൺ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഹായ് ഫാത്തിമ, അനഘ, പല്ലവി, നിസാം, ദേക്കു, അവന്തിക, സുഹാന, എല്ലാവർക്കും ഹായ്. അപ്പൊ നമുക്ക് തുടങ്ങാം മക്കളെ, വളരെ സമയം കളയണ്ട. നമുക്കൊരു 60 ക്വസ്റ്റ്യൻസ്, നമുക്ക് 1 hour മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് സെറ്റ് ആക്കി കളയാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് പോകും. ഈ ചാപ്റ്റർ നമുക്ക് ചോദിക്കാവുന്ന എല്ലാ ഏരിയ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ ടു സ്റ്റാർട്ട് വിത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ മൈക്കില്ലേ സൗണ്ട് ഇല്ലേ? അയ്യോ, ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ ചാപ്റ്റർ തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങുക യെസ് ഡിഫറെന്റ് ആനിമൽസ് ആൻഡ് ദെയർ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്. മീറ്റിംഗ് 3 മണിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഡിഫറെന്റ് ഓർഗാനിസത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് നമ്മൾ പഠിച്ചു. ആനിമൽ കിങ്ഡം ചാപ്റ്ററിൽ തന്നെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പ്രോട്ടോനെഫ്രിഡിയ ഓർ ഫ്ലെയിം സെൽസ് ആർ ദി എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ്. Yes guys, ഫ്ലെയിം സെൽസ് ഏത് ഓർഗാനിസത്തിന്റെ എക്സ്ക്രീറ്ററി ഓർഗൻ ആണ്? യെസ്, നമുക്കറിയാം ഫ്ലാറ്റ് വേംസ്, പ്ലാറ്റി ഹെൽമെന്റസ്, റോട്ടിഫേഴ്സ്, ചില അനലിഡ്സ്, നോട്ട് ഓൾ അനലിഡ്സ്. അനലിഡ്സ് പഠിക്കാൻ നേരത്ത് നമ്മൾ എർത്ത് വേമിലൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുക നെഫ്രിഡിയ ആണ്, പക്ഷെ ചില അനലിഡ്സിന് നമ്മൾ പറയുന്നുണ്ട്. ഓൾസോ സെഫലോകോഡേറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ കോഡേറ്റ വിഭാഗത്തിൽ തന്നെ സെഫലോകോഡേറ്റ്സിനും ദേ ഹാവ് ഫ്ലെയിം സെൽസ്. സോ ആൻസർ ഈസ് ഓൾ ഓഫ് ദി അബവ് 4. Okay, so let's go to the next question. ഇനി നമ്മൾ പറയുന്നുണ്ട്, നമ്മൾ മാമൽസ്, നമുക്ക് പല ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ഉണ്ട്. യൂറിയോടെലിക്, അമോണോടെലിക്, യൂറിക്കോടെലിക് ഓർഗാനിസം. അതിൽ നമ്മൾ മാമൽസ് ശരിക്കും അമോണിയനെ ഉണ്ടാക്കിയിട്ട് അതിനെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഓർഗനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലെ? ആ ഓർഗനിൽ നിന്ന് വരുന്ന ബ്ലഡ് വെസലിലായിരിക്കും ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ ഉള്ളത്. അപ്പോൾ ദ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ മാമൽസ് വിച്ച് ബ്ലഡ് വെസൽ വുഡ് ക്യാരി ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ? ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ ഉള്ളത് ഏത് ബ്ലഡ് വെസലിലായിരിക്കും? യെസ്, ലാർജസ്റ്റ് എമൗണ്ട് ഓഫ് യൂറിയ ഏത് ബ്ലഡ് വെസലിലായിരിക്കും? നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ അമോണിയനെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് ലിവറിലാണ്. ആൻഡ് യെസ്, അത് ബൈ എ സൈക്കിൾ കോൾഡ് ആസ് ഓർണിത്തൈൻ സൈക്കിൾ. അതുകൊണ്ട് തന്നെ ലിവറിൽ നിന്ന് വരുന്ന ബ്ലഡ് വെസലിലായിരിക്കും ഏറ്റവും കൂടുതൽ യൂറിയ ഉണ്ടാവുക. And the answer you have given is wrong. It is hepatic vein, hepatic portal vein, intestine liver connect ചെയ്യുന്നതാണ് മക്കളെ. Hepatic portal vein connects intestine to the liver. ഇവിടെ nutrients നെ ലാഡൻ ചെയ്യുന്നതാണ്. The answer is 3. Hepatic vein which carries blood from the liver to the inferior vena cava. So answer is 3. Question number 3. There is 2 statements. Again initial നമ്മളുടെ ഇൻട്രോഡക്ടറി പാർട്ടിൽ നിന്നാണ്. അമോണോടെലിക്, യൂറിയോടെലിക്, യൂറിക്കോടെലിക് ഓർഗാനിസത്തിന്റെ പാർട്ടിൽ നിന്നാണ് നമുക്കൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. എല്ലാവരും വായിച്ചേ. Mammals excrete urea which is less toxic than ammonia. Yes, urea less toxic than ammonia ആണ്. And we mammals excrete urea. Correct ആണ്. അമോണിയ ഫോംഡ് ഡ്യൂറിങ് ഡീഅമിനേഷൻ ഓഫ് അമിനോ ആസിഡ്. നമുക്കറിയാം അമോണിയ ഉണ്ടാവുന്നത് അമിനോ ആസിഡിനെ ഡീഅമിനേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നമുക്ക് എന്ത് കിട്ടുക?
അമോണിയ കിട്ടുക. ആൻഡ് ദിസ് അമോണിയ ഈസ് കൺവേർട്ടഡ് ഇൻ ടു യൂറിയ through a cyclic pathway called as urea cycle or ornithine cycle in the kidney എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ, കിഡ്നിയിലാണോടാ ആ സൈക്കിൾ നടക്കുന്നത്? എന്താണിത്? ആർക്ക് ശ്രദ്ധയൊന്നുമില്ലേ? അമോണിയനെ യൂറിയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന എവിടെ വെച്ചിട്ടാണ്? ഇത് ലിവർ അല്ലേ മക്കളെ? അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ തെറ്റാണ്. ആൻസർ ഈസ് 3. എല്ലാരും നേരത്തെ പിടിച്ച് 1 കൊടുത്തിട്ടുണ്ട്. ശ്രദ്ധിക്കണ്ട അമ്പാനെ. ക്വസ്റ്റ്യൻ നമ്പർ 4. ഫസ്റ്റ് പാർട്ട് ഇൻട്രോഡക്ടറി പാർട്ടിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. അഗെയിൻ, some amount of urea may be retained in the kidney matrix of some mammals to maintain desired osmolarity gradient. Sorry, kidney കണ്ടില്ല. അബ്ദുള്ളേ 5 മാർക്ക് പോയിട്ടോ. Statement 1. Some amount of urea നമ്മുടെ കിഡ്നിയുടെ മാട്രിക്സിൽ റിട്ടൈൻ ചെയ്യും ടു മെയിൻറ്റെയിൻ ഓസ്മോളാരിറ്റി ഗ്രേഡിയൻറ്റ്. നമുക്കറിയാം ഇത് സംഭവിക്കുക കളക്റ്റിംഗ് ഡക്റ്റിൻ്റെ അവിടെ നിന്ന്. യെസ്, യൂറിയ കുറച്ചെടുത്ത് ഇൻഡസ്ട്രീഷ്യത്തിൽ മെയിൻറ്റെയിൻ ചെയ്യും, വിച്ച് അഗെയിൻ ഗോസ് ത്രൂ അസെൻറ്റിംഗ് ലിംബ്. സോ യെസ്, ഓഫ് കോഴ്സ് യൂറിയ ഈസ് ദെയർ ഇൻ ദി കിഡ്നി interstitium so as to maintain osmolarity gradient. Correct ആണ്. In bony fishes, ammonia diffuse out as ammonium ion through gill membrane. Actually, fishes in kidney ഉണ്ടെങ്കിലും കിഡ്നി വലിയ ഫങ്ഷണൽ അല്ല, കാരണം അവിടെ ഗിൽസ് വഴി തന്നെ അമോണിയ ഡിഫ്യൂസ് ചെയ്യും. ബിക്കോസ് അമോണിയ ഈസ് ഹൈലി സോളബിൾ ഇൻ വാട്ടർ. 2 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 5. സെലക്ട് ദ ഇൻകറക്റ്റ് മാച്ച്. Select the incorrect match. അപ്പോൾ again different organism excretory organ ഒക്കെ റിലേറ്റ് ചെയ്ത് ഇനിഷ്യൽ സെഗ്മെന്റിലെ തന്നെ ക്വസ്റ്റ്യൻ ആണ്. ആദ്യം കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വായിച്ചേ. ഗ്രീൻ ഗ്ലാൻഡ് ക്രസ്റ്റേഷ്യൻസ് കറക്റ്റ് ആണ്. Medullary tissue arranged as medullary pyramids correct ആണ്. Xylem a notch on the outer convex. ഇതാണ് കോൺവെക്സ്. ഇതാണോ ഹൈലം? അല്ല, ഇന്നർ കോൺകേവ് ആണ് നമുക്ക് ഹൈലം എന്ന് പറയാം. സോ ദിസ് ഇസ് ഇന്നർ കോൺകേവ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. ഫൈൻഡ് ദ മിസ്മാച്ച് പെയർ. വിശക്കുന്നോണ്ടാണോ ഫർഹാന? നീറ്റിന് നല്ലോണം ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. പക്ഷെ ഒരുപാട് ഫുഡ് കഴിക്കണ്ട കേട്ടോ. 2 മണിക്കാണ് എക്സാം. ഉറങ്ങിപ്പോവും. സ്നാക്സ് ഒക്കെ എടുത്ത് അടുത്ത് അമ്മേനെ ഉറക്ക വിളിക്കുക. എന്നിട്ട് സ്നാക്സ് ഒക്കെ കൊണ്ടുവരാൻ പറയുക. കഴിച്ചുകൊണ്ട് ചെയ്യുക. യെസ്, മിസ്മാച്ച് വേറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫ്ലെയിം സെൽസ്. ഫ്ലെയിം സെൽസ് നമുക്കറിയാം സെഫലോകോഡേറ്റ്സിനുണ്ട്, ഫ്ലാറ്റ് വേംസിനുണ്ട്, സം അനലിഡ്സിനുണ്ട്. കറക്റ്റ് ആണ്. യൂറിക് ആസിഡ് എലിമിനേറ്റഡ് ആസ് പേസ്റ്റ് ഓർ പെല്ലറ്റ്, കാരണം അതിന് കുറച്ച് വെള്ളം മാത്രം മതി. പക്ഷെ ശ്രദ്ധിച്ച് മക്കളെ, ഇവിടെ കൊടുത്തിരിക്കുന്ന മാക്സിമം വാട്ടർ ലോസ് എന്നാണ്. മിനിമം വാട്ടർ ലോസ് നമുക്ക് വരിക. സോ ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 7. നമ്മൾ ഇനി കിഡ്നിയിലെ സ്ട്രക്ചറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ അമോണോടെലിക്, യൂറിയോടെലിക്, യൂറിക്കോടെലിക്കിൽ നിന്നും ഡിഫറെൻറ്റ് ആനിമൽസ് അവർ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തു. നേരെ നമുക്ക് സ്ട്രക്ചർ ഓഫ് കിഡ്നിയിലേക്ക് വരാം. Broad funnel-shaped space inside the kidney with projections called as calyx is called. Broad funnel-shaped structure ഏതാണ് കിഡ്നിയിലുള്ളത്? അതിന് projections called as calyx ഉണ്ട്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? Yes, we call it as renal pelvis, which extend അല്ലേ outward as ureter. Answer is second option. Question number 8. Different excretory structures of animals are given below. Match them appropriately and mark the correct answer from the given below. നിങ്ങൾക്കറിയാം മാച്ച് ദ ഫോളോയിങ് ചെയ്യാനുള്ള ഏറ്റവും ഫാസ്റ്റസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഏറ്റവും അറിയാവുന്ന സാധനം മാച്ച് ചെയ്യുക, നേരെ ഓപ്ഷൻസിലേക്ക് ജമ്പ് ചെയ്യുക അല്ലെ. അതുകൊണ്ടായിരിക്കും ഡോണ ഫസ്റ്റ് തന്നെ ചെയ്ത് കഴിഞ്ഞു. യെസ്, നമുക്ക് നോക്കാം. പ്രോട്ടോനെഫ്രീഡിയ കാണുന്നത് ഫ്ലാറ്റ് വേംസിനാണ്. AS
AS വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഇറന്ന് നോക്കണ്ട. നെഫ്രിഡിയ ഫോർ എർത്ത് worm, malphigian tubule for cockroach, and antennal or green gland for the prawns. Question number 9. Which of the following statement is incorrect? നോക്കടാ, ഫസ്റ്റ് ഓപ്ഷൻ എന്താ കൊടുത്തിരിക്കുന്നത്? മെഡുലറി സോൺ ഓഫ് കിഡ്നി is divided into few conical masses called as medullary pyramids projecting into the calyx. Correct ആണ്. medullary pyramids projecting into calyx. Inside the kidney, the cortical region extends in between medullary pyramid is called as column of Botany അല്ലെങ്കിൽ renal column, renal pelvis അല്ല. So answer is second option. Question number 10. Find the mismatch pair. Renal artery is a branch of dorsal aorta. Correct ആണ്. Renal vein carries filtered blood to inferior vena cava. അതെങ്ങനെയാണ് തെറ്റാവുക? ഫിൽറ്റേർഡ് ബ്ലഡിനെ അല്ലേ കൊണ്ടുപോകുന്നത്? റീനൽ ആർട്ടറി അല്ലേ? ഇംപ്യൂർ ബ്ലഡ്, ഇംപ്യൂർ ഇൻ ദ സെൻസ് യൂറിയ ഉള്ള ബ്ലഡിനെ കൊണ്ടുവരുന്നു, അവിടെ നിന്ന് ഫിൽറ്റേർഡ് ബ്ലഡിനെ കൊണ്ടുപോകുന്നത് റീനൽ വെയിൻ ആണ് ടു ഇൻഫീരിയർ വീന കവ. ഇറ്റ് ഇസ് കറക്റ്റ്. ഡി ഓക്സിജനേറ്റഡ് അല്ല, ഇവിടെ ഫിൽറ്റേർഡ് എന്നാണ് പറഞ്ഞത്. ഡി ഓക്സിജനേറ്റഡും ഫിൽറ്റേർഡും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് അറിയത്തില്ലേ? ഫിൽറ്റേർഡ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് യൂറിയ കളഞ്ഞ ബ്ലഡ് അല്ലേ? കിഡ്നി ക്ലോസ് ടു ഡോർസൽ ഇന്നർ വാൾ ഓഫ് അബ്ഡോമിനൽ ക്യാവിറ്റി. കറക്റ്റ് ആണ്. അപ്പെക്സ് ഓഫ് ദ മെഡുലറി പിരമിഡ്, അപ്പെക്സ് എന്ന് പറഞ്ഞാൽ ടിപ്പാണ്. ടിപ്പ് എങ്ങോട്ടാ ഫേസ് ചെയ്യുന്നത്? കോർട്ടെക്സിലോട്ടാണോ? അല്ല, ഇൻടു കാലിക്സ് ആണ്. ആൻസർ ഇസ് ഫോർത്ത് ഓപ്ഷൻ. ഓക്സിജനേറ്റഡും ഡിഓക്സിജനേറ്റഡും ഫിൽറ്റേർഡും നോൺ ഫിൽറ്റേർഡും തെറ്റിക്കരുതെന്ന് കഴിഞ്ഞ ക്ലാസ്സിലും പ്രത്യേകം പറഞ്ഞതാണ്. വൺ ഷോട്ട് സീരീസ് കണ്ട ആൾക്കാർ തന്നെ ഇവിടെ വന്ന് തെറ്റിക്കണം കേട്ടോ. തെറ്റിപ്പോകും. ഫൈനലി കറക്റ്റ്ലി മാച്ച്ഡ് പെയർ. ഫസ്റ്റ് ഓഫ് ഓൾ, എക്സ്ക്രീറ്ററി പാർട്ടിലെ ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസ് ഉള്ളത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടാണ്, വിച്ച് ഇസ് ആക്ച്വലി നമ്മളുടെ അമോണോട്ടലിക്, യൂറിയോട്ടലിക് ആനിമൽസ്, അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻ, ആൻഡ് ഓഫ് കോഴ്സ് ഇത് തന്നെ നമ്മുടെ കിഡ്നിയുടെ സ്ട്രക്ചർ. ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ വരുള്ളൂ. So let's check. Urethra carries urine from kidney. Correct ആണോ? അല്ല. യുറീത്ര ക്യാരി ചെയ്യുന്നത് എവിടെ നിന്നാണ്? യൂറിനറി ബ്ലാഡർ നിന്ന് ഔട്ട്വേർഡ്സ് ആണ്. യൂറീറ്റർ ആണ് കിഡ്നിയിൽ നിന്ന് കൊണ്ടുവരുന്ന ആള്. ഇത് രണ്ടും തെറ്റിപ്പോരുത്. യൂറീറ്റർ എമർജസ് ഫ്രം ദ യൂറിനറി ബ്ലാഡർ ആൻഡ് ട്രാൻസ്പോർട്ട് യൂറിൻ ടു എക്സ്റ്റീരിയർ. അത് യുറീറ്റർ അല്ല, അതാണ് യുറീത്ര. ഇത് രണ്ടും തലയിരിച്ചാണ് കൊടുത്തേക്കുന്നത്. എറിത്രോപോയിറ്റിൻ, എ ഹോർമോൺ ഓഫ് കിഡ്നി ദാറ്റ് സ്റ്റിമുലേറ്റ് എറിത്രോപോയിസിസ്, which is correct answer is third option. ഫ്രൈ പാൻ ഞാൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. എടാ, യുറീറ്ററും തെറ്റിപ്പോയാൽ യുറീറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ആൻഡ് യുറീത്ര എന്ന് പറയുന്നത് യൂറിനറി ബ്ലാഡർ എന്ന് വരുന്ന ഈ ട്യൂബാണ്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. ദ ലെങ്ത് വിത്ത് ദ തിക്നെസ് ഓഫ് ഹ്യൂമൻ കിഡ്നി. ഇതൊക്കെ തെറ്റിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പറഞ്ഞ നമ്പറാണ് ലെങ്ത് വിത്ത് തിക്നെസ് ഓഫ് കിഡ്നി. യെസ്, answer is 10 to 12, 5 to 7, 2 to 3, second option. Question number 13. Find the incorrectly matched pair. Find the incorrectly matched pair.
പറന്നായിക്കോട്ടെ. Renal artery, a branch of dorsal aorta which enters the kidney, correct ആണ്. Medullary tissue arranged as few conical masses projecting into calyx, correct ആണ്. Renal column, extension of medulla, ദാ കിടക്കുന്നു, അവിടെ തന്നെ തെറ്റി. Extension of cortex between medullary pyramids ആണ്. So answer is third option. Question number 14, find the incorrect statement. മേഘ്ന, അതെങ്ങനെ ഓപ്ഷൻ നമ്പർ 1 വന്നേ? യെസ്, find the incorrect statement. Why ammonia is readily soluble in water, correct ആണ്. Aquatic organisms, ammonia diffuse through the gills of their membrane or body surface as ammonium ions. Yes, it is readily soluble in water. Mammals and terrestrial amphibians excrete urea. Yes, mammals and terrestrial amphibians urea excrete ചെയ്യും. In mammals, some amount of uric acid അല്ല, urea is retained in the kidney matrix. So answer is fourth option. എവിടെയോ എന്തോ തകരാറ് പോലെ. Find the correctly matched pair. ഇത് നമുക്കൊരു ഓൾമോസ്റ്റ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഏരിയ ആണെന്ന് നമുക്ക് പറയാം. അമോണോടെലിക്, യൂറിയോടെലിക് ആൻഡ് യൂറിക്കോടെലിക് ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ. സോ അതിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ആൻഡ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ഇത്. അപ്പോൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചാലോ. ബോണി ഫിഷസ്, അക്വാറ്റിക് ഇൻസെക്ട്സ് ആൻഡ് അക്വാറ്റിക് ആംഫിബിയൻസ്. നമുക്കറിയാം ബോണി ഫിഷസ്, അക്വാറ്റിക് ഇൻസെക്ട്സ്, അക്വാറ്റിക് ആംഫിബിയൻസ് ഇവരെല്ലാവരും അമോണോടെലിക് ആണ്. ഷാർക്കും റേഫിഷും യൂറിയോടെലിക് ആണ്. ലാൻഡ് സ്നെയിൽ, ടെറസ്ട്രിയൽ ഇൻസെക്ട്സ്, യെസ് യൂറിക്കോടെലിക് ആണ്. ആൻഡ് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് യൂറിയോ അല്ല യൂറിക്കോ ആണ്. അതുകൊണ്ടാണ് ഒരു ബേർഡും നമ്മുടെ പുറത്തൂടെ യൂറിനേറ്റ് ചെയ്യാത്തത്. ബിക്കോസ് ദർ ഇസ് നോ യൂറിൻ പ്രൊഡ്യൂസ്, ദേ ഓൺലി ഹാവ് പെല്ലറ്റ്സ്. നൗ question number 16, read the following statement and choose the incorrect statement. Statement based question. In ureotelic organism, ammonia is not a product of metabolism. യൂറിയോടെലിക് ഓർഗാനിസത്തിന് അമോണിയ ഈസ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് റോങ്. അമോണിയ ഉണ്ടാവില്ലേ? അമോണിയനെ അല്ലേ നമ്മൾ യൂറിയ ആക്കുക, എന്നിട്ടല്ലേ അവർ യൂറിയ എക്സ്ക്രീറ്റ് ചെയ്യുന്നേ. സോ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം. ഇൻകറക്റ്റ് ആണോ ഇത്? ഇറ്റ്സ് കറക്റ്റ്. എല്ലാവരും തകർത്ത് തെറ്റിച്ചു. അമോണിയ ഉണ്ടാവുന്നില്ലേടാ, അമോണിയ അല്ലേ നമ്മൾ യൂറിയ ആക്കുന്നത്. അടുത്ത നോക്കിയേ. In mammals, some amount of urea may be retained in the kidney matrix to maintain osmolarity, correct ആണ്. In bony fishes, kidney do not play any significant role, correct ആണ്. ഗിൽസ് വഴി പോവും. യൂറിയ ആൻഡ് യൂറിക് ആസിഡ് ആർ ലീസ്റ്റ് ടോക്സിക് ദാൻ അമോണിയ. ഏതാണ് ഏറ്റവും ടോക്സിക്? Sorry, urea and uric acid are less toxic than ammonia. Correct ആണ്. Urea. Sorry. It's a product of metabolism. നോട്ട് ഞാൻ വായിച്ചില്ല കേട്ടോ, അത് എൻ്റെ തെറ്റാണ്. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം. ആൻസർ ഇസ് 1. നോട്ട് ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി. അപ്പം എൻ്റെ ഒരു 5 മാർക്ക് പോയി. ആൻസർ ഇസ് 1. ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം. ആൻസർ ഇസ് 1. സോറി ഗൈസ്, ഞാൻ നിങ്ങളെ വഴക്ക് പറഞ്ഞു. എന്നെ തെറ്റിദ്ധരിക്കരുത്, ഞാൻ നോട്ട് വായിച്ചില്ല. ഇറ്റ്സ് നോട്ട് എ പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം, ഇറ്റ്സ് ആക്ച്വലി എ പ്രോഡക്റ്റ് ഓഫ് മെറ്റബോളിസം. എനിക്ക് തെറ്റി, ഞാൻ കൊന്നു പേഷ്യൻറ്റിന്. ശരിയാണ്. സോറി, ഒരു ചെറിയ തെറ്റാണ്, തിരിച്ചെത്തുക.
വിച്ച് ഇസ് ദ ബെസ്റ്റ് അഡാപ്റ്റഡ് ഫിനോമിനൻ ഫോർ കൺസർവേഷൻ ഓഫ് വാട്ടർ? നിങ്ങൾ ഇന്ന് പരീക്ഷിച്ചല്ലേ, നിങ്ങൾ ആ കുരുങ്ങിയിട്ടില്ല, നിങ്ങൾ അതേപോലെ തന്നെ നിന്നിട്ടുണ്ട്. യെസ്, അമോണിയാണ് യൂറിയ ആയത്. അതെല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു, പക്ഷെ ഞാൻ നോട്ട് വായിച്ചില്ല. വിച്ച് ഇസ് ദ ബെസ്റ്റ് അഡാപ്റ്റഡ് ഫിനോമിനൻ ഫോർ കൺസർവേഷൻ ഓഫ് വാട്ടർ? കൺസർവേഷൻ ഓഫ് വാട്ടറിന് ഏറ്റവും പറ്റിയത് യൂറിക്കോടെലിസം ആണ്. കാരണം there is no water actually excreted, അല്ലെ pellets ആയിട്ടാണ് അവിടെ പോകുന്നത്. ആവറേജ് വെയിറ്റ് ഓഫ് കിഡ്നി ഈസ് അബൌട്ട്, കിഡ്നിയുടെ വെയിറ്റ് നമ്മൾ പറഞ്ഞതാണ് ഗ്രാംസിലാണ് പറഞ്ഞത്, ഇവിടെ കിലോഗ്രാമിലാക്കണം, തെറ്റിക്കരുത്, നാണക്കേടാണ്, മാത്സ് അറിഞ്ഞൂടെന്ന് നാട്ടുകാരൊക്കെ പറയും. ആവറേജ് വെയിറ്റ് ഓഫ് കിഡ്നി ഈസ് അബൌട്ട് യെസ് 0.12 സോറി 0.123 ആണോടാ, ശ്രദ്ധിക്കടാ നമ്പർ. എത്ര ഗ്രാമാ മക്കളെ വരുന്നേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഗ്രാം എത്രയാ കൊടുത്തിരിക്കുന്നേ? 120 to 170 ഗ്രാം എന്നല്ലേ കൊടുത്തിരിക്കുക. ദാറ്റ് ഈസ് 0.12 to 0.17. ശ്രദ്ധിക്കണ്ടേ? രണ്ടാമത്തെ നമ്പർ നോക്ക്, 0.15 ആ കൊടുത്തിരിക്കുന്നേ. നമുക്ക് വരും എന്താ? 4 ആണ്. 0.12 to 0.17 kilograms. Answer is 4. Question number 19. The kidney are situated close to the dorsal inner wall of abdominal cavity between കിളീനെ തിരിച്ചു പിടിച്ചോണ്ട് വാ ഫർഗാന, കുറച്ച് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച് കിളീനെ തിരിച്ചു പിടിച്ചോണ്ട് വന്നേ. യൂറിയ സൈക്കിളിന്റെ അതർ നെയിം ഈസ് ഓർണിത്തൈൻ സൈക്കിൾ. ഓർണിത്തൈൻ സൈക്കിൾ. ആൻഡ് ഈ ഓർണിത്തൈൻ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റ് ഈസ് ആക്ച്വലി ആൻ അമിനോ ആസിഡ് വിച്ച് ഇസ് നോൺ പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ്. നമുക്ക് 20 അമിനോ ആസിഡ്സ് പ്രോട്ടീൻ ഉണ്ടാക്കാൻ സഹായിക്കും, ബട്ട് ഓർണിത്തൈൻ നെവർ ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ ഫോർമേഷൻ. ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് എ നോൺ പ്രോട്ടീനേഷ്യസ് അമിനോ ആസിഡ്. Yes guys, lux, thoracic and third lumbar, that is T12 to L3. Answer is 4. Question number 20. അത് നമ്മുടെ ഇൻട്രോഡക്ടറി പാർട്ടിലെ ഫസ്റ്റ് പാർട്ടിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ നേരെ നമ്മുടെ നെഫ്രോണിലേക്ക് കടക്കാൻ പോവുകയാണ്. A notch present towards the center of inner concave surface of kidney is called as. കണ്ണും പൂട്ടി നിങ്ങൾ പറയും. ആ നോച്ചിനെയാണ് നമ്മൾ yes Xylem എന്ന് പറയുന്നത്. So let's go to the questions from our nephron part and urine formation. First question. Funnel like part called dash within the kidney leads to ureter. പക്ഷേ ഇത് സ്ട്രക്ചർ എന്നാണ്. Funnel like part which lead to ureter. Yes, it is called as renal pelvis. Answer is 2. Question number 2. Each nephron has. Nephron എത്ര പാർട്സ് ഉണ്ട്? ഏതാണത്? Each nephron has yes 2 parts. Glomerulus എന്ന് പറയുന്ന blood vessels and renal tubule. Answer is 4. Question number 3. Malpighian body അല്ലെങ്കിൽ renal corpuscle consist of. Malpighian body or renal corpuscle consist of. Malpighian body അല്ലെങ്കിൽ renal corpuscle എന്ന് പറയുന്നത് yes Bowman's capsule plus glomerulus ആണ്. So we know this much part. Answer is second option. Question number 4. Vasa recta is absent or highly reduced in. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് നെഫ്രോണിനെ കുറിച്ച് പറയും. ജെക്സ്റ്റാമെഡുലറി നെഫ്രോൺ ആൻഡ് കോർട്ടിക്കൽ നെഫ്രോൺ. ഇതിൽ ആർക്കാണ് വാസ റെക്ട ആബ്സെന്റ് ആയിട്ടുള്ളത്? Yes. Answer is yes. Yes, cortical nephron 1. Question number 5. Match the following column 1 and 2 and select the correct match.
യൂറിൻ ഫോർമേഷൻ എന്നുള്ളൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. മാച്ച് ദ ഫോളോയിങ് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഏരിയ ആണ് യൂറിൻ ഫോർമേഷൻ. അറിയാവുന്ന വെച്ച് മാച്ച് ചെയ്ത് പോവാം, അല്ലെങ്കിൽ ഓപ്ഷൻ നോക്കാം. എല്ലാം AS ആണ്. അവൻ ഇപ്പം AS മാച്ച് ചെയ്യണമെന്ന് അത് വേറെ എവിടെയും മാച്ച് ചെയ്ത് പോകേണ്ട കാര്യമില്ല, എല്ലാം AS ആണ്. ഞാൻ നേരെ D പിടിക്കാൻ പോവുകയാണ്, കാരണം ഡിയിലാണ് എല്ലാം ഡിഫറെൻറ്റ്. അപ്പോൾ D ഒന്ന് ചെക്ക് ചെയ്യട്ടെ. സ്റ്റോറേജ് ഓഫ് യൂറിനറി ബ്ലാഡർ ആണ്. D6 ആണ് വരാനുള്ളത്. D6 വരുന്ന 2 ഓപ്ഷൻസ്. അപ്പോൾ നോക്കട്ടെ, ഈ T കൊടുത്തിരിക്കുകയാണ്. C നോക്കാം. C എന്താണ്? ട്രാൻസ്പോർട്ട് ഓഫ് യൂറിൻ ചെയ്യുന്ന ആളെ ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നതിൽ യൂറീറ്ററേ ഉള്ളൂ. സോ C എന്ന് പറയുന്നത് നമുക്ക് Q വരണം. ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഇനി ചെക്ക് ചെയ്യാം. അൾട്രാ ഫിൽറ്ററേഷൻ മാൽഫീജിയൻ കോപ്പസ്യൂൾസിലാണ് നടക്കുക. കോൺസെൻട്രേഷൻ ഓഫ് ഫിൽറ്ററേറ്റ് നടക്കുന്നത് ഹെൻലീസ് ലൂപ്പിലാണ്. ട്രാൻസ്പോർട്ട് ഓഫ് യൂറീറ്റർ വഴിയാണ്. സ്റ്റോറേജ് ഓഫ് യൂറിനറി ബ്ലാഡറിലാണ്. ആൻഡ് 70 to 80% ഓഫ് റീസോർപ്ഷൻ ഹാപ്പൻസ് ഇൻ ദി PCT. Question number 6. Choose the correct statement. Okay, ഓടി വന്നു. First question. Tubular secretion is an important step in urine formation as it helps in maintaining ionic and acidic balance of the body fluid. Correct ആണല്ലേ? കാരണം നമ്മൾ അയോൺസിനെയും H+ അയോൺസിനെയുമാണ് ശരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ട്യൂബ്യൂൾസിലേക്ക് സെക്രീറ്റ് ചെയ്യുക. ഈ സെക്രീഷൻ വഴി നമുക്ക് ശരിക്കും അയണിക് ബാലൻസും ആസിഡ് ബാലൻസും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അടുത്തത് എന്താ കൊടുത്തിരിക്കുന്നത്? അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത്. 1 itself is correct. വേറൊന്നും പോകണ്ട. Question number 7. Find the mismatch pair regarding reabsorption of renal tubule. മിസ്മാച്ച് പെയർ ആണ് ചോദിച്ചിരിക്കുന്നത്. Tubular secretion ionic and acid balance maintain ചെയ്യാൻ സഹായിക്കും. Nitrogenous waste absorbed through passive transport correct ആണ്. Water osmosis വഴി, പക്ഷെ sodium, glucose and amino acid by active transport ആണ്. Answer is 4th option. Question number 8. Find the incorrect statement. നോക്കാം. Many collecting ducts converge. Yes, correct ആണ്. Open through the renal papilla. Papilla എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മെഡുലറി പാപ്പില്ല എന്ന് പറയുന്ന ഈ ടിപ്പാണ്. അത് ശരിയാണ്. At the apex of the medullary pyramid, it is correct. Renal papilla opens into renal calyx. Correct ആണ്. Which lead to pelvic. Calyx എല്ലാം ചേർന്ന് pelvic ആവും. Correct ആണ്. Vasa recta is a U-shaped blood capillary which runs parallel to Henle's loop. അതും correct ആണ്. Afferent arterioles gives rise to network of capillaries around PCT. തെറ്റാണ്. Afferent arterioles നേരെ ഗ്ലോമറുലസ് ആവുകയാണ് ചെയ്യുക. ഈ ഗ്ലോമറുലസ് കഴിഞ്ഞ് എഫറന്റ് ആർട്ടീരിയോൾ ആണ് പിന്നെ പെരി ട്യൂബുലാർ കാപ്പിലറി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മുടെ PCTയുടെ ചുറ്റും കാണാൻ പറ്റുക. സോ ആൻസർ ഈസ് 4th ഓപ്ഷൻ. Question number 9. As compared to afferent arteriole of kidney is. Efferent arteriole വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ afferent arterioleന്റെ വ്യത്യാസം എന്താണ്? നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയിട്ട് അറിയാം.
എന്താണ് വളരെ ക്ലിയർ ആയിട്ട് അറിയാവുന്ന കാര്യമാണ്, ഇറ്റ് ഈസ് വൈഡർ അല്ലേ. അതുകൊണ്ടാണ് ഒരു പ്രഷർ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നാരോ വരുന്ന രണ്ട് സാധനവും അങ്ങ് കട്ട് ചെയ്ത് കളയും, വൈഡറാണ്. ഇനി ഷോർട്ട് ആണോ ലോങ് ആണോ എന്നുള്ളതാണ്. ഇവിടെ ഷോർട്ട് ആൻഡ് ഫോം പെരിട്യൂബുലർ കാപ്പിലറി കൊടുത്തു, നമുക്കറിയാം ദേ ഫോം ഗ്ലോമറുലസ് അല്ലേ. സോ ദേ ആർ ലോങ്ങർ ആൻഡ് വൈഡർ ആൻഡ് ഫോം ഗ്ലോമറുലസ്. ആൻസർ ഈസ് തേർഡ് ഓപ്ഷൻ. ഡോണ 9 എങ്ങനെ 4 വന്നു? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. സ്റ്റേറ്റ്മെന്റ് 1 and 2 ആണ് നമുക്ക് നോക്കാനുള്ളത്. സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. അഫറൻറ്റ് ഷുഡ് ബി വൈഡർ ദാൻ എഫറൻറ്റ് അല്ലേ. അഫറൻറ്റ് എഫറൻറ്റിനേക്കാൾ വൈഡർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമല്ലേ വലിയ ട്യൂബിൽ നിന്ന് ചെറിയ ട്യൂബിലേക്ക് പോകുമ്പോഴല്ലേ അവിടെ ഒരു പ്രഷർ ഗ്ലോമറുലസിൽ ജനറേറ്റ് ചെയ്യുക. നമ്മൾ പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ ഗാർഡനിങ്ങിന് നമ്മൾ ഓസ് ഉപയോഗിച്ച് വെള്ളം ഒഴിക്കാൻ നേരത്ത് നമ്മൾ നോർമലായിട്ട് കൈവച്ച് പിടിക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ചെറിയ ഫോഴ്സ് വരും. നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ ഡയമീറ്റർ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ വെള്ളം വരും. സോ അഫറൻറ്റ് വലുതും എഫറൻറ്റ് ചെറുതുമായാൽ മാത്രമേ ഗ്ലോമറുലസിൽ എന്ത് ചെയ്യുള്ളൂ, ഒരു പ്രഷർ ഉണ്ടാവുള്ളൂ. Okay, in majority of the nephrons in the kidney, loop of Henle is very long. മെജോറിറ്റിയിലും ലൂപ്പ് ചെറുതാണ്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, കോർട്ടിക്കൽ നെഫ്രോൺ. 85% കോർട്ടിക്കൽ നെഫ്രോൺ ആണ്. അടുത്ത എന്താ, ഇൻ മൈനോറിറ്റി called as juxtamedullary nephron, loop of Henle is short. തെറ്റാണ്, loop of Henle is long എന്നുള്ളതാണ് കറക്റ്റ്. സോ both the statements are false. Answer is second option. Question number 11 assertion reason question ആണ്. അസേർഷൻ റീസൺ കണ്ടില്ലല്ലോ. ഫർഹാന നല്ല വിശന്നിരിക്കുന്നതുകൊണ്ട് തോന്നുകയാണ്. ശരിക്കും നമ്മൾ ടഫാണെന്ന് മൈൻഡിൽ മെന്റലി നമ്മൾ എന്ത് ചെയ്തു, ഈ ചാപ്റ്റർ ടഫാണെന്ന് വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് ടഫായിട്ട് തോന്നുന്നത്. മിസ് എല്ലാ ഏരിയ എന്നുള്ള എല്ലാം ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണോ തെറ്റുന്നത് ആ ഏരിയ മാത്രം ഫോക്കസ് ചെയ്തൊന്ന് വായിച്ചു നോക്കുക. ഇറ്റ് വിൽ ബി ഈസി. അത്ര ടഫ് ചാപ്റ്റർ ഒന്നും അല്ല കേട്ടോ. അസേർഷൻ എന്താ കൊടുത്തിരിക്കുന്നത്, ഗ്ലോമറുലാർ ഫിൽറ്ററേഷനെ അൾട്രാ ഫിൽറ്ററേഷൻ എന്ന് പറയും. കാരണം എന്താണ്, ഫൈനലി ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. ഓൾമോസ്റ്റ് ഓൾ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ ബ്ലഡ് എക്സെപ്റ്റ് ദ സെൽസ് ആൻഡ് പ്രോട്ടീൻ ഈസ് ഫിൽറ്റേർഡ്. അതാണ് കാരണം. സോ ആൻസർ ഈസ് 1. ബോത്ത് ആർ കറക്റ്റ് ആൻഡ് ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ. ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്ക് ഡിപ്രഷനാന്ന് പറഞ്ഞാൽ ഞാനല്ലേടാ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത്, നീ എന്നെയാണോ പറഞ്ഞ ശ്രീരാജ്? എല്ലാ ഏരിയയും കവർ ചെയ്താണ് നമ്മൾ ഇന്ന് ക്വസ്റ്റ്യൻ ചെയ്യുക. എല്ലാ ഏരിയനും ടച്ച് ചെയ്താണ്. അപ്പോൾ എവിടെയാണ് തെറ്റ് പറ്റുന്നത് അതൊന്ന് മാത്രം ശ്രദ്ധിച്ച് ആ ഏരിയ മാത്രം ഒന്ന് വായിച്ചാൽ മതി, ക്ലിയർ ആവും മക്കളെ. വായിക്കുമ്പോൾ കുറച്ചുകൂടെ പേഷ്യൻസ് കാണിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ചാപ്റ്റർ ടഫല്ല. ഈവൻ ടഫാണെന്ന് തോന്നുകയാണെങ്കിൽ ഓടിപ്പോയി 1 ഷോട്ട് കണ്ടിട്ട് എവിടെയാണ് പ്രശ്നം എന്ന് നോക്കിയിട്ട് തിരിച്ചു വരിക കേട്ടോ. Fluid filtered into the cavity of Bowman's capsule is എന്താണ്? Is concentrated urine. തട്ടും ഞാൻ. കോൺസെൻട്രേറ്റഡ് യൂറിൻ ആണ് ബോമൻസ് ക്യാപ്സ്യൂളിൽ വരുന്നത്. ഗ്ലോമറുലാർ ഫിൽറ്ററേറ്റ് അല്ലേ വരുന്നത്. പ്ലാസ്മ മൈനസ് ബ്ലഡ് പ്രോട്ടീൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ബ്ലഡ് വിത്തൗട്ട് ബ്ലഡ് സെൽസ് ആണ് പ്ലാസ്മ അല്ലേ. ആൻഡ് പ്ലാസ്മ പ്രോട്ടീനും കൂടെ ആബ്സെന്റ് ആയിരിക്കും. സോ ആൻസർ ഈസ് 2 and 3, 4. Question number 13. Maximum reabsorption of useful substance happens in which part of nephron? ഏറ്റവും കൂടുതൽ റീഅബ്സോർപ്ഷൻ നടക്കുന്ന ഏരിയ ഏതാണ്? ഏറ്റവും കൂടുതലും കുറവ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആക്ച്വലി ഈ ചാപ്റ്റർ എന്നൊക്കെ നമ്മൾ ഈ പ്രാവശ്യം 2 questions അറ്റ്ലീസ്റ്റ് എക്സ്പെക്ട് ചെയ്യാനുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഈ ചാപ്റ്റർ ഒന്ന് മിസ് ചെയ്തിട്ടൊന്നും പൊയ്ക്കളയരുത് കേട്ടോ. ഭയങ്കര ടഫായിട്ട് നിങ്ങൾക്ക് ശരിക്കും ഫിസിയോളജിയിൽ കുറച്ച് ടഫായിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൻ്റെ തന്നെ 1 ഷോട്ടും ക്വസ്റ്റ്യൻ ഡിസ്കഷനും നമ്മൾ ചെയ്യുന്നത്.
യെസ് മക്കളെ, നമുക്കറിയാം മാക്സിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് പ്രോക്സിമൽ കൺവല്യൂട്ടഡിലാണ് ആൻഡ് മിനിമം റീഅബ്സോർപ്ഷൻ ഹാപ്പൻസ് ഇൻ ദി അസെൻഡിംഗ് ലൂപ്പ് ഓഫ് ഹെൻലി. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കണം. ക്വസ്റ്റ്യൻ നമ്പർ 14, പോഡോസൈറ്റ് സെൽസ് ആർ പ്രസന്റ് ഇൻ. എവിടെയാണ് പോഡോസൈറ്റ് സെൽസിനെ കാണുന്നത്? പെട്ടെന്ന് അങ്ങ് വരച്ചു നോക്കണം. പോഡോസൈറ്റ് സെൽസിനെ എവിടെയാണ് കാണുന്നത്? മൊമെന്റ്സ് ക്യാപ്സ്യൂളിന്റെ ഇന്നർ വോളിലാണ് പോഡോസൈറ്റ് സെൽസിനെ കാണുന്നത്. അങ്ങനെ ഓപ്ഷൻ വായിച്ച് കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തന്നെ ആൻസർ കണ്ടുപിടിക്കാൻ നോക്കിയാൽ മതി. ഇന്നർ വോൾ ഓഫ് ബൊമെന്റ്സ് ക്യാപ്സ്യൂൾ, ആൻസർ ഇസ് 1. ഫൈൻഡ് ദ മിസ്മാച്ച് പെയർ. ഒരു 150 ഡയഗ്രം നമ്മൾ വരച്ച് പഠിച്ച ചാപ്റ്റർ ആണ്. വരച്ച് എൻ്റെ കൈ തന്നെ തേഞ്ഞു പോയി. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം വന്നാലും ഓടിപ്പോയി ചെയ്യാനുള്ള കാര്യം വരച്ചു നോക്കുക എന്നുള്ളതാണ് കേട്ടോ. ഷോർട്ട് നോട്ട് വെച്ച് റിവൈസ് ചെയ്താൽ മതി ശ്രീരാജ്. NCERT ഫുള്ള് വായിക്കണം എന്നില്ല കേട്ടോ. ആൻഡ് ഡു മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ കുറേ തെറ്റൊക്കെ വരും. അപ്പോൾ നമ്മൾ ബാക്കിയെല്ലാം പഠിച്ചോളൂ. PCT reabsorption 70 to 80% of water and electrolyte, correct ആണ്. ascending loop of Henle, maintain high osmolarity in the medullary interstitium, correct ആണ്. കാരണം NaCl നെ interstitiumത്തിലേക്ക് കൊടുക്കുന്നത് ascending loop of Henle ആണ്. DCT conditional reabsorption ആണ്. ആൽഡോസ്റ്റിറോണും അതുപോലെ ADH വന്നാണ് എന്ത് ചെയ്യുക, റീഅബ്സോർപ്ഷൻ അവിടെ നടക്കുക. കളക്റ്റിംഗ് ഡക്ട് ഹെൽപ്സ് ഇൻ ഡൈല്യൂട്ടിംഗ് ആണോ? നോ കോൺസെൻട്രേറ്റിംഗ് യൂറിൻ അല്ലേ. 300 ഓസ്മോളാർ ഉള്ള യൂറിനെ അവസാനം 1200 ആക്കുന്നത് കളക്റ്റിംഗ് ഡക്റ്റിലൂടെ പാസ് ചെയ്യുമ്പോഴാണ്. സോ ഇറ്റ് ഹെൽപ്സ് ഇൻ കോൺസെൻട്രേറ്റിംഗ് യൂറിൻ. ആൻസർ ഈസ് 4th ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 16, ഫൈൻഡ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് കിഡ്നി ഫംഗ്ഷൻ. Find the wrong statement regarding kidney function. അയച്ചു തുടങ്ങിയാലോ. PCT maintain pH and ionic balance of the body by selective secretion of hydrogen ion, potassium and ammonium into the filtrate, correct ആണ്. Descending loop of Henle is permeable to water but impermeable to electrolyte, correct ആണ്. Ascending loop of Henle is permeable to electrolyte, not water. So answer is 3rd option. Question number 18, match the following column 1 and 2 and select the correct match. ഇപ്പോഴേക്ക് ഇത്ര ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഒന്നും തെറ്റിക്കാനേ പാടില്ല. യെസ് ഗൈസ്, നേരെ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, റീഅബ്സോർപ്ഷൻ ഓഫ് 70 to 80% ഓഫ് ദ ഫിൽറ്ററേറ്റ്. A6 വരുന്ന 3 ഓപ്ഷൻസ്. B ചെക്ക് ചെയ്യാം. B എല്ലാം മാറി തിരിഞ്ഞിരിക്കുകയാണ്. ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആണിക് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. BS ആണ്. BS വരുന്നത് AP ആണോ? എന്താടാ ഇങ്ങനെ 16-ലൊക്കെ നിൽക്കുന്നു കുറേ പേര്. എനിക്ക് 16-ൻ്റെ ആൻസറാണ്. നമ്മൾ 18-ൻ്റെ ആൻസർ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് മക്കളെ? അതെ. 17 ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്പറായിട്ട് തോന്നുന്നത്? നോക്കിയടാ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ ആനിക് ബാലൻസ്. ഇനി അത് കിട്ടിയില്ല എങ്കിൽ ഹെൻലീസ് ലൂപ്പ് നോക്കുക. മെയിൻറ്റെയിൻസ് ദി മിനിമം റീഅബ്സോർപ്ഷൻ നടക്കുന്നത് ഹെൻലീസ് ലൂപ്പാണ്. കാരണം കൗണ്ടർ കറന്റ് മെക്കാനിസം ആണ് നമുക്ക് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റ് മെഡുല്ലയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുക. ആൻഡ് റീനൽ കോർപ്പസ്യൂൾസ് എന്ന് പറയുന്നതാണ് ഫിൽറ്ററേഷൻ ഓഫ് ബ്ലഡിന് സഹായിക്കുന്നത്. ആൻസർ ഈസ് 2nd ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 20. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ 3rd സെഗ്മെന്റിലേക്ക് പോവുകയാണ്, റെഗുലേഷൻ ഓഫ് കിഡ്നി ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത 20 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നെഫ്രോൺ, types of nephron, its structure, blood vessels, and of course the formation of urine physiology, ultrafiltration, അതുപോലെ തന്നെ renal absorptions, tubular absorption and secretion, അതിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്.
Question number 20. Filtration membrane does not. 19 ഇല്ല. 19 ഞാൻ മുക്കിയതാണ്, പറയേണ്ടിയിരുന്നില്ല നമ്പർ. Filtration membrane does not include. Filtration membrane does not include. പോരട്ടെ 19 ഇല്ലടാ, 20 ചെയ്യടാ. ഔട്ടർ വോൾ ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ, അതിൽ പോഡോസൈറ്റ്സും ഇല്ല. ഔട്ടർ വോൾ ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ നമുക്ക് ഇവിടെ ആവശ്യമില്ല. ഇതാണ് ഔട്ടർ വോൾ ഓഫ് ബോമൻസ് ക്യാപ്സ്യൂൾ. അതിനിടയ്ക്കാണ് ക്യാപ്സുലാർ സ്പേസ് വരിക. നമുക്ക് ഫിൽറ്ററേറ്റ് ഇങ്ങോട്ട് വന്നാൽ മതി. ആൻസർ ഈസ് yes, third option. Now going to the next question. Questions നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് last part, that is regulation of kidney function, micturition and disorders ലെ questions ആണ്. പെട്ടെന്ന് ചെയ്യാം. First question, which of the following does not favor the formation of large quantity of dilute urine? Dilute urine ഉണ്ടാക്കാൻ സഹായിക്കാത്തത് ആര്? Ninth question. സൂര്യ, ഞാൻ ഒന്നും കൂടെ 9th question ചെക്ക് ചെയ്യാട്ടോ. It is not shorter and wider. അത് ലോങ്ങർ ആണ്, കാരണം അത് റീനൽ ആർട്ടറി എന്ന് വരുന്നതാണ്. അഫറന്റ് ആർട്ടീരിയോൾ അത് ലോങ്ങർ ആണ്. അത് ചെന്ന് ഗ്ലോമറുലസ് ആയിട്ട് എഫറന്റ് ആർട്ടീരിയോൾ ഷോർട്ടർ ആണ്, കാരണം എഫറന്റ് ആർട്ടീരിയോൾ വരുന്നു പെട്ടെന്ന് തന്നെ അത് പെരിട്യൂബുലർ കാപ്പിലറി ആവുകയാണ്. Yes, answer is 1, renin. It helps in കൺസേർവിങ് ദ യൂറിൻ അല്ലേ, ഡയൂറിസിസ് പ്രിവെന്റ് ചെയ്യും. റെനിനെ പോലെ ഡയൂറിസിസ് പ്രിവെന്റ് ചെയ്യുന്ന മറ്റൊരാളാണ് നമ്മുടെ ADH എന്ന് പറയുന്ന ഹോർമോൺ, ആന്റി ഡയൂററ്റിക് ഹോർമോൺ. ക്വസ്റ്റ്യൻ നമ്പർ 2. യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഡ്യൂറിങ് ഹീമോഡയാലിസിസ് മേ റിസൾട്ട് ഇൻ. നമ്മുടെ കിഡ്നി വർക്ക് ചെയ്തില്ല, പകരം നമ്മൾ ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് പണി കിട്ടാൻ സാധ്യതയുണ്ട്? അത് തെറ്റാണല്ലോ സൂര്യ. അഫറന്റ് ആർട്ടീരിയോൾ ഈസ് ലോങ്ങർ ആൻഡ് ഇറ്റ് ഈസ് വൈഡർ. ആൻഡ് വൺ മോർ പോയിന്റ് ഇവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഇറ്റ് ഗോസ് ഇൻ ആൻഡ് ഫോംസ് ഇൻ ടു ഗ്ലോമറുലസ്. ആ ഒരു പോയിന്റ് കൂടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതാണ് ഗ്ലോമറുലസ് ഫോം ചെയ്യുക. നേരെ തിരിച്ച് എഫറന്റ് ആർട്ടീരിയോൾ ഷോർട്ടർ ആണ്, നാരോവർ ആണ്, ആൻഡ് ഇറ്റ് ഫോംസ് എ പെരിട്യൂബുലർ കാപ്പിലറി. യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ കിഡ്നി, യെസ്. നൈട്രോജീനിയസ് വേസ്റ്റ് ബിൽഡപ്പ് ഇൻ ദ ബോഡി, അത് പ്രിവെന്റ് ചെയ്യും അല്ലേ. നോൺ എലിമിനേഷൻ ഓഫ് എക്സസ്, അത് തെറ്റാണ്, കാരണം നൈട്രോജീനിയസ് വേസ്റ്റിനെ നമ്മുടെ ബോഡി ബിൽഡപ്പ് ചെയ്യില്ല, അതിനെ റിമൂവ് ചെയ്യാനാണ് ഹീമോഡയാലിസിസ് ചെയ്യുക. എക്സസ് പൊട്ടാസ്യം അയോൺ എന്തെങ്കിലും റിമൂവ് ചെയ്യും, കാരണം പ്ലാസ്മയിൽ നിന്നും എത്ര എക്സസ് ഉണ്ടോ അതിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും, കാരണം പ്ലാസ്മയുടെ കോൺസെൻട്രേഷൻ ആണ് ഡയാലൈസിങ് ഫ്ലൂയിഡിനുള്ളത്. ഓക്കെ, ദെൻ reduced absorption of calcium from the gastrointestinal tract. അത് കറക്റ്റ് ആണ്, കാരണം നമുക്കറിയാം വൈറ്റമിൻ ഡി, കോളികാൽസിഫെറോൾ എന്ന് പറയുന്ന വൈറ്റമിൻ ഡിന്റെ സിന്തസിസ് നടക്കുന്ന കിഡ്നിയിലാണ്. അപ്പോൾ ആ കിഡ്നി വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വൈറ്റമിൻ ഡി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. വൈറ്റമിൻ ഡി ഇല്ല എങ്കിൽ നമുക്ക് GITയിൽ നിന്നും കാൽസ്യത്തിനെ അബ്സോർബ് ചെയ്യാൻ പറ്റില്ല. Then reabsorption of reduced RBC production, അതും കറക്റ്റ് ആണ്, കാരണം RBC പ്രൊഡക്ഷന് സഹായിക്കുക കിഡ്നിയിൽ നിന്നുള്ള എറിത്രോപോയിസിസ് എന്ന് പറയുന്ന ഹോർമോൺ ആണ്. അപ്പോൾ എറിത്രോപോയിറ്റിനും ഇല്ല. അപ്പോൾ നമുക്ക് പറയാം C and D are correct. Answer is third option. സൂര്യ, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 9 ചെക്ക് ചെയ്യാം കേട്ടോ, ഡോണ്ട് വറി. Third question, statement 1 and 2.
വേഗം ആയിക്കോട്ടെ. യെസ്, ഗ്ലൈക്കോസ്യൂറിയ ആൻഡ് കീറ്റോൺയൂറിയ ഇൻ യൂറിൻ ഈസ് ഇൻഡിക്കേറ്റീവ് ഓഫ് ഡയബറ്റിസ് ഇൻസിപ്പിഡസ്. തെറ്റാണ്, ഡയബറ്റിസ് മെലിറ്റസ് ആണ്. അടുത്ത നോക്കാം. അനാലിസിസ് ഓഫ് യൂറിൻ ഹെൽപ്സ് ഇൻ ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഓഫ് മെറ്റബോളിക് ഡിസോർഡേഴ്സ്. എസ്, മെറ്റബോളിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ യൂറിൻ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. കിഡ്നി മാൽ ഫംഗ്ഷനിങ് അറിയാൻ പറ്റും, കാരണം നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ പ്രോട്ടീൻ യൂറിയ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ദിസ് ഇസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. 2 is correct, 1 is incorrect. Fourth option. Question number 4. Find the mismatch pair. Bile secreted by liver, bilirubin, biliverdin, cholesterol, degraded steroids, hormones, vitamins and drugs. Correct ആണ്. Sweat, watery fluid ആണ്. NaCl, small amount of urea and lactic acid. Correct ആണ്. Sebaceous glands, sebum secrete ചെയ്യും. അപ്പോൾ different type of excretory organs and their products ആണ്. വളരെ important topic ആണിത്. And dialysing fluid constitute of all plasma with high concentration of nitrogenous waste അല്ല, with no nitrogenous waste. Answer is fourth option. Question number 5. Which one of the following is correct for normal human being? Correct statement ആണ് കണ്ടുപിടിക്കാനുള്ളത്. ശ്രദ്ധിച്ച് വായിക്കണേ. വിശന്നൊക്കെ ഇരിക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ച് വായിക്കണമെന്ന് പറഞ്ഞത്. യെസ്, pH of urine is around 8. തെറ്റാണ്. pH of urine is acidic. കാരണം നമുക്കറിയാം അവിടെ H+ അയോൺസ് നമ്മൾ സെക്രീറ്റ് ചെയ്യുന്നത് തന്നെ യൂറിനെ അസിഡിക് ആക്കാൻ വേണ്ടിയാണ്. On an average, 25 to 30 milligram അല്ല, gram of urea is excreted via urine per day. Presence of ketone bodies in the urine is an indicator of diabetes mellitus, which is correct answer is third option. മിഥുനേ, അതാണ് ഞാൻ ശ്രദ്ധിച്ച് വായിക്കണേന്ന് പറഞ്ഞത്. Question number 6. Which one of the following statement is incorrect? ദേവാ, നീ ഫുഡ് കഴിക്കുക. ഒരു സൈഡിൽ നിന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഫുഡ് കഴിക്കട്ടോ. Uremia and proteinuria are indicative of diabetes mellitus. തെറ്റാണ്. ketonuria and of course glucoseuria is an indication of diabetes mellitus. ഇത് തന്നെ incorrect ആകുന്നു. 1. Question number 7. Read the following statement and choose the incorrect statement. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രോട്ടീൻയൂറിയ എന്ന് പറഞ്ഞാൽ പ്രസൻസ് ഓഫ് ആൽബുമിൻ ഇൻ യൂറിൻ ആണ്. ശരിക്കും ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ വരുമ്പോൾ, ഗ്ലോമറുലസിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ പ്രോട്ടീൻ എന്ത് ചെയ്യും? ഈ ആൽബുമിനൊക്കെ, സാധാരണ നമുക്ക് പ്രോട്ടീൻ എന്തിൽ കാണില്ല, പ്ലാസ്മ പ്രോട്ടീൻ നമുക്ക് യൂറിനിൽ കാണില്ല. പക്ഷേ ആ ബ്ലഡ് വെസൽസിൻ്റെ വാൾ ഇൻഫ്ലെയിംഡ് ആകുമ്പോൾ ഈ ആൽബുമിൻ പോലുള്ള പ്രോട്ടീൻ എന്ത് ചെയ്യും? നമുക്ക് യൂറിനിൽ കാണാൻ പറ്റും. ഇതിനെയാണ് പ്രോട്ടീൻയൂറിയ എന്ന് പറയുന്നത്, വിച്ച് ഇസ് ആക്ച്വലി റിലേറ്റഡ് ടു ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, ഇൻഫ്ലമേഷൻ ഓഫ് ദ ഗ്ലോമറുലസ്. ശ്രദ്ധിച്ച് വായിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. Dialysing unit contain coiled cellophane tubes surrounded by dialysing fluid. Yes, സംശയം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വരച്ചു നോക്കാട്ടോ. അതിന് ചുറ്റും ഡയലൈസിങ് ഫ്ലൂയിഡ് ഉണ്ട്. സെയിം കമ്പോസിഷൻ ആസ് പ്ലാസ്മ എക്സെപ്റ്റ് നൈട്രോജീനിയസ് വേസ്റ്റ്. കറക്റ്റ് ആണ്. Production
Production of uric acid is enhanced by metabolism of nucleic acid. Actually, nucleic acid RNA, DNA metabolism വഴിയാണ് നമ്മുടെ ബോഡി യൂറിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുക. അടുത്തതാണ് all marine amphibians are amonotelic. എടാ ഒന്ന് മറൈൻ ആംഫിബിയൻസ് ഇല്ല, അക്വാട്ടിക് ആംഫിബിയൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിച്ചോണം. മറൈൻ ആംഫിബിയൻസ് ഇല്ല, എക്സ്റ്റിൻറ്റ് ആണ്. there is no marine amphibian now. For the time being marine amphibian ഇല്ല. Bony fishes remove nitrogenous waste in the form of urea, in the form of ammonia. അപ്പോൾ C and D answer is second option. Question number 8. How many of the following statements are not true regarding hemodialysis? ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? എന്നെ തെറ്റിക്കുകയാണോ കുട്ടികളെ? How many of the following statements are not true regarding hemodialysis? Not true ആണേ. ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമുക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കി എല്ലാം ഒരെണ്ണമെങ്കിലും തെറ്റാണെങ്കിൽ മറ്റേത് നമുക്ക് എങ്ങനെയെങ്കിലും എലിമിനേറ്റ് ചെയ്തെങ്കിലും ഓപ്ഷൻ ഒന്ന് കണ്ടുപിടിക്കാം. ഇവിടെ നോട്ട് ട്രൂവും ട്രൂവും അങ്ങനെ തെറ്റിപ്പോയാൽ തീർന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ സാധനം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കണം. ബ്ലഡ് ഈസ് ഡ്രെയിൻഡ് ഫ്രം കൺവീനിയൻറ്റ് വെയിൻ. ബ്ലഡ് ഡ്രെയിൻ ചെയ്യുന്നത് കൺവീനിയൻറ്റ് ആർട്ടറിയിൽ നിന്നാണ്, എന്നിട്ട് ബ്ലഡിനെ തിരിച്ചു വിടുന്നതാണ് വെയിനിൽ നിന്ന്. സോ ദിസ് ഈസ് റോങ്. അയ്യോ, അടുത്ത നോക്കിയോടാ. ആന്റി ഹെപ്പാരിൻ ഈസ് ആഡഡ് ബിഫോർ പമ്പിങ് ബ്ലഡ് ഇൻ ടു ഡയലിസിംഗ് യൂണിറ്റ്. ഡയലിസിംഗ് യൂണിറ്റിലേക്ക് പമ്പ് ചെയ്യുന്ന മുമ്പേ നമ്മൾ ഹെപ്പാരിൻ ആണ് ഇഞ്ചെക്ട് ചെയ്യുന്നത്. സോ ദാറ്റ് ബ്ലഡ് ഈസ് നെവർ ഗെറ്റിംഗ് ക്ലോട്ടഡ്. ഡയലിസിംഗ് യൂണിറ്റിലേക്ക് വിടുന്ന മുമ്പേ. അപ്പം നമുക്കറിയാം, ഒരു കൺവീനിയൻറ്റ് ആർട്ടറിയിൽ നിന്ന് ബ്ലഡിനെ ഡ്രോ ചെയ്യുന്നു, അതിൽ ഹെപ്പാരിൻ ഇഞ്ചെക്ട് ചെയ്യുന്നു, എന്നിട്ട് നേരെ അതിനെ ഡയലിസിംഗ് യൂണിറ്റിലേക്ക് വിടുന്നു. Dialysing fluid have the same composition of plasma but lack nitrogenous waste, which is correct. Porous cellophane tube allow passage of molecules against concentration gradient alla, towards concentration gradient. High concentration ninnu low concentration like povunu, that is diffusion actually. Active transport alla, so this is wrong. Cleared blood എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? കൺവീനിയൻ്റ് ആയിട്ടുള്ള വെയിനിലേക്ക് പമ്പ് ചെയ്യും ആഫ്റ്റർ ആഡിങ് ആൻറ്റി ഹെപ്പാരിൻ. ഇവിടെയാണ് ആൻറ്റി ഹെപ്പാരിൻ ആഡ് ചെയ്യുന്നത്. റിനൽ ട്യൂബ്യൂളിൻ്റെ പാർട്ടാണ് കളക്റ്റിംഗ് ഡക്റ്റ് എന്ന് പറയുന്നത്. ഫൈനൽ പാർട്ടാണ് കളക്റ്റിംഗ് ഡക്റ്റ്. പക്ഷേ ഒരു റീനൽ ട്യൂബ്യൂളിന് ഒരു കളക്റ്റിംഗ് ഡക്റ്റ് അല്ല, ഒന്നിലധികം റീനൽ ട്യൂബ്യൂൾസിന് ഒരൊറ്റ കളക്റ്റിംഗ് ഡക്റ്റ് ആയിരിക്കും വരിക, അല്ലേ? എല്ലാവർക്കും പോയി. ആൻസർ ഈസ് 1 2 3 4 4 സ്റ്റേറ്റ്മെന്റ്സ് ആർ റോങ്. 3. ക്വസ്റ്റ്യൻ നമ്പർ 9. ചൂസ് ദ കറക്റ്റ്ലി മാച്ച് പെയർ. അപ്പൊ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരെയും ടച്ച് ചെയ്ത് നമ്മൾ പോയിരിക്കുകയാണ്. സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് ദ കറക്റ്റ്ലി മാച്ച് പെയർ. പോയി. Micturition. Contraction of smooth muscles of bladder, simultaneous relaxation of urethral sphincter. നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇത് കോൺട്രാക്ട് ചെയ്യണം, ഇവിടെ റിലാക്സ് ചെയ്യണം, എന്നാലേ യൂറിന് പുറത്തേക്ക് വരാൻ പറ്റത്തുള്ളൂ. സോ ദിസ് ഇസ് കറക്റ്റ്. ആൻസർ ഈസ് 1. അല്ലേ? അപ്പൂസിന് എങ്ങനെയാണ് 4 ആയത്? അപ്പൂസ് 200 ml ആണ്. ഈ വാല്യൂ ഒന്നും തെറ്റിക്കരുത് കേട്ടോ. Last question, identify the incorrectly matched pair. ആക്ച്വലി നീറ്റ് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ മാർക്ക് ചെയ്യുന്നതിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പേപ്പറിൽ എഴുതുന്നതിൽ അവിടെ റഫ് ഏരിയ എന്ന് പറയുന്ന ഏരിയയിൽ എഴുതാവൂ എന്ന് പറയാറുണ്ട് ചില ഇൻവിജിലേറ്റേഴ്സ്. അതിൽ ലൈക്ക് അതിങ്ങനെ പറയാറുണ്ട്. സോ എങ്കിലും പെൻസിൽ വെച്ച് മാർക്ക് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ പർട്ടിക്കുലർലി പ്രോബ്ലം ഇല്ല. നമ്മുടെ പേപ്പറിൽ മാർക്ക് ചെയ്യുക. അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ.
കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അൾട്ടിമേറ്റ് മെത്തേഡ് ആണ്. അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന അവസാനത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. ഹീമോഡയാലിസിസ് റിമൂവൽ ഓഫ് നൈട്രോജീനിയസ് വേസ്റ്റ് ഫ്രം ദ ബ്ലഡ്. ആർട്ടിഫിഷ്യൽ കിഡ്നി ഹീമോഡയാലിസിസ് വിത്ത് പോറസ് സെലോഫൈൻ ആണ്. ഓക്കെ. ആൻഡ് ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് അക്യുമുലേഷൻ ഓഫ് ഇൻസോളബിൾ ഓക്സലേറ്റ്സിനെ നമ്മൾ റീനൽ കാൽക്കുലി എന്നാണ് പറയുക. ഗ്ലോമെറുലോനെഫ്രൈറ്റിസ് ഇസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമെറുലസ്. സോ ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും കവർ ചെയ്തുകൊണ്ട് ശരിക്കും ഒരു കംപ്ലീറ്റ് സുവോളജി ടോപ്പിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ മക്കളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത ആ ഒരു പാറ്റേണിൽ തന്നെ ഇത്രയും ഏരിയാസ് ആണ് നമുക്ക് കവർ ചെയ്യാനുള്ളത്. എവിടെയാണോ നിങ്ങൾക്ക് തെറ്റിയത് ആ ഏരിയനെ ഒന്ന് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ ഒന്ന് വായിച്ചിട്ട് പോവണം. ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി മാരത്തോണിൽ അടുത്ത ടീച്ചർ നിങ്ങളെ കാണാൻ വെയിറ്റ് ചെയ്യും. See you.